മക്കളെ, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. യെസ്, അപ്പൊ വേഗം 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 എല്ലാവരും അടിപൊളിയായിട്ട് സുഖമായിട്ടിരിക്കണം എന്ന് വിചാരിക്കണു. മിസ്സും എവിടെ അടിപൊളിയായിട്ടിരിക്കണു കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സ് നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ ഫിസിക്സിന് നമ്മൾ കംപ്ലീറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് 4 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഇന്ന് അടിപൊളിയായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ +1 ഫിസിക്സിലെ ആദിത്യൻ. യെസ്, ഹായ്, ഗുഡ് ഈവനിങ്. യെസ്, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ടായിരിക്കും. യെസ് മകളി, നമ്മുടെ വർക്ക് എനർജി ആൻഡ് പവർ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ, ഗ്രാവിറ്റേഷൻ ആൻഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. അപ്പൊ ഇത്രയും ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് അടിപൊളിയായിട്ട് സെറ്റ് ആക്കാനായിട്ട് പോകുന്നത്. മിസ്സിന് അറിയാം, നിങ്ങൾ +1 അല്ലെ, +1ലെ ടോപ്പിക്സ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതെല്ലാം നമ്മൾ തിയറി പോർഷൻസ് കൂടെ ഒന്ന് പറഞ്ഞ് എന്നിട്ടായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ, യെസ്, ഗുഡ് ഈവനിങ് ശ്രേയസ്. യെസ്, ഗുഡ് ഈവനിങ് അഹമ്മദ്. യെസ്, ഗുഡ് ഈവനിങ്. ഓക്കെ, യെസ്. അപ്പൊ എല്ലാവരും ഫുൾ ഓൺ എനർജി, ഫുൾ ഓൺ പവറിൽ ഇരിക്കുക. നമ്മൾ ഇന്ന് അടിപൊളിയായിട്ട് സെറ്റ് ആക്കാനായിട്ട് പോവാണ്. ഇന്ന് രാവിലെ നിങ്ങൾ കെമിസ്ട്രി ഒക്കെ സെറ്റ് ആക്കി അല്ലെ, കംപ്ലീറ്റ് ആയിട്ടുള്ള ചാപ്റ്റർ മിസ് അടിപൊളിയായിട്ട് സെറ്റ് ആക്കി തന്നായിരുന്നു. ഇന്ന് രാവിലത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഉഷാറായിട്ട് എഗെയിൻ നിങ്ങൾ ഇപ്പോൾ നമ്മുടെ 6 PM ക്ലാസ്സിന് സെറ്റ് ആയി വന്നിരിക്കുകയാണ്. യെസ്, ഗുഡ് ഈവനിങ് സന്ധ്യ അല്ലെ, സാൻഡിയ ആണോ? സാൻഡിയ ആണോ? ഓക്കെ ഓക്കെ. യെസ്, ആദിത്യൻ, ഗുഡ് ഈവനിങ്. ഇതിൽ ഈസി ചാപ്റ്റർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ സിലബസ് വൈസ് നോക്കുകയാണെങ്കിൽ കുറച്ച് കണ്ടന്റ് ഉള്ളത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആയിരിക്കും കേട്ടോ. പിന്നെ കുറച്ച് കൂടുതൽ കണ്ടന്റ് വരുന്നത് റൊട്ടേഷണൽ മോഷൻ ആണ്, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ ആയിരിക്കും വരിക. ഓക്കെ, കാൽക്കുലേഷൻ ചെയ്യാൻ കിട്ടുന്നില്ല. അവിടെ കാൽക്കുലേഷൻസ് നമ്മൾ അത് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാൽക്കുലേഷൻസ് കുറച്ചും കൂടെ നമുക്ക് ഫാസ്റ്റ് ആക്കി ഈസി ആക്കാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ എപ്പോഴും കുറെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക, അല്ലെങ്കിൽ സെയിം ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടെങ്കിലും അത് നിങ്ങൾ തന്നെ ഒപ്പം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചധികം ടൈം അതിലേക്ക് കൺസ്യൂം ചെയ്യുന്നുണ്ടായിരിക്കും. സെക്കൻഡ് ടൈം നിങ്ങൾ അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ തന്നെ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് ചെയ്തു എന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, യെസ്, മാക്സിമം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എപ്പോഴും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിക്കണം അല്ലെ. തൻസീന, യെസ്, ഹായ്, ഗുഡ് ഈവനിങ്. ഓക്കെ, റെഡി റെഡി റെഡി. യെസ്, ഓക്കെ, യെസ്. അപ്പൊ കുറെ പേര് എപ്പോഴും ചോദിക്കാറുണ്ട്. യെസ്, അതെ, കാൽക്കുലേഷന്റെ കാര്യം അതുപോലെ ന്യൂമറിക്കൽ ക്വസ്റ്റൻസിന്റെ കാര്യമൊക്കെ എപ്പോഴും ചോദിക്കുന്ന സംഭവം തന്നെയാണ്. അപ്പൊ ഈ ന്യൂമറിക്കൽസ് തന്നെയാണ് നമുക്ക് ഇതിൽ വരിക. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസും വരും കേട്ടോ, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസും വരുന്നുണ്ടായിരിക്കും. ഇല്ലടാ, അതിന്റെ ക്ലാസ്സസ് ഇല്ല കേട്ടോ, അതില്ല. കീം ക്ലാസ്സസ് ആണ്, കീം ആൻഡ് നീറ്റ് ക്ലാസ്സസ് ആണ് നമ്മൾ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് കറന്റ്ലി കേട്ടോ. ഓക്കെ, യെസ്. നീറ്റ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇത് ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ നീറ്റിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സിലബസ് നമുക്ക് ഇതിൽ ഉണ്ടാവില്ല. കാരണം നീറ്റിൽ നിങ്ങൾക്ക് കുറച്ചധികം കൂടി നമ്മൾ ഈ ബോർഡ് എക്സാം അല്ലെങ്കിൽ കീം ലെവലിൽ അല്ലാണ്ട് കുറച്ചധികം കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് എക്സ്ട്രാ നീറ്റിൽ പഠിക്കാനായിട്ടുണ്ടായിരിക്കും. അപ്പൊ നീറ്റിന്റെ ക്ലാസ് വേണം എന്നുള്ളവർ എന്ത് ചെയ്യാം, നമ്മുടെ നീറ്റ് ചാനൽ ഉണ്ട്. ഓക്കെ, നമ്മുടെ തന്നെ നീറ്റ് ചാനൽ ഉണ്ട്. അപ്പോൾ നമ്മുടെ നീറ്റ് ചാനലിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ PW നീറ്റ് കേരള എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് ക്ലാസ്സസ് ഇപ്പോൾ കറന്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു, കെവിന് ജസ്റ്റ് കുറച്ച് 2 ദിവസം മുന്നേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ലാസ്സസ് അതിലുണ്ടായിരിക്കും, അത് നോക്കി കാണണം കേട്ടോ. ഓക്കെ, യെസ്, അഫ്കോഴ്സ് ഓർമ്മയുണ്ട്. ഓക്കെ, ഇന്നലത്തെ ക്ലാസ്സിന്റെ നോട്ട് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ട് കിട്ടും കേട്ടോ. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ മതി. യെസ് മിസ് പറയാം, ഇവിടെ പറയാം കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും, അതിന്റെ ലിങ്ക് പിൻ ചെയ്തിട്ട് ഇടുന്നുണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും. വാട്സപ്പ് ചാനലിന്റെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചാനലിൽ ജോയിൻ ചെയ്യാം, നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് അതിൽ നോട്ട് അതിൽ കിട്ടുന്നുണ്ടാവും. ഓക്കെ, എടാ നമുക്കിപ്പോ ടോപ്പിക്സ് വൈസ് ആയിട്ട് അങ്ങനെ നമുക്ക് പറഞ്ഞു പോകാൻ പറ്റില്ല. നമ്മൾ മിസ് എന്തായാലും ഒന്ന് ബ്രീഫ് ചെയ്യണല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഓരോ ചാപ്റ്ററിന്റെയും ബ്രീഫ് ആയിട്ട് നോട്ട് ആദ്യം പറഞ്ഞു തരാം. അപ്പൊ ആ സമയത്ത് നിങ്ങൾ നോട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം, ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. വെറുതെ കണ്ടിരിക്കരുത്, നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം കേട്ടോ. അപ്പൊ സ്റ്റാർട്ട് ചെയ്തോട്ടേടാ. യെസ്, അസേർഷൻ റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ. യെസ്, വരാം, വന്നിട്ടുണ്ട്, പ്രീവിയസ് ഇയറിൽ വന്നിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ അതും മനസ്സിലാക്കി പോയി. നമ്മൾ ഇന്ന് ഏതോ ഒരു ചാപ്റ്ററിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ചെയ്യാം കേട്ടോ. ഒരു ചാപ്റ്ററിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചെയ്യാം. ഓക്കെ ഓക്കെ, റെഡി, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ആ ചാപ്റ്റർ വെച്ചിട്ട് നമ്മൾ ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്നുള്ളത് പക്ഷെ ഒന്നുകൂടെ എഴുതി തരാം. നിങ്ങൾ നോക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. നമ്മൾ ഇന്ന് കവർ ചെയ്യാനായിട്ട് പോകുന്നുണ്ടായിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ വർക്ക് എനർജി ആൻഡ് പവർ അല്ലെ, വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിന്റെ തിയറി പോർഷൻസ് നമ്മൾ പറയും. ദെൻ അതിനുശേഷം അതിന്റെ ക്വസ്റ്റ്യൻസും അതിന്റെ കാൽക്കുലേഷൻസും നമ്മൾ ഈസി ആക്കുന്നുണ്ടായിരിക്കും. ദെൻ ആഫ്റ്റർ ദാറ്റ് റൊട്ടേഷൻ, അതായത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ നമ്മൾ ഗ്രാവിറ്റേഷൻ ആൻഡ് ഫൈനലി സോളിഡ്സ്.
അപ്പൊ ഇത്രയും 4 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക കേട്ടോ. അപ്പൊ അത് ഈസി ആയിട്ട് ദേ നമ്മൾ ഇവിടെ സെറ്റ് ആക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടായിരിക്കും, ഓക്കെ അപ്പൊ ഈ വളരെ കുറച്ച് സമയമുള്ളൂ, ഇതിനുള്ളിൽ ഞാൻ എങ്ങനെയാണ് ഇത്രയും അധികം ചാപ്റ്റേഴ്സ് എല്ലാം കൂടെ ഞാൻ കവർ ചെയ്ത് പോവാന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ദേ ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിയറിയും നിങ്ങളുടെ കയ്യിൽ കിട്ടും, ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് കൂടാണ്ട് നിങ്ങൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ചെയ്ത് നോക്കണം. ഇപ്പൊ പറ്റാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്ന ബ്രേക്കിലൊക്കെ നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യം ഇതിന്റെ സിലബസ് ഒന്ന് മിസ് പറഞ്ഞുതരാം. അപ്പൊ സിലബസിന്റെ കാര്യത്തിൽ കുറെ പേർക്ക് കൺഫ്യൂഷൻ അല്ലെങ്കിൽ കുറെ പേര് അത് വരുമോ ഇത് വരുമോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പൊ അത് മിസ് ഇതിൽ ആഡ് ചെയ്തിട്ട് അത് നോട്ട് കിട്ടുന്ന സമയത്ത് ആ സിലബസ് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന ചാപ്റ്ററിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കോൺസ്റ്റന്റ് ഫോഴ്സും അതുപോലെ തന്നെ വാരിയബിൾ ഫോഴ്സും ചെയ്യുന്ന വർക്ക് ഡൺ വരുന്നുണ്ടായിരിക്കും. ആൻഡ് കൈനറ്റിക് എനർജി, വർക്ക് എനർജി തിയറം, പവർ നോഷൻ ഓഫ് പൊട്ടൻഷ്യൽ എനർജി of spring, conservative forces, conservation of mechanical energy, that is energy and potential, kinetic energy, potential energy in the conservations, and non-conservative forces ഉണ്ടായിരിക്കും, motion in a vertical circle and elastic and inelastic collisions in 1 and 2 dimensions. ഇത്രയാണ് ടോപ്പിക്സ് വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഒന്ന് വേഗം ബ്രീഫ് ആയിട്ട് ഓരോന്നായിട്ട് മിസ് വേഗം പറഞ്ഞുതരാം. സോ വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന ചാപ്റ്ററിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം വർക്ക് എപ്പോഴും നമ്മൾ ചെയ്തു എന്ന് പറയുക എപ്പോഴാണ്, work is said to be done if the force is applied on a body displaces the body through a certain distance. അല്ലെ, നമ്മളൊരു ബോഡിയിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കൊടുക്കുന്ന ഫോഴ്സ് അനുസരിച്ച് ആ ബോഡിക്ക് ഒരു ചെറിയ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എന്ത് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ, യെസ് വർക്ക് നമ്മൾ ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ സപ്പോസ് ഞാനൊരു ബ്ലോക്ക് ഇവിടെ എടുക്കുകയാണ്, M മാസ് ഉള്ള ബ്ലോക്ക് ആണ്, ഇതിലേക്ക് ഞാനൊരു ഫോഴ്സ് F കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനപ്പുറത്ത് എന്തുണ്ടായിരിക്കണം, ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടുണ്ടാവണം അല്ലെ. അപ്പുറത്തേക്ക് ഇത് കുറച്ച് അങ്ങോട്ട് ബോക്സ് കുറച്ചും കൂടെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, യെസ് അങ്ങോട്ട് നീങ്ങുന്നുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ നീങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം അവിടെ വർക്ക് ചെയ്തു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടായിരിക്കും. ഓർമ്മയുള്ളവർ അതൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക, നമ്മൾ പറഞ്ഞു പോകുന്നുണ്ടായിരിക്കും, ഒന്ന് ഓർത്ത് നോക്കുക കേട്ടോ. ഓക്കെ യെസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണു, ഈ ബ്ലോക്കിലേക്ക് ഞാനൊരു ഫോഴ്സ് കൊടുക്കുന്നു. നിങ്ങൾക്കറിയാം നമ്മളിപ്പോൾ ഒരു വലിയ വോളിന്റെ മുകളിൽ പോയിട്ട് ഞാൻ നല്ലോണം ഭയങ്കരമായിട്ട് പിടിച്ച് തള്ളിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ വോൾ എങ്ങോട്ടേലും നീങ്ങോ, വോൾ എങ്ങോട്ട് നമ്മളിപ്പോൾ ഇവിടുത്തെ സ്റ്റുഡിയോന്റെ ചുമരുമ്പോൾ പോയിട്ട് ഞാൻ അങ്ങനെ ഇരുന്നോ തള്ളിയോണ്ടേ ഇരിക്കുക, ചുമര എങ്ങോട്ടേലും നീങ്ങോ ഇല്ല. അപ്പൊ അങ്ങനെ നീങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കുറെ എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ കുറെ ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവിടെ എന്തുണ്ടാവണില്ല, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവണില്ല. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ മക്കളെ നമുക്ക് എന്ത് പറയാൻ പറ്റും, യെസ് അവിടെ വർക്ക് ചെയ്തിട്ടില്ല. സോ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ് വർക്ക് ഈസ് സെറ്റ് ടു ബി ഡൺ അല്ലെ. ഫോഴ്സ് കൊടുക്കുന്നതിനനുസരിച്ച് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വർക്ക് ഈസ് സെറ്റ് ടു ബി ഡൺ. നമുക്ക് എന്ത് പറയാൻ പറ്റും, യെസ് വർക്ക് ചെയ്തു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ യെസ്. അപ്പൊ അങ്ങനെ ഞാൻ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നു. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വർക്ക് ഡണിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. വർക്ക് ഡൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് F.S ആയിരിക്കും. ദാറ്റ് ഇസ് ഡോട്ട് പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഡോട്ട് പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ സ്കെയിലാർ പ്രൊഡക്റ്റ് ആയിരിക്കും വരിക. വിച്ച് മീൻസ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും നിങ്ങൾക്കറിയാം വെക്ടർ ക്വാണ്ടിറ്റീസ് ആണ്. ആ രണ്ട് വെക്ടേഴ്സും കൂടെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ഇത് സ്കെയിലാർ ആണെന്നുണ്ടെങ്കിൽ they are scalar products അല്ലെങ്കിൽ they are dot products എന്ന് നമ്മൾ പറയുന്നു. ആൻഡ് അതിന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അതിന്റെ ഇക്വേഷൻ Fs cos θ ആണ് അല്ലെ. വർക്ക് ഡൺ W is equal to Fs cos θ ആണ്. where F is the magnitude of vector F and S is the magnitude of vector F and theta is the angle between vector F and vector F. ready yes, very good clear ആണ്. okay ready yes. Then next one, yes അതേ സംഭവം തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. സോ വർക്ക് ഡണിന്റെ ഇക്വേഷൻ മക്കളെ നിങ്ങൾ നോക്കി മനസ്സിലാക്കി വെച്ച് പോവുക. വർക്ക് ഡൺ W is equal to എന്തായിരിക്കും വരികടാ, Fs cos θ അല്ലെങ്കിൽ F.S ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ റെഡി യെസ്. ദെൻ നെക്സ്റ്റ് എന്താണ്, വർക്ക് എനർജി തിയറാണ്. അതിൽ തന്നെ യെസ് അതിന് മുന്നേ നമുക്ക് കുറച്ച് ടൈപ്സ് ഓഫ് വർക്ക് ഡൺ പറയാനായിട്ടുണ്ട്. ടൈപ്സ് ഓഫ് വർക്ക് ഡൺ പോസിറ്റീവ് വർക്ക് ഉണ്ട്, നെഗറ്റീവ് വർക്ക് ഉണ്ട്, സീറോ വർക്ക് ഉണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ താഴെ ഈ ഒരു പെൻ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. എനിക്ക് ഈ പെന്നെടുത്ത് മുകളിലേക്ക് ഉയർത്തണം അല്ലെ, ഞാൻ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യണം, മുകളിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യണം. അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് എങ്ങോട്ടാ, ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷനിലേക്കായിരിക്കും ഫോഴ്സ് കൊടുക്കുന്നുണ്ടാവുക. അതിനനുസരിച്ച് അത് ബോഡിക്ക് ഉണ്ടായിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാണ്, അപ്വേർഡ് ഡയറക്ഷനിലേക്കാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും, യെസ് ഞാൻ കൊടുത്ത ഫോഴ്സും ആ ബോഡിക്ക് ഉണ്ടായിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റും സെയിം ഡയറക്ഷനിലാണ് അല്ലെ, സെയിം ഡയറക്ഷനാണ്. അപ്പൊ രണ്ടും സെയിം ഡയറക്ഷനിലാണ് എന്നുണ്ടെങ്കിൽ ഫോഴ്സിനും ഡിസ്പ്ലേസ്മെന്റും ഡയറക്ഷൻ സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ഇസ് പോസിറ്റീവ് വർക്ക്. അത് പോസിറ്റീവ് വർക്ക് ആയിരിക്കും. ആൻഡ് പോസിറ്റീവ് വർക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ആംഗിളിന്റെ വാല്യൂസ് റേഞ്ച് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ. എപ്പോഴായിരിക്കും വരിക, ഫ്രം 0 to 90 ഡിഗ്രി. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിൽ ഉണ്ടാവുന്ന ആംഗിൾ റേഞ്ച് എന്ന് പറയുന്നത് ഫ്രം 0 to 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ദേ ആർ പോസിറ്റീവ്. ഡൺ ദ പോസിറ്റീവ് വർക്ക് അല്ലെ. അവിടെ ചെയ്യുന്ന എന്തായിരിക്കും,
പോസിറ്റീവ് വർക്ക് ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം. റെഡി സെറ്റ് ആണ്. യെസ് ആൻഡ് നെഗറ്റീവ് ഓൾസോ അതിനൊപ്പം മാക്സിമം വർക്കിന്റെ കണ്ടീഷൻ കൂടെ നോക്കുക കേട്ടോ. സപ്പോസ് തീറ്റ ഇസ് ഈക്വൽ ടു 0 ഡിഗ്രി ആണെന്ന് വിചാരിക്കടാ. തീറ്റ 0 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് പറയാം? തീറ്റ 0 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ എന്ത് പറയാം? തീറ്റയുടെ വാല്യൂ 0 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ W is equal to നമുക്കറിയാം വിച്ച് ഇസ് Fs cos തീറ്റ ആണ്. ദാറ്റ് ഇസ് Fs cos 0 ആണ്. cos 0ന്റെ വാല്യൂ 1 ആയിരിക്കും വരിക. cos 0 1 ആയിരിക്കും വരിക. therefore W is equal to Fs. ഇതാണ് എന്തെന്ന് പറയുന്നത്? ദിസ് ഇസ് മാക്സിമം വർക്ക്. ഇതാണ് നമ്മുടെ മാക്സിമം വർക്കിന്റെ ഇക്വേഷൻ വരിക കേട്ടോ. ഓക്കെ റെഡി ദിസ് ഇസ് മാക്സിമം വർക്ക് W. മാക്സിമം വർക്ക് നമുക്ക് കിട്ടുന്നത് എപ്പോഴായിരിക്കും? യെസ് വെൻ ദ ആംഗിൾ തീറ്റ ഇസ് 0 ഡിഗ്രി. തീറ്റ 0 ഡിഗ്രി ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന എന്തായിരിക്കും? അവിടെ ഉണ്ടാവുന്ന മാക്സിമം വർക്ക് ഡൺ ആയിരിക്കും. ആൻഡ് നെഗറ്റീവ് വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല. ഞാൻ ഫോഴ്സ് കൊടുക്കുന്നു, ആ ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മോഷൻ ഉണ്ടായെന്ന് വിചാരിക്കാം. നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷെ മോഷൻ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത്? യെസ് നെഗറ്റീവ് വർക്ക് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നമ്മളിപ്പോൾ ഒരു ബ്ലോക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മോഷന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? ബോഡി മൂവ് ചെയ്യുന്നത് എങ്ങോട്ടാ? ബോഡി ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. സപ്പോസ് ബോഡി ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, പക്ഷെ ആ ഒരു ബോഡി ഞാൻ ഒരു സർഫസിൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ആ സർഫസ് ഓഫ് കോൺടാക്റ്റിൽ, അതായത് ബോഡി ഇരിക്കുന്ന ബോഡീന്റെ സർഫസും ആ ഞാൻ എടുത്തു വെച്ച ഫ്ലോറിന്റെ സർഫസും തമ്മിൽ എന്തുണ്ടായിരിക്കും? യെസ് കോൺടാക്റ്റിലായിരിക്കും ഉണ്ടാവുക. അവിടെ ഒരു കോൺടാക്ട് ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്. അതിന്റെ പേരറിയോ? ആ കോൺടാക്ട് ഫോഴ്സിന്റെ പേരറിയോ? യെസ് ആ കോൺടാക്ട് ഫോഴ്സ് ആയിരിക്കും എന്ത് വരിക? ഫ്രിക്ഷണൽ ഫോഴ്സ് വരിക അല്ലെ. അപ്പൊ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ്. ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് നേരെ ഓപ്പോസിറ്റ്, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും വരിക. സോ ആ കേസിൽ എനിക്ക് എന്ത് പറയാം? അവിടെ ചെയ്തിട്ടുള്ള വർക്ക് ഡൺ, ആ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്ത് വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഇസ് നെഗറ്റീവ് വർക്ക് ഡൺ ആയിരിക്കും വരിക. ഓക്കെ ആണോ? സോ ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് നെഗറ്റീവ് വർക്ക്. റെഡി യെസ്. ദെൻ നെക്സ്റ്റ് നിങ്ങൾ നോക്കുക, നെഗറ്റീവ് വർക്കിന്റെ കണ്ടീഷൻസ് നോക്കുക. ദാറ്റ് ഇസ് ഫ്രം 0 തീറ്റ 90 ഡിഗ്രി ടു 180 ഡിഗ്രി. തീറ്റ 90 ഡിഗ്രി ടു 180 ഡിഗ്രി റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ അവിടെ ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് വർക്ക് ആയിരിക്കും വരിക. ഓൾസോ മിനിമം വർക്ക് നമുക്ക് കിട്ടുന്ന എപ്പോഴാണെന്നറിയോ? ഇഫ് തീറ്റ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി, തീറ്റ 180 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. തീറ്റ 180 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം W is equal to Fs cos 180 ആണ്. cos 180 is -1 ആയിരിക്കും വരിക. ദാറ്റ് ഇസ് W is equal to -Fs എന്ന് പറഞ്ഞിട്ട് കിട്ടും. W is equal to -Fs എന്ന് പറഞ്ഞിട്ട് കിട്ടായിരിക്കും. ഇതാണ് എന്തെന്ന് പറയുന്നത്? യെസ് നമ്മുടെ മിനിമം വർക്ക് ഡൺ എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് മിനിമം വർക്ക് ഡൺ. W is equal to -Fs എന്ന് പറയുന്നതാണ് മിനിമം വർക്ക് ഡൺ കിട്ടുക. ഓക്കെ റെഡി ആണോ? ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണ്, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ യെസ്. അപ്പൊ വർക്ക് ഡൺ ബിക്കം 0. അതിന്റെ കണ്ടീഷൻസ് കുറച്ച് തന്നിട്ടുണ്ട്. ഇനി 0 വർക്ക് വരുന്നത് എപ്പോഴായിരിക്കും? 0 വർക്ക് വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാം ഡബ്ല്യുവിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ വർക്ക് ഡണിന്റെ ഇക്വേഷൻ നമുക്കറിയാം. W is equal to Fs cos തീറ്റയാണ്. ഓക്കെ അപ്പൊ ഈ വർക്ക് ഡൺ W 0 ആണെങ്കിൽ F 0 ആവാം. എസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് 0, അതായത് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നു പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവണില്ല. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് 0 ആവാം. അതുമല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും പെർപെൻഡിക്കുലർ ആണെന്ന് വിചാരിക്കാം. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും പെർപെൻഡിക്കുലർ ആണെന്നുണ്ടെങ്കിൽ ആ കണ്ടീഷനിലും എന്ത് തന്നെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക? യെസ് അവിടെയും നമുക്ക് പറയാൻ പറ്റും അവിടെ ഉണ്ടാവുന്ന തീറ്റ ആംഗിൾ 90 ഡിഗ്രി ആണ്. 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ വർക്ക് ഡൺ വിൽ ബി 0. വർക്ക് ഡൺ എന്തായിരിക്കണം? 0 ആയിരിക്കും. സെറ്റ് അല്ലേ? ഡൗട്ട് ഒന്നുമില്ല. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറയാം. സർക്കുലർ മോഷൻ ആണെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് എങ്ങോട്ടാ? സെൻട്രിപെറ്റൽ ഫോഴ്സ് Fc എന്ന് പറയുന്നത് യെസ് നിങ്ങൾക്ക് അറിയാം ടുവാർഡ്സ് ദ സെന്റർ ആണ്. ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് S ഉണ്ടായിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് യെസ് ആ ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന ഡയറക്ഷനിലേക്കാണ് നമ്മൾ എന്ത് വരയ്ക്കുക? യെസ് ഡിസ്പ്ലേസ്മെന്റും വരയ്ക്കുന്നുണ്ടായിരിക്കുക. സോ അത് രണ്ടും കൂടെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ തീറ്റ വിൽ ബി 90 ഡിഗ്രി. തീറ്റ 90 ഡിഗ്രിയിലാണ് അല്ലെ? തീറ്റ 90 ഡിഗ്രിയിലാണെന്നുണ്ടെങ്കിൽ വർക്ക് ഡൺ വിൽ ബി 0. വർക്ക് ഡൺ 0 ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. ഓക്കെ അപ്പൊ ആ പോയിന്റ്സ് നിങ്ങൾ നോക്കിപ്പോ ഏതൊക്കെയാണ്? വർക്ക് ഡൺ ബിക്കം 0 ഫോർ 3 കണ്ടീഷൻസ് ഏതൊക്കെയാണ്? ഫോഴ്സ് ഇസ് പെർപെൻഡിക്കുലർ ടു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് പെർപെൻഡിക്കുലർ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ. ആൻഡ് ഇഫ് ദർ ഇസ് നോ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടേ ഇല്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ ഫോഴ്സ് കൊടുക്കണം പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് ഡൺ 0 ആയിരിക്കും. ആൻഡ് ഇഫ് ദർ ഇസ് നോ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി, ബോഡിയിൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ആ കേസിൽ നമ്മുടെ വർക്ക് ഡൺ എന്താണ്? 0 ആണ്. റെഡി യെസ് വെരി ഗുഡ് കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ സെറ്റ് അല്ലേ? ക്ലിയർ ആണ്? സെറ്റ് ആണെന്നുണ്ടെങ്കിൽ യെസ് നമ്മുടെ നെക്സ്റ്റ് സെറ്റിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് യെസ് വർക്ക് ഡൺ ബൈ എ വാരിയബിൾ ഫോഴ്സ്.
വർക്ക് ഡൺ ബൈ എ കോൺസ്റ്റന്റ് ഫോഴ്സും വർക്ക് ഡൺ ബൈ എ വാരിയബിൾ ഫോഴ്സും രണ്ടും സംഭവം എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ ഞാനൊരു ഗ്രാഫ് വെച്ചിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഗ്രാഫിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോ നമ്മുടെ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും കൂടെ ഞാൻ ഗ്രാഫ് വരയ്ക്കുകയാണ്. ഫോർ എ കോൺസ്റ്റന്റ് ഫോഴ്സിൽ ഉണ്ടാവുന്നതും അല്ലെങ്കിൽ ഒരു വാരിയബിൾ ഫോഴ്സിൽ ഉണ്ടാവുന്നതും രണ്ടും രണ്ട് ഗ്രാഫാണ്. രണ്ടിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഡിഫറെന്റ് മെത്തേഡിലാണ്. ഒരു കോൺസ്റ്റന്റ് ഫോഴ്സിന്റെ ആദ്യം നോക്കുക കേട്ടോ. കോൺസ്റ്റന്റ് ഫോഴ്സിനെ നിങ്ങൾ ആദ്യം നോക്കുക. യെസ്, ഓക്കെ, കോൺസ്റ്റന്റ് ഫോഴ്സ് നോക്കിക്കോളോ. ഓക്കെ, കോൺസ്റ്റന്റ് ഫോഴ്സിന്റെ കേസിൽ സപ്പോസ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. ഞാൻ ഒരു ഫോഴ്സ് കൊടുക്കും, 5 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ 5 ന്യൂട്ടൺ ഫോഴ്സ് അവിടെ ഫിക്സഡ് ആണ്. പക്ഷെ അതിനനുസരിച്ചിട്ട് ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഫോഴ്സ് ഫിക്സഡ് ആണ്. ഇതാണ് വർക്ക് ഡൺ ബൈ കോൺസ്റ്റന്റ് ഫോഴ്സിന്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുക. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്നുണ്ടായിരിക്കാം. യെസ്, അത് വർക്കിംഗ് ആണ് കേട്ടോ. ജോൺ വർക്ക് ചെയ്യുന്നുണ്ട്. യെസ്, നിങ്ങൾക്ക് അതിന്റെ ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ടായിരിക്കും. നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് പ്രോപ്പർ ആയിട്ട് അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഓക്കെ, റെഡി? യെസ്, ഇനി എന്താണെന്നുള്ളത് എന്തെങ്കിലും എക്സ്ട്രാ ഡീറ്റെയിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാം. ഓക്കെ, നോക്കുകയാണ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഗ്രാഫ് നമ്മൾ നോക്കുകയാണ്. ഗ്രാഫ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് അറിയാം ഇവിടെ ഈ ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളതായിരിക്കും ഏരിയ അണ്ടർ ദിസ് ഗ്രാഫ് വരും. അതായത് ഞാനൊരു ഇതിനെ ഒരു ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഷെയ്ഡഡ് റീജിയൻ ആയിരിക്കും എന്ത് തരുന്നുണ്ടായിരിക്കുക, ഇത്രയും റീജിയന്റെ ഏരിയ തരാം. സോ ഏരിയ അണ്ടർ ദിസ് ഗ്രാഫ് എന്താ നമുക്ക് തരുന്നുണ്ടായിരിക്കും അറിയോ? വർക്ക് ഡൺ ആയിരിക്കും തരാം. ദാറ്റ് ബിക്കോസ് ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്താണ്? വർക്ക് ഡൺ ആണ്. സോ വർക്ക് ഡൺ ബൈ എ കോൺസ്റ്റന്റ് ഫോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ദാറ്റ് ഇസ് ഏരിയ അണ്ടർ എഫ് ഗ്രാഫിന്റെ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിന്റെ കീഴിൽ ഉണ്ടാവുന്ന ഏരിയ നമുക്ക് തരുന്ന എന്തായിരിക്കണം? വർക്ക് ഡൺ ആയിരിക്കും. വർക്ക് ഡൺ നമുക്ക് സുഖമായിട്ട് അതിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, എന്നാൽ ഒരു വാരിയബിൾ ഫോഴ്സിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ വാരിയബിൾ ഫോഴ്സിന്റെ കേസിൽ എങ്ങനെയാ വരിക എന്നറിയോ? അവിടെ നമ്മുടെ ഗ്രാഫിക്കൽ അറേഞ്ച്മെന്റ് നേരെ തിരിയും. അവിടെ ഗ്രാഫ് എങ്ങനെയാ വരയ്ക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യെസ്, അവിടെ നിങ്ങളുടെ ഗ്രാഫിക്കൽ അറേഞ്ച്മെന്റ് നോക്കുക. വാരിയബിൾ ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ നോക്കൂ, ഇങ്ങനെയായിരിക്കും നമ്മുടെ വരികയെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ഷേപ്പിൽ, അതായത് കറക്റ്റ് കോൺസ്റ്റന്റ് ആയിട്ടല്ല ചേഞ്ച് ചെയ്യണത്, കുറച്ച് വാരി ചെയ്തിട്ടായിരിക്കും ഫോഴ്സിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് വിചാരിക്കുക. ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ വാരിയേഷൻ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇവിടെ എനിക്ക് കറക്റ്റ് ആയിട്ട് ഏരിയ അണ്ടർ ദ ഗ്രാഫ് അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം എവിടെയെങ്കിലും കയറിയിട്ട് ഇറങ്ങിയിട്ട് ഒരു പെർട്ടിക്കുലർ കറക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് നമുക്ക് കിട്ടില്ല. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ ഒരു ഷേപ്പിന്റെ ഏരിയ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. പകരം ഞാൻ എന്ത് ചെയ്യുന്നറിയോ? ഇതിന് കുഞ്ഞേ കഷ്ണങ്ങളായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇതിന് ചെറിയ പാർട്സ് ആയിട്ട് നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഏതെങ്കിലും ഒരു ഇതിലൊരു കുഞ്ഞേ റെക്ടാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്തു, ഷെയ്ഡ് ചെയ്തിട്ടുള്ള റീജിയൻ ഞാൻ കൺസിഡർ ചെയ്തു. ഫ്രം x1 to x2 ആണ് ഈ ബോഡിക്ക് ഉണ്ടായിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിചാരിക്കാം. ഓക്കെ, ആ ഒരു ഇതിൽ ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി എക്സ് എന്നുള്ള ഒരു ചെറിയ ഡിസ്പ്ലേസ്മെന്റ് ഞാൻ കൺസിഡർ ചെയ്യാണ്. ആ ചെറിയ ഡിസ്പ്ലേസ്മെന്റിൽ ഉണ്ടാകുന്ന വർക്ക് ഡൺ ആദ്യം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അതിന്റെ ഏരിയ ആദ്യം കണ്ടുപിടിക്കുക. ആ കുഞ്ഞു റീജിയന്റെ ഏരിയ ആദ്യം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ വരിക? ഫോഴ്സ് ഇൻടു ഡി എക്സ്, ഫോഴ്സ് ഇൻടു ഡെൽറ്റ എക്സ് ആ വരിക. അപ്പൊ ഇതുപോലെ കുറേ കുഞ്ഞു കഷ്ണങ്ങൾ ചേർന്നാണല്ലോ മൊത്തം റീജിയൻ എന്ന് പറയുന്നത്. അപ്പൊ മൊത്തം റീജിയൻ ഫ്രം x1 to x2 മുഴുവൻ റീജിയന്റെയും ഏരിയ കിട്ടണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഒരൊറ്റ കുഞ്ഞി റീജിയനിൽ ഏരിയ എടുത്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. മനസ്സിലായോ? യെസ്. അപ്പൊ സ്മോളർ വർക്ക് ഡൺ DW is equal to എനിക്ക് എന്ത് പറയാം? ഫോഴ്സ് ഇൻടു ചെറിയ ഡിസ്പ്ലേസ്മെന്റ് DX ആണ്. ആ കുഞ്ഞ റീജിയന്റെ മാത്രമുള്ള ഏരിയ ഞാൻ കണ്ടുപിടിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ മൊത്തം റീജിയൻ, അതായത് x1 മുതൽ x2 വരെയുള്ള റീജിയനിലെ ടോട്ടൽ ആയിട്ടുള്ള വർക്ക് ഡൺ കിട്ടണമെങ്കിൽ മൊത്തത്തിൽ ആ കുഞ്ഞ വർക്ക് ഡൺ DW ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി ഫ്രം x1 to x2. ഓക്കെ, ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇന്റഗ്രൽ ഫ്രം x1 to x2 f into dx എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ. ദിസ് ഇസ് ദ ടോട്ടൽ വർക്ക് ഡൺ W. ഇതാണ് നമ്മുടെ ടോട്ടൽ വർക്ക് ഡൺ DW വരുന്നുണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ, സോ ഫോർ എ വാരിയബിൾ ഫോഴ്സ് ആൻഡ് ഫോർ എ കോൺസ്റ്റന്റ് ഫോഴ്സ് എന്താ സംഗതി എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആണ്, സെറ്റ് ആണ്, ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഇത് വാരിയബിൾ ഫോഴ്സിന്റെയാണ്, നേരത്തെ നമ്മൾ അവിടെ വന്നിട്ടത് കോൺസ്റ്റന്റ് ഫോഴ്സിന്റെയാണ്. ഓക്കെ, സോ വർക്ക് ഡൺ DW is equal to F dot ds ആയിരിക്കും വരിക. ദാറ്റ് ഇസ് W is equal to ഇന്റഗ്രൽ F dot ds നിങ്ങൾ ചെയ്യുക. യെസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്റഗ്രൽ എഫ് ഡി എസ് കോസ് തീറ്റ എന്ന് പറഞ്ഞിട്ടായിരിക്കും എന്ത് വരുന്നുണ്ടായിരിക്കുക? യെസ്, നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻ വരുന്നുണ്ടായിരിക്കുക. ആൻഡ് ഇൻ ടേംസ് ഓഫ് റെക്ടാങ്കുലർ
കമ്പോണൻസ്, റെക്ടാങ്കുലർ കമ്പോണൻസിന്റെ ടേമിൽ റെപ്രസെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു നമ്മൾ കമ്പോണന്റ് ഫോമിൽ എഴുതുമ്പോൾ എഫ് എക്സ് ഐ ക്യാ പ്ലസ് എഫ് വൈ ജെ ക്യാ പ്ലസ് എഫ് സെഡ് കെ ക്യാപ്പ് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. ആൻഡ് ഡി എക്സ് ആണെങ്കിൽ ഡി എക്സ് ഐ ക്യാ പ്ലസ് ഡി വൈ ജെ ക്യാ പ്ലസ് ഡി സെഡ് കെ ക്യാപ്പ് എന്ന് പറഞ്ഞിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ എഫ് വൈ ഡി വൈ പ്ലസ് ഇന്റഗ്രൽ എഫ് സെഡ് ഡി സെഡ് എടുത്താൽ മതി. ദാറ്റ് അവിടെ എന്ത് ചെയ്താൽ മതി, എഫ് ഡോട്ട് പ്രൊഡക്റ്റ് നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ ഓക്കെ റെഡി. സോ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്, ഗ്രാഫിക്കൽ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ് തന്നിരിക്കുന്നത്. ഏരിയ അണ്ടർ ദ എഫ് ടി ഗ്രാഫ് തന്നെയാണ്, എഫ് എക്സ് ഗ്രാഫ് തന്നെയാണ് നമ്മൾ തന്നിട്ടുള്ളത്. ദാറ്റ് ഇസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എഫ് ഇൻടു ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് ഡി എക്സ്, ദാറ്റ് ഇസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് വൺ ടു എക്സ് ടു ഡി ഡബ്ല്യു, ദാറ്റ് ഇസ് ഇന്റഗ്രൽ എക്സ് വൺ ടു എക്സ് ടു എഫ് ഡോട്ട് ഡി എക്സ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. സെറ്റാണ്. ഇത് വരെ ഉള്ളതിൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ല, ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ആൻഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ടൈപ്പ് ഓഫ് ഫോഴ്സസ് ഉണ്ട്. വർക്ക് ഡൺ ബൈ എ കൺസർവേറ്റീവ് ഫോഴ്സ് ഉണ്ടായിരിക്കും, വർക്ക് ഡൺ ബൈ എ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ് കൺസർവേറ്റീവ് ആൻഡ് നോൺ കൺസർവേറ്റീവ് എന്ന് വിചാരിക്കാം. ഷോക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്റ്റുഡിയോയിൽ കുറച്ച് ഷോക്ക് ഇല്ല, ഈ സ്റ്റുഡിയോയിൽ ഇല്ല കേട്ടോ, വേറെ സ്റ്റുഡിയോയിലായിരുന്നു ഷോക്ക് എന്ന് പറഞ്ഞിട്ട് അത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, yes. Work done by conservative and non-conservative force. Conservative and non-conservative force ഉണ്ടാവുന്ന വർക്ക് ഡൺ ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ കൺസർവേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലടാ. The work done doesn't depend on the path followed. നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കൺസർവേറ്റീവ്. ഫോർ എക്സാമ്പിൾ, ഒരു കുഞ്ഞ് എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിക്കാം. ഇപ്പോൾ ഒരു എച്ച് ഹൈറ്റിലേക്ക്, ഇതാണ് ഒരു എച്ച് ഹൈറ്റ്, ഈ എച്ച് ഹൈറ്റിലേക്ക് ഞാൻ എന്ത് ചെയ്യണം, ഒരു എം മാസ് ഉള്ള ബോക്സ് കൊണ്ടുവന്ന് വെക്കുകയാണ്, എം മാർക്സ് ഉള്ള ഒരു ബോക്സ് കൊണ്ടുവന്ന് വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, പൊട്ടൻഷ്യൽ എനർജി ആണല്ലോ നമ്മൾ വർക്ക് ഡൺ ആയിട്ട് സ്റ്റോർ ചെയ്യുക. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, അവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എനർജി ഇക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. ദാറ്റ് ഇസ് ഫോഴ്സ് താഴേക്ക് എം ജി ആയിരിക്കും വരിക. സോ എം ജി ഇൻറ്റു എച്ച് ആയിരിക്കും എന്ത് വരുന്നുണ്ടായിരിക്കുക, പൊട്ടൻഷ്യൽ എനർജി വരിക. ഡൗട്ട് ഇല്ല, ക്ലിയർ ആണ്, സെറ്റ് ആണ്. ഇനി ഞാൻ ഇതേ സെയിം സംഭവത്തിന് ഓക്കെ യെസ് ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണു, ഇതിന് നേരെ മുകളിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ ഇപ്പൊ ഇത് നേരെ ലെഫ്റ്റിലാണ് കൊണ്ടുപോയെന്ന് വിചാരിക്കും, ലെഫ്റ്റിൽ നേരെ മുകളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഒറ്റ ഹൈറ്റിൽ ഒന്നിച്ച് നേരെ സ്ട്രൈറ്റ് ആയിട്ടാണ് പോയത്. ഇനി അതല്ലാണ്ട് ഞാൻ ഒരു സ്റ്റെപ്പ് കയറി ഇങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, യെസ് ഈ ബോക്സിനെ കൊണ്ടുവന്ന് മുകളിലേക്ക് കൊണ്ടുവന്ന് വെച്ചതെന്ന് വിചാരിക്കാം. എം മാസ് ഉള്ള ഈ ബോക്സിനെ ഞാൻ മുകളിലേക്ക് കൊണ്ടുവന്ന് വെച്ചതെന്ന് വിചാരിക്കാം. ഇതും സെയിം ഹൈറ്റ്, ഇതും ഈ ബോക്സും ഇപ്പൊ ഗ്രൗണ്ടിലായിട്ട് എത്താണ്, എച്ച് ഹൈറ്റിൽ തന്നെയാണ് ഇരിക്കണേ. ബോക്സ് നമ്മുടെ ഗ്രൗണ്ട് ആയിട്ട് എച്ച് ഹൈറ്റ് തന്നെയാണ് ഇരിക്കണേ. അവിടെയും എന്തുണ്ട്, അവിടെയും പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരിക്കും. അവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ആക്ച്വലി എന്ത് തന്നെയാണ് കിട്ടുക, അവിടെ താഴേക്ക് എം ജി ആണ് ഫോഴ്സ് ഉണ്ടാവുക, ഇൻറ്റു അവിടെ ഉണ്ടാകുന്ന ഹൈറ്റ് എച്ച് തന്നെയാണ്. സോ അവിടെ ഉണ്ടാകുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും കിട്ടുക, യെസ് നമുക്ക് ആ ഒരു ഫോഴ്സ് തന്നെയായിട്ടായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ വിച്ച് മീൻസ് ഇവിടെ നമ്മൾ സ്റ്റെപ്പ് ഞാൻ കയറി പോയി കഴിഞ്ഞപ്പോഴും, അതല്ല ഞാൻ നേരെ ഒരു ലിഫ്റ്റിലോ അല്ലെങ്കിൽ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പോയി കഴിഞ്ഞപ്പോഴും, രണ്ട് കേസിലും എനിക്ക് ഉണ്ടായിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജിയിൽ ചേഞ്ച് ഒന്നുമില്ല. പൊട്ടൻഷ്യൽ എനർജി എം ജി എച്ച് തന്നെയാണ്. ദാറ്റ് ഇസ് അവിടെ ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്, സെയിം ആണ്. ദാറ്റ് ഇസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് അവിടെ എന്തായിരുന്നു, സെയിം ആണ്. രണ്ട് കേസിലും സെയിം ആണ്. വിച്ച് മീൻസ് അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് എനിക്ക് എന്താന്ന് പറയാം, കൺസർവേറ്റീവ് വർക്ക് ഡൺ ബൈ എ കൺസർവേറ്റീവ് ഫോഴ്സ് ആണെന്നുള്ളത് പറയാം. സെറ്റ് ആണോ ക്ലിയർ ആണോ? സോ വർക്ക് ഡൺ ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ഇറ്റ് ഇസ് വർക്ക് ഡൺ ബൈ ദ കൺസർവേറ്റീവ് ഫോഴ്സ്. ഫോഴ്സസ് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയാം. ഇനി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് പറയാം, യെസ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ് എന്ന് പറയും. വർക്ക് ഡൺ ഡിപ്പെൻഡ്സ് ഓൺ ദ പാത്ത് ഫോളോ, നമ്മൾ ഫോളോ ചെയ്യുന്ന പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫോഴ്സസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാടാ, യെസ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ് ആണെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സർഫസ് റഫ് ആണോ സ്മൂത്ത് ആണോ എന്നനുസരിച്ച് അവിടുത്തെ ഫോഴ്സിന്റെ വാല്യൂവിൽ ചേഞ്ചസ് ഉണ്ടാവും. അപ്പൊ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും ഉണ്ടാവുക. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ, നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ് എന്ന് പറയാം. സെറ്റ് അല്ലേ, ഓക്കെ അല്ലേ, ക്ലിയർ റെഡി, യെസ്. ദെൻ നെക്സ്റ്റ് കേസ് നോക്കുക. ഓക്കെ യെസ് അതന്നെയാണ് ഇതിന്റെ സംഭവം തന്നെയാണ് പറയുന്നത്. ദാറ്റ് ഇസ് ഇഫ് ദ വർക്ക് ഡൺ ബൈ ദ പാത്ത് 1, ഇപ്പൊ നമ്മൾ A to B ഞാൻ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുകയാണ്, ഒരു ബോഡിനെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് ബോഡിക്ക് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കി. അപ്പൊ ആ സമയത്ത് പാത്ത് 1 ചെയ്തിട്ടുണ്ടെങ്കിലും പാത്ത് 2 ചെയ്തിട്ടുണ്ടെങ്കിലും പാത്ത് 3 നമ്മൾ ഏത് പാത്ത് എടുത്തിട്ടുണ്ടെങ്കിലും അവിടെ ചെയ്യുന്ന വർക്ക് ഡൺ സെയിം ആണ് എന്നുണ്ടെങ്കിൽ
It is no for conservative force and work done from A to B. A നിന്ന് ബിയിലേക്ക് ഞാൻ വർക്ക് ചെയ്യാണ്, ബി ഡിസ്പ്ലേസ് ചെയ്തിട്ട് for the path 1, path 2, path 3 അത് ഡിഫറെന്റ് ആണ്, അൺഈക്വൽ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ it is for non conservative forces. Okay, okay, ready? Yes, അപ്പോൾ work done for complete cycle for conservative force is 0. ഈ ഒരു ടേമും കൂടെ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് ഈ പറയുന്ന സെന്റൻസിൽ അല്ലെങ്കിൽ തിയറി പാർട്ടിൽ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ചോദിക്കും. അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇപ്പോൾ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട് അതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ചൂസ് ചെയ്യൂ, അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്, റോങ് ആയിട്ടുള്ളത് ഏതാണ്, ഫോൾസ് ആയിട്ടുള്ളത് ഏതാണ്, ട്രൂ ആയിട്ടുള്ളത് ഏതാണെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഈ തിയറി പോർഷൻസ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഓക്കെ, തിയറി പോർഷൻസ് ഇമ്പോർട്ടന്റ് ആണ്, അത് നിങ്ങൾ നോക്കി പോകണം കേട്ടോ. ഓക്കെ, റെഡി? ഇക്വേഷൻസ് മാത്രമല്ല ബാക്കിയുള്ള കാര്യങ്ങളും ഈ പറയുന്ന ഓരോ സെന്റൻസുകളും നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്, അത് നോക്കി വെക്കണം കേട്ടോ. ഓക്കെ, യെസ്. ദെൻ സ്പ്രിങ്ങിന്റെ കേസിൽ വർക്ക് ഡൺ ബൈ എ സ്പ്രിംഗ് ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഞാനിപ്പോൾ ഒരു സ്പ്രിങ്ങിനെ വെറുതെ പ്ലേസ് ചെയ്തു, ഒന്നും ചെയ്തിട്ടില്ല, ഇപ്പൊ എക്സ്റ്റെൻഡ് ചെയ്യോ അല്ലെങ്കിൽ കംപ്രസ് ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അതിന്റെ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് പറയാം ഇതിപ്പോ അണ്ടർ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പൊസിഷനിലാണ് ഇരിക്കണേ. എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പൊസിഷനിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ ഇതിനൊരു എക്സ് ഡിസ്റ്റൻസ് അപ്പുറത്തേക്ക് പിടിച്ച് വലിച്ച് നീട്ടി എന്ന് വിചാരിക്കാം. ഒരു എക്സ് ഡിസ്റ്റൻസ് ഇങ്ങോട്ട് പിടിച്ച് വലിച്ച് നീട്ടി എന്ന് വിചാരിക്കണം. എക്സ് ഡിസ്റ്റൻസ് അങ്ങോട്ട് നീക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മളൊരു സ്പ്രിങ് പിടിച്ച് വലിച്ച് നീട്ടി അവിടുത്തെ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേഗം തിരിച്ചടിക്കും. തിരിച്ചതിന്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ആ തിരിച്ച് ഒറിജിനൽ പൊസിഷനിലേക്ക് വരാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? യെസ്, റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയാം. ഓക്കെ, ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയാം. റെഡി? റെഡി? ക്ലിയർ ആണ്? യെസ്. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണോ, ഇവിടെ ഒരു ഫോഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് തിരിച്ച് ഒറിജിനൽ പൊസിഷനിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും, ഫോഴ്സ് ഉണ്ടായിരിക്കും. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഞാൻ എത്രത്തോളം പിടിച്ച് വലിച്ച് നീട്ടിയോ ആ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഒരു കുഞ്ഞ് ഡിസ്റ്റൻസേ പിടിച്ച് വലിച്ച് നീട്ടിയുള്ളൂ എന്നുണ്ടെങ്കിൽ ചെറിയ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുള്ളൂ. നല്ലോണം പിടിച്ച് വലിച്ച് നീട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടായിരിക്കുക? ആ ഡിസ്പ്ലേസ്മെന്റ് അത് തിരിച്ചിങ്ങോട്ട് വരുന്ന ഫോഴ്സ് എന്തായിരിക്കും? അത്രയും ഫാസ്റ്റ് ആയിരിക്കും. അത് നിങ്ങൾ പിടിച്ച് നല്ലോണം പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്പീഡിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? തിരിച്ചു വന്നിരിക്കുന്നുണ്ടാവും. ഓക്കെ, ഓക്കെ. സോ ആ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓൾസോ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുമാണ്. സോ എഫ് എസ് പ്രൊപ്പോർഷണൽ ടു -x ആണെന്ന് പറയാം. ഇനി ഇങ്ങനെ പ്രൊപ്പോർഷണാലിറ്റീസ് ആയി ഇട്ട് നിൽക്കുന്നത് നമുക്ക് വലിയ ഇഷ്ടമില്ല. നമ്മൾ അതിന് എന്ത് ചെയ്യും? യെസ്, കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ അങ്ങനെയാണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു -kx എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ഇവിടുത്തെ വർക്ക് ഡൺ ബൈ ദ മീൻസ് സ്പ്രിംഗ് ഫോഴ്സിന്റെ ഇക്വേഷൻ എഫ് വരാം. സ്പ്രിംഗ് ഫോഴ്സിന്റെ ഇക്വേഷൻ വരാം. ഓക്കെ, യെസ്, എഫ് ഇസ് ഈക്വൽ ടു എന്താ മക്കളെ വരാ? വിച്ച് ഇസ് ഈക്വൽ ടു -kx ആയിരിക്കും വരാം. ഇനി ഈ വർക്ക് ഡൺ, ഇത് ചെയ്യുന്ന വർക്ക് ഡൺ ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ഇല്ല, ഇല്ല കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കിയാൽ മതി. എഫ് ഇസ് ഈക്വൽ ടു kx വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, യെസ്, റെഡി. ദെൻ വർക്ക് ഡൺ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുന്ന വർക്ക് ഡൺ കിട്ടണമല്ലോ. അപ്പോൾ സാധാരണ നമ്മൾ വർക്ക് എങ്ങനെയാണ് ചെയ്യുക? വർക്ക് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ഇന്റഗ്രൽ ഇപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെ അല്ലെങ്കിൽ x1 മുതൽ x2 വരെ അവിടെ ചെയ്ത വർക്ക് ഡൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇന്റഗ്രേറ്റ് ചെയ്യുക ഫ്രം ഇനീഷ്യൽ പോയിന്റ് x initial to x final ഇന്റഗ്രൽ f ഡോട്ട് dx ചെയ്താൽ മതി. ഇനി എഫ് നമുക്കറിയാം, ഇറ്റ് -kx ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇന്റഗ്രൽ -kx dx വരും. ഇന്റഗ്രൽ -kx dx വരും. ഓക്കെ, ഓക്കെ, യെസ്. -k നമുക്ക് പുറത്തേക്ക് എടുക്കാം. -k നമ്മൾ പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രം ഇന്റഗ്രൽ x dx അല്ലേ? x dx എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ദാറ്റ് ഇസ് x²/2 ആണ് വരിക. ദാറ്റ് ഇസ് -kx²/2 എന്ന് പറഞ്ഞിട്ട് കിട്ടും കേട്ടോ. ദാറ്റ് ഇസ് -12kx² ആയിരിക്കും മക്കൾ എന്ത് വരികടാ? യെസ്, ഇവിടെ ചെയ്യുന്ന വർക്ക് ഡൺ കിട്ടുക. ഇവിടെ ചെയ്യുന്ന വർക്ക് ഡൺ കിട്ടുക. ഓക്കെ, ഓക്കെ, റെഡി, റെഡി, ക്ലിയർ ആണ്, ക്ലിയർ ആണ്. സോ വർക്ക് ഡൺ ബൈ എ സ്പ്രിംഗ് ഫോഴ്സ് എന്താന്നുള്ള കാര്യം നിങ്ങൾക്ക് സെറ്റ് ആണെന്ന് വിചാരിക്കണം. ഓക്കെ ആണ്, സെറ്റ് ആണ്, ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ യെസ്, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. നെക്സ്റ്റ് ടോപ്പിക്കിൽ എന്താ പറയുന്നത് എന്നുള്ളത് നോക്കൂ. യെസ്, ഇത് ജസ്റ്റ് വെറുതെ ഒന്ന് നോക്കി പോയാൽ മതി. ഇത് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, എന്നാലും ജസ്റ്റ് വെറുതെ നോക്കുക. വർക്ക് ഡൺ ഇൻ പുള്ളിംഗ് ദ ചെയിൻ എന്തായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫൈനൽ ആയിട്ടുള്ള ഇക്വേഷൻ വിച്ച് ഇസ് ഈക്വൽ ടു mgl ഡിവൈഡ് ബൈ 2n². ഇത് നീറ്റ് എക്സാം എഴുതുന്ന മക്കൾ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ ഈ ഒരു ഇക്വേഷൻ കേട്ടോ. ഓക്കെ, ഇത് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. നിങ്ങൾ എന്നാലും ഒരു ചെയിൻ നമ്മൾ താഴേക്ക് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് ബാക്കിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവിടെ ചെയ്യുന്ന വർക്ക് ഡണിന്റെ ഇക്വേഷൻ ആണ്. വർക്ക് ഡൺ ഇൻ പുള്ളിംഗ് ദ ഹാങ്ങിങ് പോർഷൻ ബാക്ക് ടു ദ ടേബിൾ അല്ലെ? ഹാങ് ചെയ്ത് കൊടുക്കുന്ന പോർഷൻ നേരെ ടേബിളിലേക്ക് തന്നെ ബാക്കിലേക്ക് പിടിച്ച് വലിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ചെയ്യുന്ന വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ ഇസ് mgl ഡിവൈഡ് ബൈ 2n² ആണ്. അത്ര ഇമ്പോർട്ടന്റ് ഇല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോയി എന്ന് മാത്രം. ഓക്കെ, യെസ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് എനർജി. എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, എനർജി ഇസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക് അല്ലെ? നമുക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റിനെയാണ് അല്ലെങ്കിൽ ചെയ്യുന്ന വർക്ക് ഡൺ ആണ് നമ്മൾ എപ്പോഴും എന്തായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക? എനർജി ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാം.
പൊട്ടൻഷ്യൽ എനർജി സെയിം അല്ലേ സ്പ്രിംഗ്? യെസ് യെസ് സെയിം ആണ് കേട്ടോ. നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി പറയുന്ന സമയത്ത് മിസ് അതിന്റെ ആ ഒരു കണ്ടീഷൻ ഒന്നുകൂടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ പറഞ്ഞുതരാം. ഓക്കെ, യെസ് ഇറ്റ് ഈസ് എ കപ്പാസിറ്റി ടു ഡു വർക്ക്. നിങ്ങൾക്കറിയാം വർക്ക് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഡോട്ട് പ്രൊഡക്റ്റ് ആണ്, സ്കെയിലാർ പ്രൊഡക്റ്റ് ആണ്. ആൻഡ് വർക്ക് ഡൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്താണ്, വിച്ച് ഇസ് ഓൾസോ എ സ്കെയിലാർ ക്വാണ്ടിറ്റി. അത് എന്ത് തന്നെയായിരിക്കും? സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. ആൻഡ് വർക്കിന്റെ ഡയമെൻഷനും യൂണിറ്റും എന്തെന്നെയാണോ അതന്നെയാണ് എന്തിന്റെ വരിക? യെസ്, നമ്മുടെ എനർജിന്റെയും ഡയമെൻഷൻ വരുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ രണ്ടിടത്തിന്റെയും ഡയമെൻഷൻസ് പഠിച്ചു വെക്കുക. വർക്കിന്റെ ആണെന്നുണ്ടെങ്കിലും എനർജിന്റെ ആണെങ്കിലും ഡയമെൻഷൻ വരുന്നത് എന്തായിരിക്കും? യെസ്, ml സ്ക്വയർ T⁻² ആയിരിക്കും. ml സ്ക്വയർ T⁻² ആയിരിക്കും. Okay, okay, ready? Yes. And the relation between different units, പല ഡിഫറെന്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് തമ്മിലുണ്ടാകുന്ന ഈ റിലേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. കാരണം നമുക്ക് എല്ലാ യൂണിറ്റ്സ് കൺവേർഷൻസും അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും നിങ്ങൾക്ക് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തരണം എന്നില്ല, അല്ലെങ്കിൽ ക്വസ്റ്റൻസ് എല്ലാം ഉണ്ടാവണം എന്നില്ല. ചില സമയത്ത് തരും, ചില സമയത്ത് നിങ്ങൾക്ക് ഹിന്റ് ആയിട്ട് തരും. ഇൻ കേസ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയണം, ബാക്കി പ്രോബ്ലംസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻസും കാര്യങ്ങളെല്ലാം നമുക്ക് അറിയുന്നുണ്ടായിരിക്കും. പക്ഷേ യൂണിറ്റ് കൺവേർട്ട് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അത് പ്രശ്നമായിരിക്കും. അതുകൊണ്ട് ഈ സംഭവങ്ങൾ നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ ഇതേ സെയിം വാല്യൂസ് തന്നെ ക്വസ്റ്റൻസ് ആയിട്ട് വരാം. ഓക്കെ, ഈ യൂണിറ്റ് കൺവേർഷൻ വെച്ചിട്ട് തന്നെ ചിലപ്പോൾ ക്വസ്റ്റൻസ് വരാം. 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇറ്റ് ഈസ് 1.6 × 10⁻⁻19 ജൂൾസ് ആയിരിക്കും വരിക. ആൻഡ് 1 kWh is equal to 3.6 × 10⁻6 ജൂൾസ് ആണ്. 1 calorie is equal to 4.18 ജൂൾസ് ആണ്. ആൻഡ് 1 joule is equal to 10⁻7 erg ആയിരിക്കും വരിക. ഓക്കെ, ഓക്കെ, റെഡി, ക്ലിയർ, സെറ്റ്, യെസ്. Then next one is kinetic energy. നിങ്ങൾക്കറിയാം kinetic energy എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ഒരു ബോഡി മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മോഷൻ ഉണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പ്രോസസ് ചെയ്യുന്ന എനർജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? യെസ്, kinetic energy എന്ന് പറയാം. സോ kinetic energy is the energy possessed by a body due to by virtue of its motion. അല്ലെ, അതിന്റെ മോഷൻ കാരണം ഉണ്ടാവുന്ന എനർജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? യെസ്, kinetic energy പറയാ. ആൻഡ് kinetic energy ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, ദാറ്റ് ഇസ് kinetic energy is equal to half mv² ആണ്, where m is the mass and v is the velocity. Okay, okay, kinetic energy എപ്പോഴും എന്തായിരിക്കും? It's always positive and depends on the frame of reference. Okay, fine. Then next one is അതിന്റെ ഒപ്പം തന്നെ നമുക്ക് kinetic energy ഒപ്പം തന്നെ മെൻഷൻ ചെയ്യാനുള്ളതാണ് work energy theorem. അപ്പോൾ work energy theorem എന്താണെന്നുള്ളത് നോക്കൂ. work energy theorem എന്താന്നുള്ള സംഭവം നോക്കണം. work energy എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, that is നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് is equal to change in kinetic energy. അപ്പോൾ വർക്ക് എനർജി തിയറം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഫോം മാത്രം നിങ്ങൾ ആലോചിച്ച് വെച്ചാൽ മതി. That is work done is equal to change in kinetic energy. Work done is equal to change in kinetic energy. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സിംപ്ലി വർക്ക് എനർജി തിയറം എന്ന് നമ്മൾ പറയുന്നുണ്ടായിരിക്കുക. That is W is equal to F dot S ആണ്, which is equal to half into M into V2² minus V1² അങ്ങനെ പറയാം. അല്ലെങ്കിൽ K final minus K initial എന്ന് പറയാം. അങ്ങനെ ഡിഫറെന്റ് ഫോമിൽ kinetic energy ഇക്വേഷൻസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പല ഫോമിൽ ഇക്വേഷൻസ് നമുക്ക് എഴുതാനായിട്ട് പറ്റൂ കേട്ടോ. അപ്പൊ ചേഞ്ച് ഇൻ kinetic energy of a body is equal to net work done on the body, that is kinetic energy 2 minus, അതായത് kinetic energy final minus initial, അതാണ് ചേഞ്ച് കിട്ടുക. എപ്പോഴും ഫൈനൽ മൈനസ് ഇനീഷ്യൽ ചെയ്താലാണ് ചേഞ്ച് കിട്ടുക. K2 minus K1 is equal to integral F dot dr എന്ന് പറയുന്നതായിരിക്കും വർക്ക് ഡണിന്റെ ഇക്വേഷൻ. ഓക്കെ, റെഡി, ക്ലിയർ ആണ്, സെറ്റ് ആണ്, ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് വൺ ഇസ് നമ്മുടെ kinetic energy കുറച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഗ്രാഫ് വരയ്ക്കാനായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. kinetic energy ഗ്രാഫ് എങ്ങനെയായിരിക്കും വരിക എന്നുള്ളത് kinetic energy പൊട്ടൻഷ്യൽ എനർജിയും ഗ്രാഫ് വരയ്ക്കാനായിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അതിന്റെ ഡിപ്പെൻഡൻസും കൂടെ നോക്കുകടാ, ലീനിയർ മൊമെന്റ് ആയിട്ടുള്ള ഡിപ്പെൻഡൻസ്. ഈ ഗ്രാഫ് ഇത്രയും നിങ്ങൾ നോക്കിയിട്ടില്ലെങ്കിലും എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ അറിഞ്ഞു വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നേരെ നോക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇക്വേഷൻ അറിയാം, ഡിപ്പെൻഡൻസ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഗ്രാഫ് ചൂസ് ചെയ്യാനായിട്ടും പറ്റും. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ലീനിയർ മൊമെന്റും kinetic energy തമ്മിലുള്ള റിലേഷൻ അറിയാം അല്ലെ. kinetic energy is equal to എന്താണ്? kinetic energy is equal to p²/2m ആണ്. kinetic energy is equal to p²/2m ആണ്, which means kinetic energy എന്ന് പറയുന്നത് is directly proportional to p². p ന്റെ മൊമെന്റത്തിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാം? മൊമെന്റത്തിന്റെ സ്ക്വയറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. ആൻഡ് മാസിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻവേഴ്സ് റിലേഷൻ ആയിട്ടായിരിക്കും വരാം. മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻവേഴ്സ് റിലേഷൻ ആയിട്ടായിരിക്കും വരാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എം കോൺസ്റ്റന്റ് ആക്കി വെച്ചു, മാസ് നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ v² ആയിട്ടുള്ള റിലേഷൻ ആണ്. അതായത് kinetic energy നിങ്ങൾക്ക് അറിയാടാ എന്താണ്? ഹാഫ് mv² അല്ലേ, ഹാഫ് mv² അല്ലേ. സോ kinetic energy എന്ന് പറയുന്നത് എനർജി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു v². എനർജി v²നാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവുക. ആ സ്ക്വയറിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ ഗ്രാഫ് വരിക. ആൻഡ് ഇവിടുത്തെ കേസിൽ മാസ് കോൺസ്റ്റന്റ് ആക്കി വെക്കണോ. എനർജി എന്ന് പറയുന്നത് p²ന് നമ്മുടെ മറ്റേ ഇക്വേഷൻ പ്രകാരം അല്ലെ, ഈ ഒരു ഇക്വേഷൻ പ്രകാരം എനർജി എന്ന് പറയുന്നത് p² ഡിപ്പെൻഡ് ആണ്. സ്ക്വയറിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഷേപ്പിൽ നമ്മുടെ ഗ്രാഫ് വരയ്ക്കാം. ഓക്കെ, ഓക്കെ, യെസ്. ഇനി മൊമെന്റം
കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ എനർജി മാസിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും? ഇൻവേഴ്സ് റിലേഷൻ ആണ്. ഇൻവേഴ്സ് റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുക, താഴേക്കായിട്ടാണ് വരയ്ക്കുക. ഓക്കെ ഓക്കെ റെഡി യെസ്. ഇനി എനർജിയും മൊമെന്റും തമ്മിലുള്ള റിലേഷൻ ഒന്നും കൂടെ നമുക്ക് പറയാം. അതായത് എനർജി എന്ന് പറയുന്നത് പി സ്ക്വയറിനെ ആണെന്നുണ്ടെങ്കിൽ പി ഡിപ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ മൊമെന്റം ഡിപ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? റൂട്ട് എനർജീനെ ആയിരിക്കും, അല്ലെങ്കിൽ റൂട്ട് ഓഫ് കൈനറ്റിക് എനർജി വിച്ച് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ വിച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു മൊമെന്റം പീനെ. പിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഡയറക്റ്റ് റിലേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് പീനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ റൂട്ട് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് പിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് ആ ഒരു രീതിയിൽ നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. ഓക്കെ, ആ റിലേഷൻ മാത്രം പറഞ്ഞെന്ന് മാത്രം. ഈ ഗ്രാഫ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളൊപ്പം നോക്കി വെച്ചോളൂ, ഡയറക്റ്റ് ആയിട്ട് എഴുതി വെക്കാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് കേസ് ആണ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾക്ക് അറിയാം, ഇറ്റ് ഈസ് പോസസ്ഡ് ബൈ ഡ്യൂ ടു ഇറ്റ്സ് വെർച്യൂ ഓഫ് ഇറ്റ്സ് പൊസിഷൻ ഓർ വെർച്യൂ ഓഫ് ഇറ്റ്സ് കോൺഫിഗറേഷൻ. അല്ലെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബോഡീനെ ഇങ്ങനെ ഭയങ്കര കംപ്രസ് ചെയ്ത് വെക്കുകയാണ്, അല്ലെങ്കിൽ നല്ലോണം എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രെച്ച് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കേസിലും എന്തുണ്ടായിരിക്കും? രണ്ട് കേസിലും എനർജി പ്രോസസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ബൈ ഡ്യൂ ടു ഇറ്റ്സ് കോൺഫിഗറേഷൻ അതിന് പ്രോസസ് ചെയ്യുന്ന എനർജിയാണ് നമ്മൾ എന്തെന്ന് പറയുക? അതിങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചടിക്കുമല്ലോ, അപ്പോൾ അവിടെ ഒരു എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കംപ്രസ് ചെയ്ത് വരുന്ന സമയത്ത് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ തിരിച്ച് അതിന്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് തന്നെ വരുമല്ലോ, അപ്പോൾ അവിടെയും ഒരു എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട്. ആ എനർജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? യെസ്, അവിടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുക. അത് മാത്രമല്ല, ഒരു ബോഡീനെ ഇപ്പൊ താഴെ ഉണ്ടായിരുന്ന ഒരു ബോഡീനെ ഞാൻ നേരെ ഏറ്റവും ഹൈറ്റിലേക്ക് കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ രണ്ടിടത്തും കിട്ടുന്ന എനർജി ഡിഫറെന്റ് ആണ്. ആ കിട്ടുന്ന എനർജിയാണ്, അല്ലെങ്കിൽ ഡ്യൂ ടു ഇറ്റ്സ് ഹൈറ്റ് അല്ലെങ്കിൽ ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ അതിന് കിട്ടുന്ന എനർജിയാണ് എന്തെന്ന് പറയുന്നത്? യെസ്, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് രണ്ട് രീതിക്ക് കിട്ടും. ദാറ്റ് ഇസ് ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ ആൻഡ് ഡ്യൂ ടു ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് കോൺഫിഗറേഷൻ. ഓക്കെ ഓക്കെ സെറ്റ് ആണ്. ഓക്കെ ഓക്കെ ഫൈൻ 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 റെഡി. യെസ്, അപ്പൊ ഡിഫൈൻ ഓൺലി ഫോർ കൺസർവേറ്റീവ് ഫോഴ്സ്. പൊട്ടൻഷ്യൽ എനർജി ഇറ്റ് ഇസ് ഡിഫൈൻ ഓൺലി ഫോർ, നമ്മൾ നേരത്തെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ കേസ് നമ്മൾ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, എന്താണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്? ഇറ്റ്സ് എ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. അപ്പൊ കൺസർവേറ്റീവ് അവിടെ കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആണ് എന്നുള്ള കേസും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ അഭയ് സർ റെഡി. യെസ്, ദെൻ എനർജി possessed by body by virtue of its position or configuration. നമ്മൾ പറഞ്ഞു by virtue of its position or configuration കിട്ടുന്ന എനർജിയാണ് എന്തെന്ന് പറയുന്നത്? യെസ്, നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ either be പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ. ഈ പൊട്ടൻഷ്യൽ എനർജി എന്താവാം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോസിറ്റീവ് ആവാം, സീറോ ആവാം, നെഗറ്റീവ് ആവാം. ദെൻ കൈനറ്റിക് എനർജി നമ്മൾ ഓൾവേസ് നമ്മൾ പറഞ്ഞിരുന്നു പോസിറ്റീവ് എന്നുള്ളത് പറഞ്ഞു. ആൻഡ് ഫോഴ്സ് ഓൾവേസ് ആക്ട്സ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. ഫോഴ്സ് എപ്പോഴും ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ ആയിരിക്കും. ആൻഡ് ഐഡന്റിഫൈ ദ ഫോഴ്സ് വിത്ത് ഹെൽപ്പ് ഓഫ് ദ പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി യൂസ് ചെയ്തിട്ട് നമുക്ക് ഫോഴ്സസ് ഐഡന്റിഫൈ ചെയ്ത് ടൈപ്പ് ഓഫ് ഫോഴ്സ് ആണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ഓക്കെ എടാ, ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ലാസ്റ്റ് ഒന്നിച്ച് ചെയ്യാം. അപ്പം തിയറി ഒന്നിച്ച് ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ അതിൻ്റെ ഇടയിൽ വീണ്ടും ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒന്നിച്ച് വേഗം തിയറി ഒന്ന് വേഗം സമ്മപ്പ് ചെയ്തിട്ട് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നത് കേട്ടോ. ഓക്കെ യെസ് റെഡി. യെസ് ഓക്കെ യെസ്. ദെൻ നെക്സ്റ്റ് വൺ ഇക്വിലിബ്രിയം സ്റ്റേജസ് ആണ്. ഇക്വിലിബ്രിയം സ്റ്റേജസ് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റേബിൾ ഇക്വിലിബ്രിയം ഉണ്ട്, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ഉണ്ട്. അപ്പോൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു കാര്യം നോക്കുക. ഇപ്പൊ ഈ ഒരു ഷേപ്പിലാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മളൊരു ബൗളിലാണെന്നുണ്ടെങ്കിൽ ആ ബൗളിൽ ഒരു ബോൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് അത്യാവശ്യം സ്റ്റേബിളാണ്, താഴേക്ക് പോവില്ല. ഇത് എപ്പോഴും ഇതിങ്ങനെ ഇങ്ങനെ ആടി കളിക്കുള്ളൂ അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഷേപ്പിലാണെന്നുണ്ടെങ്കിൽ ബൗൾ ഷേപ്പിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയും. അത് കിട്ടുന്നത് എപ്പോഴാണെന്നറിയോ? യെസ്, പൊട്ടൻഷ്യൽ എനർജി ഇസ് മിനിമം അറ്റ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം അല്ലെ? മിനിമം അല്ലേ? ഇങ്ങനെ താഴെ ഡിപ്രസ്ഡ് ആയിട്ടല്ലേ വരണേ? ഡിപ്രസ്ഡ് ആയിട്ടല്ലേടാ വരണേ? സോ ഇങ്ങനെ ഡിപ്രഷൻ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആണ്. പൊട്ടൻഷ്യൽ എനർജി മിനിമം ഉള്ള കണ്ടീഷനിൽ സ്റ്റേബിൾ കണ്ടീഷനിലാണ് എന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കി പോയാൽ മതി. ആ ഒരു പോയിന്റ് മാത്രം ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ യെസ്, അവിടെ d²u/dx² എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ഓക്കെ ആൻഡ് നെക്സ്റ്റ് നിങ്ങൾ നോക്കുക അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ ഞാൻ വെറുതെ ഒരു ഹൈറ്റിൽ ഇങ്ങനെ ഒരു ഷേപ്പിലാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ ഒരു ബോൾ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബോൾ എന്ത് ചെയ്യും? ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങി കഴിഞ്ഞാൽ നേരെ ഇപ്പുറത്തേക്കോ അല്ലെങ്കിൽ ഇപ്പുറത്തേക്കോ നേരെ താഴേക്ക് വീഴും അല്ലെ? നേരെ താഴേക്ക് വരും. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻ നമുക്ക് എന്താണെന്ന് പറയാം? അൺസ്റ്റേബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ആണെന്ന് പറയാം. സോ അൺസ്റ്റേബിൾ കണ്ടീഷനിൽ എന്താ സംഭവിക്കുക? ഇത് ഇവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എനർജി ഏറ്റവും എലവേറ്റഡ് ആയിട്ടുള്ള പോയിന്റിലല്ലേ നിൽക്കുന്നത്, ഏറ്റവും സ്റ്റീപ്പ് പോയിന്റിലല്ലേ നിൽക്കുന്നത്. ദാറ്റ് വിച്ച് മീൻസ് അവിടെ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി മാക്സിമത്തിൽ അവിടെ ഉണ്ടാവുന്ന അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണ്. ഓക്കെ ഓക്കെ റെഡി യെസ് യെസ്. ഓക്കെ ദെൻ നെക്സ്റ്റ് വൺ ന്യൂട്രൽ ആയിട്ടുള്ള കേസാണ് പറയുന്നത്. ന്യൂട്രൽ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലടാ, നമ്മളിപ്പോൾ ഒരു വെറുതെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു റീജിയനിൽ ഞാനൊരു പോയിന്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അവിടെ ന്യൂട്രൽ ആണ്. അവിടെ സ്റ്റേബിൾ അല്ല അൺസ്റ്റേബിൾ എന്നുള്ളതിന് പകരം അവിടെ ന്യൂട്രൽ സ്റ്റേജിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും ഉണ്ടാവുക. പൊട്ടൻഷ്യൽ എനർജി മാക്സിമോ മിനിമോ അല്ല, പൊട്ടൻഷ്യൽ എനർജി കോൺസ്റ്റന്റ് ആയിട്ടുള്ള കണ്ടീഷനിലാണ് നമുക്ക് ന്യൂട്രൽ ആയിട്ടുള്ള സ്റ്റേജ് വരുന്നത്. ഓക്കെ റെഡി
Clear? Yes. If particle is slightly displaced from equilibrium, then it does not experience a force continues to be in equilibrium. Okay, then potential energy is constant ആണ്, and d square u by dx square ആ ടൈമിൽ അവിടെ 0 ആയിരിക്കും. Okay, ready, set. Then next cases നോക്കുക, that is കൺസർവേഷൻ ഓഫ് എനർജി ആണ് പറയുന്നത് കേട്ടോ. അപ്പൊ കൺസർവേഷൻ ഓഫ് എനർജി എന്താണ് സ്റ്റേറ്റ് ചെയ്യണം എന്നുള്ളത് നോക്കുക. കൺസർവേഷൻ ഓഫ് എനർജി ഒന്നുമില്ല. ഫോർ എൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഓർ എ ബോഡി നമുക്കറിയാം presence of conservative forces, the sum of kinetic and potential energy അല്ലെ. അതായത് സം ഓഫ് കൈനറ്റിക് ആണ് എപ്പോഴും എന്തിനെങ്കിലും കൺസർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവിടെ ടോട്ടൽ ആയിട്ട് ഇരിക്കുന്ന സംഗതി എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക. അതായത് ബിഫോർ ആൻഡ് ആഫ്റ്റർ അത് എപ്പോഴും ഫിക്സഡ് ആയിട്ട് നിൽക്കുക. അതിനെയാണ് നമ്മൾ എപ്പോഴും കൺസർവേറ്റീവ് കണ്ടീഷൻസ് എന്ന് പറയാം. അപ്പൊ ഇവിടെയാണെന്നുണ്ടെങ്കിലും ടോട്ടൽ ആയിട്ടുള്ള എനർജി എപ്പോഴും എല്ലാ സമയത്തും എല്ലാ കേസസിലും ടോട്ടൽ എനർജി അവിടെ ഫിക്സഡ് ആയിരിക്കും. അതായത് കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് പോയിന്റ് എടുത്തോട്ടെ, മാക്സിമം പോയിന്റ് എടുത്തോട്ടെ, മിനിമം മീൻ പൊസിഷൻ ആയിട്ടുള്ള പോയിന്റ് എടുത്തോട്ടെ, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കണ്ടീഷനുള്ള പോയിന്റ് എടുത്തോട്ടെ, എല്ലാ കേസിലും എക്സ്ട്രീം പൊസിഷൻസിലും മീൻ പൊസിഷൻസിലും നമുക്ക് ഉണ്ടാവുന്ന ടോട്ടൽ എനർജി അവിടെ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും, ഫിക്സഡ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, കൺസർവേഷൻ ഓഫ് എനർജി എന്ന് നമ്മൾ പറയുന്നുണ്ടായിരിക്കുക. റെഡി ക്ലിയർ? യെസ്. അപ്പൊ ഇവിടെ എങ്ങനെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ, വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. ഇപ്പൊ സപ്പോസ് എക്സ് ഈക്വൽ ടു 0 വന്നു. എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ പൊസിഷൻ അല്ലേടാ. അപ്പൊ മെയിൻ പൊസിഷനിൽ എക്സ് 0 വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ത് പറയാം, പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. സോ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ മെയിൻ പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. ഈ പോയിന്റിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. ആൻഡ് എക്സ്ട്രീം പൊസിഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ എക്സിന് മാക്സിമം വാല്യൂ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയും എന്തായിരിക്കും, എക്സിന് മാക്സിമം വാല്യൂ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും. ഓക്കെ. അപ്പൊ എക്സ് മാക്സിമം ആണെങ്കിൽ അല്ലെങ്കിൽ എക്സ് എക്സ്ട്രീം പൊസിഷനിലാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, മാക്സിമം ആയിരിക്കും. ഹാഫ് കെ എ സ്ക്വയർ ആയിരിക്കും വരിക, വിച്ച് ഇസ് ദ മാക്സിമം വാല്യൂ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എക്സ്ട്രീം പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്യണു, യെസ് മാക്സിമം മാർക്ക് ചെയ്തിട്ട് യെസ് നമ്മുടെ ഗ്രാഫ് പൊട്ടൻഷ്യൽ എനർജിന്റെ ഗ്രാഫ് എങ്ങനെയാണ് വരിക എന്നറിയോ, യെസ് ഇതേപോലെ വരുന്നുണ്ടായിരിക്കും. ഇത് യു ഷേപ്ഡ് ആയിട്ടായിരിക്കും പൊട്ടൻഷ്യൽ എനർജിന്റെ ഗ്രാഫ് വരിക. ഓക്കെ റെഡി? യെസ്. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൈനറ്റിക് എനർജിന്റെ ഗ്രാഫ് എങ്ങനെ വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ നേരെ തിരിഞ്ഞ് പറയാം. അതായത് പൊട്ടൻഷ്യൽ എനർജി 0 ഉള്ളിടത്ത് കൈനറ്റിക് എനർജി മാക്സിമം ആണ്. പൊട്ടൻഷ്യൽ എനർജി 0 ഉള്ളിടത്ത് കൈനറ്റിക് എനർജി എന്ത് വരും, കൈനറ്റിക് എനർജി ഏറ്റവും മാക്സിമം ആയിരിക്കും കിട്ടുക. ആൻഡ് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ഉള്ളിടത്ത് കൈനറ്റിക് എനർജി 0 ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് നമ്മുടെ ഗ്രാഫ് ഇതുപോലെ റാ ഷേപ്ഡ് ആയിട്ട് വരുന്നത്. ഓക്കെ റെഡി? യെസ്. ഇനി അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, രണ്ട് എനർജിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ ആയിട്ടുള്ള എനർജി കിട്ടും. സോ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഇത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിന്റെയും കൈനറ്റിക് എനർജിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റിലാണെങ്കിലും മാക്സിമം വാല്യൂ ആയിരിക്കും, ഈ പോയിന്റിൽ മാക്സിമം ആയിരിക്കും, ഈ പോയിന്റിൽ മാക്സിമം ആയിരിക്കും, ഈ പോയിന്റിൽ മാക്സിമം ആയിരിക്കും, ഈ പോയിന്റിൽ മാക്സിമം ആയിരിക്കും. അതായത് സെയിം വാല്യൂ ആയിരിക്കും എല്ലാ പോയിന്റിലും. ടോട്ടൽ എനർജി എപ്പോഴും ഫിക്സഡ് ആയിട്ട് നിൽക്കും, കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ ടോട്ടൽ എനർജീനെ നമ്മൾ ഈ ഒരു ലൈനായിട്ട് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചിട്ടുള്ളത് കേട്ടോ. ആൻഡ് ഇതുപോലെ ഡിപ്രസ്ഡ് ആയിട്ട് നിൽക്കുന്നത് പൊട്ടൻഷ്യൽ എനർജി, ആൻഡ് എലവേറ്റഡ് ആയിട്ടിരിക്കുന്നത് കൈനറ്റിക് എനർജി. ഓക്കെ ആ ഗ്രാഫും അനലൈസ് ചെയ്ത് പഠിച്ചു വെക്കാം. ഓക്കെ റെഡി? യെസ്. ദെൻ നെക്സ്റ്റ് നിങ്ങൾ നോക്കുക. അടുത്തത് കൊളീഷൻ കേസസും കൂടെ ഒന്ന് പറഞ്ഞുതരാം. കൊളീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ഇസ് ദ ഇവന്റ് ഇൻ വിച്ച് ദ ഇമ്പൾസീവ് ഫോഴ്സസ് ആക്ട് ബിറ്റ്വീൻ ദ 2 or more ബോഡീസ് വിച്ച് ഇസ് റിസൾട്ട് ഇൻ ദ ചേഞ്ച് ഇൻ ദർ വെലോസിറ്റി. ഒന്നുമില്ല, രണ്ട് ബോഡീസ് എന്നിട്ട് നമ്മളിങ്ങനെ തമ്മിൽ കൊളൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, തമ്മിൽ ചെന്ന് ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് കാര്യങ്ങൾ കൺസേർവ്ഡ് ആയിട്ട് വരുന്നുണ്ട്, എനർജിയും മൊമെന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കൊളീഷനിൽ പറയണേ. അപ്പോൾ കൊളീഷൻസ് മെയിൻലി 3 ടൈപ്സ് ആയിരിക്കും നിങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കുക. ഇലാസ്റ്റിക് കൊളീഷൻ ഉണ്ട്, ഇൻഎലാസ്റ്റിക് കൊളീഷൻ ഉണ്ട്, പെർഫെക്റ്റ്ലി ഇൻഎലാസ്റ്റിക് കൊളീഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ എല്ലാ കേസിലും ഇലാസ്റ്റിക് ആണെങ്കിലും ഇൻഎലാസ്റ്റിക് ആണെങ്കിലും പെർഫെക്റ്റ്ലി ഇൻഎലാസ്റ്റിക് കൊളീഷൻ ആണെന്നുണ്ടെങ്കിലും എല്ലാ കേസസിലും അവിടെ മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും. 3 കേസിൽ എന്തായിരിക്കണം, മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും. ഇനി ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ മൊമെന്റവും കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആയിരിക്കും. ഇൻഎലാസ്റ്റിക് കൊളീഷനിലാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് കൺസേർവ്ഡ് ആവില്ല, യെസ് എനർജി കൺസേർവ്ഡ് ആവില്ല. ഓക്കെ അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. ഇലാസ്റ്റിക് കൊളീഷൻ ഞാൻ എടുത്തു. ഇലാസ്റ്റിക് കൊളീഷനിൽ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിയർ ബോത്ത് മൊമെന്റം ആൻഡ് എനർജി ഈസ് കൺസേർവ്ഡ്. മൊമെന്റം കൺസേർവ്ഡ് ആണ്, ഓൾസോ എനർജിയും കൺസേർവ്ഡ് ആണ്. കൈനറ്റിക് എനർജിയും അവിടെ എന്തായിരിക്കും, കൺസേർവ്ഡ് ആയിരിക്കും. ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി
ബിഫോർ കൊളീഷൻ വിച്ച് ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളീഷൻ. രണ്ട് ബോഡീസ് തമ്മിൽ നമ്മൾ എടുത്ത് കൊളൈഡ് ചെയ്യുകയാണെങ്കിൽ മുന്നുള്ള കൊളീഷനും അതിന് ശേഷമുള്ള കൊളീഷനും രണ്ടും എന്തായിരിക്കും അവിടെ സെയിം വാല്യൂ ആയിരിക്കും വരിക. സെയിം വാല്യൂ ആയിരിക്കും വരിക. മനസ്സിലാവുന്നുണ്ടോ? പറയുന്ന പോയിന്റ് കിട്ടിയെന്ന് വിചാരിക്കണം. ഓക്കെ, യെസ്. ഒന്നുമില്ലടാ, ഞാനിപ്പോൾ ഒരു ബോഡി ഹാവിംഗ് മാസ് m1 വിച്ച് ഇസ് മൂവിംഗ് വിത്ത് വെലോസിറ്റി u1, അനദർ ബോഡി ഹാവിംഗ് മാസ് m2 വിച്ച് ഇസ് മൂവിംഗ് വിത്ത് വെലോസിറ്റി u1. ഇതാണ് ബിഫോർ കൊളീഷൻ. ഇനി കൊളൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ കൊളീഷൻ എന്തായിട്ട് മാറുമെന്നറിയോ? ആഫ്റ്റർ കൊളീഷൻ the body mass m1 which changes its velocity to v1 and body mass m2 which changes its velocity to v2. Okay, this is the after collision. ഇതാണ് after collision. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊമെന്റം കൺസേർവ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊമെന്റം ബിഫോർ കൊളീഷൻ ആൻഡ് മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ വിൽ ബി സെയിം. ദാറ്റ് ഈസ് മൊമെന്റം ബിഫോർ കൊളീഷൻ കിട്ടണമെങ്കിൽ ഈ രണ്ട് ബോഡീന്റെയും കൊളീഷൻസ് മൊമെന്റങ്ങൾ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് m1u1 plus m2u2 is equal to m1v1 plus m2v2. ഇതാണ് എന്തെന്ന് പറയുന്നത്? യെസ്, മൊമെന്റം കൺസർവേഷൻ കാണിക്കുന്നത്. ആൻഡ് എനർജി കൺസർവേഷൻ, കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല. കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആണെന്ന് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനീഷ്യൽ കൈനറ്റിക് എനർജി ദാറ്റ് ഇസ് ഹാഫ് m1u1 സ്ക്വയർ പ്ലസ് ഹാഫ് m2u2 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് m1v1 സ്ക്വയർ പ്ലസ് ഹാഫ് m2v2 സ്ക്വയർ. അതായത് അവിടെ എനർജി കൺസേർവ്ഡ് ആണ്. അങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്ന് പറയാം അവിടെ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആയിരിക്കും വരിക. സെറ്റാണ്, ഓക്കെ ആണ്. യെസ്. ഇനി ഇന്നലാസ്റ്റിക് കൊളീഷനിൽ എന്താ സംഭവിക്കുക എന്നറിയോ? ഇത് ലാസ്റ്റ് കൊളീഷന്റെ കേസ് ആണ്. ഇൻ ദ കേസ് ഓഫ് ഇന്നലാസ്റ്റിക് കൊളീഷനിൽ അവിടെ മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും. പക്ഷേ കൈനറ്റിക് എനർജി എന്താവില്ല? കൈനറ്റിക് എനർജി ഈസ് നോട്ട് കൺസേർവ്ഡ്. കൈനറ്റിക് എനർജി അവിടെ കൺസേർവ്ഡ് അല്ല. അവിടെ ഫിക്സഡ് ആയിട്ട് ഇരിക്കില്ല. ഓക്കെ. ആൻഡ് പെർഫെക്റ്റ്ലി ഇന്നലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയോ? പെർഫെക്റ്റ്ലി ഇന്നലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വൺ നോക്കുക. പെർഫെക്റ്റ്ലി ഇന്നലാസ്റ്റിക്കിൽ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ രണ്ട് ബോഡി തമ്മിൽ കൊളൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രണ്ട് ബോഡിയും കൂടെ സ്റ്റിക്ക് ചെയ്ത് ഒന്നിച്ചൊരൊറ്റ ബോഡി അല്ലെങ്കിൽ ഒന്നിച്ചൊരൊറ്റ വെലോസിറ്റിയിൽ മൂവ് ചെയ്യും. ഓക്കെ, ദേ കൊളൈഡ് ഈച്ച് അതർ ആൻഡ് സ്റ്റിക്സ് ടുഗദർ. അത് രണ്ടും കൂടെ സ്റ്റിക്ക് ചെയ്ത് ഒന്നിച്ച് കൂട്ടി നിന്നിട്ട് പിന്നെ രണ്ട് ബോഡിയും കൂടെ ഒന്നിച്ച് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെയിം വെലോസിറ്റിയിൽ ഒന്നിച്ച് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യെസ്, ദാറ്റ് ഈസ് പെർഫെക്റ്റ്ലി ഇന്നലാസ്റ്റിക് കൊളീഷൻ. അതാണ് പെർഫെക്റ്റ്ലി ഇന്നലാസ്റ്റിക് കൊളീഷൻ വരിക. സെറ്റാണോ? ഡൗട്ട് മാറി എന്ന് വിചാരിക്കണം. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കും ഇല്ല, അവിടെ രണ്ടും എന്താണ് കൺസേർവ്ഡ് ആണ്. ഇലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? മൊമെന്റും കൺസേർവ്ഡ് ആണ്, കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആണ് കേട്ടോ. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷന്റെ കേസിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ കേസിലാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, റെഡി. യെസ്. ദെൻ അതേ സെയിം സംഭവം തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. യെസ്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷനിൽ കൈനറ്റിക് എനർജി ബിഫോർ ആൻഡ് ആഫ്റ്റർ കൊളീഷൻ സെയിം ആയിരിക്കും. ആൻഡ് ഇൻഇലാസ്റ്റിക് കൊളീഷനിൽ കൈനറ്റിക് എനർജി ബിഫോർ ആൻഡ് ആഫ്റ്റർ കൊളീഷൻ ഇസ് നോട്ട് സെയിം. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ഹെഡ് ഓൺ കൊളീഷൻ ഓർ വൺ ഡയമെൻഷണൽ കൊളീഷൻ initial velocities of the bodies are along the line of impact. Yes. Then ഈ രണ്ട് വാല്യൂസ് നമ്മൾ ലാസ്റ്റ് സോൾവ് ചെയ്തിട്ട് നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടുന്നുണ്ടായിരിക്കും. വൺ ഡയമെൻഷണൽ മോഷന്റെ കേസിൽ v1ന്റെയും v2ന്റെയും വാല്യൂസ് കിട്ടുന്നുണ്ട്. ആ v1ന്റെയും v2ന്റെയും വാല്യൂ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. v1 is equal to u1 into m1 minus m2 divided by m1 plus m2 plus 2m2 u2 divided by m1 plus m2. അല്ലെങ്കിൽ ഒന്നിച്ചൊരൊറ്റ ഇക്വേഷൻ ആയിട്ടും പറയാം. u1 into m1 minus m2 plus 2m2 u2 whole divided by m1 plus m2 അങ്ങനെയും പറയാം കേട്ടോ. Okay, yes. Next one v2 ന്റെ കേസിലാണെങ്കിൽ u2 into m2 minus m1 plus 2m1 u1 whole divided by m1 plus m2 അങ്ങനെയും പറയാം. റെഡി ആണോ? സെറ്റ് അല്ലേ? ക്ലിയർ? യെസ്. ദെൻ നെക്സ്റ്റ് കേസ് നോക്കുക. അടുത്ത കേസ് നോക്കുക. കൊളീഷൻസിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് കേസസ് ഉണ്ട്. ഒന്നുമില്ലടാ, ഇപ്പൊ നമ്മളിപ്പോ ഈ കേസസ് പറഞ്ഞല്ലോ. ഇപ്പൊ ഈ രണ്ട് ബോഡീസ് തമ്മിൽ കൊളൈഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻസിനെ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സംഭവമാണ് ദ പ്രൊജക്റ്റഡ് ആൻഡ് ടാർഗറ്റ് ഹാവിംഗ് സെയിം മാസ്. രണ്ടിനും സെയിം മാസ് ആണ്. രണ്ട് ബോഡി തമ്മിൽ കൊളൈഡ് ചെയ്യുന്ന രണ്ട് ബോഡീസിനും സെയിം മാസ്. m1 equal to m2 is equal to സെയിം മാസ് m ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ v1 അത് രണ്ടെണ്ണത്തിന്റെയും വെലോസിറ്റീസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? ഇന്റർചേഞ്ച് ചെയ്യും. ഇപ്പൊ ഒന്നാമത്തെ ബോഡി u1 വെലോസിറ്റിയിൽ മൂവ് ചെയ്യണു ആദ്യം, രണ്ടാമത്തെ ബോഡി മൂവ് ചെയ്യണത് u2 വെലോസിറ്റിയിലാണ്. കൊളൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് തമ്മിൽ കൊളീഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒന്നാമത്തെ വെലോസിറ്റി എന്തായിട്ട് ചേഞ്ച് ആവും? ഒന്നാമത്തെ ആഫ്റ്റർ കൊളീഷൻ വെലോസിറ്റി എന്തായിട്ട് ചേഞ്ച് ആവും? രണ്ടാമത്തെ ബോഡീന്റെ വെലോസിറ്റി ആവും. ആൻഡ് രണ്ടാമത്തെ ബോഡീന്റെ ആഫ്റ്റർ കൊളീഷൻ ഉള്ള വെലോസിറ്റി ഒന്നാമത്തെ ബോഡീന്റെ വെലോസിറ്റിക്ക് ഈക്വൽ ആവും.
മനസ്സിലായോ? അതായത് വെലോസിറ്റീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യും ആഫ്റ്റർ കൊളീഷൻ. ദാറ്റ് ഈസ് v1 becomes u2 and v2 becomes u1. v2 becomes u1. Okay, that is the velocities gets interchanged. Velocities രണ്ടും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യും കേട്ടോ. ഓക്കെ, ഇഫ് massive projectile collides with a light target, അതായത് അവിടെ ഉണ്ടാവുന്ന m1 is much greater than m2. അതായത് m2 ന്റെ മാസ് വളരെ കുറവാണ്, m1 ന്റെ മാസ് ഭയങ്കര ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻസിൽ എന്താ ചേഞ്ച് വരിക? v1 equal to u1, v2 is equal to minus u2 plus 2u1. Okay, അതേപോലെ if the projectile collides with a very heavy target, അതായത് m1 is much less than m2, m2 ന്റെ മാസ് ആണ് ഭയങ്കര കൂടുതൽ എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ചേഞ്ച് നോക്കി നോക്കുക. v1 becomes minus u1 plus 2u2 and v2 becomes u2. Okay, ready. അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് കൂടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ആൻഡ് ഫൈനലി നമ്മൾ പവറിന്റെ കേസസ് ആണ് പറയുന്നത്. പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, പവർ ഇസ് ദ റേറ്റ് അറ്റ് വിച്ച് വർക്ക്, അല്ലെ, റേറ്റ് ഓഫ് വർക്ക് ഡൺ. Okay, yes, the rate at which the body does work is called power. That is, power is equal to work by time ആയിരിക്കും. Rate of something എപ്പോഴെങ്കിലും എന്തിന്റെങ്കിലും റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കും വരിക? വർക്ക് ബൈ ടൈം ഡിവൈഡ് ബൈ ടൈമിനെയാണ് നമ്മൾ റേറ്റ് എന്ന് എപ്പോഴും പറയുന്നുണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ, യെസ്, an average power P average is equal to work divided by T ആയിരിക്കും വരിക. And instantaneous power equation is dW by dt which is equal to F dot V ആണ്. അതായത് പവറും ഈ ഒരു റിലേഷൻ വിയും എപ്പം തമ്മിലുള്ള റിലേഷൻസ് പഠിച്ചു വെക്കുക. ഈ റിലേഷൻ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റൻസ് വരും കേട്ടോ. ഓക്കെ, പി ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് ബി ആയിരിക്കും നമ്മുടെ ഇക്വേഷൻ വരിക. ഓക്കെ, ക്വസ്റ്റൻസ് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് പോയിന്റിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അതിൽ കുറച്ചധികം എല്ലാ പോയിന്റ്സും കൂടെ ഒന്നിച്ച് സമ്മപ്പ് ചെയ്തിട്ട് ഇതിനൊന്നുകൂടെ പറഞ്ഞോട്ടെ. റിലേഷൻ ബിറ്റ്വീൻ യൂണിറ്റ്സ് ആണ്. 1 watts is equal to 1 joule per second അല്ലെങ്കിൽ 10 raised to 7 erg per second ആയിരിക്കും വരിക. And 1 HP is equal to horse power ടേംസിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ which is equal to 746 watts ആണ്. And 1 megawatts, മെഗാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is 10 raised to 6 ആണെന്നുള്ളത് എപ്പോഴും ആലോചിക്കുക കേട്ടോ. 10 raised to 6 watts ആയിരിക്കും വരിക. And 1 kilowatt is equal to 10 raised to 3 watts ആയിരിക്കും. ഈ കണ്ടീഷൻ ഇത് എപ്പോഴും നോക്കി വെച്ചോ മക്കളെ, കാരണം നമുക്ക് ആൻസർ കിട്ടിയിട്ട് ചിലപ്പോൾ ക്വസ്റ്റനിൽ ഓപ്ഷൻസ് കിടക്കുന്നുണ്ടായിരിക്കും കിലോ വാട്ട്സിലൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ അതിന് നേരെ നിങ്ങൾക്ക് മാറ്റി എഴുതണം. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആൻസറിനെ കിലോ വാട്ടിന്റെ ടേമിലേക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക 10 raised to 3 വെച്ചിട്ടാണ് ചെയ്യേണ്ടി വരിക. 1 kilowatt എന്ന് പറഞ്ഞെങ്കിൽ it is 10 raised to 3 watts, 1000 watts ആയിരിക്കും വരിക കേട്ടോ. Okay, and if work done by two bodies is same, then power is inversely proportional to time and proportional to 1 by t. And unit of power multiplied by the time always gives work. 1 kilowatts is equal to, ഇത് important ആണ്, 1 kilowatt hour എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും? 3.6 into 10 raised to 6 joules ആയിരിക്കും വരിക. And slope of the work time gives instantaneous power. Slope തരുന്നത് വർക്ക് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആക്ച്വലി നമുക്ക് തരുന്നുണ്ടായിരിക്കും എന്താണ്? This the instantaneous power ആണ്. റെഡി സെറ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ് എന്ന് വിചാരിക്കണു. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒരു ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, റെഡി. അപ്പൊ തിയറി സെറ്റ് ആണ്, ഓക്കെ ആണെന്ന് വിചാരിക്കണം. ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. വർക്ക് എനർജി തിയറത്തിലേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സംഗതി ഏതാന്നുള്ളത് ഇതൊന്ന് നോക്കിയിട്ട് ചൂസ് ചെയ്ത് എഴുതാനാണ്. Does it hold in all inertial frames? എല്ലാ ഇനേർഷ്യൽ ഫ്രെയിംസിലും ഹോൾഡ് ചെയ്യില്ല. ഇനേർഷ്യൽ ആൻഡ് നോൺ ഇനേർഷ്യൽ ഫ്രെയിംസ് എന്താന്നുള്ളത് നമ്മൾ ഓൾറെഡി മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇനേർഷ്യൽ ഫ്രെയിംസിൽ ഹോൾഡ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണോ? അല്ല, അല്ലെ? ഇറ്റ് ഇസ് ഹോൾഡ് ഇൻ ഓൾ ഇനേർഷ്യൽ ഫ്രെയിംസ് ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതും റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഇക്വേഷൻസ് ഒക്കെ എഴുതുന്ന സമയത്ത് അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഡെറൈവ് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. And may be viewed as a scalar form of Newton's second law. Actually, നമുക്ക് ഡെറൈവ് ചെയ്തിട്ട് ഈ റിലേഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. Therefore, option C is the right answer. ഇനി നമുക്ക് വർക്ക് എനർജി തിയറത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഒന്നും നമുക്ക് ഡെറൈവ് ചെയ്ത് അതിലേക്ക് കൊണ്ടുവരാം. Therefore, it's scalar form of Newton's second law ആണ് എന്തെന്ന് പറയുന്നത്? വർക്ക് എനർജി theorem. Okay, അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് cannot be extended to non-inertial frames is wrong and is independent of Newton's third law എന്ന് പറയുന്നത് is wrong. അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. Yes, very good. So it's depend on inertia. It's viewed as scalar form of Newton's law is the right answer. Yes, very good. Answer ആരോ പറഞ്ഞിരുന്നു അല്ലേ? Yes, very good. Anantu, yes, very good. Okay, next question നോക്കുക. അടുത്ത question നോക്കിക്കോളൂ. A running boy has the same kinetic energy as that of man of twice his mass. ഓക്കെ, ഒരു ചെക്കൻ കിടന്ന് ഓടുകയാണ്. അവൻ്റെ കൈനറ്റിക് എനർജി രണ്ടും സെയിം കൈനറ്റിക് എനർജിയാണ്. റണ്ണിങ് ബോയിൻ്റെയും അതേപോലെ തന്നെ ആ മാൻ്റെയും രണ്ടുപേരുടെയും കൈനറ്റിക് എനർജീസ് ആക്ച്വലി സെയിം ആണ്. ആൻഡ് ദ ബോയ് ഹാസ് മാസ്, ബോയിൻ്റെ മാസ് എന്തായിരിക്കും? ബോയിൻ്റെ മാസ് ഇസ് ഹാഫ് ഓഫ് ദി മാസ് ഓഫ്
ദ മാൻ, അല്ലെങ്കിൽ മാൻ്റെ മാസ് എന്ന് പറയുന്നത് ട്വൈസ് ദ മാസ് ഓഫ് ദി ബോയ് എന്നുള്ളത് പഠിച്ചു വെക്കുക. മീൻസ് തന്നിട്ടുണ്ട്. ആൻഡ് ദ സ്പീഡ് ഓഫ് ദ ബോയ് ഇസ് 14.14 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സ്പീഡ് ഓഫ് ദി മാൻ ഇസ്, സ്പീഡ് ഓഫ് മാൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇനീഷ്യലി നിങ്ങൾക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ഇൻഫർമേഷൻസ് നമുക്ക് തന്നിട്ടുണ്ടോ അതൊന്നും ആദ്യം നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പൊ ആദ്യം പറഞ്ഞിട്ടുണ്ട് രണ്ട് പേർക്കും കൈനറ്റിക് എനർജി സെയിം ആണ്. സോ കൈനറ്റിക് എനർജി ഓഫ് ദ ബോയ് വിച്ച് ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഓഫ് മാൻ. ഓൾസോ kinetic energy of man is equal to 2 times the kinetic energy alla, mass of the man. Mass of the man is 2 times the mass of boy. Okay, and speed of the boy thannittund. Speed of the boy is 14.14 meter per second ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, സ്പീഡ് ഓഫ് ദി മാൻ ആണ് കണ്ടുപിടിക്കുന്നത്. vm ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ എപ്പോഴും തരുന്ന സമയത്ത്, ഇങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻസ് ഒക്കെ തരുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും എന്താണോ നമുക്ക് തന്നുള്ള കണ്ടീഷൻ അത് വെച്ചിട്ടായിരിക്കും നമുക്ക് എപ്പോഴും നമുക്ക് സോൾവ് ചെയ്യേണ്ടി വരിക കേട്ടോ. അപ്പൊ കൈനറ്റിക് എനർജി ഓഫ് ബോയ് ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഓഫ് മാൻ ആണ്. ദാറ്റ് ഈസ് ഹാഫ് mv², ഹാഫ് mass of boy into velocity of boy in the square, which is equal to half into mass of man into velocity of man the square. ഓക്കെ, ഇവിടെ ഒരേപോലുള്ള ആളുകളെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ആരാണുള്ളത്? ഹാഫ് ഉണ്ട് കട്ട് ചെയ്ത് കളഞ്ഞു. ആൻഡ് മാസ് ഓഫ് ബോയ് അതുപോലെ തന്നെ എഴുതി. വെലോസിറ്റി ഓഫ് ബോയ് നമുക്ക് അറിയാം അല്ലെ, 14.14 ആണ്. 14.14 വേണമെങ്കിൽ ഇതിപ്പോൾ കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്താൽ മതി. ബിന്റെ സ്ക്വയർ. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് മാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇറ്റ് ഇസ് 2 times ഓഫ് മാസ് ഓഫ് ബോയ് ആണ്. അപ്പോൾ 2 mb എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടുകയാണ്. 2 times ഓഫ് മാസ് ഓഫ് ബോയ് ഇൻറ്റു vmന്റെ സ്ക്വയർ ആണ്. അപ്പോൾ രണ്ട് സൈഡിലും mb ഉണ്ട്, ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. രണ്ട് സൈഡിലും mb ഉണ്ട്, ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ, യെസ്. ഇനി എന്താ ചെയ്യാം? യെസ്, എനിക്ക് വേണ്ടത് vm ആണ് വേണ്ടത് അല്ലേ, അതായത് മാസ് ഓഫ് വെലോസിറ്റി ഓഫ് ദി മാൻ ആണ് വേണ്ടത്. vm സ്ക്വയർ ഇസ് ഈക്വൽ ടു vb സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആണ്. vb സ്ക്വയർ ഡിവൈഡ് ബൈ 2 ആണ്. ദാറ്റ് ഇസ് 14.14 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ vm സ്ക്വയർ കിട്ടും. നമുക്ക് vm അല്ലേ വേണ്ടത്, അപ്പം അതിൻ്റെ റൂട്ട് എടുക്കുക. അതിൻ്റെ റൂട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാം. vm ഇസ് ഈക്വൽ ടു 14.14 ഹോൾ സ്ക്വയറിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ തന്നെ വരും, 14.14 വരും. ആൻഡ് 2ൻ്റെ റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ √2 വരും. √2 നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 14.14 ഡിവൈഡഡ് ബൈ 1.414 വരും. ഓക്കെ, യെസ്. കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കളഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വരിക? യെസ്, മുകളിലല്ലേ വലിയ വാല്യൂ, സോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ 10 വരും. ദാറ്റ് ഈസ് vm ഇസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ആ ഓടുന്ന ആളുടെ വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും മക്കളെ വരിക? ദാറ്റ് ഈസ് 10 മീറ്റർ പെർ സെക്കൻഡ്. ഏതാണ് ഓപ്ഷൻ? യെസ്, ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, യെസ്, അതെ കേട്ടോ, അതെ ചെയ്തോളൂ. നിങ്ങൾ പ്ലാൻ ചെയ്തു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം. ഇപ്പം ചിലവർക്ക് രാവിലെ നേരത്തെ എഴുന്നേറ്റ് നിന്ന് പഠിക്കുന്നതായിരിക്കും പറ്റുക, ചിലവർക്ക് വൈകിട്ട് ഫുള്ളായിട്ടിരിക്കുന്നതായിരിക്കും പറ്റുന്നുണ്ടായിരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മാക്സിമം ഇപ്പോൾ തിയറി എന്തായാലും നിങ്ങളിപ്പോൾ ഇവിടെ വെച്ചിട്ട് തന്നെ സെറ്റാക്കി പോകുന്നുണ്ട്. അതിന് ശേഷം നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങളൊപ്പം പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ എഴുതിയിട്ട് തന്നെ വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻസ് വേണമെന്നുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒന്നുകൂടെ ചെയ്ത് നോക്കണം തോന്നുന്ന ക്വസ്റ്റ്യൻസ്, ഇതേ സെയിം ക്വസ്റ്റ്യൻസ് നിങ്ങൾ വേണമെങ്കിൽ ഒന്നുകൂടെ എടുത്ത് ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, യെസ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോലോ. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കുകടാ. ബോഡി ഓഫ് മാസ് 2 kilogram is moving with a momentum of 10 kilogram meter per second. The force needed to increase its kinetic energy by 4 times in 10 seconds. ഓക്കെ, കൈനറ്റിക് എനർജി 4 times ആക്കുന്നതിന് 10 സെക്കൻഡിലും കൈനറ്റിക് എനർജി 4 times ആക്കാൻ ആവശ്യമുള്ള ഫോഴ്സ് ആണ് ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എത്ര PYQs പെർ ചാപ്റ്റർ ആണ്? എടാ, അങ്ങനെ നിങ്ങൾ എത്ര PYQ നിങ്ങളൊരു വർക്ക് വെച്ചിട്ട് ചെയ്യണ്ട. നിങ്ങൾ മാക്സിമം ചെയ്യുക, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഡെയിലി നിങ്ങളൊരു 40 to 50 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഒരു ദിവസം നിങ്ങളൊരു 40 to 50 ക്വസ്റ്റ്യൻസ് ഒരു സബ്ജക്റ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ട്, അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെ നിങ്ങൾ ഉറപ്പ് വരുത്തുക കേട്ടോ. അപ്പോൾ അത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് ഞാൻ നിർത്താം എന്ന് വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്ററിന് കിട്ടാവുന്ന അത്രയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തോളൂ, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്യാം. ഓക്കെ, ഒരു 10 to 20 ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ 10 ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് നമ്മൾ എന്തായാലും ഇവിടെ ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ ഒരു 20 ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്.
ഓക്കെ റെഡി. യെസ്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ബോഡി ഓഫ് മാസ് എം ഇസ് ഈക്വൽ ടു 2 കിലോഗ്രാം. എം തന്നിട്ടുണ്ട്. എം എത്രയാണ് തന്നിട്ടുള്ളത്? 2 കിലോഗ്രാം അല്ലേ തന്നിട്ടുള്ളത്? മാസ് തന്നിട്ടുണ്ട് 2 കിലോഗ്രാം ആണ്. ഓക്കെ. മൂവിങ് വിത്ത് മൊമെന്റം പി ഇസ് ഈക്വൽ ടു 10 കിലോഗ്രാം ആണ്. 10 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. തന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഡിനോട്ട് ചെയ്യണേ. Then the force needed to increase its kinetic energy. F ആണ് കണ്ടുപിടിക്കേണ്ടത്. കൈനറ്റിക് എനർജി എത്രയാണെന്ന് പറയുന്നത്? കൈനറ്റിക് എനർജി is 4 times the initial kinetic energy അല്ലേ? ഇനീഷ്യൽ കൈനറ്റിക് എനർജിന്റെ 4 times ആയിട്ട് മാറുന്നുണ്ട്. ടൈം വന്നിട്ടുണ്ട് just 10 seconds. ഓക്കെ, ഇതിനുള്ള ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. F is equal to മക്കളെ നമുക്കറിയാം F is equal to ma ആണ്. മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. മാസ് ഓൾറെഡി ഗിവൻ ആണ്. ആക്സിലറേഷൻ അറിയില്ല. പക്ഷെ ടൈം ഉണ്ട്. ആക്സിലറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താ? v minus u by t ആണ്. v minus u by t ആണ്. അപ്പോൾ വിയും യുവും ഇനീഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി നമുക്ക് അറിയണം. അതിന്റെ റിലേഷൻസ് നമുക്ക് അറിയണം. ഓക്കെ, ഓൾ ദ 3 ആർ ഫിസിക്സ് ഓൺ. എടാ ഒരു സബ്ജക്റ്റ് നിന്ന് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഫിസിക്സിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ ഇരുന്ന് ഫിസിക്സാ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ ഫിസിക്സ് നിങ്ങൾക്ക് പറ്റുമോ എന്ന് നോക്കും. നിങ്ങളുടെ മാക്സിമം ആക്കിയിട്ട് നിങ്ങൾ വെക്കുക. ഒരു 40 to 50 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. നിങ്ങൾക്ക് പറ്റണ പോലെ നിങ്ങൾക്ക് അത്രയും ടാർഗറ്റ് ഇടുന്നത് നിങ്ങൾ ഭയങ്കര റഷ് ചെയ്ത് അങ്ങനെ ഭയങ്കരമായിട്ട് ഇരിക്കണ്ട. പറ്റണ പോലെ ചെയ്യാം. പറ്റണ പോലെ ഭയങ്കര ടെൻഷൻ അടിക്കാൻ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ അത്രയും ബേർഡൻ കൊടുക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക? കൂളായിട്ട് ഇരുന്ന് നല്ല റിലാക്സ് ചെയ്തിരുന്നിട്ട് എന്ത് ചെയ്യുക? അത്രയും ക്വസ്റ്റൻസ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് അത്ര പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു 2 സബ്ജക്ട്സ് ഇന്ന് ദിവസം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ 2 സബ്ജക്റ്റിന് ഒരു 60 ക്വസ്റ്റൻസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ട്രൈ ചെയ്യുക കേട്ടോ. ഓക്കെ, പറ്റുന്ന മാക്സിമം ചെയ്യുക. അല്ലാത്തവർ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങളുടെ കാപ്പബിലിറ്റി അനുസരിച്ചിട്ട് അതൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് എന്തായാലും ഒരു 30 ക്വസ്റ്റൻസ് എങ്കിലും ചെയ്യാം. ഓക്കെ, ഓക്കെ, യെസ്. അപ്പൊ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു v മൈനസ് യു ബൈ ടി ആണ്. ഇനി നമുക്ക് ഇവിടെ തന്നിട്ടൊരു കണ്ടീഷൻ വെലോസിറ്റി കണ്ടുപിടിക്കാം. വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു സിമ്പിൾ സംഭവം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അതായത് കൈനറ്റിക് എനർജി 4 times ഓഫ് ദി ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്നല്ലേ? കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ നമുക്കറിയാം. കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ½ mv² ആണ്. അപ്പൊ കൈനറ്റിക് എനർജിന്റെ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്ര ടൈംസ് ഇൻക്രീസ് ചെയ്യുന്നു അത്രയും ടൈംസ് തന്നെ v² ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. അപ്പൊ കൈനറ്റിക് എനർജി 4 times ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ v² എത്രയാവും? അതും 4 times ആവും. കൈനറ്റിക് എനർജി 4 times ആയിട്ടുണ്ടെങ്കിൽ v² 4 times ആവും. v² 4 times ആയിട്ടുണ്ടെങ്കിൽ v എത്ര ചേഞ്ച് ചെയ്യും? v എത്ര ചേഞ്ച് ചെയ്യടാ? വിച്ച് ഇംപ്ലൈസ് v 2 times ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. v 2 times ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ്. സോ അങ്ങനെയാണെങ്കിൽ v വിച്ച് ചേഞ്ചസ് ടു 2 times ചേഞ്ച് ചെയ്തു നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ആക്സിലറേഷൻ കിട്ടണമെങ്കിൽ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി. സോ ഇനീഷ്യൽ വെലോസിറ്റിയിൽ ഞാൻ v ആയിട്ട് എടുക്കുകയാണെങ്കിൽ v ഫൈനലിനെ ഞാൻ 2v എന്ന് പറഞ്ഞിട്ട് എടുക്കണം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? 2v മൈനസ് v ഡിവൈഡഡ് ബൈ t എന്ന് പറയാം. 2v മൈനസ് v ഡിവൈഡഡ് ബൈ 2 എന്ന് പറയാം. ഓക്കെ, ഇനി വെലോസിറ്റി കിട്ടും. വെലോസിറ്റി കിട്ടണമെങ്കിൽ വെലോസിറ്റിന്റെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു സംഗതി തന്നിട്ടുണ്ട്. മൊമെന്റം തന്നിട്ടുണ്ട്. മൊമെന്റം തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. വെലോസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് p is equal to മക്കളെ നമുക്കറിയാം mv അല്ലേടാ? p is equal to mv അല്ലേ? p is equal to mv ആണ്. Therefore v is equal to എന്താ വരിക? p by m ആ വരിക. p എത്രയാ? മൊമെന്റം എത്രയാ? മൊമെന്റം 10 ആണ്. മാസ് എന്ന് പറയുന്നത് 2 ആണ് അല്ലേ? അപ്പൊ 10/2 ചെയ്ത് കഴിഞ്ഞാൽ 5 കിട്ടും. 10/2 ചെയ്ത് കഴിഞ്ഞാൽ 5 കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി എനിക്ക് 5 meter per second ആൻഡ് ഫൈനൽ വെലോസിറ്റി 2 into 5 that is 10 meter per second. ഇനി എനിക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. ആക്സിലറേഷൻ which is equal to 10 minus 5 divided by time t എത്രയാ? ടൈം t എന്ന് പറയുന്നത് that is 10. ഓക്കെ, അപ്പൊ 10 minus 5 divided by 10 എന്ന് പറഞ്ഞിട്ട് കിട്ടും. that is 5/10 കിട്ടും. 5/10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2 അല്ലെങ്കിൽ 0.5. ഇതാണ് ആക്സിലറേഷൻ വരിക. കഴിഞ്ഞിട്ടില്ല. നമുക്ക് വേണ്ടത് എന്താ? നമുക്ക് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫോഴ്സ് F is equal to ma അല്ലെ? F is equal to ma ആണ്. സോ ഞാൻ F is equal to ma വെച്ചിട്ട് ഞാൻ ഫോഴ്സ് കണ്ടുപിടിക്കുകയാണ്. F is equal to ma ആണ്. സോ m is equal to എത്രയാ? m is equal to 2 ആണ്. 2 into 1/2. acceleration to 1/2 ആയിരുന്നു. സോ 2 into 1/2 that is 1 Newton. 1 Newton ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുക? ഫോഴ്സ് കിട്ടുക. യെസ്, വെരി ഗുഡ്. ക്ലിയർ സെറ്റ് ആണ്. ഓക്കെ ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നോക്കിയോ. ഓപ്ഷനിൽ എവിടെയാണ് 1 Newton? യെസ്, ഓപ്ഷൻ സി 1 Newton is the right answer. റെഡി കിട്ടി, ചെയ്യാൻ പറ്റി, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ യെസ് നിങ്ങളാണ് സെറ്റ് ആണ്, ഓക്കെ ആണ് എന്നുള്ളത് പറയാം കേട്ടോ. റെഡി? യെസ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. യെസ്,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ ഫോഴ്സ് F is equal to I cap minus 2J cap plus 4K cap acting on a particle, it displaces from ചെയ്യുന്ന ആ ഒരു പൊസിഷൻ വെക്ടർ തന്നിട്ടില്ല, പക്ഷെ കോർഡിനേറ്റ്സിന്റെ ഫോർമുല വന്നിരിക്കണം. ഇവിടെ മുതൽ ഇവിടെ വരെ അതിന്റെ പൊസിഷൻ ചേഞ്ച് ആയി എന്നാണ് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അതായത് ഫ്രം 1 1 1 2 2 -1 0. ഓക്കെ, അതുവരെയാണ് അതിന്റെ പൊസിഷൻ ചേഞ്ച് ആയിട്ടുള്ളത്. ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഇൻ യൂണിറ്റ് ഓഫ് വർക്കേഴ്സ്. വർക്കിന്റെ മീൻസ് എത്ര ടൈംസ് അതിന്റെ ഫോഴ്സ് ചെയ്തു, അല്ലെങ്കിൽ എത്രയാണ് വർക്ക് ഡൺ ബൈ ദിസ് ഫോഴ്സ്, ആ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ്, ആ ഫോഴ്സ് ചെയ്ത് വർക്ക് ഡൺ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം, വർക്ക് ഡണിന്റെ ഇക്വേഷൻ എന്നുണ്ടെങ്കിൽ ഫോഴ്സും പൊസിഷൻ വെക്ടറും തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ W is equal to മക്കൾ എന്താ വരിക, വെക്ടർ F ഡോട്ട് വെക്ടർ S ആണ്. ആൻഡ് വെക്ടർ എഫിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ അതിന്റെ കമ്പോണന്റ് ഫോമിൽ നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് I cap minus 2J cap minus 4K cap ആണ് തന്നിട്ടുള്ളത്. ഓക്കെ ഓക്കെ, യെസ്, വെരി ഗുഡ് അമൽ അല്ലേ, അമൽ, യെസ്, വെരി ഗുഡ്. അമൽ സാജിദ്, യെസ്, വെരി ഗുഡ്. അനന്തു, യെസ്, വെരി ഗുഡ് കറക്റ്റ് ആണ് കേട്ടോ. യെസ്, ബാക്കിയുള്ളവർ നോക്കാടാ. ദാറ്റ് ഇസ് നമുക്ക് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ അത് എത്രത്തോളം നീങ്ങിയിട്ടുണ്ടോ എന്നുള്ള സംഗതി അറിയണമല്ലോ. അപ്പൊ അത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, യെസ് 1,1,1 2 2 -1, 0 അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം ഒരു പൊസിഷൻ ഇവിടെ മുതൽ, അപ്പൊ ഈ ഒരു പോയിന്റ് മുതൽ ഈ ഒരു പോയിന്റ് വരെ സംഗതി മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ ഒരു 10 മീറ്റർ ആണ്, ഇതിരിക്കുന്നത് 25 മീറ്റർ ആണെങ്കിൽ 10 to 25 എത്രയാണ് അതിന്റെ ഡിസ്റ്റൻസ് വെച്ചാൽ നമ്മൾ എന്താ എഴുതുക, 25 - 10 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, യെസ്, അവിടെ ഉണ്ടാകുന്ന ഡിസ്റ്റൻസസ് 15 എന്ന് പറഞ്ഞിട്ട് കിട്ടും, 15 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ട് കിട്ടും. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് 2 - 1 ചെയ്ത് കഴിഞ്ഞാൽ 1 I cap -1 ചെയ്താൽ -2J cap, അത് കഴിഞ്ഞ് 0 - 1 ചെയ്ത് കഴിഞ്ഞാൽ -K cap. ഓക്കെ ഓക്കെ, അങ്ങനെയാണ് പൊസിഷൻ എഴുതിയിട്ടുള്ളത് കേട്ടോ. ഇത് ഈ പോയിന്റ് മൈനസ് ഈ പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഓരോ പോയിന്റ് കിട്ടും. അതിന് I cap, J cap, 2K cap എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതാം. യെസ്, ഓക്കെ, റെഡി. യെസ്, ഇനി നമ്മൾ എന്ത് ചെയ്യുക, F ഡോട്ട് S നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്ത് നോക്കാം. യെസ്, W is equal to വെക്ടർ F ഡോട്ട് വെക്ടർ S ആണ്. വെക്ടർ F സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോടാ. ഇത് വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഇങ്ങനെ ആക്കിയിട്ട് ചെയ്യാം കേട്ടോ, ഇങ്ങനെ തന്നെ ആക്കിയിട്ട് ചെയ്യാം. അപ്പൊ അത് ആ ഒരു മെത്തേഡിൽ ചെയ്യാം. ഞാൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് ഇവിടെ സംശയമുള്ളവർക്ക് ചേർത്ത് ചെയ്ത് തരണമെന്ന് മാത്രം. I cap minus 2J cap plus -4K cap അല്ലേ, -4K cap. എടാ ഇത് ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റെപ്പിനല്ല ഇമ്പോർട്ടൻസ്, നമ്മൾ വാല്യൂ എത്രയും പെട്ടെന്ന് കാണണം എന്നുള്ളതിലാണ്. അപ്പൊ ഇതിൽ കൺഫ്യൂഷൻ വരണ്ട. നിങ്ങൾ നോട്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പും അറിയാൻ വേണ്ടിയിട്ടാണ് മിസ് ആ ഒരു സ്റ്റെപ്പും കൂടെ അവിടെ എഴുതുന്നത്. അപ്പൊ ആക്ച്വലി ഇതിന് ഇത്ര സമയം എടുക്കില്ല. നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ രീതിയിൽ തന്നെ നമുക്ക് പറയാം, ഓക്കെ ഇതാണ് പൊസിഷൻ, അങ്ങനെയാണെങ്കിൽ പിന്നെ നേരെ വീണ്ടും അങ്ങോട്ട് എഴുതി വെക്കാം. അപ്പോൾ 1 -2 -3 -4 എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ തന്നെ എഴുതാൻ പറ്റും. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് ഡോട്ട് I cap അല്ലെ, ഡോട്ട് I cap minus 2J cap, I cap minus 2J cap minus K cap ചെയ്യാം. നിങ്ങൾക്കറിയാം AX I cap plus AY J cap plus AZ K cap ഡോട്ട് BX I cap plus BY J cap plus BZ K cap തന്നിട്ടുണ്ടെങ്കിൽ AX BX plus AY BY plus AZ BZ ആണ് കമ്പോണന്റ് ഫോമിലുള്ള വർക്ക് ഡൺ ഇക്വേഷൻ വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ 1 × 1 വരും, -2 × -2 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ +4 വരും അല്ലെ, -∗ -+ ആണ്. ദെൻ -1 × -4 again +4 വരും. സോ 1 + 4 + 4 4 + 4 8 8 + 1 9. അപ്പോൾ ഈ 9 യൂണിറ്റ്സ് ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുക, യെസ് ഇവിടുത്തെ വർക്ക് ഡൺ കിട്ടുക. വെരി ഗുഡ് യെസ്, ഓക്കെ, വെരി ഗുഡ്. യെസ്, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതായിരിക്കും വരിക, യെസ് ഓപ്ഷൻ E is the right answer. റെഡി, കറക്റ്റ് ആണ് കേട്ടോ, കറക്റ്റ് ആണ്. യെസ്, സിക്കന്ദർ സാർ ആണോ അത്, ആണെങ്കിൽ കറക്റ്റ് ആണ്, ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. റെഡി, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, ഓക്കെ നോക്കാം. A ship of mass 2 × 10⁻⁷ kg initially at rest is pulled by a force of 5 × 10⁵ Newton through a distance of 0.2 meter. ഇവിടെ 0.2 ആണ്, ക്വസ്റ്റ്യനിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്, 0.2 വെച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. 0.2 meter. Then assuming that the resistance due to water is negligible, the speed of the ship ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, ചെയ്യാം. ഇവിടെ നോക്കുക എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. മാസ് തന്നിട്ടുണ്ട്. മാസ് M is equal to എത്രയാണ്, 2 × 10⁻⁷ kg ആണ് അല്ലെ, 2 × 10⁻⁷ kg ആണ്. which is at rest. റെസ്റ്റിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുക, റെസ്റ്റിലാണെന്നുള്ള സംഗതി കണ്ടു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ എന്ത് കൊടുക്കുക, യെസ് ഇനീഷ്യൽ വെലോസിറ്റി U is equal to നിങ്ങൾ എന്ത് കൊടുക്കണം, 0 കൊടുക്കണം. ഓക്കെ, ആൻഡ് which is pulled by a force. F തന്നിട്ടുണ്ട്. F എത്രയാ, F is equal to 5 × 10⁵ Newton. ഓക്കെ,
ത്രൂ എ ഡിസ്റ്റൻസ് എക്സ് തന്നിട്ടുണ്ട് എത്രയാണ് 0.2 മീറ്റർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അസ്യൂമിംഗ് ദാറ്റ് ദ റെസിസ്റ്റൻസ് ഡ്യൂ ടു വാട്ട് ഇസ് നെഗ്ലിജിബിൾ സ്പീഡ് ഓഫ് ദ ഷിപ്പ്, സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ചെയ്യാം, എങ്ങനെയാ ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഒന്ന് വേഗം ചെയ്ത് നോക്കിയിട്ട് ഏത് ഇക്വേഷൻ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക ഓരോ ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത്. അപ്പൊ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം എഫ് തന്നിട്ടുണ്ട്. എഫ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു നിങ്ങൾക്ക് അറിയാം മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ്. എ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, വി മൈനസ് യു ഡിവൈഡഡ് ബൈ വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടൈം ആണ് ചെയ്യേണ്ടി വരിക. അതർവൈസ് എസ് വെച്ചിട്ട് ഡിസ്പ്ലേസ്മെന്റ് വെച്ചിട്ടും ചെയ്യാം. നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ ഇത് ഇനീഷ്യലി 0 ആയതുകൊണ്ട് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as ആണ്. സോ എ ഇസ് ഈക്വൽ ടു മൈനസ് യു സ്ക്വയർ അല്ല ഇനീഷ്യലി എത്ര വെച്ചാൽ, സോ മൈനസ് വി സ്ക്വയർ ബൈ 2 എന്ന് വെച്ചിട്ട് ചെയ്താലും മതി. മൈനസ് വി സ്ക്വയർ ബൈ 2s എന്ന് പറഞ്ഞിട്ട് ചെയ്യാം. സോ മൈനസ് വി സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ് വരാം, ഇനീഷ്യൽ വെലോസിറ്റി വി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ, വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ഫൈൻ. ഇതൊന്ന് ആക്സിലറേഷൻ കിട്ടും. എഫ് ഈക്വൽ ടു എം എ നിന്ന് ആക്സിലറേഷൻ കിട്ടുമടാ. സോ ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ ടു എന്ത് വരും, എഫ് ബൈ എം വരും. അപ്പൊ എഫ് ബൈ എം നിന്ന് ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. ദാറ്റ് ഇസ് 5 into 10 raised to 5 5 into 10 raised to 5 ഡിവൈഡഡ് ബൈ എം എന്ന് പറയുന്നത് എത്രയാണ്, 2 into 10 raised to 7 ആണ്. 2 into 10 raised to 7 ആണ്. ചെയ്ത് നോക്കുക. അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സിലറേഷൻ കിട്ടും. ദെൻ നെക്സ്റ്റ് വി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as ആണ്. സോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as എന്ന് പറഞ്ഞിട്ട് വരും. വി ഇസ് ഈക്വൽ ടു √2as വെച്ചിട്ട് ചെയ്താൽ മതി. യെസ്, വെരി ഗുഡ്. ഓക്കെ ആണ് അമ്മ, യെസ് വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, സോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെ നോക്കുക, 5/2 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2.5 കിട്ടും. 2.5 ഇൻറ്റു 10 raised to 7 മുകളിലേക്ക് വരുമ്പോൾ 10 raised to -2 വരും. ദെൻ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈനൽ ആൻസർ നിങ്ങൾക്ക് 0.1 കിട്ടും. യെസ്, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. 0.1 മീറ്റർ പെർ സെക്കൻഡ് ഇസ് ദ റൈറ്റ് ആൻസർ. ഒന്നുമില്ല, നേരെ 2 into a into s ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 0.1 കിട്ടും. ദെൻ നേരെ അതിന്റെ റൂട്ട് എടുത്താൽ മതി. ഓക്കെ അല്ലേ, റെഡി? യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നിങ്ങൾ വിചാരിക്കുമ്പോൾ എങ്ങനെയാണോ ചെയ്യുക എന്നുള്ള സംഗതി, അല്ലെങ്കിൽ കുറച്ച് ഇക്വേഷൻസ് കുറച്ചും കൂടെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് എ ബോഡി അറ്റ് റെസ്റ്റ് undergoes one dimensional motion. അല്ല, എപ്പോഴും നിങ്ങൾ റെസ്റ്റിലാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ബോഡി കമ്മിങ് ടു റെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഫൈനൽ വെലോസിറ്റി 0 കൊടുക്കുക. സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി എപ്പോഴും 0 കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ ബോഡി റെസ്റ്റ് അണ്ടർഗോസ് അറ്റ് റെസ്റ്റ് ആണ്, അതായത് റെസ്റ്റിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇനീഷ്യൽ വെലോസിറ്റി നിങ്ങൾ 0 കൊടുക്കുക. വൺ ഡയമെൻഷണൽ മോഷൻ വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ അവിടെ ഫിക്സഡ് ആണ്, സെയിം ആയിട്ടാണ് നിൽക്കുന്നത്. ആൻഡ് ദെൻ പവർ ഡെലിവേർഡ് അറ്റ് എ ടൈം t is proportional to √t t square t cube t raised to 3/2t. ഓക്കെ, എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കുക. ഇവിടെ നമുക്കറിയാം പവറിന്റെ ഇക്വേഷൻ എന്താ, P is equal to നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്. P is equal to F dot V. P is equal to അല്ലെങ്കിൽ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, F is equal to ma ആണ്. സോ ma ഇൻറ്റു വെലോസിറ്റിന് എന്താ എഴുതാം, വെലോസിറ്റി is equal to നിങ്ങൾക്ക് അറിയാലോ V is equal to u plus at ആണ്. സോ u എന്ന് പറയുന്നത് ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അതുകൊണ്ട് v is equal to എനിക്ക് എന്ത് കിട്ടും, 80 എന്ന് പറഞ്ഞിട്ട് കിട്ടും. v is equal to എനിക്ക് 80 ആണെന്ന് പറഞ്ഞിട്ട് കിട്ടും. നേരെ ഞാൻ രണ്ടും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് p is equal to ma into at എന്ന് പറഞ്ഞിട്ട് കിട്ടും. ദാറ്റ് ഈസ് ma²t എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ പവറും ടൈമും തമ്മിലുള്ള റിലേഷൻ കിട്ടി. ഇത് രണ്ടും കൂടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾക്ക് അറിയാം മാസ് അവിടെ സെയിം ആണ്, ഫിക്സഡ് ആണ്, ചേഞ്ച് ആവണില്ല. ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെന്നുള്ളത് ഓൾറെഡി ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. സോ p is proportional to t. ടൈമിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കുക കേട്ടോ. ടൈമിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. √t t സ്ക്വയറിന് ഒന്നല്ല ഡിപ്പെൻഡ് ചെയ്യുക. ദെർഫോർ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ is p is directly proportional to t. That is option E is the right answer. Okay. Yes, very good. Then next question നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. Okay, yes. The collision in which two colliding particles move together after collision is called. Yes, നമ്മൾ ഓൾറെഡി തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ട് ബോഡി തമ്മിൽ കൊളൈഡ് ചെയ്യാണ്. ഇപ്പോൾ m മാസുള്ള ഒരു ബോഡി മൂവിംഗ് വിത്ത് വെലോസിറ്റി u, another body having mass m2 which is moving with velocity u2 ആണെന്നുള്ളത് വിചാരിക്കുക. ആൻഡ് രണ്ടും കൂടെ തമ്മിൽ കൊളൈഡ് ചെയ്യണു. കൊളൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ആ രണ്ട് ബോഡിയും തമ്മിൽ
സ്റ്റിക്ക് ചെയ്ത് ഒരൊറ്റ ബോഡി ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഏത് ടൈപ്പ് കൊളീഷനിലാണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി തൊട്ട് മുന്നേ നമ്മൾ തിയറി പറയുന്ന സമയത്ത് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. തിയറി അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ആ തിയറിയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും നിങ്ങൾ നോക്കുക. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉറപ്പാണ് ചോദിക്കും, കോൺസെപ്റ്റൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ കൊളീഷൻ എന്ന് വെച്ചാൽ 2 colliding particles മൂവ് ചെയ്യുന്ന സമയത്ത് ആഫ്റ്റർ കൊളീഷൻ കംപ്ലീറ്റ്ലി ഇനലാസ്റ്റിക് കൊളീഷൻ, ഇലാസ്റ്റിക് കൊളീഷൻ, പാർഷ്യൽ ഇനലാസ്റ്റിക് കൊളീഷൻ, കൊളീഷൻ വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് എനർജി, പാർഷ്യൽ ഇലാസ്റ്റിക് കൊളീഷൻ. Completely, yes, inelastic collision. Completely inelastic collision is the right answer. Okay. രണ്ട് ബോഡിയും തമ്മിൽ കൊളൈഡ് ചെയ്തിട്ട് ഒരൊറ്റ ബോഡി ആയിട്ട് മൂവ് ചെയ്യുന്ന, സ്റ്റിക്ക് ചെയ്ത് ഒരൊറ്റ ബോഡി ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇൻ എ പെർഫെക്റ്റ്ലി ഇനലാസ്റ്റിക് കൊളീഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് പെർഫെക്റ്റ്ലി ഇനലാസ്റ്റിക് കൊളീഷനിലാണ്. ആൻഡ് ഇലാസ്റ്റിക് കൊളീഷനിലാണെന്നുണ്ടെങ്കിൽ അവിടെ മൊമെന്റും കൺസേർവ്ഡ് ആണ്, കൈനറ്റിക് എനർജി കൺസേർവ്ഡ്. ആ സംഭവങ്ങൾ ഇതിന്റെ ഒപ്പം നോക്കി പോണേടാ, അത് ഓർമ്മ വേണം കേട്ടോ, ഓർമ്മ വേണം. അതുകൊണ്ട് ഞാൻ മിസ് ഒന്നുകൂടെ എഴുതി വയ്ക്കാം. ഇലാസ്റ്റിക് ആണ് എന്നുണ്ടെങ്കിൽ, ഇലാസ്റ്റിക് കൊളീഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ മൊമെന്റം കൺസേർവ്ഡ് ആണ്. ആൻഡ് കൈനറ്റിക് എനർജി ഈസ് ഓൾസോ കൺസേർവ്ഡ്. കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആയിരിക്കും കേട്ടോ. ഓക്കെ, യെസ്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ഇന്നലാസ്റ്റിക് കൊളീഷനിലാണ് എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അവിടെ മൊമെന്റം ഇസ് കൺസേർവ്ഡ്. മൊമെന്റം എല്ലാ കേസിലും കൺസേർവ്ഡ്. ഏത് ടൈപ്പ് കൊളീഷൻ എടുത്താലും മൊമെന്റം കൺസേർവ്ഡ് ആണ്. ബട്ട് ഹിയർ കൈനറ്റിക് എനർജി ഇസ് നോട്ട് കൺസേർവ്ഡ്. കൈനറ്റിക് എനർജി എന്താവില്ല? കൺസേർവ്ഡ് അല്ല. ഓക്കെ, റെഡി? സെറ്റ് ആണോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. യെസ്, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എ ബോഡി മൂവ്സ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 10 meter along a straight line. ഓക്കെ, ബോഡി മൂവ് ചെയ്യുന്നതാണ്. ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 10 meter ആണ്. along a straight line under the action of force തന്നിട്ടുണ്ട്. it is 5 Newton. the work done is 25 joule ആണ്. അത് തന്നിട്ടുണ്ട്. ആംഗിൾ വെച്ച് the force makes with the direction of the motion of the body. അല്ലെ, ആംഗിൾ തീറ്റയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ നോക്കടാ. നമുക്കറിയാം W is equal to F dot S ആണ്. W is equal to F dot S ആണ്, അല്ലെങ്കിൽ F is cos theta ആണ്. അപ്പൊ ഇതിൽ നമുക്ക് തന്നിട്ടുള്ള ആളുകൾ ആരൊക്കെയാ? യെസ്, ഡിസ്റ്റൻസ് S തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് S എന്ന് പറയുന്നത് 10 meter ആണ്. ഓക്കെ, മൂവിങ് അലോങ് എ സ്ട്രേറ്റ് ലൈൻ അണ്ടർ ദ ഫോഴ്സ് F തന്നിട്ടുണ്ട്. F is 5 Newton ആണ്. ഓക്കെ, എടാ ഇല്ല കേട്ടോ, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടായിരിക്കും എക്സാം ഉണ്ടായിരിക്കും, അത് ഓർമ്മ വേണം. അപ്പൊ അവിടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് എക്സാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണം. അപ്പൊ അവിടെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടറിൽ അതിനുള്ള സംഭവങ്ങൾ ഉണ്ടാവില്ല. അതർവൈസ് നിങ്ങൾക്ക് പേപ്പർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കണം. Okay, and the work done W is equal to എന്താണ്? which is 25 joule ആണ്. 25 joule ആണ്. an angle which the force makes with the direction of motion of the body. Okay, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? യെസ്, ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ തീറ്റ ആണ് കണ്ടുപിടിക്കേണ്ടത്. തീറ്റ കണ്ടുപിടിക്കാം, കാരണം നമുക്കറിയാം വർക്ക് ഡണിന്റെ ഇക്വേഷൻ എന്താ? വർക്ക് ഡണിന്റെ ഇക്വേഷൻ W is equal to F s cos θ ആണ്. സോ ഇതിൽ തന്നെ നമുക്ക് യെസ്, വെരി ഗുഡ്, കറക്റ്റ് ആണ് അമൽ, യെസ് കറക്റ്റ് ആണ് കേട്ടോ. അനന്തു, യെസ് കറക്റ്റ് ആണ്, വെരി ഗുഡ്. ഓക്കെ, യെസ്, ഇവിടെ നമുക്ക് തീറ്റ അറിയാം. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എന്താ വരിക? കോസ് ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു W by Fs ആണ് വരിക. W by Fs ആണ് വരിക. W ഉം Fs ഉം നമുക്കറിയാം. WC 25 ആണ്. ആൻഡ് Fs എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും? 10 into 5 is 50 ആണ്. കട്ട് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2 വരും. 1/2 വരും അല്ലെ? ദാറ്റ് ഇസ് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 1/2. കോസ് ഇൻവേഴ്സ് ഓഫ് 1/2. കോസ് ഓഫ് ഏത് ആംഗിൾ ചെയ്താലും നമുക്ക് 1/2 കിട്ടാം. യെസ്, കോസ് 60 ഡിഗ്രി അല്ലെ? കോസ് 60 ഡിഗ്രി, അതുപോലെ സൈൻ 30 ഡിഗ്രി ഒക്കെയാണ് എന്ത് വരിക? 1/2 വരിക. വാല്യൂസ് പഠിച്ചു വെക്കണേ. ഓൾറെഡി നിങ്ങൾ മാത്സിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അത് പഠിച്ചുള്ളവർക്ക് എന്തായാലും അറിയുന്നുണ്ടായിരിക്കുക. ഇവിടെയും അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെയും നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 1/2, ദാറ്റ് ഇസ് വിച്ച് ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി കേട്ടോ. 60 ഡിഗ്രി ഇസ് ദ റൈറ്റ് ആൻസർ. 60 ഡിഗ്രി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ദാറ്റ് ഇസ് ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. റെഡി? ക്ലിയർ? യെസ്. Okay, then next question നോക്കുക. Yes. The power of a pump which can pump 200 kilogram of water to a height of 200 meter in 10 seconds. പവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഗിവൺ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കൂ. എന്തൊക്കെ തന്നിട്ടുണ്ട്? മാസ് തന്നിട്ടുണ്ട്. എത്രയാടാ? 200 കിലോഗ്രാം ആണ്. ഓക്കെ, ആൻഡ് ടു എ ഹൈറ്റ് h തന്നിട്ടുണ്ട് 200 മീറ്റർ ആണ്. ഓക്കെ, within time t is equal to 10 seconds. മക്കളെ ഇവിടെ തന്നെ ഓൾസോ ജിയും തന്നിട്ടുണ്ട്. ജി 10 meter per second square എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ തരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം പവർ കണ്ടുപിടിക്കാൻ വേണ്ടി ടൈം ആയിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം
പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം അല്ലെങ്കിൽ എനർജി ബൈ ടൈം ആണ് അല്ലേ. അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? യെസ്, പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ചെയ്യാം. വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഒരു ബോഡീനെ എടുത്തിട്ട് നേരെ ഒരു എച്ച് ഹൈറ്റിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെയ്യുന്ന വർക്ക് ഡൺ അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. അവിടെ ഉണ്ടാവുന്ന എനർജി ഇസ് പൊട്ടൻഷ്യൽ എനർജി. ആ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ഇസ് mgh അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഇസ് ഈക്വൽ ടു mgh ഡിവൈഡഡ് ബൈ ടി ചെയ്താൽ മതി. mgh ഡിവൈഡഡ് ബൈ ടി ചെയ്താൽ മതി. ഓക്കെ, ആൻഡ് മാസും ജിയും എച്ചും നമുക്കറിയാം, ടിയും നമുക്കറിയാം. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വേറെ ഒന്നും ചെയ്യണ്ട കേട്ടോ. ഓക്കെ ഓക്കെ യെസ്. സോ അങ്ങനെയാണെങ്കിൽ എം എസ് ഈക്വൽ ടു എന്താ വരിക? വിച്ച് ഇസ് ഈക്വൽ ടു 200 ആണ് ഇൻറ്റു 10 ആണ് ഇൻറ്റു എച്ച് എത്രയായിരുന്നടാ? എച്ച് യെസ് 200 അല്ലേ? യെസ്, രണ്ടും 200 ആണ് അല്ലേ? ഓക്കെ, അതും 200 ആണ്. ഓക്കെ ഫൈൻ. യെസ് 200 ആണ് ഡിവൈഡഡ് ബൈ ടൈം എത്രയായിരുന്നു മകളെ? ടൈം ഇസ് 10 seconds. ഓക്കെ, ദാറ്റ് ഇസ് 40000. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ളതെല്ലാം എന്താണ്? കിലോ വാട്ടിലാണ്. സോ ഈ 40,000 ഞാൻ കിലോ വാട്ടിലേക്ക് എഴുതാം. ഇതാണ് ഞാൻ മിസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് കിലോ വാട്ട്സിലേക്കുള്ള അല്ലെങ്കിൽ മെഗാ വാട്ട്സിലേക്ക് ഉണ്ടാകുന്ന കൺവേർഷനും ഒപ്പം അറിഞ്ഞു പോകണം. അത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നേരെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ 40,000 വാട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഈ ലാസ്റ്റ് ഉള്ള സീറോസ് നമ്മൾ മാറ്റി എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ 40 × 10⁻³ വാട്ട്സ്, ദാറ്റ് ഇസ് 40 കിലോ വാട്ട്സ്. Okay, 40 kilowatts. That is option. A is the right answer. Okay, C അല്ല കേട്ടോ. ശ്രീ അല്ല വൃന്ദ. എടാ 4000 കിലോവാട്ട്. ഇത് 4000 കിലോവാട്ടാ. അതായത് 4000 കഴിഞ്ഞിട്ട് എഗെയിൻ ഒരു 3 zeros വരണം. എന്നാലാണ് നമുക്ക് 4000 കിലോവാട്ട്സ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇതിൽ 40 കഴിഞ്ഞിട്ടാണ് 3 zeros. അപ്പൊ 40 × 10⁻³ അതായത് 40 കിലോവാട്ട് കേട്ടോ. കുഴപ്പമില്ല, കൺഫ്യൂഷൻ വരും. സാരമില്ല, പോട്ടെ കേട്ടോ. ഓക്കെ, അത് മനസ്സിലാക്കി പോകാം. നമുക്ക് വരുന്നതാണ് പെട്ടെന്നുള്ള ഒരു അശ്രദ്ധയിലാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന സാധനം തന്നെയാണ്. പെട്ടെന്നുള്ള അശ്രദ്ധയിൽ വരുന്ന സംഭവമാണ്. സാരമില്ല, പോട്ടെ. ഓക്കെ, ലേറ്റ് ആയി എന്ന് പറയുന്നത് സാരമില്ല, കുഴപ്പമില്ല. അപ്പോൾ ഇനി നാളെ മുതൽ കറക്റ്റ് ടൈമിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് മിസ്സായിട്ടുള്ള സംഭവം ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെക്കോർഡഡ് ആയിട്ട് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടുമല്ലോ. അപ്പോൾ അത് നോക്കി കാണുക കേട്ടോ. മിസ്സായ പോർഷൻ അതൊന്ന് ഫൈനലൈസ് ചെയ്ത് സെറ്റാക്കി പോവാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോടാ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫോഴ്സ് F is equal to 3i cap plus cj cap plus 2k cap ആണ്. Acting on a particle causes a displacement d is equal to -4i cap plus 2j cap minus 3k cap. If the work done is 6 joule, then the value of c with c ന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ചെയ്യാം. എന്നാണ് വരുന്നത്? ഇപ്പൊ നമുക്ക് എഫും ഡിയും തന്നിട്ടുണ്ട്. എഫ് എത്രയാണ് തന്നിട്ടുള്ളത്? F is equal to 3i cap plus ഇവിടെ ചെയ്യാം. F is equal to എന്താണ്? 3i cap plus cj cap plus 2k cap ആണ്. cj cap plus 2k cap ആണ്. ഓക്കെ, ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് d തന്നിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് d is equal to -4i cap plus 2j cap minus 3k cap ആണ്. ഓക്കെ, ഇത് വർക്ക് ഡൺ വർക്ക് എത്രയാണ്? 6 ജൂൾ ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് സി, ഇതിന്റെ ഇടയിൽ ഒരു കമ്പോണന്റ് സി ഉണ്ട്. ആ സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. യെസ്, വെരി ഗുഡ്. ഓക്കെ യെസ്, കുറെ പേര് ആൻസർ ഇപ്പൊ തന്നെ പറയുന്നുണ്ട്. യെസ്, വെരി ഗുഡ് മക്കളെ. ഓക്കെ ആണ്, കറക്റ്റ് ആണ്. യെസ്, ബാക്കിയുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഇതൊന്നും ഇല്ല, സിമ്പിൾ ആയിട്ട് ചെയ്യാം. നിങ്ങൾക്കറിയാം വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കമ്പോണന്റ് ഫോമിലുള്ള ഇക്വേഷൻസ് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വർക്ക് ഡൺ W is equal to F.D ആണ് അല്ലെങ്കിൽ F.S ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യാ? നമ്മൾ എഫും ഡിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ 3 × -4 -12 വരും അല്ലേ? ഇസ് ഈക്വൽ ടു -12. അതായത് fx dx plus fy dy plus fz dz ചെയ്യാം. ദാറ്റ് ഇസ് 3 × -4 is -12. c × 2 is plus 2c plus 2c plus 2 × -3 is -6. ഓക്കെ, അതിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 6 ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 12 - 6 എത്ര വരും? 6 ആണ്. ഇപ്പൊ 6 is equal to -18 ആണ്. -12 ആണല്ലേ. അപ്പൊ -18 plus 2c ആണ്. ദാറ്റ് ഇസ് 2c is equal to -6 -18 ആണ് അല്ലേ? മൈനസ് എന്നല്ലേടാ? ഓക്കെ അല്ലേ? കറക്റ്റ് അല്ലേ? യെസ്. അപ്പൊ -18 -6 വരും. ദാറ്റ് ഇസ് 2c is equal to -24 വരും. c is equal to 12 വരും. ഓക്കെ, എവിടെയെങ്കിലും കറക്ഷൻ ഉണ്ടോ നോക്കട്ടെ. -12
പ്ലസ് 2c മൈനസ് 6 വരും. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പോൾ -12 പ്ലസ് 2c മൈനസ് 6 ആണ്. ദാറ്റ് ഇസ് -18 പ്ലസ് 2c, ദാറ്റ് ഇസ് 2c is equal to -18 minus 6, that is -24. Okay, okay, കറക്റ്റ് ആണ്. Okay. Okay, yes. So therefore option A is the right answer. Option A ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് കേട്ടോ. റെഡി അത്രേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് നമുക്ക് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളത്. സോ അവിടെ ഓക്കെ, അവിടെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കി നോക്കൂ കേട്ടോ. അവിടെയുള്ള സിലബസ് ആണ് മിസ് പറഞ്ഞുതരാനായിട്ട് പറഞ്ഞത്. സിലബസ് നോക്കി നോക്കുക. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് അധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തായാലും ഇത്രയും പറയുന്ന ഇക്വേഷൻസ് നിങ്ങൾ ഫോളോ ചെയ്ത് പോകണം കേട്ടോ. ഓക്കെ, നേരത്തെ കറക്ഷൻ ഉണ്ടോ? നോക്കട്ടെ, എവിടെ പോയടാ? ഓക്കെ അല്ലേ, കറക്റ്റ് അല്ലേ? എല്ലാം പോസിറ്റീവ്സ്. ഓക്കെ, ഫൈൻ. റെഡി? യെസ്. നോക്ക്, നമ്മൾ സെന്റർ ഓഫ് മാസ് ഓഫ് 2 പാർട്ടിക്കിൾ സിസ്റ്റം ആണ് നമ്മൾ പറയുന്നത്. സെന്റർ ഓഫ് മാസ് ഓഫ് 2 പാർട്ടിക്കിൾ സിസ്റ്റം പഠിക്കാനായിട്ടുള്ള 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിന് സെന്റർ ഓഫ് മാസിന്റെ ഇക്വേഷൻസ് എഴുതാം. m1 r1 സ്ക്വയർ പ്ലസ് m2 r2 സ്ക്വയർ പ്ലസ് m1 r1 പ്ലസ് m2 r2 പ്ലസ് m3 r3 ഹോൾ ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3 പ്ലസ് എക്സെട്ര അപ് ടു mn എന്ന് പറയുന്നതായിരുന്നു ഒരു n പാർട്ടിക്കൽ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് വരിക. അത് 2 പാർട്ടിക്കൽ സിസ്റ്റത്തിന്റെ കേസിലാണെങ്കിൽ m1 r1 പ്ലസ് m2 r2 ഹോൾ ഡിവൈഡ് ബൈ m1 പ്ലസ് m2 എന്ന് പറയുന്നതായിരിക്കും ഇക്വേഷൻസ് വരിക കേട്ടോ. ഓക്കെ, ആൻഡ് മൊമെന്റം കൺസർവേഷൻ ആൻഡ് സെന്റർ ഓഫ് മാസ് മോഷൻ. സെന്റർ ഓഫ് മാസിന്റെ മോഷനിൽ എങ്ങനെയാണ് F is equal to ma എന്ന് പറയുന്ന ഇക്വേഷന്റെ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിന്റെ കേസിൽ നമ്മൾ പറയുന്നുണ്ട്. ആൻഡ് സെന്റർ ഓഫ് മാസ് ഓഫ് എ റിജിഡ് ബോഡി, സെന്റർ ഓഫ് മാസ് ഓഫ് യൂണിഫോം റോഡ്, സർക്കുലർ റിംഗ്, ഡിസ്ക് ആൻഡ് സ്ഫിയർ. ഇതിന്റെ സെന്റർ ഓഫ് മാസിന്റെ ഇക്വേഷൻസ് മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. അത് നോക്കി വെച്ച് പൊക്കണം കേട്ടോ. അത് നോക്കി വെച്ച് പോകണം. ടേബിൾ ആയിട്ട് തരാം, അത് നോക്കുക. യൂണിഫോം റോഡിന്റെ ഉണ്ട്, സർക്കുലർ റിംഗിന്റെ ഉണ്ട്, ഡിസ്കിന്റെ ഉണ്ട്, സ്ഫിയറിന്റെ ഉണ്ട്. ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. ഈ ചാപ്റ്റർ ടഫ് ആണോ എന്ന് ചോദിച്ചാൽ ടഫ് ഒന്നല്ല, സിമ്പിൾ ആയിട്ട് പഠിക്കാം. നിങ്ങൾ പ്ലസ് 1 പഠിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടായിരിക്കും. പ്ലസ് 2 കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ, വലിയ സംഗതി ഒന്നല്ല. കുറച്ചധികം കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ ആനതലയായിട്ട് നമ്മൾ ഇതിനെ കാണുന്നു വേണ്ട, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റൂ കേട്ടോ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് മൊമെന്റ് ഓഫ് ഫോഴ്സ്, അതായത് ടോർക്കിന്റെ സമം പഠിക്കാനായിട്ടുണ്ട്. ആംഗുലർ മൊമെന്റം, അതിന്റെ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം ഉണ്ട് വിത്ത് സം എക്സാമ്പിൾസ്. ആൻഡ് ഇക്വിലിബ്രിയം ഓഫ് റിജിഡ് ബോഡീസ്, റിജിഡ് ബോഡി റൊട്ടേഷൻ, ഇക്വേഷൻ ഓഫ് റൊട്ടേഷണൽ മോഷൻ, കമ്പാരിസൺ ഓഫ് ലീനിയർ റൊട്ടേഷൻ മോഷൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ലീനിയർ ആൻഡ് റൊട്ടേഷൻ മോഷന്റെ കമ്പാരിസൺസ്, അതായത് ലീനിയർ മോഷനിലുള്ളതും അതിന്റെ റൊട്ടേഷണൽ അനലോഗും തമ്മിൽ ഉണ്ടാകുന്ന കമ്പാരിസൺ ഇമ്പോർട്ടന്റ് ആണ്, നോക്കി പോകണം. ആൻഡ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ആൻഡ് വാല്യൂസ് ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. റേഡിയസ് ഓഫ് ഗൈറേഷൻ ആൻഡ് വാല്യൂസ് ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സിമ്പിൾ ജോമെട്രിക്കൽ ഒബ്ജക്ട്സ്. കുറച്ച് ഒബ്ജക്ട്സിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യന്റെ ഇതേപോലെ സെന്റർ ഓഫ് മാസിന്റെ ഇക്വേഷൻ പോലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യന്റെ ഇക്വേഷൻസ് വേണം. അത് ബേസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പൊ ആദ്യം ഇതൊന്ന് നമുക്ക് റിവൈസ് ചെയ്യാം. ഇത് റിവൈസ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിന്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ചെയ്ത് നോക്കാം. ഓക്കെ, യെസ്. ഓക്കെ, നോക്കാം. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, position of all parts of the system. The average position of all parts of the system were weighed according to their mass. For a homogeneous object, the center of mass lies at the geometric center. ഒരു ഹോമോജീനിയസ് ആയിട്ടുള്ള മിക്സ്ചറിലാണ്, അല്ലെങ്കിൽ ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു ജോമെട്രി ഉള്ള സംഭവമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്ഫിയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെറ്റീരിയലോ നമ്മൾ എടുക്കുകയാണ്, ബോളോ എന്തെങ്കിലും ഒരു റെക്ടാങ്കുലർ ഷേപ്പുള്ള സാധനം എന്തെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ജോമെട്രിക് സെന്ററിലായിരിക്കും അതിന്റെ എന്ത് വരിക, സെന്റർ ഓഫ് മാസ് വരിക. ആൻഡ് ബേസിക്കലി സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, mass of the body concentrate ചെയ്തിരിക്കുന്ന പോയിന്റ് ആയിരിക്കും വരിക. ഓക്കെ, ആൻഡ് the center of mass may or may not lie inside the object ഉള്ളിലോ പുറത്തോ കിടക്കാം. ഓക്കെ, ഡ്യൂറേഷൻ എത്രയാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 to 4.5 hours ഉള്ളിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു 10 to 10:30 അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആക്കും കേട്ടോ. ഓക്കെ, അപ്പം ഈ ഒരു ചാപ്റ്ററും ഇതിന്റെ ക്വസ്റ്റ്യൻസും ഉണ്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് 2 ഗ്രാവിറ്റേഷനും സോളിഡ്സും ഉണ്ടല്ലോ. അപ്പോൾ അത് ഒരു മാക്സിമം ഒരു 10 to 10-15 അതിൻ്റെ ഉള്ളിൽ കവർ ചെയ്യാം. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് നിങ്ങൾ നോക്കുക, സെന്റർ ഓഫ് മാസ് ആണ്. സെന്റർ ഓഫ് മാസിന്റെ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. ദാറ്റ് ഈസ് സെന്റർ ഓഫ് മാസ് ഓഫ്, അല്ലെങ്കിൽ പൊസിഷൻ വെക്ടർ ഓഫ് സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, സിഗ്മ ഓവർ MI/RI ഡിവൈഡ് I is equal to 1 to n. I is equal to 1 to n. I is equal to 1 to n MI/RI divided by sigma over I is equal to 1 to n MI ആയിരിക്കും നമ്മുടെ ഇക്വേഷൻ വരിക. ഒന്നുമില്ല, ഇക്വേഷനിൽ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഇക്വേഷൻസ് എങ്ങനെയാണ് വരിക. ഇപ്പോൾ ഒരു n
പാർട്ടിക്കിൾ സിസ്റ്റം അല്ലെങ്കിൽ n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉള്ള ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അവിടെ സെന്റർ ഓഫ് മാസിന്റെ ഇക്വേഷൻ വരിക r is equal to m1r1 plus m2r2 plus m3r3 etc. plus mnrn whole divided by m1 plus m2 plus etc. plus mn ആണ് നമ്മുടെ ഇക്വേഷൻ വരിക. ഇതിൽ r1 r2 r3 എന്ന് പറയുന്നത് എന്താ സംഭവം എന്നറിയോ? ഇപ്പൊ m1 മാസ് ഉള്ള ബോഡി അതിന്റെ പൊസിഷൻ വെക്ടർ ആണ് r1, m2 മാസ് ഉള്ള ബോഡി അതിന്റെ പൊസിഷൻ വെക്ടർ ആണ് r2, m3 മാസ് ഉള്ള ബോഡി അതിന്റെ പൊസിഷൻ വെക്ടർ ആണ് r3. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ആദ്യം m1 മാസ് ഉള്ള ഒരു ബോഡിനെ എടുത്തു, അതിന്റെ പൊസിഷൻ വെക്ടർ ഒറിജിനിൽ നിന്നും അതിന്റെ ബോഡിയിലേക്ക് അല്ലെങ്കിൽ ഇരിക്കുന്ന പൊസിഷനിലേക്ക് ഉണ്ടാകുന്ന വെക്ടർ ആയിരിക്കും എന്ത് പറയുന്നത് r1 എന്ന് പറയുന്നത്. ആൻഡ് m2ന്റെ m3ന്റെ m4ന്റെ m5ന്റെ എല്ലാത്തിനും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ ഇതുപോലെ പൊസിഷൻ വെക്ടറും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാസ് തമ്മിൽ പ്രൊഡക്റ്റ് എടുക്കുക, എന്നിട്ട് ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക, ടോട്ടൽ ആയിട്ടുള്ള മാസ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, അവിടെ ഉണ്ടാവുന്ന സെന്റർ ഓഫ് മാസ് നമുക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ ഓക്കെ, ആൻഡ് ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ, അതിന്റെ ജനറൽ ഇക്വേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്, m1r1 plus m2r2 plus etc. plus mnrn whole divided by m1 plus m2 plus etc. plus mn ആയിരിക്കും. ഇതൊരു 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ കേസിലാണെങ്കിൽ, 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താ വരിക എന്നറിയോ? 2 പാർട്ടിക്കിൾ സിസ്റ്റം ആണെങ്കിൽ സെന്റർ ഓഫ് മാസിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ r is equal to m1r1 plus m2r2 whole divided by m1 plus m2. ഇത്രേ പേരുള്ളൂ കേട്ടോ. 2 സംഭവങ്ങൾ നമ്മൾ എഴുതിയാൽ മതി, 2 സംഭവങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ ഓക്കെ, റെഡി റെഡി? ഓക്കെ, യെസ്. Okay, then in terms of Cartesian coordinates നിങ്ങൾ നോക്കുക, the average position of all the parts of the system weighed according to their masses, and for homogeneous objects the center of mass എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ lies at the geometric center നമ്മൾ ഓൾറെഡി പറഞ്ഞു തന്നെയാണ്, and center of mass may or may not lies inside നമ്മൾ പറഞ്ഞു അല്ലേ. ആൻഡ് നെക്സ്റ്റ് നിങ്ങൾ നോക്കുക, യെസ്, ഒരു ഡിഫറെന്റ് ബോഡീസ് ഇതുപോലെ അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് നമുക്ക് തരുന്നു, ആ ഓരോ ഒബ്ജക്ട്സിന്റെയും സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻസ് അത് ഓരോ കോൺസെപ്റ്റിലായിട്ട് ഫിഗർ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഫിഗർ വെച്ചിട്ട് എഗെയിൻ ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണില്ല, നിങ്ങൾ ഈ ടേബിളെങ്കിലും നോക്കി വെക്കുക, ഈ ടേബിളിൽ നോക്കി വെക്കുക കേട്ടോ. ടേബിൾ ഉണ്ട് ഒരു സെമി സർക്കുലർ റിംഗിന്റെ കേസിൽ ഓഫ് റേഡിയസ് ആർ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ 2r/π ആയിരിക്കും വരിക. ആൻഡ് സെമി സർക്കുലർ ഡിസ്കിന്റെ കേസിൽ എന്തായിരിക്കും 4r/3π ആണ്. ആൻഡ് ദ കേസ് ഓഫ് ഹെമിസ്ഫെറിക്കൽ ഷെല്ലിന്റെ കേസിൽ r/2, സോളിഡ് ഹെമിസ്ഫിയറിലാണെന്നുണ്ടെങ്കിൽ 3r/8 ആണ്. സോളിഡ് കോണിന്റെ കേസിൽ ഇറ്റ് ഇസ് h/4 ആൻഡ് ഹോളോ കോണിന്റെ കേസിൽ ഇക്വേഷൻ ഇസ് h/3. ഓക്കെ, ഓരോന്നിന്റെ ഇക്വേഷൻസും പഠിച്ചു വെക്കുക. അപ്പോൾ ഒരു റോഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇറ്റ് ഇസ് L/2 ആയിരിക്കും വരിക, L/2, 0 ആയിരിക്കും വരിക. ആൻഡ് റെക്ടാങ്കിളിന്റെ കേസിലാണെങ്കിൽ L/2, L/2 ആയിരിക്കും വരിക. ഓക്കെ, അതായത് റെക്ടാങ്കിൾ പോയിന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് മാസ് ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് അറിയാം, ഇങ്ങനെ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിലായിരിക്കും സെന്റർ ഓഫ് മാസ് വരിക അല്ല, ആ ഒരു പോയിന്റിലായിരിക്കും സെന്റർ ഓഫ് മാസ് വരിക. അപ്പോൾ സെന്റർ ഓഫ് മാസ് ഇപ്പോൾ ഇതിന്റെ ലെങ്ത് L ആണെന്ന് വിചാരിക്കൂ, ഇത്രയുമാണ് ഇതിന്റെ ലെങ്ത്, ഇവിടെയുള്ള ലെങ്ത് L ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് മൂവ് ചെയ്യും, ഇവിടെ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് മൂവ് ചെയ്യും. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഈ ഒരു പോയിന്റിൽ അതായത് ഇത്രയും ഹൈറ്റിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഇത് ഇവിടെ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് L/2, ഇത്രയും ഡിസ്റ്റൻസ് ഇവിടേക്ക് ഇങ്ങോട്ട് L/2 ആണെന്നുണ്ടെങ്കിൽ ആ സെന്റർ ഓഫ് മാസിന്റെ പോയിന്റ് എന്ന് പറയുന്നത് ഇത്രയായിരിക്കും L/2, L/2 ആയിരിക്കും. ഒരു ഇതുപോലെ റെക്ടാങ്കുലറിന്റെ ഷേപ്പിലാണെന്നുണ്ടെങ്കിൽ വരിക. അതല്ലെങ്കിൽ ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു റോഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിലാണ് അതിന്റെ സെന്റർ ഓഫ് മാസ് എന്നുണ്ടെങ്കിൽ അതിന്റെ y ആക്സിസിൽ വേറെ പോയിന്റ് ഒന്നും ഇല്ല, x ആക്സിസിൽ ടോട്ടൽ ലെങ്ത് L ആണെങ്കിൽ L/2 ആയിരിക്കും അതിന്റെ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വരാം അല്ലെ. അപ്പൊ L/2, 0, y ആക്സിസിൽ ആരും ഇല്ലാത്തതുകൊണ്ട് L/2, 0. ഓക്കെ ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് നിങ്ങൾ നോക്കൂ, together shifts horizontally towards. എടാ അത് സെന്റർ ഓഫ് മാസിന്റെ ആണ്, സെന്റർ ഓഫ് പൊസിഷൻ, മോഷൻ ഓഫ് സെന്റർ ഓഫ് മാസിന്റെ ബേസ് ചെയ്തിട്ടാണ് വരിക കേട്ടോ. അവിടെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കുക ബോഡി ഫോളിങ് വെർട്ടിക്കലി two parts of unequal masses of center. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, സെന്റർ ഓഫ് മാസിന്റെ ഇക്വേഷൻ ഇല്ലേ, ആ ഇക്വേഷന്റെ ബേസിസിലാണ് അവിടെ പൊസിഷൻ വെക്ടറിനെയാണ് കണ്ടുപിടിക്കേണ്ടത്, ആറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ചില ഡിഫറെന്റ് ജോമെട്രിയിലുള്ള സംഗതികൾ തരും. ഇപ്പൊ ലീനിയർ ഷേപ്പിലുള്ളതാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണോ, ഡിസ്പ്ലേസ് ചെയ്യണോ, സെന്റർ ഓഫ് മാസിന്റെ മോഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവിടുത്തെ കോൺസെപ്റ്റ് വരിക കേട്ടോ. ഓക്കെ, യെസ്. ഇനി വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി ഇത് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാം. ഇപ്പൊ വെലോസിറ്റി ആണ് ചോദിക്കണേന്നുണ്ടെങ്കിൽ വെലോസിറ്റി, യെസ്, നിങ്ങൾക്ക് നോട്ട്സ് ഓൾറെഡി ഓഫ് കോഴ്സ് കിട്ടും കേട്ടോ. നോട്ട് നിങ്ങൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ട് അതിലുണ്ടാവും. ഓക്കെ,
Yes. And the velocity of center of mass is m1 v1 plus m2 v2 plus m3 v3 whole divided by m1 plus m2 plus m3 ആണ് plus etc plus mn ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. And acceleration of center of mass ആണെന്നുണ്ടെങ്കിൽ m1 a1 plus m2 a2 plus m3 a3 plus etc plus whole divided by m1 plus m2 plus m3 plus etc plus mn ആണ് നമ്മുടെ ഇക്വേഷൻ വരിക. റെഡി സെറ്റ് ആണ്, ഓക്കെ ആണ്, ക്ലിയർ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് പഠിക്കുന്നത്. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യന്റെ ഇക്വേഷൻ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ I is equal to mr² ആയിരിക്കും വരിക. I is equal to mr² ആണ്. ഓക്കെ ഇതെങ്ങനെ mr² എന്താ സംഭവം എന്നറിയോ? ഒന്നുമില്ല, നമ്മൾ റിജിഡ് ബോഡി കൺസിഡർ ചെയ്യാം. ഒരു റിജിഡ് ബോഡി കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ റിജിഡ് ബോഡി അതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇതാണെന്ന് വിചാരിക്കും. ഈ ഒരു ആക്സിസിൽ കിടന്നിട്ടാണ് റിജിഡ് ബോഡി റൊട്ടേറ്റ് ചെയ്യണേ. സോ ഇതിൽ കുറേ അധികം പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഇവിടെ m1 മാസ് ഉള്ള ഒരു ബോഡി പാർട്ടിക്കിൾ ഉണ്ടായിരിക്കും, m2 മാസ് ഉള്ളതുണ്ടായിരിക്കും, m3 മാസ് ഉള്ളതുണ്ടായിരിക്കും, m4 മാസ് ഉള്ളതുണ്ടായിരിക്കും, m5 മാസ് ഉള്ളതുണ്ടായിരിക്കും. ഈ m1 മാസ് ഉള്ള ബോഡി അതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് r1. ഓക്കെ, m2 മാസ് ഉള്ള ബോഡി അതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷനിലേക്ക് ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് r2, m3ന്റെ ഇറ്റ് ഇസ് r3 ആൻഡ് m4ന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷനിലേക്ക് ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് r4 ആൻഡ് m5 മാസ് ഉള്ള ബോഡിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷനിലേക്ക് ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് r5. ഇങ്ങനെയാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മൊത്തം സിസ്റ്റത്തിന്റെ കേസിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യന്റെ ഇക്വേഷൻ വരിക I is equal to m1 r1 സ്ക്വയർ പ്ലസ് m2 r2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് mn rn സ്ക്വയർ ആയിരിക്കും വരും. ഓക്കെ, അപ്പൊ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? മൊമെന്റ് ഓഫ് ഇനേർഷ്യ കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷനിലേക്ക് ഉണ്ടാവുന്ന ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ഇൻറ്റു മാസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ വേർ m is the mass of the body and r is the perpendicular distance of the body from the axis of rotation. ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്ന് ഉണ്ടാവുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എന്ന് പറയുന്നത് r എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. Okay, and moment of inertia is that tensor current and equation is I is equal to mr square and it is a rotational analog of its mass. നമുക്കറിയാം മാസിന്റെ റൊട്ടേഷൻ നമ്മൾ സാധാരണ ഇപ്പൊ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനിലെല്ലാം നമ്മൾ ഹാഫ് എം വി സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കില്ലേ, അവിടെ മാസ് എന്നുള്ളതിനുള്ള റൊട്ടേഷണൽ അനലോഗ് ആണ്. റൊട്ടേഷന്റെ ടേംസിൽ നമ്മൾ മാസിന് പറയുന്ന പേരാണ് ഇറ്റ് ഇസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇപ്പൊ മാസ് വെച്ചിട്ടുള്ള ഏത് ഇക്വേഷൻ ആയിക്കോട്ടെ അതിനെല്ലാത്തിന്റെയും കേസിൽ എമ്മിന് പകരം നമ്മൾ എന്ത് കൊടുക്കും? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ വെച്ചിട്ടാണ് കൊടുക്കുക. അതിനി ബാക്കിയുള്ള ഇക്വേഷൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. അപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞുതരാം മാസ് കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന അതിന്റെ കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് കേട്ടോ. Okay, and factors affecting moment of inertia എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is mass of the body, ബോഡിയുടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, മാസ് ഡിസ്ട്രിബ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ റെഡി? യെസ്. Then next one moment of inertia ഇക്വേഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റിജിഡ് ബോഡി കൺസിഡർ ചെയ്യുന്നു. അതിൽ ഓരോ ഡിഫറെന്റ് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. ഓരോ പാർട്ടിക്കിൾസിലേക്ക് ഉണ്ടാകുന്ന ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഉണ്ടാകുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് r1 r2 r3 എന്നുണ്ടെങ്കിൽ I is equal to എന്താ വരിക എന്നറിയോ? ഇറ്റ് ഈസ് m1 r1 സ്ക്വയർ പ്ലസ് m2 r2 സ്ക്വയർ പ്ലസ് m3 r3 സ്ക്വയർ എക്സെട്ര പ്ലസ് mn rn സ്ക്വയർ ഇസ് ദ ഇക്വേഷൻ ഫോർ ദ moment of inertia of a system of particles. Okay, ready? Yes. Then moment of inertia കുറച്ച് കേസസിൽ ഡിഫറെന്റ് ആയിട്ടുള്ള കേസസിൽ നമുക്ക് പറയാം. ഫോർ കണ്ടിന്യൂസ് ബോഡി, ഒരു ബോഡി നമ്മുടെ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറെന്റ് കുഞ്ഞു പാർട്സ് ആയിട്ടുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി ഇതെല്ലാത്തിനും കൂടി നമ്മൾ ഒരൊറ്റ കണ്ടിന്യൂസ് ബോഡി ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സിംഗിൾ ആയിട്ടുണ്ടാകുന്ന പാർട്ടികളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയും കൂടിയിട്ട് നമ്മൾ ഒന്നിച്ച് പറയണം. അതായത് ഇന്റഗ്രേറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. അപ്പൊ ഇന്റഗ്രൽ എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രൽ r സ്ക്വയർ dm എന്ന് പറയുന്നതായിരിക്കും മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഫോർ എ കണ്ടിന്യൂസ് ബോഡി. Okay, and next one is parallel axis theorem and perpendicular axis theorem. അതിന്റെ ഇക്വേഷൻ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകാം. അത് നിങ്ങൾക്ക് ഇല്ല, നിങ്ങൾക്ക് വരുന്നില്ല, നിങ്ങളുടെ സിലബസിൽ ഇല്ല. എന്നാലും ഇക്വേഷൻ പറഞ്ഞു പോകാം. കാരണം ഇക്വേഷൻ പറഞ്ഞു പോകണമെങ്കിൽ വേരിയസ് സബ്ജക്ട്സിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ ഓർത്ത് വെക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. അതുകൊണ്ട് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. യെസ്. സോ ഫോർ എ പാരലൽ ആക്സിസ് തിയറത്തിന്റെ കേസിൽ എന്താ പറയുന്നതെന്ന് അറിയോ? അതായത് ഇപ്പോൾ രണ്ട് പാരലൽ ആയിട്ടൊരു ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആക്സിസ് ഓഫ് റൊട്ടേഷൻസ് ഉണ്ട്. ഒന്ന് സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യണു, അടുത്തത് അതിന് തൊട്ട് പാരലൽ ആയിട്ട് വേറൊരു ആക്സിസ് ഓഫ് റൊട്ടേഷൻ എടുക്കുകയാണെങ്കിൽ അതിലുണ്ടാവുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ആ പാരലൽ ആയിട്ടുള്ള ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ പാരലൽ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് which is moment of inertia of the center of mass plus mass into a square ആണ്. വേർ a എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ രണ്ട് പാരലൽ ആയിട്ടുള്ള ആക്സിസുകൾ ഇല്ലേ, ആ പാരലൽ ആക്സിസുകൾ തമ്മിൽ ഉണ്ടാകുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എന്ന് പറയുന്നത് അതിന്റെ a എന്ന് പറയുന്നത്. രണ്ടും തമ്മിൽ ഉണ്ടാകുന്ന ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ a എടുക്കുക, അതിന്റെ സ്ക്വയർ വെച്ചിട്ട് മാസിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിന്റെ ഒപ്പം ആഡ് ചെയ്താൽ മതി.
ഓക്കെ ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇത് എങ്ങനെയാണ് ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ജോമെട്രിന്റെ കേസിൽ നമ്മൾ അപ്ലൈ ചെയ്യാന്നുള്ളത് പറയും. അപ്പൊ ഇത് ആക്ച്വലി നിങ്ങൾക്ക് വേണ്ട, എന്നാലും ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വയ്ക്കുക, കാരണം അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇക്വേഷൻസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതുകൊണ്ട് മാത്രം പറഞ്ഞു മാത്രം കേട്ടോ. ഓക്കെ, അപ്പൊ പാരലൽ ആയിട്ടുള്ള ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ which is equal to സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് ma² ആയിരിക്കും വരിക. ആൻഡ് ദ ടു ആക്സിസ് മസ്റ്റ് ബി പാരലൽ ടു ഈച്ച് അതർ. അപ്പൊ പാരലൽ ആക്സിസ് തിയറം ആക്ച്വലി അപ്ലൈ ചെയ്യണമെങ്കിൽ രണ്ട് ആക്സിസുകളും എന്തായിരിക്കണം? പാരലൽ ആയിരിക്കണം. ആൻഡ് വൺ ഓഫ് ദ ആക്സിസ് മസ്റ്റ് ബി പാസസ് ത്രൂ ദ സെന്റർ ഓഫ് മാസ്. ഒരു ആക്സിസ് എന്തായാലും സെന്റർ ഓഫ് മാസിലൂടെ ആയിരിക്കണം പാസ് ചെയ്യേണ്ടത്. ഓക്കെ, റെഡി? യെസ്. ദെൻ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല. മൂന്ന് ആക്സിസുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആക്സിസിൽ, അതായത് രണ്ട് ആക്സിസിൽ, എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഉണ്ടാവുന്ന രണ്ട് ആക്സിസുകളിൽ ഉണ്ടാകുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തേർഡ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കിട്ടും. ദാറ്റ് ഈസ് IZ is equal to IX plus IY. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇക്വേഷൻസ് വെറുതെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് വായിച്ചു നോക്കി പോയാൽ മതി. Okay, and x and y axis lie in the plane of the body. Z axis must be perpendicular to the plane of the body. Axis need to pass through the center of mass. Okay, ready? Yes. Then next one is moment of inertia for various objects. Different objects in moment of inertia. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ ഡിസ്ക് ആണ്. ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യന്റെ ഇക്വേഷൻ, ഒരു ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ mr²/2 ആണ്. mr²/2 ആണ്. പക്ഷേ ഈ എൻഡിൽ ഉണ്ടാവുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ എനിക്ക് കണ്ടുപിടിക്കാം. എൻഡിൽ ഉണ്ടാവുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ എനിക്ക് പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ഇപ്പൊ ഈ ഡിസ്കിന്റെ റേഡിയസ് ആണല്ലോ ക്യാപിറ്റൽ R എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ ആക്സിസിലേക്ക് ഉണ്ടാകുന്ന, പാരലൽ ആക്സിസിലേക്ക് ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് ആണ് R എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് അറിയാം, ആ എൻഡിൽ ഉണ്ടാവുന്ന ലൈനിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കിട്ടണമെങ്കിൽ ഈ സെന്റർ ഓഫ് മാസിലൂടെ ഉണ്ടാവുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് മാസ് ഇൻറ്റു ഈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ എടുത്താൽ മതി. ദാറ്റ് ഈസ് mr²/2 പ്ലസ് mr² ചെയ്താൽ മതി. ദാറ്റ് ഈസ് 1 + 1/2 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 3/2 ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 3/2 mr². അങ്ങനെയാണ് നമ്മുടെ ഈ എൻഡിൽ ഉണ്ടാകുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് എന്ത് കിട്ടിയേ? 3/2 mr² എന്ന് കിട്ടിയേ. ഓക്കെ ഓക്കെ, യെസ്, ക്ലിയർ ആണ്, ഓക്കെ ആണ്, സെറ്റ് ആണെന്ന് വിചാരിക്കണു. റെഡി? യെസ്. ദെൻ നെക്സ്റ്റ് ഫിഗർ നോക്കുക. അടുത്ത സോളിഡ് സിലിണ്ടർ ആണ്. സോളിഡ് സിലിണ്ടറിനും ഇതേപോലെ ഇതിന്റെ സെന്ററിലൂടെ ഉണ്ടാവുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ I is equal to mr²/2 ആണ്. I is equal to mr²/2 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ എൻഡിൽ, അതിന്റെ സർഫസിൽ, അതിന്റെ കേർവ്ഡ് സർഫസിലൂടെ പോകുന്ന ലൈനിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വിച്ച് ഇസ് ഈക്വൽ ടു ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യ mr²/2 പ്ലസ് എന്ത് ചെയ്താൽ മതി? m × r² ചെയ്താൽ മതി. മാസ് ഇൻറ്റു ആ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ എടുത്താൽ മതി. ദാറ്റ് ഈസ് അവിടെ ഉണ്ടാവുന്ന റേഡിയസ് ആണ്. ഹിയർ ഓൾസോ വിച്ച് ഇസ് ഈക്വൽ ടു 3/2 mr² ആണ്. ഓക്കെ ഓക്കെ, റെഡി, സെറ്റ്, ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ റിങ്ങിന്റെ കേസിലാണ്. റിങ്ങിന്റെ കേസിൽ ഉണ്ടാകുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സെന്ററിലൂടെ ഇറ്റ് ഇസ് mr². അങ്ങനെയാണെങ്കിൽ അറ്റത്തുള്ളത് എൻഡിൽ ഉണ്ടാകുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാടാ? I is equal to mr² ആണ്. ഈ ഇക്വേഷൻ പറഞ്ഞു നിൽക്കണം കേട്ടോ. റിങ്ങിന്റെ കേസിൽ ഉണ്ടാകുന്ന ഇക്വേഷൻ ഇസ് mr² ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ സിലിണ്ടറിന്റെ കേസിലാണെങ്കിൽ ഇറ്റ് ഇസ് mr²/2 ആൻഡ് ഡിസ്കിന്റെ കേസിലും ഇറ്റ് ഇസ് mr²/2 കേട്ടോ. ഓക്കെ ഓക്കെ, ദാറ്റ് ഈസ് I is equal to mr² പ്ലസ് എൻഡിൽ ഉണ്ടത് കിട്ടണമെന്നുണ്ടെങ്കിൽ mr² എന്ന് ചെയ്യുക, വിച്ച് ഇസ് ഈക്വൽ ടു 2mr². 2mr². അതായിരിക്കും എന്ത് കിട്ടുകടാ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ വരിക. റെഡി? റെഡി? യെസ്, ലാസ്റ്റ് ഉള്ളത്, ലാസ്റ്റ് എല്ലാം കൂടെ ഒന്നിച്ച് ആഡ് ചെയ്തിട്ട് പറഞ്ഞുതരാം കേട്ടോ. എല്ലാം കൂടെ ഒന്നിച്ചുള്ള ഇക്വേഷൻസ് മാത്രം വെച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, ആൻഡ് ഹോളോ സിലിണ്ടറിന്റെ കേസിലാണെന്നുണ്ടെങ്കിലും ഇവിടെയും എന്താ വരികടാ? യെസ്, I is equal to mr² ആണ്. I is equal to mr² ആണ്. ദെൻ എൻഡിൽ ഉണ്ടാവുന്ന കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൽ മതി? mr² പ്ലസ് mr² ചെയ്താൽ മതി, വിച്ച് ഇസ് ഈക്വൽ ടു 2mr² എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇതേപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഇതേപോലെ തന്നെ ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, ദെൻ തിൻ റോഡ് കൺസിഡർ ചെയ്യാണ്. ഈ തിൻ റോഡിന്റെ കേസിലാണെന്നുണ്ടെങ്കിലും ഇതിന്റെ സെന്ററിലൂടെ പോകുന്നത് ml²/12 ആണ്. I is equal to ml²/12 ആണ്. സോ അങ്ങനെയാണെങ്കിൽ എൻഡിൽ ഉണ്ടാവുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ കിട്ടണമെങ്കിൽ ml²/12 പ്ലസ് എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഡിസ്റ്റൻസിന്റെ ഹാഫ് എടുക്കുക. ദാറ്റ് ഇസ് l/2 എടുക്കുക. l/2ന്റെ സ്ക്വയർ വെച്ചിട്ട് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ദാറ്റ് ഇസ് ml²/4. ml²/4 കേട്ടോ. ml² ഞാൻ പുറത്തേക്ക് എടുത്തു. 1/12 പ്ലസ് 1/4 ആണ്. ദാറ്റ് ഇസ് നമ്മൾ 3ന്റെ മൾട്ടിപ്പിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 3 × 4 കിട്ടും. അപ്പോൾ 2 + 3 ദാറ്റ് ഇസ് 4/12 കിട്ടും അല്ലേ? 4ml²/12 കിട്ടും.
ഓക്കെ, കട്ട് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ml²/3 ml²/3 യെസ് ml²/3 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ ഓക്കെ, റെഡി റെഡി യെസ്. ദെൻ നെക്സ്റ്റ് അതുപോലെ തന്നെ അടുത്ത ഫിഗർ വരുന്നത് ഹോളോസ്ഫിയർ ആണ്. ഹോളോസ്ഫിയറിന്റെ കേസിൽ ഉണ്ടാകുന്ന സെന്ററിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ 2/3 mr² ആണ്. അതിന് വീണ്ടും നമ്മൾ എൻഡിലേക്ക് ഇടണമെങ്കിൽ 2/3 mr² പ്ലസ് mr² ചെയ്യുക, ദാറ്റ് ഇസ് 5/3 mr² എന്ന് പറഞ്ഞിട്ട് കിട്ടും. ആൻഡ് ഹിയർ ഓൾസോ സോളിഡ് സ്ഫിയറിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ 2/5 mr² പ്ലസ് mr² ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് വി ഗോട്ട് 7/5 mr² എന്ന് പറഞ്ഞിട്ട് കിട്ടും കേട്ടോ. ദെൻ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആക്സിസ് ഓഫ് ദി പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആക്സിസ് ആണെങ്കിൽ mr²/2 ആണ്. സെന്ററിൽ പെർപെൻഡിക്കുലർ ആണെങ്കിൽ mr², ദെൻ അതിന് പാരലൽ ടു ദ പ്ലെയിൻ ആണെന്നുണ്ടെങ്കിൽ mr²/2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ആൻഡ് ഇതിനെല്ലാത്തിനും കൂടിയിട്ട് നമ്മൾ ജോയിൻ ചെയ്തിട്ടൊരു സിംഗിൾ സംഭവത്തിൽ തന്നിട്ടുണ്ട്. ഈ ടേബിള് പഠിച്ചു വെക്കുക. ഓക്കെ യെസ്. റോഡ് അബൌട്ട് പെർ ബൈസെക്ടർ എത്രയാണ്? ml²/12 ആണ് നമ്മൾ പറഞ്ഞു. ആൻഡ് പ്ലേറ്റ് അബൌട്ട് ലൈൻ പാരലൽ ടു എഡ്ജ് നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ വിച്ച് ഇസ് വി ഗോട്ട് mb²/12 ആണ്. സർക്കുലർ റിംഗിന്റെ കേസിൽ mr² ആണ്. ആൻഡ് സർക്കുലർ ഡിസ്കിന്റെ കേസിൽ mr²/2 ആണ്. ഹോളോ സിലിണ്ടറിൽ mr² ആണ്. സോളിഡ് സിലിണ്ടറിൽ mr²/2 ആണ്. ഇക്വേഷൻസ് പഠിച്ചു വെക്കാം. ഇക്വേഷൻസ് അത്രയും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ ടോർക്ക് പറഞ്ഞായിരുന്നു. ടോർക്കിന്റെ യെസ് റേഡിയസ് ഓഫ് ഗൈറേഷൻ കൂടെ പറയാം. റേഡിയസ് ഓഫ് ഗൈറേഷൻ നിങ്ങളൊന്നും ആലോചിക്കണ്ട, ഈ ഒറ്റ ഇക്വേഷൻ പഠിച്ചാൽ മതി. I is equal to mk². ഇതിൽ k എന്ന് പറയുന്നതാണ് എന്ത്? നമ്മുടെ റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഓക്കെ, ആ ഡിസ്റ്റൻസ് ആ k എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാത്തിന്റെയും കേസിൽ ഇപ്പൊ 6 തന്നെ വരണം എന്നില്ലല്ലോ. അപ്പൊ ജനറൽ ആയിട്ട് നമ്മൾ പറയുന്ന പേരാണ് k അല്ലെങ്കിൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാട്ടോ. ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് മാസ് ഫ്രം ദി axis whose mass is equal to mass of the whole body and whole moment of inertia is equal to moment of inertia of the body about the axis. Okay, ഒന്നുമില്ല, നമ്മൾ എല്ലാത്തിലും 6 എന്ന് പറയുന്നത് എടുക്കുന്നത് ആക്ച്വലി ജനറൽ ആയിട്ട് മൊമെന്റ് ഓഫ് ഇനർഷ്യ റേഡിയസ് ഓഫ് ഗൈറേഷൻ k എന്ന് പറഞ്ഞിട്ട് പറയും. ഓക്കെ, ടോർക്കിന്റെ ഇക്വേഷൻ ടോ ഇസ് ഈക്വൽ ടു എന്താ വരാ? ടോ ഇസ് ഈക്വൽ ടു r ക്രോസ് ഓഫ് ആണ്. ഇറ്റ് ഈസ് എ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ്. ഫോഴ്സിന്റെ റൊട്ടേഷണൽ അനലോഗ് ആണ് കേട്ടോ. ഫോഴ്സിന്റെ റൊട്ടേഷണൽ അനലോഗ് ആണ്. അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നതും എന്തിന് തന്നെയാണ്? ടോർക്കിന് തന്നെയാണ്. ആൻഡ് ടോർക്കിന്റെ ഇക്വേഷൻ ടോ ഇസ് ഈക്വൽ ടു വെക്ടർ r ക്രോസ് വെക്ടർ f ആണ്. ഇറ്റ്സ് എ വെക്ടർ ക്വാണ്ടിറ്റി. ടോർക്ക് എന്ന് പറയുന്നത് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ദാറ്റ് ഇസ് ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു rf sin θ ആണ്. where theta is the angle between vector r and vector f. r is the magnitude of vector r and f is the magnitude of vector f. ready clear yes, set ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് ഫോഴ്സ് ഇസ് റേഡിയൽ ആണെങ്കിൽ ദാറ്റ് ഇസ് θ is equal to 0 degree to 180 degree ആണെന്നുണ്ടെങ്കിൽ ടോർക്കിന്റെ വാല്യൂ എന്തായിരിക്കടാ? ടോർക്കിന്റെ വാല്യൂ വിൽ ബി 0. ഒന്നുമില്ല, നമ്മൾ സൈൻ 0 കൊടുക്കുമ്പോഴും സൈൻ 180 കൊടുക്കുമ്പോഴും വാല്യൂ 0 ആണ് വരിക. അതുകൊണ്ട് ടോർക്ക് 0 ആയിരിക്കും. ആൻഡ് ഫോഴ്സ് ഇസ് ടാൻജൻഷ്യൽ ആണ്, 90 ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ θ 90 ഡിഗ്രി ആവും. θ 90 ഡിഗ്രി ആണെങ്കിൽ ടോർക്ക് വിൽ ബി മാക്സിമം വാല്യൂ ഓഫ് ടോർക്ക് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ആൻഡ് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നോക്കുക. ഫോർ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം ആണെന്നുണ്ടെങ്കിൽ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ട്രാൻസ്ലേഷൻ പോയിട്ട് റൊട്ടേഷണൽ ഇക്വിലിബ്രിയം ആണെന്നുണ്ടെങ്കിൽ അവിടെ നെറ്റ് ടോർക്ക് 0 ആയിരിക്കും. ഓക്കെ, ഫോർ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിൽ എന്താണ്? എഫ് നെറ്റ് ഫോഴ്സ് വിൽ ബി 0. അവിടെ ഉണ്ടാകുന്ന ടോ ആണ്, ഇത് ടി അല്ല കേട്ടോ. നെറ്റ് ടോർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? മേ ഓർ മേ നോട്ട് ബി 0 ആവാം, 0 ആവാണ്ടിരിക്കാം. ഓക്കെ യെസ്. ആൻഡ് ഫോർ റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? നെറ്റ് ടോർക്ക് എന്തായാലും 0 ആയിരിക്കും. ആൻഡ് എഫ് നെറ്റ് മേ ഓർ മേ നോട്ട് ബി 0 ആവാം, 0 ആവാണ്ട് ഇരിക്കാം. ഓക്കെ യെസ്. ദെൻ നെക്സ്റ്റ് കേസിൽ യെസ് നമ്മൾ പറഞ്ഞു. ദെൻ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഫോർ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷണൽ ഇക്വിലിബ്രിയം രണ്ടും കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? യെസ്, അവിടെ ഉണ്ടാകുന്ന നെറ്റ് ഫോഴ്സും നെറ്റ് ടോർക്കും രണ്ടും എന്തായിരിക്കും? 0 ആയിരിക്കും. നെറ്റ് ടോർക്ക് 0 ആവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോർക്ക് ക്ലോക്ക് വൈസ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് ബി 0. അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഉണ്ടാകുന്ന റൊട്ടേഷനും ആന്റി ക്ലോക്ക് വൈസിൽ ഉണ്ടാകുന്ന റൊട്ടേഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ബോത്ത് വിൽ ബി ഈക്വൽ. ഓക്കെ റെഡി ക്ലിയർ, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് കേസിൽ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റിന്റെ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് വെറുതെ നോക്കി പൊക്കോളൂ.
അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, എന്നാലും ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി ലോഡ് ഇൻറ്റു ലോഡ് ആം വിച്ച് ഇസ് ഈക്വൽ ടു എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ഇക്വേഷൻ വരുന്നത്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സംഗതിയാണ്, ജസ്റ്റ് വെറുതെ ഇക്വേഷൻ മാത്രം ഒന്ന് വെറുതെ ഫോളോ ചെയ്ത് പോവാം. ആൻഡ് ആംഗുലാർ ആക്സിലറേഷൻ ആണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. ആക്സിലറേഷന്റെ നേരെ റൊട്ടേഷണൽ അനലോഗ് ആണ് ആംഗുലാർ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ റൊട്ടേഷണൽ അനലോഗിൽ ഉണ്ടാവുന്ന ഇക്വേഷൻ ആണ് ടോർക്ക് ടോയ്സ് ഈക്വൽ ടു മാസിന് പകരം നമ്മൾ ഐ എന്ന് പറയും. ഐ ഇസ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആൻഡ് എ എന്ന് പറയുന്നത് ആക്സിലറേഷൻ വരെ നമ്മൾ എടുക്കുന്നതാണ്. ഇറ്റ് ഇസ് ആംഗുലാർ ആക്സിലറേഷൻ ഇറ്റ് ഇസ് ഈക്വൽ ടു ആൽഫ. ഓക്കെ അപ്പൊ ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഇസ് എ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ലീനിയർ ആക്സിലറേഷൻ. Rotational analog of linear acceleration. Linear acceleration rotational analog ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ആംഗുലാർ ആക്സിലറേഷൻ ആൽഫ എന്ന് പറയുന്നത് കേട്ടോ. ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം എന്താണ്? ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ഒരു ബോഡി നമ്മൾ ജനറലി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് റൊട്ടേഷണൽ മോഷൻ ആയിരിക്കും. അത് നേരെ മൂവ് ചെയ്യാണ്, സ്ട്രെയിറ്റ് ലൈനിൽ ഉണ്ടാവുന്ന മോഷൻ ആണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുക? ട്രാൻസ്ലേഷണൽ. അതായത് റൊട്ടേറ്റ് ചെയ്യണില്ല, തിരിഞ്ഞു വരണില്ല, ആംഗുലർ ആയിട്ടുള്ള മോഷൻ ഇല്ല, നേരെയുള്ള മോഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് പറയാം. അവിടെ ഉണ്ടാവുന്ന ഇക്വിലിബ്രിയം ആണ് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം. ട്രാൻസ്ലേഷണൽ മോഷനിൽ നമ്മൾ എടുക്കുന്നുണ്ടായിരിക്കും, ലീനിയർ മോഷനിൽ നമ്മൾ എടുക്കുന്നുണ്ടായിരിക്കും ഫോഴ്സ് ആയിരിക്കും, ആൻഡ് റൊട്ടേഷണൽ മോഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കും ടോർക്ക് ആയിരിക്കും. അതുകൊണ്ടാണ് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിൽ നെറ്റ് ഫോഴ്സ് 0 ആയത്, ആൻഡ് റൊട്ടേഷണൽ മോഷനിൽ അല്ലെങ്കിൽ റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിൽ നെറ്റ് ടോർക്ക് 0 ആയിട്ടുള്ളത് കേട്ടോ. ഓക്കെ ഉണ്ടായിരിക്കും. അതിന്റെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് പിന്നീട് തരൂ കേട്ടോ. ഓക്കെ then angular momentum ആണ്. angular momentum എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is a rotational analog of linear momentum p. linear momentum p ന്റെ rotational analog ആണ് angular momentum, which is represented by the letter L and which is equal to r cross p. L is equal to angular momentum, h is equal to എന്തായിരിക്കണം വരിക? r cross p ആണ്. and equation നോക്കൂ, p നിങ്ങൾക്ക് അറിയാം mv ആണ് അല്ലേ. L is equal to എന്താ വരിക? വെക്ടർ r cross വെക്ടർ p ആണ്, which is equal to rp sin theta. where r is the magnitude of vector r and p is the magnitude of vector p and theta is the angle between vector r and vector p. Okay, and നിങ്ങൾക്ക് p is equal to mv ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താ വരിക? L is equal to r mv sin theta ആണ് അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ എഴുതാം? r cross p എന്നുള്ളത് മാറിയിട്ട് m into r cross p എന്നും പറയും, r cross v എന്നും പറയും. ഓക്കെ റെഡി, ക്ലിയർ? അത്രേ ഉള്ളൂ. then ഇവിടെയും ആംഗുലർ മൊമെന്റം മിനിമം ആവുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴായിരിക്കും? തീറ്റ മിനിമം ആവുമ്പോൾ, സൈൻ തീറ്റന്റെ വാല്യൂ മിനിമം ആവുമ്പോൾ. സൈൻ തീറ്റന്റെ വാല്യൂ മിനിമം ആവുന്നത് 0 ഡിഗ്രിയിലും 180 ഡിഗ്രിയിലൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യം നോക്കി വെക്കുക കേട്ടോ. റെഡി? then നെക്സ്റ്റ് കേസ് അതിന്റെ റൊട്ടേഷൻ അനലോഗ് ആണ്. നോക്കാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് F is equal to d by സെക്കൻഡ് ലോ ഓഫ് മോഷൻ നമുക്ക് അറിയാലോ. F is equal to dp by dt ആണ് അല്ലെ. F is equal to dp by dt ആയിരിക്കും വരിക. സോ അങ്ങനെയാണെങ്കിൽ അതേപോലെ നമുക്ക് റൊട്ടേഷണൽ അനലോഗ് എഴുതാം. ഫോഴ്സിന് പകരം ഉണ്ടാവുന്ന റൊട്ടേഷണൽ അനലോഗ് ആണ് എന്തെന്ന് പറയുന്നത്? ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ടോർക്ക് ടോ is equal to മൊമെന്റത്തിന് പകരം ആംഗുലർ മൊമെന്റ് എടുക്കുക, dl by dt. ഓക്കെ, F is equal to dp by dt എന്ന് എഴുതുന്ന പോലെ ഉള്ള സംഭവമാണ് ടോ is equal to dl by dt എന്ന് പറയുന്നത്. റെഡി? ഇനി നമുക്കറിയാം ഇതിന്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ അല്ലെങ്കിൽ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം പഠിച്ചിട്ടുണ്ടായിരിക്കും. അതേപോലെ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റും ഉണ്ട്. അതെന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലീനിയർ മൊമെന്റത്തിന്റെ കൺസർവേഷനിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇഫ് എഫ് നെറ്റ് ഫോഴ്സ് 0 ആണെന്നുണ്ടെങ്കിൽ dp by dt will be 0. അങ്ങനെയാണെങ്കിൽ മൊമെന്റം p will be a constant അല്ലെ. എപ്പോഴും കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് ആണ് നമ്മൾ 0 എടുക്കുക. ദിസ് ഇസ് ലീനിയർ മൊമെന്റം കൺസർവേഷൻ. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ആംഗുലർ മൊമെന്റത്തിന്റെ കൺസർവേഷനും ചെയ്യാം. ആംഗുലർ മൊമെന്റം കൺസർവേഷൻ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ if net torque is equal to 0, നെറ്റ് ടോർക്ക് 0 ആണെന്നുണ്ടെങ്കിൽ dl by dt which is equal to 0, dl by dt ആയിരിക്കും 0, which implies L will be a constant. L എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ദിസ് ഇസ് ആംഗുലാർ മൊമെന്റം കൺസർവേഷൻ. അതാണ് ആംഗുലാർ മൊമെന്റം കൺസർവേഷൻ ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ ആ ഇക്വേഷൻസ് രണ്ടും പഠിച്ചു വെക്കുക. ദിസ് ഇസ് ലീനിയർ മൊമെന്റം കൺസർവേഷൻ, ഇത് ലീനിയർ മൊമെന്റം കൺസർവേഷൻ ആണ്. ആൻഡ് ഇവിടെ തന്നിട്ടുള്ളത് ഇറ്റ് ഇസ്
ആംഗുലാർ മൊമെന്റം കൺസർവേഷൻ ആണ്. ആംഗുലാർ മൊമെന്റം കൺസർവേഷൻ ആണ്. ആംഗുലാർ മൊമെന്റം കൺസർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ആംഗുലാർ മൊമെന്റം വിൽ ബി എ കോൺസ്റ്റന്റ്. ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നതാണ് ആംഗുലാർ മൊമെന്റം കൺസർവേഷൻ. ദാറ്റ് ഇസ് അത് എപ്പോഴാ കിട്ടുക? ഇഫ് നെറ്റ് ടോർക്ക് ഇസ് ഈക്വൽ ടു 0. നെറ്റ് ടോർക്ക് 0 ആണെന്നുണ്ടെങ്കിൽ dl by dt is equal to 0. dl by dt 0 ആവണമെന്നുണ്ടെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് സംതിങ് which is equal to 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എടുക്കുന്ന സംതിങ് എന്തായിരിക്കും? വിൽ ബി എ കോൺസ്റ്റന്റ് അല്ലേ? L എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ദാറ്റ് ഇസ് ആംഗുലാർ മൊമെന്റം വിൽ ബി എ കോൺസ്റ്റന്റ്. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ദെൻ L is equal to നമ്മൾ പറയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് P is equal to mv അല്ലേ? P is equal to mv അല്ലേ? അതേപോലെ P is equal to mv ആണെങ്കിൽ അതേപോലെ അതിന്റെ റൊട്ടേഷൻ അനലോഗ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? യെസ്, L is equal to I alpha എന്ന് എഴുതാൻ പറ്റും അല്ലേ? അല്ല, I alpha അല്ല, I omega എന്ന് എഴുതാൻ പറ്റും. L is equal to I omega എന്ന് എഴുതാൻ പറ്റും. ഒമേഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ആംഗുലാർ സ്പീഡ് ആണ്, ആൻഡ് I എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ L is equal to കോൺസ്റ്റന്റ് ആണെങ്കിൽ I omega will be constant അല്ലെ? L കോൺസ്റ്റന്റ് ആവുന്ന സിറ്റുവേഷനിൽ അതാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. L കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? L കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ I omega കോൺസ്റ്റന്റ് ആയിരിക്കും. I omega കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ഇപ്പോ മൂവ് ചെയ്യുന്ന ബോഡീന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ I omega കോൺസ്റ്റന്റ് ആക്കി നിർത്തണം എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആംഗുലാർ സ്പീഡ് എന്തായിരിക്കും? കുറവായിരിക്കും. ആംഗുലാർ സ്പീഡ് കുറയും. ഓക്കെ, ആൻഡ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറവാണെങ്കിൽ ആംഗുലാർ സ്പീഡ് എന്ത് ചെയ്യും? കൂടും. മനസ്സിലായോ? സെറ്റ് ആണോടാ? ഇനി എഴുതിയിരിക്കുന്ന സംഭവം നോക്കി നോക്കൂ. ഇവിടെ L കോൺസ്റ്റന്റ് dl by dt, ടോ is equal to dl by dt ആണ്. ടോ equal to 0 ആകുമ്പോൾ dl by dt will be 0. that is ടോ is equal to കോൺസ്റ്റന്റ് ആണ്. and which implies L is equal to I omega ആണ്. നമുക്കറിയാം I omega ആണെങ്കിൽ I omega will be also എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. that is I1 omega 1 is equal to I2 omega 2 ആണ്. and if momentum of inertia increases, ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? ആംഗുലാർ വെലോസിറ്റി വിൽ ഡിക്രീസസ്. ആംഗുലാർ വെലോസിറ്റി കുറയും. ഓക്കെ, അതേപോലെ തിരിച്ചും. ആൻഡ് ഇഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇസ് ഡിക്രീസസ്, ആംഗുലാർ മൊമെന്റം വിൽ ഇൻക്രീസ്. ആംഗുലാർ മൊമെന്റം എന്ത് ചെയ്യും? ഇൻക്രീസ് ആവും. സെറ്റ് അല്ലേ? യെസ്, അപ്പൊ ആംഗുലാർ മൊമെന്റം കൺസർവേഷൻ ഇസ് വെരി 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 ഇമ്പോർട്ടന്റ്. അതിന്റെ റിലേഷൻ പഠിച്ചിരിക്കാം. ഓക്കെ, റെഡി? യെസ്. Then next നിങ്ങൾ നോക്കുക, യെസ്, വർക്ക് ഡൺ ബൈ ടോർക്ക്. ടോർക്കിന്റെ വർക്ക് ഡൺ ഇക്വേഷൻ ആണ്. ദാറ്റ് ഇസ് നിങ്ങൾക്ക് അറിയാം, സാധാരണ നമ്മൾ W is equal to Fs എന്ന് പറയുന്ന പോലെ W is equal to F into d theta എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് അതുപോലെ തന്നെ കൈനറ്റിക് എനർജി ഫോർ റൊട്ടേഷൻ ബോഡി. ഒരു കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ. ജനറലി നമ്മൾ കൈനറ്റിക് എനർജി എന്താ എഴുതുക? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv² ആണ് ലീനിയർ ആയിട്ടുള്ള റിലേഷൻ. അതേപോലെ ഇവിടുത്തെ റൊട്ടേഷണൽ അനലോഗ് ആയിട്ടുള്ള ഇക്വേഷൻ, എനർജിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഫ് I omega square ആയിരിക്കും വരിക. ഓക്കെ, യെസ്. അതേപോലെ തന്നെ കൈനറ്റിക് എനർജിന്റെ വേറെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, മൊമെന്റം കണക്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻ അറിയാം. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു p² by 2m ആണ്. അതേപോലെ റൊട്ടേഷണൽ അനലോഗിൽ ഉണ്ടാവുന്ന ഇക്വേഷൻ ആണ് Pക്ക് പകരം L² ഡിവൈഡഡ് ബൈ 2 into I. മാസിന് പകരം മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, യെസ്. അപ്പൊ L² by 2I എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഹാഫ് I omega² എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? യെസ്, നമ്മുടെ കൈനറ്റിക് എനർജിന്റെ റൊട്ടേഷണൽ അനലോഗിലുള്ള ഇക്വേഷൻ ആണ്. റൊട്ടേറ്റിംഗ് ബോഡിന്റെ കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ ആണ് കേട്ടോ. ആൻഡ് വർക്ക് എനർജി തിയറം നിങ്ങൾക്ക് അറിയാം, എന്താണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ് അല്ലെ? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ്. ഇവിടെ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഫ് m into v2² minus v1² പകരം നമുക്ക് എന്ത് എഴുതാം? ഹാഫ് I into omega2² minus omega1² എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ അല്ലേ? റെഡി? ദാറ്റ് ഇസ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് I into omega2² minus omega1² എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ ആണ്, റെഡി ആണ്, സെറ്റ് ആണ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. യെസ്, ട്രാൻസ്ലേഷണൽ മോഷനും റൊട്ടേഷണൽ മോഷനും കണക്ട് ചെയ്തിട്ട് അതിന്റെ റൊട്ടേഷണൽ അനലോഗ് ആണ് നമ്മൾ പറയാൻ പോണേ. ഓക്കെ എടാ, നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങൾ ഹോം പേജിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, അവിടെ ഹോം പേജ് ഉണ്ടായിരിക്കും, വീഡിയോ ഉണ്ടായിരിക്കും, ഷോർട്സ് ഉണ്ടായിരിക്കും, ലൈവ് ഉണ്ടായിരിക്കും. അതിൽ ലൈവിന്റെ താഴെ നിങ്ങൾക്ക് കാണാം കേട്ടോ. ലൈവ് സെഷന്റെ താഴെ നിങ്ങൾക്ക് മുന്നേ പോയിട്ടുള്ള ലൈവുകളെല്ലാം, നിങ്ങൾക്ക് ഈ ചാനലിൽ പോയിട്ടുള്ള ലൈവുകളെല്ലാം അതിൽ കിട്ടും. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കണു. ഓക്കെ ആണ് അല്ലേ? മനസ്സിലായി എന്ന് വിചാരിക്കണു. വെയിറ്റ്, ഫസ്റ്റ് ക്ലാസ് അല്ല ഇത്, നമ്മുടെ ഫിസിക്സിന്റെ സെക്കൻഡ് ക്ലാസ് ആണ്. ഓക്കെ,
ആൻഡ് ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റിൽ നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് സാധാരണ ഡിസ്പ്ലേസ്മെന്റ് ലീനിയർ ആയിട്ടുള്ള മോഷനിൽ ഡിസ്പ്ലേസ്മെന്റ് എസ് എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യണം. അതിന് പകരം നമുക്ക് റൊട്ടേഷൻ മോഷനിലേക്ക് വരുമ്പോൾ ഇറ്റ് ഈസ് ആംഗുലർ ആക്സിലറേഷൻ ആണ്, ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ തീറ്റ എന്ന് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ആൻഡ് വെലോസിറ്റി വിച്ച് ഇസ് റെപ്രസെന്റ് ആസ് v ആണ്, v is equal to ds by dt ആണെങ്കിൽ ഇവിടെ നമുക്ക് വരുന്നത് എന്താണ്, ആംഗുലർ വെലോസിറ്റി ആണ്, which is equal to omega is equal to d theta by dt വരും. ഓക്കെ യെസ്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ആക്സിലറേഷൻ a is equal to dv by dt ആണെങ്കിൽ അതിന്റെ റൊട്ടേഷണൽ അനലോഗിൽ വരുന്നത് ഇറ്റ് ഈസ് ആംഗുലർ ആക്സിലറേഷൻ ആൽഫ ഇസ് ഈക്വൽ ടു എന്താണ് dw by dt എന്ന് പറഞ്ഞിട്ട് കിട്ടും. Okay, yes. And force F is equal to dp by dt, that is force F is equal to ma ആണെന്നുണ്ടെങ്കിൽ then നമുക്ക് ഇവിടെ റൊട്ടേഷണൽ മോഷനിൽ എന്താ വരിക, ഇറ്റ് ഈസ് ഫോഴ്സിന് പകരം ആംഗുലർ ഫോഴ്സ്, ദാറ്റ് ഇസ് മൊമെന്റ് ഓഫ് ഫോഴ്സ്, ദാറ്റ് ഇസ് ടോർക്ക് ആണ് വരിക. ടോർക്കിന്റെ ഇക്വേഷൻ ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ അല്ലെങ്കിൽ dp by dt എന്നുള്ളതിന് പകരം dl by dt എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ. ആൻഡ് മൊമെന്റം p is equal to mv ആണ്. മൊമെന്റം p is equal to mv ആണ്. അതിന് പകരം ഇവിടെ നമുക്ക് കിട്ടുന്നത് ആംഗുലർ മൊമെന്റ് ആണ്. ആംഗുലർ മൊമെന്റ് L is equal to I into ഒമേഗ, i ഒമേഗ എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ യെസ്. ആൻഡ് ഇവിടുത്തെ കേസിൽ വർക്ക് ഡൺ w is equal to f dot s ആണ്, അല്ലെങ്കിൽ ഇന്റഗ്രൽ f dot ds എന്ന് പറഞ്ഞു. ആൻഡ് റൊട്ടേഷൻ മോഷനിലാണെന്നുണ്ടെങ്കിൽ വർക്ക് ഡൺ ഇക്വേഷൻ വരിക ടോ ഡോട്ട് തീറ്റ ആണ്, ദാറ്റ് ഇസ് അല്ലെങ്കിൽ ഇന്റഗ്രൽ ടോ ഡി തീറ്റ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. ഓക്കെ യെസ്. ആൻഡ് കൈനറ്റിക് എനർജി ഇസ് ഹാഫ് mv സ്ക്വയർ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു p സ്ക്വയർ ബൈ 2m ആണ്. അതേപോലെ കൈനറ്റിക് എനർജി ഇൻ ദ കേസ് ഓഫ് റൊട്ടേഷണൽ മോഷൻ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആയിരിക്കും വരിക, അല്ലെങ്കിൽ എൽ സ്ക്വയർ ബൈ 2i എന്ന് പറഞ്ഞിട്ട് വരും. ആൻഡ് പവറിന്റെ ഇക്വേഷൻ ഇസ് p ഇസ് ഈക്വൽ ടു f ഡോട്ട് v ആയിരുന്നു ലീനിയറിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ f ഡോട്ട് s ബൈ ഡിവൈഡ് ബൈ ടി, അല്ലെ വർക്ക് ഡൺ ഡിവൈഡ് ബൈ ടി എന്നിട്ട് നമ്മൾ പറയുന്നു ടൈം എന്ന് പറയുന്നു. അതേപോലെ പവറിന്റെ ഇക്വേഷൻ ഇവിടുത്തെ കേസിൽ വരുമ്പോൾ, റൊട്ടേഷണൽ കേസിൽ വരുമ്പോൾ ടോ ഡോട്ട് ഒമേഗയാണ് വരിക, വിക്ക് പകരം ഒമേഗ ആംഗുലർ വെലോസിറ്റി ആണ് വരിക കേട്ടോ. ഓക്കെ, ദാറ്റ് ഇസ് ടോ ഇൻറ്റു ടോ ഡോട്ട് തീറ്റ ബൈ ടി, അത് വർക്ക് ബൈ ടൈം എന്നുള്ള സാധനം വരും. ആൻഡ് ഇമ്പൾസ് ഇസ് മാസ് ഇൻറ്റു ചേഞ്ച് ഇൻ വെലോസിറ്റി, അല്ലെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് പറഞ്ഞിട്ട് വരും. അതേപോലെ ഇവിടുത്തെ കേസിൽ ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഡെൽറ്റ ഒമേഗ, അല്ലെങ്കിൽ ടോ ഇൻറ്റു ടി ടി എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, ആ റൊട്ടേഷൻ അനലോഗ് വെച്ചിട്ടുള്ള കമ്പാരിസൺ നോക്കുക. യെസ്, ബ്രേക്ക് തരാടാ, ബ്രേക്ക് തരാട്ടോ, ഇതൊന്ന് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മിസ് ബ്രേക്ക് തരേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് കേസിൽ റോളിംഗ് മോഷൻ ആണ്. റോളിംഗ് മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, റൊട്ടേഷൻ മോഷൻ, നമ്മൾ ട്രാൻസ്ലേഷൻ മോഷൻ പറഞ്ഞു ഒരു ബോഡി ലീനിയർ ആയിട്ട് മൂവ് ചെയ്യുന്നത്, ആൻഡ് റൊട്ടേഷൻ മോഷൻ പറഞ്ഞു ഇങ്ങനെ തിരിഞ്ഞ് അബൌട്ട് ആൻ ആക്സിസ് ഉണ്ടാവുന്ന മോഷനാണ്. ഇത് രണ്ടും കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ, ട്രാൻസ്ലേഷണൽ പ്ലസ് റൊട്ടേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, റോളിംഗ് മോഷൻ എന്ന് പറയാം, അല്ലെ. അബൌട്ട് ആൻ ആക്സിസ് കടന്ന് റൊട്ടേറ്റ് ചെയ്യണം, ഒപ്പം ട്രാൻസ്ലേഷനിൽ മൂവ് ചെയ്യണം, അങ്ങനെയാണ് എന്ത് ചെയ്യുക, ഇത് റോൾ ചെയ്ത് മൂവ് ചെയ്യുക. Okay, yes, അപ്പോൾ translatory plus rotatory which gives the rolling motion, and velocity of rolling motion എന്താണെന്നുള്ളതാണ് പറയാനായിട്ട് പോണേ. The condition for rolling without slipping, റോളിംഗ് ആണ്, സ്ലിപ്പിംഗ് ഒന്നും ഇല്ലാണ്ട് ഉണ്ടാകുന്ന റൊട്ടേഷൻ ഇക്വേഷൻ ഇസ് v is equal to r omega ആണ്. കണ്ടീഷൻ വേണ്ട, നിങ്ങൾ ഈ ഒറ്റ സംഭവം നോക്കി വെച്ചാൽ മതി. ആൻഡ് എനർജിന്റെ ഇക്വേഷൻ, ട്രാൻസ്ലേറ്ററി മോഷന്റെ ടോട്ടൽ കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ ഇസ് ഹാഫ് mv സ്ക്വയർ ആയിരിക്കും വരിക. ട്രാൻസ്ലേറ്ററി മോഷന്റെ ടോട്ടൽ കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ ഇസ് ഹാഫ് mv സ്ക്വയർ. ആൻഡ് ഇൻ ദ കേസ് ഓഫ് റൊട്ടേഷണൽ മോഷൻ അവിടെ ഉണ്ടാകുന്ന എനർജിന്റെ ഇക്വേഷൻ ഇസ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ, ഹാഫ് mv സ്ക്വയർ പോലെ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, ആൻഡ് റോളിംഗ് മോഷന്റെ ഇക്വേഷൻ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുള്ളതായിരിക്കും, കൈനറ്റിക് എനർജി പ്ലസ് റൊട്ടേഷണൽ മോഷൻ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുള്ളതായിരിക്കും, ഹാഫ് ഐ ഒമേഗ സ്ക്വയർ പ്ലസ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുള്ളത്, ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ബാക്കിയുള്ള സംഗതി നിങ്ങൾക്ക് ആവശ്യമില്ല, ബാക്കിയുള്ള സംഗതി വേണ്ട, കുഴപ്പമില്ല, നോക്കണ്ട കേട്ടോ. യെസ്, ഈ ഇക്വേഷൻസ് നമുക്ക് ആവശ്യമില്ല, നോക്കണ്ട. ഇത് ആക്ച്വലി ഞാനിവിടെ വെക്കാം, കാരണം നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യണവർക്ക് വേണമെങ്കിൽ നോക്കിക്കോളൂ, അല്ലാത്തവർക്ക് അത് ആവശ്യമില്ല. ഓക്കെ ഓക്കെ, റെഡി? യെസ്. ഓക്കെ ആണ്, സെറ്റ് ആണെന്ന് വിചാരിക്കണം. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യണേ. സോ ഇത്രയും തിയറി പാർട്ടും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആണ്, സെറ്റ് ആണ്, പക്ക ക്രിസ്റ്റൽ ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യണം. സോ ഇപ്പൊ എന്തായാലും ഒരു 15 മിനിറ്റ്സ് ബ്രേക്ക് തരാം. അപ്പൊ ഒരു 15 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും ഫുൾ ഓൺ എനർജി, ഫുൾ ഓൺ പവർ ഉഷാർ ആയിട്ട് തിരിച്ചു വരാം, ഫുൾ ഓൺ എനർജറ്റിക് ആയിട്ട് തിരിച്ചു വരാം കേട്ടോ. യെസ്, അപ്പോൾ ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും പെട്ടെന്ന് തിരിച്ച് റീജോയിൻ ചെയ്യാം. യെസ്, ഒരു കുഞ്ഞ് ബ്രേക്ക് എടുത്തിട്ട് വേഗം ഓടി ചാടി തിരിച്ചു വരാം. ഓക്കെ, ഇപ്പൊ ബ്രേക്ക് കഴിഞ്ഞിട്ട് തരാം.
കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. യെസ്, റെഡി. ഇനി ഇതിലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും കൂടെ നമുക്ക് ചെയ്ത് പോയാൽ മതി. സോ ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നോക്കാം. റെഡിയാണ്, സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. ഓക്കെ, സോ ക്വസ്റ്റ്യൻസ് നോക്കുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. A solid sphere of radius r is revolving about one of its diameter with an angular velocity omega. If it suddenly expands uniformly so that its radius increases to n times its original value, then its angular velocity becomes. Angular velocity il undavuna change aanu choichirikkunnathu alle. Okay. നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും കേട്ടോടാ. ഈ നോട്ട്സ് കിട്ടും. നിങ്ങൾ ക്വസ്റ്റ്യൻസ് അപ്പം പ്രാക്ടീസ് ചെയ്ത് പോയാൽ മതി. ഇപ്പോൾ എല്ലാ നോട്ട്സും ഇപ്പോൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് പോകാന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈഡിൽ നോട്ട് ചെയ്ത് വെക്കാം, ലെക്ചർ നോട്ടായിട്ട് എഴുതി വെക്കാം. എന്നിട്ട് ഫുൾ നോട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, യെസ് നോട്ട് തരുന്ന സമയത്ത് അത് നിങ്ങൾ എടുത്തോളൂ കേട്ടോ. അപ്പോൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് നോട്ട്സ് കിട്ടും. ഓക്കെ, വേണ്ട സ്റ്റെപ്സിന്റെ ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് ആ ഓപ്ഷൻസ് മാത്രം ചൂസ് ചെയ്താൽ മതി, ഓപ്ഷൻ മാത്രം ചെക്ക് ചെയ്താൽ മതി. നിങ്ങൾ ആ ഓപ്ഷൻസ് മാത്രം ടിക്കിട്ട് പോയാൽ മതി കേട്ടോ. അവിടെ വേണ്ട, നിങ്ങൾ ചെയ്യേണ്ട വഴിയൊന്നും അവർക്ക് അറിയേണ്ട. നിങ്ങൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അടുത്ത ഓരോ ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ പറ്റുന്നു, അവിടെയാണ് നമ്മുടെ കാലിബർ. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റണം. എത്രത്തോളം ടൈം നിങ്ങൾക്ക് പറയാം. നമ്മളിപ്പോൾ കുറേ ക്വസ്റ്റൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ സ്റ്റെപ്പും എഴുതി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതങ്ങനെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാ ക്വസ്റ്റൻസ്, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യണം കേട്ടോ. എൻ്റെ സെഷൻസ് നിങ്ങൾക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻസ്, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് ഡൗട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ, കാരണം നെഗറ്റീവ് മാർക്സ് ഉണ്ട്. സോ നമ്മൾ ആൻസർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ പോലും മാർക്കുകൾ നിങ്ങളുടെ അടുത്ത് നഷ്ടപ്പെടരുത്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ വെറുതെ ആൻസർ ചെയ്ത് വെക്കാം, വെറുതെ ടിക്കറ്റ് വെക്കാം എന്ന് വിചാരിച്ചിട്ട് ആൻസേഴ്സ് സെലക്ട് ചെയ്ത് പോകരുത്. അപ്പോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഷുവർ ആണെന്നുണ്ടെങ്കിൽ, ആ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ മാത്രം ആൻസർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആൻസർ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ എന്താ തന്നിട്ടുള്ളത്, സോളിഡ് സ്പിയറിന്റെ റേഡിയസ് r ആണ്. ഓക്കെ, സോളിഡ് സ്പിയറിന്റെ റേഡിയസ് r. അപ്പോൾ one of its diameter with an angular velocity is omega, then expands uniformly so that radius increases to n times. Radius n times increase ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ its original value, then its angular velocityക്ക് എന്ത് ചേഞ്ച് വരും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു സോളിഡ് സ്ഫിയർ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യന്റെ ഇക്വേഷൻ എന്താണ്? മൊമെന്റ് ഓഫ് ഇനർഷ്യ L is equal to 2/5 mr² ആണ് അല്ലെ? 2/5 mr² ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഇനി നമുക്കറിയാം ആംഗുലർ മൊമെന്റം കൺസർവേഷൻ. നിങ്ങൾക്കറിയാം ഈ ഐയും ഒമേഗയും തമ്മിലുള്ള കണക്ഷൻ, അല്ലെങ്കിൽ ആറും ഒമേഗയും തമ്മിൽ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യയും ഒമേഗയും തമ്മിലുള്ള കണക്ഷൻ ആണ് അവിടെ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ആംഗുലർ മൊമെന്റും ഇനീഷ്യൽ ആയിട്ടുള്ള ആംഗുലർ മൊമെന്റും ഫൈനൽ ആയിട്ടുള്ള ആംഗുലർ മൊമെന്റും അവിടെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ആംഗുലർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ L is equal to I⍵ ആണ്. I⍵, ഇനീഷ്യൽ ആയിട്ടുള്ള I⍵യും ഫൈനൽ ആയിട്ട് ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന I⍵ സെയിം ആണ് ഉണ്ടായിരിക്കുക. സോ I⍵ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം 2/5 mr² into omega, which is equal to 2/5 mr² into അല്ല rn ടൈംസ് ആയി എന്നാ പറഞ്ഞേ, rn ടൈംസ് ആയി എന്നാ പറഞ്ഞേ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണു, r-നെ n² r² ഒമേഗ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ചെയ്യാനായിട്ട് പറ്റും. ω² അല്ലെ, ഒമേഗ സെക്കൻഡ് ഒമേഗേനെ ഞാൻ ω2 എന്ന് പറയണു, ദിസ് ഇസ് ω1 എന്ന് പറയണു കേട്ടോ. ഓക്കെ, yes, that is I1 ω1 is equal to I2 ω2. ഇപ്പോൾ ഓക്കെ ആയിരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഒരേപോലുള്ള ആളുകളെ രണ്ട് സൈഡിലും കട്ട് ചെയ്ത് കളയുക. ഒരേപോലുള്ള ആളുകൾ ആയിരിക്കാണ്? ഇവിടെ 2/5 m ഉണ്ട്, ഇവിടെയും 2/5 m ഉണ്ട്, ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ആൻഡ് ഇവിടെ ഒരു r² ഉണ്ട്, ഇവിടെ ഒരു r² ഉണ്ട്, കട്ട് ചെയ്ത് കളഞ്ഞു. സോ ω1² is equal to n² ω2² ആണ്. അല്ല, ഇവിടെ സ്ക്വയർ വേണ്ട, ഒമേഗ ആണ്, വെറും ഒമേഗയാണ്. Okay, that is I⍵1 ആയിരുന്നു അല്ലേ, ω2. ഓക്കെ, ദാറ്റ് ഇസ് ω1 is equal to n² ω2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ω1 is equal to n² ω2 എന്ന് കിട്ടും. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ω2 എന്താന്നുള്ളതാണ്. ω2 is equal to ω1/n². അല്ലേ, ω1/n². ദാറ്റ് ഇസ് 1/n² ടൈംസ് ഓഫ് ദി ഇനീഷ്യൽ ഒമേഗ ആയിരിക്കും ഫൈനൽ ആയിട്ട് ഒമേഗ കിട്ടുന്നുണ്ടാവുക. ഓക്കെ, സോ ഫൈനൽ ഒമേഗ കിട്ടണമെങ്കിൽ ω/n² അല്ലേ? ω/n² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കാം. സെറ്റ് ആണ്, ഓക്കെ ആണ്, റെഡി? യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക.
യെസ്. Okay, the analogy between the linear motion and rotation motion are given. The false one is. അതായത് നമുക്ക് കുറച്ച് അനലോഗ്സ് നമ്മളിപ്പോൾ ലീനിയർ മൊമെന്റും അല്ലെങ്കിൽ ലീനിയർ ആയിട്ടുള്ള മോഷനും റൊട്ടേഷണൽ മോഷനും തമ്മിൽ ഉണ്ടാകുന്ന അനലോഗ് റിലേഷൻ ആയിട്ടുള്ള നമ്മൾ എല്ലാം പറഞ്ഞായിരുന്നു. റൊട്ടേഷൻ അനലോഗ് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് പറഞ്ഞായിരുന്നു. അപ്പോൾ അതേപോലെ നമുക്ക് കുറച്ച് ലീനിയർ മോഷനിലുള്ളതും അതിന്റെ റൊട്ടേഷൻ അനലോഗും തന്നിട്ടുണ്ട്. ഇതിൽ മാച്ച് ആവാത്തത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫോഴ്സിന്റെ റൊട്ടേഷൻ അനലോഗിന്റെ സ്ഥാനത്ത് തന്നിരിക്കുന്നത് ടോർക്ക് ആണ്. യെസ്, കറക്റ്റ് ആണ്. നമുക്കറിയാം ഫോഴ്സിന്റെ റൊട്ടേഷൻ അനലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ടോർക്ക് തന്നെയാണ്, കറക്റ്റ് ആണ്. ആൻഡ് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് റൊട്ടേഷൻ അനലോഗ് ഇസ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്, കറക്റ്റ് ആണ്. മാസിന്റെ റൊട്ടേഷൻ അനലോഗ് ഇസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ, കറക്റ്റ് ആണ്. ലീനിയർ മൊമെന്റത്തിന്റെ റൊട്ടേഷൻ അനലോഗ് ഇസ് ആംഗുലർ മൊമെന്റം, അതും കറക്റ്റ് ആണ്. ആൻഡ് ട്രാൻസ്ലേഷണൽ എനർജിന്റെ റൊട്ടേഷൻ അനലോഗ് ഇസ് നോട്ട് വൈബ്രേഷണൽ എനർജി അല്ല, വൈബ്രേഷണൽ എനർജി അല്ല കേട്ടോ. ഓക്കെ, യെസ്, അവിടെ എന്താ വരിക? റൊട്ടേഷണൽ എനർജി. അപ്പൊ നമുക്കറിയാം ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി അതുപോലെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി അല്ലേ നമ്മൾ പറഞ്ഞത്. സോ അവിടെ വൈബ്രേഷണൽ എനർജി എന്ന് പറഞ്ഞത് ഇസ് റോങ് ആൻസർ. ദെർഫോർ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചൂസ് ചെയ്യുന്നത് ഓപ്ഷൻ ഇ ആണ്. ഓപ്ഷൻ ഇ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നുണ്ടായിരിക്കുക. ബിക്കോസ് ഇവിടെ റോങ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ മാച്ച് അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഇ ആണ്. ഓക്കെ ഓക്കെ, റെഡി? യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? If an ideal engine needs to transmit a torque of 200 Newton meter, അല്ലെ? ടോർക്ക് തന്നിട്ടുണ്ട് മക്കളെ. ടോർക്ക് എത്രയാണ്? 200 Newton meter ആണ് എന്നുള്ളത് തന്നിട്ടുണ്ട്. ഓക്കെ, ടു മെയിൻറ്റെയിൻ യൂണിഫോം ആംഗുലാർ സ്പീഡും തന്നിട്ടുണ്ട്. എത്രയാണ്? ഇറ്റ് ഇസ് 200 radian per second ആണ് എന്നുള്ളതും തന്നിട്ടുണ്ട്. Then the power required to the engine is ഫോർ ദ എഞ്ചിനീയേഴ്സ്. അവിടെ ഉണ്ടാകുന്ന പവർ എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. പവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഇപ്പൊ പവറിന്റെ ഇക്വേഷൻ നമ്മൾ റിലേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൊട്ടേഷൻ അനലോഗിലുള്ള ഇക്വേഷനും അതുപോലെ ലീനിയർ റിലേഷനും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടോർക്കും ഒമേഗ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, റിലേഷൻ അറിയാം. ജനറലി ട്രാൻസ്ലേഷണൽ മോഷനിൽ ഉണ്ടാകുന്ന റിലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പി ഈസ് ഈക്വൽ ടു എഫ് ഡോട്ട് ബി ആണ്, അല്ലെങ്കിൽ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ആണ്. അതേപോലെ റൊട്ടേഷന്റെ കേസിൽ ഉണ്ടാകുന്ന ഇക്വേഷൻ ഫോഴ്സിന് പകരം നമ്മൾ എടുക്കുക ടോർക്കാണ്. ടോർക്ക് ഇൻറ്റു വെലോസിറ്റി, ലീനിയർ വെലോസിറ്റിക്ക് എടുക്കുക നമ്മൾ ആംഗുലാർ വെലോസിറ്റി, ദാറ്റ് ഇസ് ഒമേഗ ആണ് നമ്മൾ എടുക്കുക അല്ലെ. അപ്പൊ അത് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു നമുക്കറിയാലോ 200 ആണ്. ഒമേഗ ഇസ് ഈക്വൽ ടു മക്കളെ നമുക്കറിയാം എന്താണ്? ഇറ്റ് ഇസ് 200 ആണ്. 200 into 200 ആയിരിക്കും. സുഖമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ വരിക? 200 into 200 ആയിരിക്കും. ദാറ്റ് ഇസ് 2 into 2 4 ആണ്. 2 കൊടുത്തു. ഇനി നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം കിലോ വാട്ട്സിലാണ് തന്നിട്ടുള്ളത്. സോ ഈ തന്നിട്ടുള്ള ആൻസർ നമ്മൾ കിലോ വാട്ട്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇത്രയും വാട്ട്സ് ആണ് തന്നിട്ടുള്ളത്. സോ കിലോ വാട്ട്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക? ഈ 3 into 10⁻³ ആയിട്ട് എഴുതണം. അല്ലെ, അതിന് into 10⁻³ ആക്കണമെങ്കിൽ ഇത്രയും ഭാഗം ഈ 3 zeros പോയി കഴിഞ്ഞാൽ ബാക്കി ആരാളുള്ള 40 ആണ്. ദാറ്റ് ഇസ് 40 കിലോ വാട്ട്സ്. 40 കിലോ വാട്ട്സ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 40. എവിടെ പോയി? ഓ സോറി 300 ആണ്. 300 ആണല്ലേ? ഓക്കെ കേട്ടോ. 200 എന്ന് പറഞ്ഞാൽ 300 ആണ്. ഓക്കേടാ, താങ്ക് യു. 200 into 300 ആണ്. ഞാൻ ഇവിടെ 200 ആണ് എഴുതി വെച്ചത്. 300 ആണ്. 2 into 3 യെസ്. 200 into 300 ചെയ്ത് കഴിഞ്ഞാൽ 60,000 വരും അല്ലേ? 60,000 വരും. ദാറ്റ് ഈസ് 60 kilowatts വരും. 60 kilowatts is the right answer. 60 kilowatts ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. 60 kilowatts, that is option B. Okay, very good. 60 kilowatts is the right answer. Option B is the right answer. Okay. Yes. Then next question. അടുത്ത question നോക്കിക്കോളൂ. അടുത്ത questionൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? Yes. A disc spinning at the rate of 27.5 radian per second. It is slowed at the rate 10 radian per second square. Okay. The time after which it will come to rest is. അത് റെസ്റ്റിലേക്ക് വരാൻ എടുക്കുന്ന ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ ഇങ്ങനെ തരുന്ന സമയത്ത് at the rate, it is slowed at the rate എന്നൊക്കെ പറഞ്ഞിട്ട് തരുന്ന സമയത്ത് ഇത് എന്താ സംഭവം തന്നിട്ടുള്ളത് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടാവും. അങ്ങനത്തെ സമയത്ത് നിങ്ങൾ നോക്കുക യൂണിറ്റ് എന്താ തന്നിട്ടുള്ളത് നോക്കുക, അത് വെച്ചിട്ട് കണ്ടുപിടിച്ച് എഴുതാൻ പറ്റൂ കേട്ടോ. അപ്പൊ ഇങ്ങനെ തരുന്ന നേരിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ ആ യൂണിറ്റ് വെച്ചിട്ടെങ്കിലും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കണേ. അപ്പൊ ഡിസ്ക് സ്പിന്നിങ് അറ്റ് ദ റേറ്റ്, അതായത് ഒമേഗയാണ് വന്നിരിക്കണേ. റേഡിയൻ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആംഗുലാർ സ്പീഡാണ് വന്നിരിക്കുന്നത് അല്ലെ? മീറ്റർ പെർ സെക്കൻഡ് പോലെ. മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ്, റേഡിയൻ ആണ്. ടൈം സെക്കൻഡ് തന്നെയാണ്. അപ്പോൾ റേഡിയൻ പെർ സെക്കൻഡ് ആണ് വരിക. ഓക്കെ, യെസ് ചെയ്യണം. സ്റ്റെപ്സ് അങ്ങനെ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ 27.5
27 radian per second ആണ് ഒമേഗ തന്നിരിക്കുന്നത്. ആൻഡ് സ്ലോഡ് അറ്റ് ദ റേറ്റ് ഓഫ് 10 radian per second square എന്നല്ലേ. അതുകൊണ്ട് തന്നെ നമുക്കത് പറയാം റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ആക്സിലറേഷൻ. ഇതപ്പോൾ ആൽഫയാണ് വന്നിട്ടുള്ളത്, ആംഗുലർ ആക്സിലറേഷൻ ആണ് വന്നിരിക്കുന്നത് 10 radian per second square അല്ലെ. റേഡിയൻ സെക്കൻഡ് റേസ് ടു -2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ radian per second square. Okay, okay. Yes. And the time after which it will come to rest is, restലേക്ക് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ initial angular velocity omega 0 will be 0. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു? ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ വി നമ്മൾ സാധാരണ വിയും യുവും എയും ഒക്കെ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം b = u + at ആണ്. അതേപോലെ ഒരു ഇക്വേഷൻ നമുക്ക് ഏതിന്റെ കേസിലുണ്ട്? യെസ്, റൊട്ടേഷണൽ അനലോഗ് ഉണ്ട് അല്ലെ. ദാറ്റ് ഈസ് റൊട്ടേഷണൽ അനലോഗിൽ സാധാരണ നമ്മൾ എഴുതുക v = u + at ആണ്. ഹിയർ നമുക്ക് വരുന്ന ഇക്വേഷൻ ഇസ് ഒമേഗ = omega 0 + ആൽഫ ടി ആണ്. അപ്പൊ ആൽഫ ടി ഈസ് ഈക്വൽ ടു മക്കളെ നമുക്കറിയാം ഒമേഗ മൈനസ് ഒമേഗ 0 ആയിരിക്കും. ദാറ്റ് ഇസ് ടി ഈസ് ഈക്വൽ ടു ഒമേഗ മൈനസ് ഒമേഗ 0 ഡിവൈഡഡ് ബൈ ആൽഫയാണ് വരിക. ഓക്കെ, ആൻഡ് ടൈം ആഫ്റ്റർ വിച്ച് കം ടു റെസ്റ്റ് അല്ലേ, റെസ്റ്റിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫൈനൽ വെലോസിറ്റി ആഫ്റ്റർ വിച്ച് ഇറ്റ് വിൽ കം ടു റെസ്റ്റ്. ഫൈനൽ വെലോസിറ്റി നിങ്ങൾ എന്ത് ചെയ്യണം? ഫൈനൽ വെലോസിറ്റി നിങ്ങൾ 0 കൊടുക്കണം കേട്ടോ. ഓക്കെ, ഫൈനൽ വെലോസിറ്റി ആണ് 0 കൊടുക്കേണ്ടത്. ഫൈനൽ വെലോസിറ്റി 0 കൊടുക്കുക. ഫൈനൽ വെലോസിറ്റി 0 കൊടുക്കുക. ഇനീഷ്യൽ വെലോസിറ്റി ആണ് ഈ തന്നിട്ടുള്ളത്. ഓക്കെ, ഓക്കെ, റെഡി? യെസ്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒമേഗ അറിയാം 27.5 ആണ് അല്ലെ. അപ്പൊ ഒമേഗ ഞാൻ 27.5 ഇട്ട് കൊടുത്തു. മൈനസ് ഒമേഗ 0 ഇസ് ഒമേഗ 0 ഇസ് 0. ഒമേഗ 0 ആണ് 0. സോറിടാ, ഒമേഗ 0 അല്ല, ഇതിനെന്താ പറയാ? ഒമേഗയാണ് 0. ഒമേഗ 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി ആണ് നമുക്ക് തന്നിരിക്കുന്നത് 27.5 അല്ലെ. അപ്പൊ അത് 27.5 കൊടുക്കുക ഡിവൈഡഡ് ബൈ ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാ? ആൽഫ ഇസ് 10 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 10 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓൾസോ ഇറ്റ് ഇസ് സ്ലോഡ് അറ്റ് ദ റേറ്റ്. സ്ലോ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്താണ്? ആക്സിലറേഷൻ കുറയാണ്, ഡീസലറേഷൻ ആണ്. ഡീസലറേഷൻ ആണ് എന്നുള്ളത് ഇതിന്റെ നെഗറ്റീവ് വാല്യൂ കൊടുത്തോളൂ കേട്ടോ. -10 എന്ന് പറഞ്ഞിട്ട് കൊടുത്തോളൂ. അപ്പൊ -27.5 ഡിവൈഡഡ് ബൈ -10 എന്ന് പറഞ്ഞിട്ട് വരും. സോ മൈനസും കട്ട് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥാനം നിങ്ങൾക്ക് പോയിന്റ് ഇടുക 2.75 സെക്കൻഡ്സ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. 2.75 സെക്കൻഡ്സ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ് വരിക? യെസ്, ഏത് ഓപ്ഷൻ? 2.75 seconds. That is option A. Option A is the right answer. Ready? Clear? Yes. Then next question നോക്കൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Yes. The motion of a cylinder on an inclined plane is. ഒരു സിലിണ്ടർ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മോഷൻ എന്താണ്? ട്രാൻസ്ലേഷനിലാണോ, റൊട്ടേഷണൽ ആണോ, റോളിംഗ് ആണോ, അത് ട്രാൻസ്ലേഷണൽ ബട്ട് നോട്ട് റൊട്ടേഷണൽ, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യാം. ഓക്കെ, ഇറ്റ് ഈസ് റൊട്ടേഷണൽ ബട്ട് നോട്ട് ട്രാൻസ്ലേഷണൽ. ഓക്കെ, അത് വെറുതെ അവിടെ നിന്ന് അതിന്റെ ആക്സിസിൽ മാത്രം കിടന്ന് റൊട്ടേറ്റ് ചെയ്യാണോ ചെയ്യണേ? ഇൻക്ലൈൻഡ് പ്ലെയിനിൽ നടക്കുന്ന സമയത്ത് റൊട്ടേഷൻ മാത്രമാണോ അവിടെ സംഭവിക്കുന്നത്? ട്രാൻസ്ലേഷൻ മോഷൻ ഇല്ലാണ്ടിരിക്കുന്നുണ്ടോ? ഇല്ല, ട്രാൻസ്ലേഷനും ഉണ്ട് അല്ലെ. അത് തിരിഞ്ഞിങ്ങനെ താഴേക്ക് അത് തിരിഞ്ഞെത്തണം എന്നുണ്ടെങ്കിൽ, താഴേക്ക് തിരിഞ്ഞ് ഇൻക്ലൈൻഡ് പ്ലെയിനോട് സ്റ്റാൻഡ് ചെയ്ത് താഴേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അവിടെ ട്രാൻസ്ലേഷൻ മോഷനും ഉണ്ട്. ഓക്കെ, ആൻഡ് ട്രാൻസ്ലേഷൻ ബട്ട് നോട്ട് റൊട്ടേഷൻ. അപ്പൊ ട്രാൻസ്ലേഷൻ മാത്രമാണോ? നേരെ ഇങ്ങനെ നിരങ്ങി വരികയാണോ ചെയ്യണ സിലിണ്ടർ? അല്ല, സിലിണ്ടർ ഉരുണ്ടിട്ടാണ് വരുന്നത്. അവിടെ റൊട്ടേഷനും ഉണ്ട്. ഓക്കെ, ട്രാൻസ്ലേഷൻ ബട്ട് നോട്ട് റോളിംഗ്. ട്രാൻസ്ലേഷണൽ ആണ് പക്ഷെ റോൾ ചെയ്യണില്ല, അങ്ങനെയാണോ? അല്ല. യെസ്, ഇറ്റ് ഈസ് റൊട്ടേഷണൽ, ട്രാൻസ്ലേഷണൽ ആൻഡ് റോളിംഗ്. യെസ്, റൊട്ടേഷനും ഉണ്ട്, ട്രാൻസ്ലേഷനും ഉണ്ട്. ആൻഡ് രണ്ടും കൂടെ ചേർന്ന് നമുക്ക് അവിടെ പറയാം റോളിംഗ് മോഷൻ ആണ് ഉണ്ടാകുന്നത് അല്ലേ. യെസ്, ആൻഡ് റൊട്ടേഷണൽ, റോളിംഗ് ബട്ട് നോട്ട് ട്രാൻസ്ലേഷൻ മോഷൻ. അതാണ് റൊട്ടേഷൻ ഉണ്ട്, റോളിംഗ് ഉണ്ട്, പക്ഷേ ട്രാൻസ്ലേഷൻ അല്ല. അങ്ങനെ ഒരു കോമ്പിനേഷൻ ഇല്ല. അപ്പോൾ നമ്മുടെ 2024 വെച്ചുള്ള ക്വസ്റ്റൻ ആണ്. ഇതപ്പോൾ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതായിരിക്കും വരിക? ഇറ്റ് ഈസ് റൊട്ടേഷണൽ, ട്രാൻസ്ലേഷണൽ ആൻഡ് റോളിംഗ് മോഷൻ. ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. ഓക്കെ, ഓക്കെ, റെഡി? യെസ്, വെരി ഗുഡ്. മൂസിൻ, യെസ്, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, മൂസീന അല്ലേ? മൂസീനയാണ്. ഓക്കെ, റെഡി? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. 2023 ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ യൂണിഫോം തിൻ റോഡ് ഓഫ് മാസ് 3 kilogram has a length of 1 meter. If a point mass 1 kilogram is attached to it at a distance of 40 centimeter from its center, then the center of mass shift by a distance of. ഇത് എനിക്ക് തോന്നുന്നു ഇതാണ് നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ കോൺസെപ്റ്റ് എന്താണ്, എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ സെന്റർ ഓഫ് മാസിന്റെ കോൺസെപ്റ്റ് പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, മക്കളെ നോക്കാം. ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു തിൻ ആയിട്ടുള്ള ഒരു റോഡ് തന്നിട്ടുണ്ട്. ഓക്കെ, തിൻ റോഡ് തന്നിട്ടുണ്ട്. ഈ റോഡിന്റെ കേസിൽ റോഡിന്റെ മാസ് നമുക്ക് തന്നിട്ടുണ്ട് 3 kilogram ആണ്. as a length of 1 meter. If a point mass of 1 kilogram is attached to it, നമ്മൾ എന്ത് ചെയ്യണം? 1 kilogram mass ഉള്ള ഒരു ലോഡ് നമ്മൾ അതിലേക്ക് അറ്റാച്ച് ചെയ്തിടുകയാണ്.
40 സെന്റിമീറ്റർ ഫ്രം ഇറ്റ് സെന്റർ, അതിന്റെ സെന്ററിൽ നിന്നും 40 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ കൊണ്ടുവന്നിട്ട് ഞാൻ 1 കിലോഗ്രാം മാസ് ഉള്ള ഒരു ബോഡി കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്തു. അങ്ങനെയാണെങ്കിൽ സെന്റർ ഓഫ് മാസ് എത്രത്തോളം ഷിഫ്റ്റ് ആയിട്ടുണ്ടായിരിക്കും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഇപ്പൊ 3 കിലോഗ്രാം മാസ് ഉള്ള ഈ ബോഡിക്ക് അതിന്റെ ഓൾമോസ്റ്റ് അതിന്റെ സെന്ററിൽ അതിന്റെ സെന്റർ ഓഫ് മാസ് ഉണ്ട്. ഇവിടെ ആയിരിക്കും അതിന്റെ സെന്റർ ഓഫ് മാസ് ഉണ്ടായിരിക്കും. അതിന്റെ സെന്ററിൽ അതിന്റെ സെന്റർ ഓഫ് മാസ് 0.0 എന്ന് പറഞ്ഞ ഇക്വിലിബ്രിയം പൊസിഷനിൽ അതിന് എന്തുണ്ടായിരിക്കും? സെന്റർ ഓഫ് മാസ് ഉണ്ടായിരിക്കും. എന്നിട്ട് ഞാൻ 1 കിലോഗ്രാം അപ്പുറത്ത് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞ സമയത്ത് അതിന്റെ സെന്റർ ഓഫ് മാസ് എന്ത് ചെയ്തു? കുറച്ച് അങ്ങോട്ട് ഷിഫ്റ്റ് ആവും. അത് എത്ര ഡിസ്റ്റൻസിലേക്ക് ഷിഫ്റ്റ് ആയി എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? യെസ്, അപ്പൊ ചെയ്ത് നോക്കാം. അപ്പൊ സെന്റർ ഓഫ് മാസ് സാധാരണ കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഇവിടെ എക്സ് ആക്സിസിൽ മാത്രമേ ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ. സോ സാധാരണ നമ്മുടെ സെന്റർ ഓഫ് മാസിന്റെ ഇക്വേഷൻ എന്താ? സെന്റർ ഓഫ് മാസ് ആറിന്റെ ഇക്വേഷൻ, ആർ സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ആർ സെന്റർ ഓഫ് മാസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്താണ്? ദാറ്റ് ഈസ് m1r1 പ്ലസ് m2r2 ഹോൾ ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്നാണ് നമ്മൾ ചെയ്യുക. അപ്പൊ ഇവിടുത്തെ കേസിൽ എക്സ് ആക്സിസിൽ മാത്രമേ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുള്ളൂ എന്നുണ്ട്. വൈ ആക്സിസിൽ ഡിസ്പ്ലേസ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എക്സ് സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് എഴുതാലോ. യെസ്, അപ്പൊ എക്സ് സെന്റർ ഓഫ് മാസ് ഇസ് ഈക്വൽ ടു m1x1 പ്ലസ് m2x2 ഹോൾ ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ആണ് വരിക. ഓക്കെ, ഇവിടെ മാസ് 3 ആണ് ഇൻറ്റു ഇനീഷ്യലി അതിന്റെ ഡിസ്റ്റൻസ് ഉണ്ടോ? ഇല്ല. ഇനീഷ്യലി അത് എവിടെയാണ് കിടക്കണേ? സെന്ററിൽ തന്നെയാണ്, അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷനിലാണ് കിടക്കുന്നത്. സോ അതുകൊണ്ട് ഞാൻ 0.0 പോയിന്റിലായതുകൊണ്ട് 0 ഇട്ട് കൊടുക്കുന്നു. പ്ലസ് m2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് 1 ആണ് ഇൻറ്റു x2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് 40 ആണ്. ഓക്കെ, 40 ആണ്. ഓക്കെ, യെസ്, അത് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് അല്ല, 40 ഡിസ്റ്റൻസ് ആണല്ലോ അങ്ങോട്ട് നീങ്ങിയേ. ഓക്കെ, ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് എത്രയാണ്? 3 + 1 that is 4. That is 40. ഇനീഷ്യലി ഉണ്ടാവുന്ന പോയിന്റ് 0 ആവും. 40 ഡിവൈഡഡ് ബൈ 4 ചെയ്യുക, ദാറ്റ് ഇസ് 10 കിട്ടും. 10 ആയിരിക്കും അവിടെ എന്ത് വരികയാണ്? 10 സെന്റിമീറ്റർ ആയിരിക്കും നമ്മുടെ സെന്റർ ഓഫ് മാസ് വരികയാണ്. സെന്റർ ഓഫ് മാസ് എത്രത്തോളം നീങ്ങി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 10 സെന്റിമീറ്റർ നീങ്ങിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, റെഡി. അപ്പൊ മാസ് അത്രത്തോളം അങ്ങോട്ട് നീക്കുമ്പോൾ ഇതിന്റെ സെന്റർ ഓഫ് മാസ് എന്ത് ചെയ്തു? അപ്പൊ ഇനീഷ്യലി ഈ ഒരു പോയിന്റിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ നീങ്ങിയിട്ട് ഒരു 10 സെന്റിമീറ്റർ ഇവിടേക്ക് നീങ്ങിയിട്ട് ഈ പോയിന്റിലായിരിക്കും ഇപ്പൊ അതിന്റെ സെന്റർ ഓഫ് മാസ് ഉണ്ടാവുക. ഓക്കെ, യെസ്. സോ അങ്ങനെയാണെങ്കിൽ അതിന് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. യെസ്, വെരി ഗുഡ്, കറക്റ്റ് ആണ്. ഓക്കെ, റെഡി? യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാ. 2024 ചോദിച്ചിട്ടുള്ളതാണ്. If a block of mass capital M moves with a velocity v in a frictionless horizontal surface towards another block of mass 2m at rest, then the velocity of the center of mass of the system of the block is. Velocity അല്ലേ, സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിന്റെ ഇക്വേഷനും നമുക്കറിയാം. എന്താ ചോദിച്ചിരിക്കുന്നത്? യെസ്, v സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ m1v1 പ്ലസ് m2v2 ഹോൾ ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്ന് പറയുന്നല്ലേ നമ്മുടെ ഇക്വേഷൻ. m1v1 പ്ലസ് m2v2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്ന് പറയുന്നല്ലേ നമ്മുടെ ഇക്വേഷൻ. യെസ്, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷനിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോടാ. ഇപ്പോൾ m1 ഇനീഷ്യലി ഉണ്ടാവുന്ന മാസ് m1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ക്യാപിറ്റൽ M ആണ്. ഇറ്റ് ഈസ് മൂവിംഗ് വിത്ത് വെലോസിറ്റി v. ഓക്കെ, അത് ഫ്രിക്ഷൻലെസ് ഹൊറിസോണ്ടൽ സർഫസ് അനദർ ബോഡി ഓഫ് മാസ് 2m ആണ്, വിച്ച് ഇസ് അണ്ടർ റെസ്റ്റ്, therefore into 0 വരും. ഓക്കെ, റെസ്റ്റിലാണെന്നുള്ളത് തന്നിട്ടുണ്ട്, അതുകൊണ്ട് 0 വരും. ഡിവൈഡഡ് ബൈ m പ്ലസ് m, ദാറ്റ് ഇസ് m പ്ലസ് 2m ചെയ്യാം. ഓക്കെ, ഇതാണ് വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് VCM എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് mv ഡിവൈഡഡ് ബൈ 3m എന്ന് പറയും. mv ഡിവൈഡഡ് ബൈ 3m വരും. ഓക്കെ, m പ്ലസ് m 3m ആണ്. സോ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വരിക? ഇവിടെ m കട്ട് ചെയ്ത് പോയി v ബൈ 3 എന്ന് പറഞ്ഞിട്ട് വരും. സോ വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് വിച്ച് ഈസ് ഈക്വൽ ടു v ബൈ 3 ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി, v ബൈ 3 ഈസ് ദ റൈറ്റ് ആൻസർ. റെഡി? ക്ലിയർ? ഓക്കെ, അപ്പൊ 2024 എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ അത്. സെറ്റ് അല്ലേ? ക്ലിയർ ആണ്? ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കണം. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? സോളിഡ് മെറ്റൽ സിലിണ്ടർ ആണ് കേട്ടോ. ഓക്കെ, സിലിണ്ടർ എ, ഹോളോ മെറ്റൽ സിലിണ്ടർ ബി. അടുത്തത് ഹോളോ സിലിണ്ടർ ആണ്. ഹോളോ സിലിണ്ടറും സോളിഡ് സിലിണ്ടറും തന്നിട്ടുണ്ട്. which has same mass ആണ്, and their radius are in the ratio. റേഡിയസുകൾ തമ്മിൽ ഉണ്ടാവുന്ന റേഷ്യോ 2:1. മാസ് സെയിം ആണെങ്കിലും റേഡിയസ് ഡിഫറെന്റ് ആണ്. റേഡിയസുകൾ തമ്മിലുള്ള റേഷ്യോ വന്നിട്ടുണ്ട് 2:1 ആണ്. And then the ratio of their respective moment of inertia about their own axes. അതിന്റെ about their own axis, എൻഡിലല്ല, അതിന്റെ തന്നെ ആക്സിസിൽ, സെന്റർ ഓഫ് മാസിന് വരെ അതേ സെയിം ആക്സിസിൽ ഉണ്ടാവുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യകളുടെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം മൊമെന്റ് ഓഫ് ഇനേർഷ്യന്റെ ഇക്വേഷൻ ഫോർ എ സോളിഡ് സിലിണ്ടറിന്റെ
മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് mr²/2 ആണ്. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ആർ അല്ലേ തന്നിട്ടുള്ള, പറഞ്ഞിട്ടില്ല, ഓക്കെ ഇട്ടോളൂ. mr²/2 ആണ്. ആൻഡ് ഹോളോ സിലിണ്ടർ ആണ് ബി എന്ന് പറയുന്നത്. ഹോളോ സിലിണ്ടർ ആണ് ബി എന്ന് പറയുന്നത്. അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ mr² ആണ്. അപ്പോൾ ഞാനിതിനായി എ എന്ന് പറഞ്ഞിട്ടും ഇതിന് IB എന്ന് പറഞ്ഞിട്ടും വിളിക്കുകയാണ്. therefore IA/IB ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് mr²/2 ഡിവൈഡഡ് ബൈ mr² ആണ് ചെയ്യേണ്ടത്. ആൻഡ് മാസ് സെയിം ആയതുകൊണ്ട് എം ഞാൻ മാറ്റണമൊന്നുമില്ല. മറ്റത് നമുക്ക് R1 അല്ലെങ്കിൽ RA/RB എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റി എഴുതുന്നു. ആൻഡ് RA/RB എന്ന് പറയുന്ന റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ RA/RB എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 2/1 ആണ്. 2:1 ആണ് റേഷ്യോ. ഓക്കെ. ആൻഡ് ഇവിടെ കട്ട് ചെയ്ത് കളയാനുള്ള സംഗതികളൊക്കെ എനിക്ക് കട്ട് ചെയ്ത് കളയാം. ഇവിടെ എന്തൊക്കെയാണ് കട്ട് ചെയ്ത് കളയാനായിട്ടുള്ളത്? യെസ്, എം നമുക്ക് കട്ട് ചെയ്ത് കളയാം അല്ലേ? എം കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ദാറ്റ് ഈസ് RA² ഡിവൈഡഡ് ബൈ RB² വിച്ച് ഇൻറ്റു 1/2 അല്ലേ? ഇൻറ്റു 1/2 വരും. ഓക്കെ, ദാറ്റ് ഈസ് RA/RB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് 2/1 ആണ് അല്ലേ? RA/RB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2/1 ആണ്. ദാറ്റ് ഈസ് 2/1 ഹോൾ സ്ക്വയർ ഇൻറ്റു 1/2 വരും. ദാറ്റ് ഈസ് 4/2 എന്ന് പറഞ്ഞിട്ട് വരും. ദാറ്റ് ഈസ് 2 അല്ലെങ്കിൽ 2/1 അല്ലെങ്കിൽ 2:1 ഇസ് ദ റേഷ്യോ. 2:1 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കും കേട്ടോ. 2:1 ഇസ് ദ കറക്റ്റ് ആൻസർ. എവിടെയാണ് 2:1? ഓപ്ഷൻ ബി 2:1 ഇസ് ദ റൈറ്റ് ആൻസർ. 2022 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റെഡി സെറ്റ് അല്ലേ? ക്ലിയർ ചെയ്യാൻ കിട്ടിയെന്ന് വെച്ചാൽ യെസ്, വെരി ഗുഡ് മുസീന, യെസ് വെരി ഗുഡ്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, യെസ്, സിമ്പിൾ, യെസ്, ഓക്കെ, കറക്റ്റ് ആണ്. വെരി ഗുഡ്, യെസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. The radius of gyration of a regular solid cylinder. Again solid cylinder കേസാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം സോളിഡ് സിലിണ്ടർ കേസിൽ തൊട്ട് മുന്നേ നമ്മൾ ചെയ്തേ ഉള്ളൂ. അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്കറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ചെയ്യാം. നമുക്കറിയാം മൊമെന്റ് ഓഫ് ഇനേർഷ്യന്റെ ഇക്വേഷൻ is equal to mr²/2 ആണ്. ആൻഡ് റേഡിയസ് ഓഫ് ഗൈറേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ കണക്ട് ചെയ്തിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യന്റെ ഇക്വേഷൻ എന്താണ്? which is equal to mk². ഇതിലപ്പോൾ k² സ്ഥാനത്ത് കിടക്കുന്ന ആളെന്ന് പറയുന്നത് ഇറ്റ് ഈസ് r²/2 ആണ്. ഓക്കെ, റേഡിയസ് നമുക്ക് ക്യാപിറ്റൽ ആർ ആണെന്നുള്ളത് ക്യാപിറ്റൽ ആർ വെച്ചിട്ട് എഴുതിക്കോളൂ കേട്ടോ. ക്യാപിറ്റൽ r²/2 ആണ്. ഓക്കെ, അപ്പൊ റേഡിയസ് ഓഫ് ഗൈറേഷൻ കെ ആണ് നമുക്ക് വേണ്ടേ. അപ്പൊ കെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇതിന്റെ റൂട്ട് എടുക്കുക. റൂട്ട് ഓഫ് r²/2 എടുക്കുക. ദാറ്റ് ഈസ് r/√2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. സോ റേഡിയസ് ഓഫ് ഗൈറേഷൻ ആക്ച്വലി എന്താ വരിക? r/2 ആണ്. therefore ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. r/√2 ഇസ് ദ റൈറ്റ് ആൻസർ. റെഡി കിട്ടി, ചെയ്യാൻ പറ്റി, ഓക്കെ ആണ് എന്ന് വിചാരിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യെസ്, ഓക്കെ. A torque of 1 Newton meter. ടോർക്ക് വന്നിട്ടുണ്ട് 1 Newton meter ആണ്. which is applied to a wheel which is at rest. വീൽ റെസ്റ്റിലായിരുന്നു. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ആഫ്റ്റർ 2 സെക്കൻഡ് 2 സെക്കൻഡ് കൂടെ കഴിഞ്ഞ സമയത്ത് the angular momentum in kilogram meter per second square is. ആംഗുലർ മൊമെന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആംഗുലർ മൊമെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ചെയ്ത് നോക്കാം. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ടോർക്ക് തന്നിട്ടുണ്ട് അല്ലേ? ടോർക്ക് ടോയ്സ് ഈക്വൽ ടു എത്രയാണ്? 1 Newton meter ആണ്. ഓക്കെ, ആൻഡ് ആഫ്റ്റർ t is equal to 2 സെക്കൻഡ് ആണ്. 2 സെക്കൻഡിന് ശേഷം അതിന്റെ ആംഗുലർ മൊമെന്റ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫൈനൽ ആയിട്ടുള്ള ആംഗുലർ മൊമെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ടോർക്കും ആംഗുലർ മൊമെന്റും തമ്മിലുള്ള റിലേഷൻ നമുക്ക് അറിയാം അല്ലെ? ടോർക്കും ആംഗുലർ മൊമെന്റും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ടോർക്ക് is equal to ചേഞ്ച് ഇൻ ആംഗുലർ മൊമെന്റം dl ഡിവൈഡഡ് ബൈ dt ആണ്. dl/dt ആണ്. അപ്പൊ ഇവിടെ dl കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാം? ഫൈനൽ മൈനസ് ഇനീഷ്യൽ ചെയ്യാം. സോ ഫൈനൽ ആംഗുലർ മൊമെന്റം മൈനസ് ഇനീഷ്യൽ ആംഗുലർ മൊമെന്റം ഡിവൈഡഡ് ബൈ ടൈം ചെയ്താൽ മതി. ഇവിടെ നമുക്ക് പറയാം ഇനീഷ്യലി ഇവിടെ റെസ്റ്റിലാണ് എന്നുള്ളതുകൊണ്ട് ഇനീഷ്യൽ ആംഗുലർ മൊമെന്റം എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, Li will be 0 because it is at rest. റെസ്റ്റിലായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കേട്ടോ. ഇനീഷ്യൽ Li is equal to 0 കൊടുക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ LF/T ചെയ്താൽ മതി. LF/T ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ടോർക്ക് കിട്ടും. നമുക്ക് വേണ്ടത് LF ആണ്. LF കിട്ടണമെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ പോരെ. LF is equal to അല്ലെങ്കിൽ ഫൈനൽ ആയിട്ടുള്ള ആംഗുലർ മൊമെന്റം which is equal to ടോർക്ക് ഇൻറ്റു ടൈം ചെയ്താൽ മതി. ടോർക്ക് ഇൻറ്റു ടൈം ചെയ്താൽ മതി. ടോർക്ക് എത്രയാ? ടോർക്ക് 1 ആണ്. ടൈം 2 ആണ്. therefore ഇനീഷ്യൽ ഫൈനൽ ആംഗുലർ മൊമെന്റം എന്ന് പറഞ്ഞാൽ 2 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. 2 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, യെസ്. therefore കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഏതായിരിക്കണം? യെസ്, ഓപ്ഷൻ
C. Option C, 2 is the right answer. Option C, 2 is the right answer. Yes, very good, very good. Amal, yes, very good. Muzina is very good. Simple, yes, very good. Correct ആണ് കേട്ടോ. ഓക്കെ, റെഡി. ഇത്രയേ ഉള്ളൂ. സോ നമുക്ക് റൊട്ടേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറ്റാവുന്ന അല്ലെങ്കിൽ മുന്നേ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. സോ ഗ്രാവിറ്റേഷൻ ചാപ്റ്റർ നിങ്ങൾ നോക്കുക. അതിന്റെ സിലബസ് മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ച് നോക്കുക. സിലബസിൽ ഏതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ, universal law of gravitation, acceleration due to gravity and its variation with altitude and depth. അല്ലേ, with respect to height, with respect to depthലും അതിനുണ്ടാകുന്ന ജിയിൽ ഉണ്ടാകുന്ന വാരിയേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. ഓക്കെ, ആൻഡ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ, എസ്കേപ്പ് വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് ദ സാറ്റലൈറ്റ്, ഇത്രയും കാര്യങ്ങൾ അതിനും ചോദിക്കും. ഓക്കെ ഓക്കെ, റെഡി? യെസ്. ദെൻ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സോ ഗ്രാവിറ്റേഷൻ്റെ കേസിൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് മാസ് എന്താണ് എന്നുള്ള സംഗതി നിങ്ങൾ നോക്കി പോവുക. മാസ് നിങ്ങൾക്കറിയാം, കോസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ച്വലി ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് എം മാസിൽ ഒരു ബോഡി ഉണ്ടെന്നുണ്ടെങ്കിൽ, എർത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ദ ബോഡി ഡ്യൂ ടു വിച്ച് അപ്ലൈ ദ എക്സ്പീരിയൻസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ദാറ്റ് ഇസ് എവറി മാറ്റർ ഇൻ ദ, എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പറയണേ? എവറി മാറ്റർ ഇൻ ദ യൂണിവേഴ്സ് ഈസ് അട്രാക്റ്റഡ് ബൈ എന്താണ്? എവറി അതർ ബോഡി, അല്ലെ? അതർ മാറ്റർ ബൈ എ ഫോഴ്സ്. അതായത് ഈച്ച് ബോഡി അല്ലെങ്കിൽ ഈച്ച് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഈച്ച് ബോഡി ഇൻ ദ ഒബ്ജക്ട്സ് ഇൻ ദ യൂണിവേഴ്സ് ഇസ് അട്രാക്റ്റഡ് ബൈ ഈച്ച് അനദർ, അല്ലെ? ഓരോന്നും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്റ്റഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ അത് തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കും. ഈ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷനെയാണ്, ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? യെസ്, നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് നമ്മൾ പറയുന്നുണ്ടായിരിക്കുക. ആൻഡ് ഓൾസോ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ദ വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. നേച്ചറിൽ ഉണ്ടാകുന്ന ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് നമുക്കറിയാം ന്യൂക്ലിയർ ഫോഴ്സിനെയാണ്. അപ്പൊ ന്യൂക്ലിയർ ഫോഴ്സ് ആയിരിക്കും ഏറ്റവും മാക്സിമം ഉണ്ടായിരിക്കുക. അതിനുശേഷം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ആൻഡ് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ ഓക്കെ, റെഡി? യെസ്. ദെൻ നെക്സ്റ്റ് വൺ, ഗ്രാവിറ്റേഷൻ, ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താണ് സ്റ്റേറ്റ് ചെയ്യണേ എന്നുള്ളതാണ്. ഇപ്പൊ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിന്റെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആദ്യം ആലോചിച്ച് വെക്കുക. ഒന്നുമില്ല, നമ്മളിപ്പോൾ രണ്ട് ബോഡി കൺസിഡർ ചെയ്യണു. ഇപ്പോൾ എം മാസിൽ ഒരു ബോഡി, അടുത്ത ബോഡി ഹാവിംഗ് സ്മോൾ എം ആണ്, വിച്ച് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു മാസസ്. ആ രണ്ട് മാസസുകൾ തമ്മിൽ ഉണ്ടാകുന്ന ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്, രണ്ട് മാസകളുടെയും പ്രൊഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്. സോ എഫ് ഇസ് പ്രൊപ്പോർഷണൽ ടു എം എം ആൻഡ് എഫ് ഇസ് പ്രൊപ്പോർഷണൽ ടു 1/d² എന്നുള്ളത് പറയാം. സോ രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് എനിക്ക് എന്ത് പറയാം? എഫ് പ്രൊപ്പോർഷണൽ ടു എം എം ഡിവൈഡഡ് ബൈ d². ഓക്കെ ഓക്കെ, ദാറ്റ് ഇസ് എഫ് ഇസ് ഈക്വൽ ടു, എനിക്ക് എന്ത് പറയാം? പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനെ മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് വരും GMM ബൈ പ്രൊപ്പോർഷണാലിറ്റി, മീൻസ് പ്രൊപ്പോർഷണൽ സൈൻ മാറ്റിയിട്ട് ഈക്വൽ സൈൻ ആക്കണമെങ്കിൽ നമ്മളൊരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഇടും, വിച്ച് ഇസ് ദ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ക്യാപിറ്റൽ G. സോ എഫ് ഇസ് ഈക്വൽ ടു GMM ബൈ d². ഈ ക്യാപിറ്റൽ G എന്ന് പറയുന്നതാണ് നമ്മുടെ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ്. അതിന്റെ വാല്യൂ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. 6.67 × 10⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആയിരിക്കും വരിക. ഓക്കെ അല്ലേ? ക്ലിയർ ക്ലിയർ, റെഡി, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഇനി ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മക്കളെ, ഇനി ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കിയടാ. എന്താണ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്? യെസ്, എവറി പാർട്ടിക്കിൾ ഓഫ് മാറ്റർ ഇൻ ദ യൂണിവേഴ്സ് ഇസ് അട്രാക്റ്റഡ് ബൈ എവറി അതർ പാർട്ടിക്കിൾ വിത്ത് എ ഫോഴ്സ് ആൻഡ് ദാറ്റ് ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദെയർ masses and is inversely proportional to the square of the distance between the two masses. Okay, okay. And mathematically നമുക്ക് എന്താ എഴുതാം? F proportional to m1 m2, F proportional to 1/r², that is F proportional to m1 m2 by r², that is F is equal to gm1 m2 by r² എന്ന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? വേർ G is the universal gravitational constant. ഇതിൽ G എന്ന് പറയുന്നത് എന്താണ്? G എന്ന് പറയുന്നതാണ് നമ്മുടെ universal gravitational constant എന്ന് പറയുന്നത്. Okay. In vector formula, the force F on the point mass m1 due to another point mass m2 is given by F is equal to gm1 m2 divided by r² r cap എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റും. Ready? Ready? Yes. Then Newton's law of gravitation ആണ്. അതിന്റെ കുറച്ച് ശ്രദ്ധിക്കാനുള്ള കുറച്ച് ടേംസ് ആ കാര്യങ്ങളാണ് പറയുന്നത്. It is only valid for point mass and spherical symmetrical and can be proved but can verify only. നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റില്ല, നമുക്ക് ജസ്റ്റ് വെരിഫൈ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. It always an attractive force ആണ്. And also it is weakest force in nature. നമ്മുടെ നേച്ചറിൽ ഉണ്ടാകുന്ന ഏറ്റവും weakest force ആണ് എന്തെന്ന് പറയുന്നത്? യെസ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. It follows inverse square law. എന്താണ് inverse square law എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയോ?
ഓക്കെ, എന്താണ് ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയോടാ? ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, നമ്മൾ എഴുതിയല്ലോ. ഇപ്പൊ എഫ് ഇസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? എഫ് ഇസ് ഈക്വൽ ടു GM1M2/R², അല്ലെങ്കിൽ GMM/R² ആയിരുന്നു നമ്മൾ എഴുതിയേ അല്ലെ? അതായത് എഫ് പ്രൊപ്പോർഷണൽ ടു 1/R². ഇതുപോലെ താഴെ ഉണ്ടാകുന്ന ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. അതിനെയാണ് നമ്മൾ ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയണേ കേട്ടോ. ഇറ്റ് ഒബീസ് ഇൻവേഴ്സ് സ്ക്വയർ ലോ. ഓക്കെ ഓക്കെ, ആൻഡ് ദിസ് എ ലോങ് റേഞ്ച് ഫോഴ്സ്. അത് ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്, വളരെ കുറച്ച് ഡിസ്റ്റൻസ് മാത്രമല്ല, ഒരുപാട് ഡിസ്റ്റൻസിലേക്ക് അതിന്റെ അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് എ സെൻട്രൽ ആണ് ആൻഡ് ഡസന്റ് ഡിപ്പെൻഡ് ഓൺ മീഡിയം. മീഡിയം ഡിപ്പെൻഡ് ചെയ്യണില്ല. ഇറ്റ് ഇസ് മീഡിയേറ്റഡ് ബൈ ഗ്രാവിറ്റേഷൻ ആൻഡ് റീസൺ ഫോർ സ്റ്റെബിലിറ്റി ഓഫ് ദ യൂണിവേഴ്സ് ആൻഡ് ഫോംസ് ആക്ഷൻ റിയാക്ഷൻ പെയർ. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും മനസ്സിലാക്കി വെക്കുക. ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഓഫ് ഗ്രാവിറ്റേഷൻ ഒന്നുമില്ല, ഈ ലാസ്റ്റ് ഉള്ള സെന്റൻസ് മാത്രം ഒന്ന് ജസ്റ്റ് വെറുതെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. ഇൻ കേസ് എങ്ങാനും സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തത് മാത്രം, ഒന്നുമില്ല. ദ റിസൾട്ടന്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എനി വൺ ഓഫ് ദം ഇസ് ദ വെക്ടർ ഓഫ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സസ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ അതർ പോയിന്റ് മാസസ്. ഓരോ കുഞ്ഞു പോയിന്റ് മാസുകൾ കാരണം ഉണ്ടാവുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സുകളുടെ എല്ലാത്തിനും കൂടിയിട്ടുള്ള വെക്ടർ സമ്മാണ്. ഇതിനെയാണ് നമ്മൾ സൂപ്പർ പൊസിഷൻ എന്ന് പറയാം. ഒന്നുമില്ല, ഇപ്പൊ ഞാനൊരു M1 മാസുള്ള ബോഡി എടുക്കണു, ഇവിടെ M2 മാസുള്ള ബോഡി ഉണ്ട്, ഇവിടെ M3 മാസുള്ള ബോഡി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ M1 മാസുള്ള ബോഡിയും M2 മാസുള്ള ബോഡി വിച്ച് ഇസ് സെപ്പറേറ്റഡ് ബൈ ദ ഡിസ്റ്റൻസ് R2 ആൻഡ് ഇത് വിച്ച് ഇസ് സെപ്പറേറ്റഡ് ബൈ ദ ഡിസ്റ്റൻസ് R3. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് പറയാന്നറിയോ? ഇവിടെ ഉണ്ടാകുന്ന ടോട്ടൽ ആയിട്ടുള്ള ഫോഴ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഫോഴ്സ് ഓൺ M1 ഡ്യൂ ടു M2 പ്ലസ് ഫോഴ്സ് ഓൺ M1 ഡ്യൂ ടു M3 രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ടോട്ടൽ ഫോഴ്സ് കിട്ടണമെങ്കിൽ ഫോഴ്സ് ഓൺ ദ മാസ് M1 ഡ്യൂ ടു ദ മാസ് 2 plus force on the force on the body of mass M1 with the due to mass M3 രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. അത്രേ പറയുന്നുള്ളൂ കേട്ടോ. റെഡി ക്ലിയർ? യെസ്, ദെൻ അത്രേ പറയുന്നുള്ളൂ. ദെൻ നെക്സ്റ്റ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ആണ്. ഓക്കെ Okay, then acceleration due to gravity about the surface of the earth. അപ്പോൾ about the surface of the earth എന്തായിരിക്കും acceleration due to gravity ന്റെ equation? അപ്പോൾ about the surface of the earth എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോയിന്റ് മാസ് m അറ്റ് ഹൈറ്റ് h above the surface of the earth നമ്മൾ കൺസിഡർ ചെയ്യണം. നമ്മളൊരു സോളിഡ് സ്ഫിയർ മീൻസ് എർത്ത് കൺസിഡർ ചെയ്യണം. എർത്തിന്റെ സെന്ററിൽ നിന്നും ആ സർഫസിലേക്ക് ഉണ്ടാകുന്നതാണ് അതിന്റെ റേഡിയസ്. ആ റേഡിയസിൽ നിന്നും ഒരു h ഹൈറ്റിൽ നമ്മളൊരു പോയിന്റ് അല്ലെങ്കിൽ സർഫസിൽ നിന്ന് ഒരു h ഹൈറ്റിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ പോയിന്റിൽ ഉണ്ടാകുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും അതുപോലെ സർഫസിൽ ഉണ്ടാകുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും ആക്ച്വലി എന്താണ്? ഡിഫറെന്റ് ആണ്. അതിൽ തമ്മിൽ എന്തുണ്ടായിരിക്കും? ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ assume that the radius of the earth and mass of the earth can be me. Now as we know that the mass of the earth is considered at its center ആണെന്നുള്ളത് നമുക്ക് അറിയാം. അപ്പോൾ ആ റിലേഷൻ എങ്ങനെ എഴുതാന്ന് വെച്ചാൽ സർഫസിൽ ഉണ്ടാവുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ F is equal to GMM/R² ആണ്. അങ്ങനെയാണെങ്കിൽ അറ്റ് ഹൈറ്റ് എച്ചിൽ ഉണ്ടാവുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഴ്സിന്റെ ഇക്വേഷൻ F is equal to GMM divided by എന്ത് ചെയ്താൽ മതി? വെറും R അല്ല, R+H. ഒരു h ഹൈറ്റ് മുകളിലേക്ക് ഉണ്ട്, therefore R+H the whole square ആണ്. എന്നിട്ട് ഇത് രണ്ടും കൂടെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ ഇക്വേഷൻ കിട്ടും. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അതായത് F is equal to mg ആണല്ലോ. സോ ഇത് is also this is mg and this is mass into gh, acceleration due to gravity due to a height h. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടെ നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇവിടെ M ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജിന്റെ ഇക്വേഷൻ കിട്ടും നിങ്ങൾക്ക്. ജിന്റെ ഇക്വേഷൻ GM/R² ആൻഡ് GHന്റെ ഇക്വേഷൻ GM/R+H the whole square ആണ്. എന്നിട്ട് നമ്മൾ രണ്ടും കൂടെ ഡിവൈഡ് ചെയ്ത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നോക്കാം. യെസ്, GH/G എന്ന് പറഞ്ഞിട്ടുള്ള റിലേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? GH is equal to G/R+H the whole square divided by R² എന്ന് പറഞ്ഞിട്ട് കിട്ടും കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ GH is equal to G into R²/R+H the whole square, അല്ലെങ്കിൽ GH is equal to GR² divided by R² into 1+R² by 1+H/R the whole square എന്ന് കിട്ടും. അല്ലെങ്കിൽ അതിന് നമ്മൾ ഒരു കണ്ടീഷൻ കൊടുക്കണം. if suppose h is much less than r, അതായത് നമ്മൾ റേഡിയസ് ഓഫ് ദി എർത്ത് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആ ഹൈറ്റ് വളരെ ചെറിയ ഹൈറ്റ് ആണെങ്കിൽ അതിന് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ, ആ കേസിൽ മാത്രമേ നമ്മൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് കുറച്ചും കൂടെ അക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത്
ഹൈറ്റ് വളരെ ചെറുതാണെന്ന് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. 1 - 2h/r എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഇനി ഹൈറ്റിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് ഇൻഫർമേഷൻസ് കാര്യങ്ങളൊന്നും തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്താണെന്ന് അറിയോ? GH is equal to G into r² / r + h² എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ എഴുതണം കേട്ടോ. GH is equal to അല്ലെങ്കിൽ G into r/r + h the whole square ഈ ഇക്വേഷൻ എഴുതണം. അല്ലെങ്കിൽ r² / r + h whole square എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ എഴുതണം. ഓക്കെ ആണ്? ക്ലിയർ ആണ്? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. r² / r + h the whole square കേട്ടോ. r² / r + h the whole square. നിങ്ങൾ അങ്ങനെ തന്നെ എഴുതിക്കോളൂ. ഇനി അതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവണ്ട. GH is equal to G into r² / G into r² / r + h the whole square. ഇതായിരിക്കണം ഇക്വേഷൻ നിങ്ങൾ എപ്പോഴും ചൂസ് ചെയ്ത് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, സെറ്റ് ആണോ? സെറ്റ് ആണോ? യെസ്, റെഡി. ദെൻ വാരിയേഷൻ വിത്ത് ഡെപ്ത് ആണ്. വിത്ത് ഡെപ്ത് നിങ്ങൾ എന്ത് നോക്കുക? ഇവിടെയും ഇക്വേഷൻ എന്ത് വരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എർത്ത് കൺസിഡർ ചെയ്യണു. എർത്തിന്റെ സർഫസിൽ ഉണ്ടാവുന്ന റേഡിയസ് ആണെങ്കിൽ ആ ഡിസ്റ്റൻസ് ആണ് r എന്ന് പറയുന്നത്. ദെൻ അതിൽ നിന്നും ഒരു ഡെപ്ത് d ഡിസ്റ്റൻസ് നമ്മൾ എടുക്കുക. ഇപ്പം ഇത്രയും ഒരു ഡിസ്റ്റൻസ് സർഫസിൽ നിന്നും ഒരു ഇത്രയും ഡിസ്റ്റൻസ് d വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടോട്ടൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? വിച്ച് ഇസ് ഈക്വൽ ടു r - d ആയിരിക്കും. r - d ആയിരിക്കും. അപ്പം ആ ഒരു പോയിന്റിൽ, ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഉണ്ടാവുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തായിരിക്കും? ഇക്വേഷൻ GDന്റെ ഇക്വേഷൻ ആണ് നമ്മൾ ഫൈനലി കണ്ടുപിടിക്കുന്നത്. ഇവിടെയും നമ്മൾ മാസിന്റെയും വോളിയത്തിന്റെയും ഒക്കെ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫൈനലായിട്ട് നമ്മൾ കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ GH is equal to GD is equal to G into 1 - d/r ആയിരിക്കും. G into 1 - d/r ആയിരിക്കും. ഇതിന് പ്രത്യേകിച്ച് കണ്ടീഷൻ ഒന്നുമില്ല. ഇക്വേഷൻ തന്നെ ചൂസ് ചെയ്താൽ മതി എല്ലാ കേസിലും. ഓക്കെ ഓക്കെ, G into 1 - d/r. മറ്റേലാണെങ്കിൽ GH is equal to G into r² / r + h the whole square കേട്ടോ. ഓക്കെ, റെഡി ആണ്? സെറ്റ് അല്ലേ? ഓക്കെ ആണല്ലോ? യെസ്. ഇനി നെക്സ്റ്റ് നോക്കുക. ഡ്യൂ ടു വാരിയേഷൻ ഓഫ് ഷേപ്പ് ഓഫ് ദി എർത്ത് കാരണം ആക്ച്വലി എന്തുണ്ടായിരിക്കും? നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ ചെറിയ ചേഞ്ച് ഉണ്ടായിരിക്കും. നിങ്ങൾക്കറിയാം നമ്മുടെ ഇക്വേറ്ററിൽ ഉണ്ടാകുന്ന G ആവില്ല, പോളിൽ ഉണ്ടാകുന്ന G എന്ന് പറയുന്നത്. ഇക്വേറ്ററിലേക്ക് കുറച്ചുകൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇക്വേറ്ററിൽ Gന്റെ വാല്യൂ കുറവായിരിക്കും. Gന്റെ വാല്യൂ കുറവായിരിക്കും. പോൾസിലേക്ക് Gന്റെ വാല്യൂ കൂടുതലായിരിക്കും. Gന്റെ വാല്യൂ കൂടുതലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇക്വേറ്ററിൽ കുറച്ചുകൂടി ഡിസ്റ്റൻസ് കൂടുതലാണ്. സോ ദപ്പോൾ നമ്മൾ ഡിവൈഡഡ് ബൈ G is equal to Gm/r² ആണ് ചെയ്യണത്. അപ്പോൾ ആറിന്റെ വാല്യൂ കൂടുമ്പോൾ അല്ലേ, G is equal to Gന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, Gm/r² ആണ്. അപ്പോൾ ഈ ആറിന്റെ വാല്യൂ കൂടുമ്പോൾ എന്ത് ചെയ്യും? Gന്റെ വാല്യൂ കുറയും. ഇക്വേറ്ററിൽ ആറിന്റെ വാല്യൂ കൂടുതലാണ് കമ്പയർഡ് ടു പോൾസിൽ. സോ അതുകൊണ്ട് തന്നെ Gന്റെ വാല്യൂ കുറവായിരിക്കും ഉണ്ടാവുക. ആൻഡ് പോൾസിലേക്ക് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ആറിന്റെ വാല്യൂ കുറവാണ്. ആറിന്റെ വാല്യൂ കുറയുമ്പോൾ മൊത്തമുള്ള Gന്റെ വാല്യൂ എന്ത് ചെയ്യും? കൂടും. ഇപ്പോൾ പോൾസിൽ Gന്റെ വാല്യൂ അല്ലെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ വാല്യൂ എന്തായിരിക്കും വരിക? കൂടുതലായിരിക്കും വരിക. ഓക്കെ അല്ലേ? റെഡി? യെസ്. അപ്പോൾ ആ ഒരു കമ്പാരിസൺ തന്നിട്ടുണ്ട്. റേഡിയസ് തമ്മിലുണ്ടാവുന്ന റിലേഷൻ തന്നിട്ടുണ്ട് കേട്ടോ. യെസ്. Okay, approximately radius of the earth is equal to, yes, poles, equator is equal to poles ഉണ്ടാകുന്ന radius plus 21 kilometer. അതായത് പോൾസിൽ ഉണ്ടാകുന്നതിനെക്കാട്ടും ആ ഒരു റിലേഷൻ ആറിന്റെ വാല്യൂ ഡിഫറെന്റ് ആണ്. ഇക്വേറ്ററിൽ പോൾസിൽ ഉണ്ടാകുന്ന റേഡിയസിനെക്കാട്ടും 21 കിലോമീറ്റർ കൂടുതലാണ്. അപ്പോൾ ആറിന്റെ വാല്യൂ കൂടുമ്പോൾ Gന്റെ വാല്യൂ കുറവായിരിക്കും വരിക കേട്ടോ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആണ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്താന്നുള്ള സംഭവം നോക്കുക. Okay, yes. The potential potential is the work done due to its position in gravitational field is called gravitational potential energy. The work done to bringing a mass. It is the work done in bringing a mass m from infinity to the point in the gravitational field without the change in kinetic energy is called gravitational potential energy. Okay, അപ്പോൾ gravitational potential energy എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല. ഒരു m മാസ്സുള്ള ബോഡീനെ നമുക്ക് എന്ത് ചെയ്യണം? m മാസ്സുള്ള ബോഡീനെ from infinity to that particular പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വർക്ക് ഡൺ ആണ് gravitational പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഇന്ന ഗ്രാവിറ്റേഷൻ ഫീൽഡിൽ ഒരു m മാസ്സുള്ള ബോഡീനെ നമ്മൾ ഒരു പോയിന്റിലേക്ക് ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വർക്ക് ഡൺ ആണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ആൻഡ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി യുവിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? യു ആണ്. പൊട്ടൻഷ്യൽ എനർജി ഇസ് റെപ്രസെന്റഡ് ബൈ യു ആണ്. വേർ യു ഇസ് ഈക്വൽ ടു Gmm/-Gmm/r ആയിരിക്കും വരിക. ഓക്കെ, ready
റെഡി യെസ്. ഇനി അങ്ങനെയാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കിട്ടി, പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ എങ്ങനെ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻ ആണ് വന്നിരിക്കുന്നത്. ദാറ്റ് ഇസ് W = ഇന്റഗ്രൽ F ഡോട്ട് dr ആണ്. നമ്മൾ വർക്ക് ഡൺ ആണല്ലോ, അപ്പോൾ ഇന്റഗ്രൽ ഫ്രം ഇൻഫിനിറ്റി ടു r, എഫ് എന്ന് പറയുന്നത് gmm/r² dr കൊടുക്കുക. അപ്പോൾ 1/r² dr വരും. 1/r²ന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് -1/r ആണ്. അങ്ങനെയാണ് u = -gmm/r എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടായിരിക്കുക? യെസ്, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി കിട്ടിയിട്ടുണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ, ready. Then next one is gravitational potential energy. Gravitational potential energy നമ്മൾ പറഞ്ഞു. Then പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ ഡിഫറൻസും കൂടെ നോക്കുക. ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ m മാസുള്ള ബോഡീനെയാണ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു യൂണിറ്റ് മാസിന് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വർക്ക് ഡൺ ആണ്. അപ്പോൾ യൂണിറ്റ് മാസ് എന്ന് പറയുന്ന സമയത്ത് അവിടെ gmm/r ആയിരുന്നെങ്കിൽ ഇവിടെ എന്തേ വരുള്ളൂ? gm/r വരുള്ളൂ. ഒരൊറ്റ മാസം, ഒരു മാസത്തിന് യൂണിറ്റ് മാസ് അല്ല, അപ്പോൾ ഒരു മാസം എന്തായിട്ട് പോകും? divided by m ആയിട്ട് പോകും. Therefore it is the amount of work done to move a unit mass from infinity to that another point, അല്ലേ? ഫ്രം യൂണിറ്റ് മാസ്, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. യൂണിറ്റ് മാസിനെ ഫ്രം ഇൻഫിനിറ്റി ടു അനദർ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വർക്ക് ഡൺ ആണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? V = gm/r ആയിട്ട് മാറും. ദെൻ പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഇക്വേഷൻ ഉണ്ടായിരുന്നത് ഇറ്റ് ഈസ് gmm/r ആയിരുന്നു, gm1m2/r ആയിരുന്നു. ആൻഡ് പൊട്ടൻഷ്യൽ ആണെന്നുണ്ടെങ്കിൽ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു gm/r ആയിരിക്കും വരിക. ഓക്കെ, ക്ലിയർ ആണോ? സെറ്റ് ആണോ? ഓക്കെ ആണോടാ? ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കണു, ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇസ് എസ്കേപ്പ് വെലോസിറ്റി ആണ്. എസ്കേപ്പ് വെലോസിറ്റി എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ വെലോസിറ്റി ബൈ വിച്ച് ഒബ്ജക്റ്റ് ഈസ് പ്രൊജക്റ്റഡ് ഫ്രം ദ ഫീൽഡ് ഓഫ് പ്ലാനറ്റ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ എസ്കേപ്പ് ഔട്ട്. ഓക്കെ, അതായത് എർത്തിന്റെ ആ ഒരു ഗ്രാവിറ്റേഷൻ ഫീൽഡിൽ നിന്നും ഇതിന് എസ്കേപ്പ് ഔട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള അതിന്റെ സ്പീഡ് എത്രയാണ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? യെസ്, എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുക. വെലോസിറ്റി ബൈ ഒബ്ജക്റ്റ് ഈസ് പ്രൊജക്റ്റഡ് ഫ്രം ദ ഫീൽഡ് ഓഫ് പ്ലാനറ്റ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ എസ്കേപ്പ് ഔട്ട്. പുറത്തേക്ക് എസ്കേപ്പ് ഔട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള വെലോസിറ്റി ആയിരിക്കും വരിക. അതിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇക്വേഷൻ എസ്കേപ്പ് വെലോസിറ്റിന്റെ ഇക്വേഷൻ ഇസ് V = √gm/r ആണ് കേട്ടോ, അല്ലെങ്കിൽ √2gr എന്ന് പറയാം. √gm/r അല്ലെങ്കിൽ √2gr ആണ്. എർത്തിന്റെ കേസിൽ, എർത്തിന്റെ ഫീൽഡിൽ അതിന്റെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ട് എത്രയായിരിക്കണം? 11.2 km/s ആണ്. അപ്പോൾ പെർ സെക്കൻഡിൽ 11.2 km ട്രാവൽ ചെയ്യാൻ അത്രയും ഉള്ള സ്പീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ, 11.2 km/s ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ എർത്തിന്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡിനെ ഓവർകം ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പുറത്തേക്ക് എസ്കേപ്പ് ഔട്ട് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, റെഡി. Therefore V is equal to √2gm/r ആണ് ഇക്വേഷൻ, which is equal to √2gr. ഓക്കെ, ഈ വാല്യൂ നോക്കി വെക്കുക, 11.2 km/s ആണ്. ഇത് എർത്തിന്റെ കേസിലാണ്. വേറെ പ്ലാനറ്റ്സ് വരുമ്പോൾ അതിന്റെ വാല്യൂ മാറ്റം വരും കേട്ടോ. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് നമ്മളിപ്പോൾ ഇതിൽ വരെ പറഞ്ഞിട്ടുള്ള എല്ലാ ഫോർമുലാസും കണക്ട് ചെയ്ത് ഒന്നുകൂടി എഴുതി വെച്ചിട്ടുണ്ട്. സോ ഫോഴ്സിന്റെ ഇക്വേഷൻ ഇസ് F is equal to gmm/r² ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? F is equal to gmm/r² ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ഓക്കെ യെസ്, ഒന്നും കൂടെ വരച്ചു തരാം. ഇക്വേഷൻ നോക്കാം. ഓക്കെ, F is equal to gmm/r² ആണ്. ആൻഡ് ഇവിടെ E എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ആണ്. ഇന്റൻസിറ്റിന്റെ ഇക്വേഷൻ വരുന്നുണ്ടായിരിക്കും. ഇറ്റ് ഇസ് ഈക്വൽ ടു gm/r² ആണ്. ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് -gmm/r ആയിരിക്കും വരിക. ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, പൊട്ടൻഷ്യൽ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് -gm/r ആയിരിക്കും നമ്മുടെ ഇക്വേഷൻ വരിക കേട്ടോ. ഓക്കെ, റെഡി, ക്ലിയർ? യെസ്, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ ഇതുവരെ പറഞ്ഞുള്ള ഇക്വേഷൻസ് നിങ്ങൾ നോക്കുക. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. നമ്മൾ പറഞ്ഞു അല്ലടാ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കേസസും കൂടെ ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചോളൂ. അതിന് ശേഷം കെപ്ലേഴ്സ് ലോസ് ആണ്. കെപ്ലേഴ്സ് ലോസിൽ മെയിൻലി 3 ലോസ് ആണ്. സോ ഫസ്റ്റ് ലോ ഇസ് ലോ ഓഫ് ഓർബിറ്റ് ആണ്. ലോ ഓഫ് ഓർബിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, എവറി പ്ലാനറ്റ്സ് അല്ലെ, സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നുണ്ടായിരിക്കും ഒരു എലിപ്റ്റിക്കൽ പാത്തിലാണ്. വേർ സൺ ഈസ് ലൊക്കേറ്റഡ് അറ്റ് വൺ ഓഫ് ദെയർ ഫോക്കസ്. അത്രേ ഉള്ളൂ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സണ്ണ് എടുക്കണം. സണ്ണ് നമുക്കറിയാം ഒരു എലിപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഫോക്കസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ഫോക്കസിൽ സണ്ണ് ലൊക്കേറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ അതിനെ സെൻട്രൽ ആക്കിയിട്ടായിരിക്കും അല്ലെങ്കിൽ അതിന് എലിപ്റ്റിക്കൽ ആയിട്ടായിരിക്കും, എലിപ്റ്റിക്കൽ പാത്തിലായിരിക്കും ആര് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കുക? പ്ലാനറ്റ്സ് എല്ലാം റിവോൾവ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കുക. ഓക്കെ, ദാറ്റ് ഇസ് ലോ ഓഫ് ഓർബിറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഓൾ പ്ലാനറ്റ്സ് വിച്ച് ഇസ് മൂവ്സ് ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് വിത്ത് സൺ ലൊക്കേറ്റഡ് അറ്റ് വൺ ഓഫ് ദെയർ ഫോക്കൈ ഓഫ് ദി എലിപ്സ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ പെരിഹീലിയനും എഫീലിയനും ആണ് പറയുന്നത്. ആൻഡ്
അത്രയും നിങ്ങൾ നോക്കിയാൽ മതി. ബാക്കിയുള്ള എക്സെൻട്രിസിറ്റീൻ്റെ സംഭവങ്ങളൊന്നും ആവശ്യമില്ല, കുഴപ്പമില്ല. ദെൻ നെക്സ്റ്റ് വൺ ഇസ് കെപ്ലേഴ്സ് ലോസിന്റെ സെക്കൻഡ് ലോ ആണ്, ദാറ്റ് ഇസ് ലോ ഓഫ് ഏരിയ ആണ് പറയുന്നത്. ലോ ഓഫ് ഏരിയ എന്താ പറയുന്നത് എന്നുള്ളത് നോക്കൂ. The line that joins the planet to the sun sweeps equal areas in equal intervals of time. ഒന്നുമില്ലടാ, നമ്മളിപ്പോൾ ഒരു പ്ലാനറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ പ്ലാനറ്റിന്റെ വൺ ഓഫ് ദിയർ ഫോക്കൈ നിങ്ങൾക്ക് അറിയാം ആര് ലൊക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, സൺ ലൊക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് അതിന്റെ ചുറ്റോറും ആ സണ്ണിന്റെ ചുറ്റോറും ആണ് എന്തുണ്ടാവുക, പ്ലാനറ്റ് റിവോൾവ് ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെ, പ്ലാനറ്റ് റിവോൾവ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇപ്പൊ സപ്പോസ് ഈ പ്ലാനറ്റ് അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം ഈ ഒരു പോയിന്റിലായിരുന്നു ഉണ്ടായിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന്റെ പൊസിഷൻ ഇങ്ങോട്ട് മാറി എന്ന് വിചാരിക്കാം. ഇങ്ങോട്ട് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അത് മൊത്തത്തിൽ എത്രത്തോളം ഏരിയ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും, ഞാൻ നോക്കുകയാണെങ്കിൽ ഇത്രയും ഏരിയ അത് കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇതിപ്പോ ഒരു 10 സെക്കൻഡിലാണെന്ന് വിചാരിക്കാം. അടുത്ത അതേ സെയിം ഇന്റർവെൽ ഓഫ് ടൈമിൽ ഞാൻ വീണ്ടും ഇവിടെയാണ് ഇപ്പോൾ പ്ലാനറ്റ് റിവോൾവ് ചെയ്ത് ഈ ഒരു പോയിന്റിലേക്ക് എത്തിയെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ വീണ്ടും ഒരു 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ഇവിടേക്ക് എത്തിയിട്ടുള്ളൂ കേട്ടോ, ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ഇവിടേക്ക് എത്തിയിട്ടുള്ളൂ. അവിടെ അത് കവർ ചെയ്തിട്ടുള്ള ഏരിയ എത്രയായിരിക്കും വരിക, ഇത്രയാണ് വരുന്നുണ്ടായിരിക്കാം. അപ്പൊ എന്താണ് കെപ്ലേഴ്സ് സെക്കൻഡ് ലോ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലോ ഓഫ് ഏരിയ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈക്വൽ ഏരിയ ആയിരിക്കും, ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ അത് കവർ ചെയ്യുന്ന ആ പ്ലാനറ്റ് സ്വീപ്പ് ചെയ്യണത് ഈക്വൽ ഏരിയാസ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. അതായത് ഇതിന്റെ സ്പീഡിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അതായത് വളരെ ക്ലോസർ ആയിട്ടുള്ള പോയിന്റിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സ്പീഡ് വളരെ കൂടുതലായിരിക്കും. ആൻഡ് ലോങ്ങർ പോയിന്റിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സ്പീഡ് വളരെ കുറവായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ ഏരിയ കവർ ചെയ്യും, ഇവിടെ കുറച്ച് ഏരിയ കവർ ചെയ്യും, അങ്ങനെയൊന്നുമില്ല. മൊത്തത്തിലുള്ള ഏരിയ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ ടോട്ടൽ ഏരിയ എന്തായിരിക്കും, സെയിം ആയിരിക്കും. വിച്ച് മീൻസ് ഇറ്റ് സ്വീപ്സ് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. ഇവിടെ 10 സെക്കൻഡിൽ കവർ ചെയ്യുന്ന അതേ ഏരിയ തന്നെയാണ് അടുത്ത 10 സെക്കൻഡിൽ കവർ ചെയ്യുക. അടുത്ത 10 സെക്കൻഡിൽ വീണ്ടും അതേ സെയിം ഏരിയ ആയിരിക്കും. ഇവിടെ ഞാൻ വീണ്ടും ഒരു 10 സെക്കൻഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, യെസ്, ഇതേ സെയിം ഏരിയ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. വിച്ച് മീൻസ് ദ പ്ലാനറ്റ്, നമ്മൾ പ്ലാനറ്റും അതുപോലെ സണ്ണും തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ള ലൈറ്റ്സ് വെച്ച് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വീപ്സ് ഔട്ട് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. അപ്പോൾ ദ ലൈൻ ദാറ്റ് ജോയിൻസ് എനി പ്ലാനറ്റ് ടു ദ സൺ, ഇതിന്റെ ഒരു പ്ലാനറ്റും സണ്ണും വെച്ചിട്ട് ജോയിൻ ചെയ്യുന്ന ലൈൻസ് നമുക്ക് ഈക്വൽ ഏരിയാസ് ആയിരിക്കും, ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ ചെയ്യുന്നുണ്ടായിരിക്കുക. അല്ലെങ്കിൽ ഏരിയ വെലോസിറ്റി വിൽ ബി എ കോൺസ്റ്റന്റ്, ദാറ്റ് ഇസ് A/T വിൽ ബി എ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻസ് പറയാം. ദാറ്റ് ഇസ് d/dt is equal to constant അല്ലെങ്കിൽ A/T is equal to a constant. The point P moves around. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു തിയോറിക്കൽ ആയിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ കാണിച്ചു തരാം. ഇത് അതേ സെയിം തന്നെയാണ് പറയുന്നത്. ഇവിടെ കവർ ചെയ്യുന്ന ഈ ഏരിയ എന്ന് പറയുന്നതും ഈ ഏരിയ എന്ന് പറയുന്നതും ഈ ഏരിയ എന്ന് പറയുന്നതും ഈ ഏരിയയും എല്ലാ ഏരിയാസും എന്ത് തന്നെയാണ്, എല്ലാത്തിൻ്റെയും വാല്യൂസ് സെയിം ആണ് ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ. ഓക്കെ ഓക്കെ, ക്ലിയർ, പറഞ്ഞ കാര്യം സെറ്റ് ആണ്, ഓക്കെ ആണ്, മനസ്സിലായെന്ന് വിചാരിക്കണു. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് കെപ്ലേഴ്സ് തേർഡ് ലോ ആണ്. കെപ്ലേഴ്സ് തേർഡ് ലോയിൽ പറയുന്നത് എന്താ സംഭവം, ഇത് തന്നെയാണ്, ആകെ കൂടെ ഒന്നുമില്ല, ഇക്വേഷൻ മാത്രം ആലോചിച്ചാൽ മതി. T² is proportional to A cube, ദാറ്റ് ഇസ് ടൈം പീരീഡ് എന്ന് പറയുന്നത് ക്യൂബ് ഓഫ് എ അല്ലെ, ക്യൂബ് ഓഫ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെമി മേജർ ആക്സിസിന്റെ ക്യൂബിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, ദ സ്ക്വയർ ഓഫ് ദ ടൈം പീരീഡ് ഓഫ് ദ റെവല്യൂഷൻ ഓഫ് ദ പ്ലാനറ്റ് അല്ലെ, സണ്ണ് ഇത് പ്ലാനറ്റ് റിവോൾവ് ചെയ്യണതിന്റെ ടൈം പീരീഡ് എന്നതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദ സെമി മേജർ ആക്സിസ് ഓഫ് ദി എലിപ്സ്. എലിപ്സിന്റെ സെമി മേജർ ആക്സിസിന്റെ ക്യൂബിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇത്രയേ ഉള്ളൂ. ദ ലോ ഓഫ് പീരിയഡ്സ്, ഇതിന് നമ്മൾ ലോ ഓഫ് പീരിയഡ്സ് എന്നാണ് പറയുക. അപ്പോൾ ഫസ്റ്റ് ലോനെ നമ്മൾ ലോ ഓഫ് ഓർബിറ്റ് എന്ന് പറഞ്ഞു, സെക്കൻഡ് ലോ ഇസ് ലോ ഓഫ് ഏരിയ, ആൻഡ് തേർഡ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇറ്റ് ഇസ് ദ ലോ ഓഫ് പീരിയഡ്. അപ്പൊ കറക്റ്റ് ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ, കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ, കെപ്ലേഴ്സ് സെക്കൻഡ് ലോ, കെപ്ലേഴ്സ് തേർഡ് ലോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കണം എന്നില്ല. കെപ്ലേഴ്സ് ലോ ഓഫ് ഓർബിറ്റ്, കെപ്ലേഴ്സ് ലോ ഓഫ് ഏരിയ ആൻഡ് കെപ്ലേഴ്സ് ലോ ഓഫ് പീരിയഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയണം. ഓക്കെ, എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കേട്ടോ. ആൻഡ് T is the time period of revolution of the planet and A is the semi major axis of the elliptical orbit traced out by the planet. And T² is proportional to A cube, that is T² is equal to K A cube എന്നാണ് മാത്തമാറ്റിക്കലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. റെഡി യെസ്. എടാ നമ്മൾ എ എന്നുള്ളതിന് പകരം 6 നടത്താനും കുഴപ്പമില്ല കേട്ടോ. അവിടെ സെമി മേജർ ആക്സിസിന് ഞാൻ എ എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യണു, 6 എന്ന് പറഞ്ഞിട്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. എ എന്ന് പറഞ്ഞത് എന്താ ഉദ്ദേശിക്കണേന്ന് ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. അത് ഏത് വെച്ചിട്ട് വേണമെങ്കിലും റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, റെഡി സെറ്റ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ സാറ്റലൈറ്റ്സിനെ പറ്റിയിട്ടായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർബിറ്റൽ വെലോസിറ്റി, അതായത് സണ്ണിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാനറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം പ്ലാനറ്റിന് ചുറ്റും സാറ്റലൈറ്റ്, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് പോകുന്നുണ്ടായിരിക്കും. ആ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഓർബിറ്റ് ചെയ്യുന്ന സ്പീഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, അത് മൂവ് ചെയ്യുന്ന സ്പീഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഓർബിറ്റൽ വെലോസിറ്റി എന്ന് നമ്മൾ പറയുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയാം. അപ്പോൾ ഓർബിറ്റൽ വെലോസിറ്റി എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലെറ്റ് us consider a satellite of mass m revolving around the earth with a speed of v0 in a circular orbit of radius r plus h, where r is the radius of the earth. then അതെല്ലാം വെച്ച് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഫൈനൽ ഇക്വേഷൻ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓർബിറ്റൽ വെലോസിറ്റിന്റെ എന്താണ് ഫൈനൽ ഇക്വേഷൻ, v is equal to root 2
റൂട്ട് GM/R അല്ലേ, അല്ലെങ്കിൽ രണ്ട് തമ്മിലുള്ള റിലേഷൻ നോക്കാം. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി ആണെങ്കിൽ ഇറ്റ് ഈസ് റൂട്ട് 2GM/R ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ഓർബിറ്റൽ വെലോസിറ്റിന്റെ ഇക്വേഷൻ ഇസ് റൂട്ട് GM/R ആണ്. അങ്ങനെയെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റിയും ഓർബിറ്റൽ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? ദാറ്റ് ഇസ് V is equal to റൂട്ട് 2 ടൈംസ് ഓഫ് V0 ആയിരിക്കും വരിക. വേർ V0 അല്ലെങ്കിൽ VO പറയാം, അല്ലെങ്കിൽ V0 എന്ന് പറയാം. വേർ VO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ ഓർബിറ്റൽ വെലോസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് GM/R. ഓക്കെ ഓക്കെ, ഈ റിലേഷൻ പഠിച്ചു വയ്ക്കുക. റിലേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്ടായിരിക്കും? യെസ്, പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയണം കേട്ടോടാ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സെറ്റാണ്. ഓക്കെ, റെഡി റെഡി റെഡി. യെസ്, ദെൻ നെക്സ്റ്റ് നമ്മൾ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റും പോളാർ സാറ്റലൈറ്റും കൂടെ അതിൽ പറയുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോവാം. ആ സാറ്റലൈറ്റ് ന്യൂസിൽ പോണ മക്കൾക്ക് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാത്തവർ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോ, വെറുതെ ഒന്ന് അറിഞ്ഞു വെച്ചോ എന്താ സംഭവം എന്നുള്ളത്. ഇപ്പൊ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല. അതായത് നമുക്കറിയാം പ്ലാനറ്റ്സിന് ചുറ്റും, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ എർത്തിന്റെ പ്ലാനറ്റ് എടുക്കുകയാണെങ്കിൽ എർത്തിന് ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്, എർത്തിന്റെ പുറമെ ഒരു സാറ്റലൈറ്റ്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാറ്റലൈറ്റ് മൂവി ആണെങ്കിൽ അതിനെയാണ്, ആ സാറ്റലൈറ്റ്സിനെയാണ് നമ്മൾ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി എർത്ത് എങ്ങനെയാണോ മൂവ് ചെയ്യണേ അതിന്റെ ഒപ്പം തന്നെ ആയിരിക്കും ആര് മൂവ് ചെയ്യുന്നുണ്ടാവുക? നമ്മുടെ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സും റിവോൾവ് ചെയ്യുന്നുണ്ടായിരിക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഇപ്പോൾ നിങ്ങൾക്കറിയാം എർത്തിന്റെ റേഡിയസ് 6 ആണെന്നുണ്ടെങ്കിൽ ആ എർത്തിന്റെ റേഡിയസിൽ നിന്നും ഒരു 6 ടൈംസ് ഡിസ്റ്റൻസിലായിരിക്കും, ഫ്രം ദ സർഫസ് ഓഫ് ദി എർത്ത് 6 ടൈംസ് റേഡിയസിലായിരിക്കും ആര് റിവോൾവ് ചെയ്യുന്നുണ്ടായിരിക്കുക? യെസ്, നമ്മുടെ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് റിവോൾവ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ വിച്ച് ഇസ് എക്സ് ആർ ഫ്രം ദ സർഫസ്, അതിന്റെ സർഫസിൽ നിന്നും, എർത്തിന്റെ സർഫസിൽ നിന്നും 6 ടൈംസ് ദ റേഡിയസ് ഓഫ് ദി എർത്ത്, അത്രയും റേഡിയസിലാണ് ഇത് റിവോൾവ് ചെയ്ത് പുറത്തേക്കോട്ട് റിവോൾവ് ചെയ്ത് പോവുക. അതായത് ഓൾമോസ്റ്റ് നമുക്ക് പറയാം 36,000 കിലോമീറ്ററിലായിരിക്കും അതിന്റെ ഡിസ്റ്റൻസ് വരിക. ആൻഡ് ഫ്രം ദ സെന്റർ ഓഫ് ദി എർത്ത്, അപ്പം അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എർത്തിന്റെ സെന്ററിൽ നിന്ന് ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഇവിടെ 6R ഇവിടെ 6 ആണെന്നുണ്ടെങ്കിൽ 6R + R ദാറ്റ് ഈസ് 7R ഫ്രം ദ സെന്റർ ഓഫ് ദി എർത്ത്. എർത്തിന്റെ സെന്ററിൽ നിന്നും 7R അത്രയും ഡിസ്റ്റൻസിലായിരിക്കും ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് റിവോൾവ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ആൻഡ് അതിന് ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 24 hours ആണ്. ആൻഡ് സ്പീഡ് മൂവ് ചെയ്യുന്ന സ്പീഡ് 3.1 km/h. പെർ അവറിൽ 3.1 കിലോമീറ്ററിലാണ് അത് ട്രാവൽ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ ഓക്കെ, യെസ്. ദെൻ ഇത് ഇക്വറ്റോറിയൽ പ്ലെയിനിലാണ്, ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്. അതായത് എർത്ത് റൊട്ടേറ്റ് ചെയ്യണം അതേ ഡയറക്ഷനിലാണ്, എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്. അതേ ഡയറക്ഷനിൽ തന്നെയാണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സും റിവോൾവ് ചെയ്യുന്നുണ്ടാവുക. Okay, and one satellite cover 1/3 area of the earth and communication and parking വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. റിലേ സാറ്റലൈറ്റ് ആണ്. ആൻഡ് ആംഗുലർ സ്പീഡ്, ടൈം പോയിന്റ്, ഡയറക്ഷൻ ഓഫ് ദ റൊട്ടേഷൻ സെയിം ആസ് ദാറ്റ് ഓഫ് ദി എർത്ത്. എർത്തിന്റെ അതേ സെയിം ടൈം പീരീഡ് ആണ്, അതേ റൊട്ടേഷൻ സ്പീഡ് ആണ്, അതേ റൊട്ടേഷൻ എന്താണ് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷനിലായിരിക്കും ആര് റിവോൾവ് ചെയ്യുന്നുണ്ടാവുക? നമ്മുടെ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് റിവോൾവ് ചെയ്യുക. അതായത് എർത്ത് മൂവ് ചെയ്യുന്നതിന്റെ അതേ പൊസിഷനിൽ തന്നെയാണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റും തിരിഞ്ഞു പോവുക കേട്ടോ. ഓക്കെ, ഇറ്റ് ഇസ് റിമെയിൻസ് അറ്റ് ദ സെയിം പൊസിഷൻ ഓഫ് എർത്ത്. എർത്തിന്റെ അതേ സെയിം പൊസിഷനിൽ തന്നെയാണ് ആര് നിൽക്കുക? ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റും നിൽക്കുന്നുണ്ടാവുക. ഓക്കെ, ആൻഡ് പോളാർ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടി ഉണ്ട്. പോളാർ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എബൌട്ട് പോൾസ്, അതായത് ഇതാണ് നമ്മുടെ എർത്ത് എന്നുണ്ടെങ്കിൽ ആ എർത്തിന്റെ 2 പോൾസ് ആണല്ലോ, ഇവിടെയും 2 പോൾസ് ഉണ്ടായിരിക്കുമല്ലോ. ആ പോൾസിന് എബൌട്ട് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന സാറ്റലൈറ്റ്സിനെയാണ് നമ്മൾ പോളാർ സാറ്റലൈറ്റ്സ് എന്ന് നമ്മൾ പറയുന്നുണ്ടായിരിക്കുക. ആൻഡ് പോളാർ സാറ്റലൈറ്റ്സിന്റെ ടൈം പീരീഡ് 100 minutes ആണ്. ഓക്കെ, ഇത് ജസ്റ്റ് വെറുതെ പറഞ്ഞു പോയെന്ന് മാത്രം, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്ത് നോക്കാം അല്ലേ. ഓക്കെ, 2 identical objects of mass 50 kilogram are kept at a distance of separation of 50 centimeter apart from the horizontal table. The net gravitational force at the midpoint of the line joining their centers is. ഒരേപോലത്തെ 2 ഒബ്ജക്ട്സ് ഉണ്ട്. ഓക്കെ, ഒരേപോലുള്ള 2 ഒബ്ജക്റ്റുകൾ ഉണ്ട് നമ്മുടെ അടുത്ത്, ഐഡന്റിക്കൽ ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആണ്. രണ്ടെണ്ണത്തിനും സെയിം മാസ് ആണ്. ഇത് 50 kilogram ആണെന്നുണ്ടെങ്കിൽ ഇത് ഈ ബോഡിക്കും മാസ് 50 kilogram തന്നെയാണ് ഉണ്ടായിരിക്കുക. ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഓഫ് 50 centimeter അപ്പാർട്ട് ഫ്രം ദ ഹൊറിസോണ്ടൽ ടേബിൾ. ഒരു ഹൊറിസോണ്ടൽ ടേബിൾ അത് 50 centimeter ഡിസ്റ്റൻസ് അപ്പാർട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. നെറ്റ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അറ്റ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ ജോയിനിങ് ദർ സെന്റേഴ്സ്. അതിന്റെ സെന്റേഴ്സ് ജോയിൻ ചെയ്യണം ആ പോയിന്റിൽ അതിന്റെ എന്താണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് രണ്ടിനും സെയിം മാസ് സെയിം ആണ്, അതുപോലെ തന്നെ ഡിസ്റ്റൻസും സെയിം ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ അവിടെ നെറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരിക്കും?
എന്തായിരിക്കും 0 ആയിരിക്കും വരിക. കാരണം രണ്ടും സെയിം ആണല്ലോ, സെയിം ഡിസ്റ്റൻസിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവുന്നത് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ചേഞ്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ 0 is the റൈറ്റ് ആൻസർ. 0 ആയിരിക്കും അവിടെ നെറ്റ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ടായിരിക്കാം മിഡ് പോയിന്റിൽ കേട്ടോ. ഓക്കെ സെറ്റ് ആണ്. യെസ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. The ratio of weight of body at a height of r by 10 from the surface of the earth to that of depth of r by 10 is. ഓക്കെ, അതായത് നമ്മുടെ എർത്തിന്റെ സെൻട്രലിൽ നിന്നും r by 10 ഡിസ്റ്റൻസിൽ അല്ലെ, എർത്തിന്റെ സർഫസിൽ നിന്നും r by 10 ഹൈറ്റിൽ ഉണ്ടാവുന്ന ബോഡിന്റെ വെയിറ്റും അതുപോലെ തന്നെ ടു ദ ഡെപ്ത് r by 10, അതായത് സർഫസിൽ നിന്നും r by 10 ഡിസ്റ്റൻസ് താഴെ ഉണ്ടാവുന്ന വെയിറ്റും തമ്മിൽ ഉണ്ടാവുന്ന റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. വെയിറ്റുകൾ തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കണമെങ്കിൽ വെയിറ്റ് നിങ്ങൾക്ക് അറിയാം W=mg ആണ്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാം. യെസ്, W=mg ആണ് വരിക. സോ W ഓഫ് ഫ്രം ഹൈറ്റ് ടു W അറ്റ് ദ ഡെപ്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് mgh ഡിവൈഡഡ് ബൈ mgd ആണ് കണ്ടുപിടിക്കേണ്ടത്. ആക്ച്വലി ഇവിടെ മാസ് സെയിം ആയതുകൊണ്ട് നമുക്ക് gh/gd എന്ന് പറയുന്നതാണ് നമ്മുടെ റേഷ്യോ കണ്ടുപിടിക്കാനായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ആൻഡ് gh എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, gh നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, g × r²/r+h ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. ഓക്കെ, ആൻഡ് ഇതിൽ നമുക്ക് r ആക്ച്വലി വളരെ ചെറിയ ഡിസ്റ്റൻസ് ആണ് എന്നുള്ളത് കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1 - 2h/r എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ആ ഇക്വേഷൻ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് ജീനെ പറ്റിയിട്ട് ആറിനെ പറ്റി നമുക്കൊരു വാല്യൂ അറിയാം എന്നുള്ളതുകൊണ്ട് gh = g × 1 - 2h/r ആണ്. g × 1 - 2h/r ആണ്. ഓക്കെ, ആൻഡ് gd = എന്താ, gd = g × 1 - d/r ആണ്. ഓക്കെ, ഇത് രണ്ടും തമ്മിലുള്ള റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇത് രണ്ടും തമ്മിലുള്ള റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് gh/gd ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ആൻഡ് gh ഞാൻ എഴുതുകയാണ്, gh = g × 1 - 2h/r ആണല്ലോ, 1 - 2h/r ആണ്. ഈ h എന്താന്നുള്ളത് ആക്ച്വലി ഇവിടെ തന്നിട്ടുണ്ട് ഇപ്പോൾ അല്ലെ, h എന്താന്നുള്ള സംഭവം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, which is equal to r/10 ആണ്, r/10 ആണ്. ഓക്കെ, ആൻഡ് gd എന്താണെന്നുള്ളതും തന്നിട്ടുണ്ട്, which is equal to g × 1 - d/r ആണ്. d എന്ന് പറഞ്ഞിട്ട് which is r/10/r ആണ്. ഓക്കെ, സോ ഇവിടെ ഞാൻ ഇത് രണ്ടും തമ്മിലുള്ള റേഷ്യോ എനിക്ക് എടുക്കാലോ, ദാറ്റ് ഈസ് gh/gd is equal to g × 1 - 2r/10/r ഡിവൈഡഡ് ബൈ g × 1 - r/10/r ആണെന്നുള്ളത് പറയാലോ. യെസ്, സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ടിടത്തും എന്തുണ്ട്, ആക്ച്വലി മുകളിലും താഴെയും g ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു, പ്രശ്നമില്ല. ഓക്കെ യെസ്. ഇനി എന്ത് ചെയ്യാൻ നോക്കുക, ഇതിന് ഞാൻ ഒന്ന് മാറ്റി എഴുതുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് r - 2r/10 ഡിവൈഡഡ് ബൈ r ഹോൾ ഡിവൈഡഡ് ബൈ r - r/10/r ഹോൾ ഡിവൈഡ് ബൈ r. ഇപ്പം ഇവിടെയും നമുക്ക് സെയിം ആയിട്ടുള്ള ആളുകളെ കട്ട് ചെയ്ത് കളയാം. ഇവിടെ r ഉണ്ട്, മുകളിലും താഴെ ഉണ്ടാകുന്ന ആളുകളെ നമ്മൾ r-നെയും കട്ട് ചെയ്ത് കളഞ്ഞു. r-നെയും കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ r - 2r/10 ഡിവൈഡ് ബൈ r - r/10 ആണ്. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 - 2r ഡിവൈഡഡ് ബൈ 10 ഹോൾ ഡിവൈഡഡ് ബൈ 10 - r/10 അല്ലേ r - r/, ഓക്കെ 10r - r/10. ഓക്കെ 10r ആണ്. ഓക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാനുള്ള സംഭവമേ ഉള്ളൂ. അപ്പോൾ 10r - 2r ഡിവൈഡഡ് ബൈ 10 ഹോൾ ഡിവൈഡഡ് ബൈ 10r - r ഡിവൈഡഡ് ബൈ 10. ഓക്കെ, 10 കട്ട് ചെയ്ത് പോയി. 10r - 2r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 8r ആണ്. ആൻഡ് ഡിവൈഡഡ് ബൈ 10r - 9r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9r ആണ്. ദാറ്റ് ഈസ് 8/9. 8/9 is the ratio. ഓക്കെ യെസ്, വെരി ഗുഡ്. ഓക്കെ ആണ്, സെറ്റ് ആണ് കേട്ടോ. യെസ്, therefore 8/10 is the right answer. 8/10 എന്ന് പറയുന്നത് that is 8:9. that is option E is the right answer. option E ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. സെറ്റ് അല്ലേ, കിട്ടിയല്ലോ, ഓക്കെ ആണ്. യെസ്, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. യെസ്,
If a body is taken above the surface of the earth, it loses its weight by 20% at a height of. Okay. അതിന്റെ വെയിറ്റ് 20% റെഡ്യൂസ് ചെയ്യുന്നത് ഏത് ഹൈറ്റിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒറിജിനലി ഉണ്ടായിരുന്ന വെയിറ്റ് ആണ് W ആണ്. അതിൽ നിന്നും 20% ഓഫ് ദ വെയിറ്റ് ലോസ് ചെയ്തു. ആ വെയിറ്റ് ആണ് നമുക്ക് വേണ്ടത്. അതായത് 20% വെയിറ്റ് ലോസ് ചെയ്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മൈനസ് 0.2 അല്ലെ, 1 മൈനസ് 0.2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 0.8 ആണ്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന വെയിറ്റ് ആക്ച്വലി എത്രയായിരിക്കും വരിക? 0.8 ആണ്. 0.8 ആണ് അവിടെ ഉണ്ടാകുന്ന വെയിറ്റ് വരിക. ഓക്കെ ഓക്കെ 0.8 ടൈംസ് ആയിരിക്കും വരിക. ദാറ്റ് ഈസ് നമുക്കറിയാം W is equal to mg ആണ്. അപ്പോൾ 0.8 ടൈംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ വെയിറ്റ് എത്രയായിരിക്കും? 0.8 ടൈംസ് mg ആയിരിക്കും വരിക. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു? Yes, if a body is taken from the surface of the earth, it loses a weight at a height of h എത്രയാണെന്നുള്ള സംഗതിയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. എങ്ങനെ ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പോലെ തന്നെ അറ്റ് ഹൈറ്റ് നമ്മുടെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം അല്ലെ. അറ്റ് ഹൈറ്റ് ജി എച്ചിന്റെ ഇക്വേഷൻ എന്താണ്? ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു ഇവിടെ എച്ച് ഹൈറ്റ് മുകളിലാണോ താഴെയാണോ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻ വേണം ആർ സ്ക്വയർ ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടി. മറ്റേ ഇക്വേഷൻ എഴുതാണെങ്കിൽ നമ്മൾ കുറച്ച് അപ്രോക്സിമേഷൻസ് കൊണ്ടുവരേണ്ടി വരുന്ന മാത്രം ആ ഇക്വേഷൻസ് ചൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ നിങ്ങൾക്ക് കാൽക്കുലേഷൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാകും. ഓക്കെ ഓക്കെ യെസ്, അങ്ങനെയാണെങ്കിൽ ജി ഇൻറ്റു ആർ സ്ക്വയർ ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ എഴുതാം. ഇവിടെ ജി എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 0.8 ടൈംസ് ദ ജി ആയിരിക്കും വരിക, വിച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു ആർ സ്ക്വയർ ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനെ വീണ്ടും നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ജി ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ജി കട്ട് ചെയ്ത് കളഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആർ പ്ലസ് എച്ച് ഇതിൻ്റെ നേരെ റൂട്ട് എടുക്കുക. ആർ സ്ക്വയർ ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ എന്നുള്ളതിനെ നേരെ റൂട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ ബൈ ആർ പ്ലസ് എച്ച് എന്ന് പറഞ്ഞിട്ട് കിട്ടും അല്ലേ. അപ്പോൾ ആർ ബൈ ആർ പ്ലസ് എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് വീണ്ടും എന്ത് ചെയ്യാം? റീഅറേഞ്ച് ചെയ്യാം. യെസ്, 0.8 g is equal to 0.8 is equal to r square by r plus h the whole square, that is r by r plus h whole square ആണ്. ഇതിനെ മാറ്റി എഴുതണം അല്ലേ. ഹൈറ്റ് എത്രത്തോളം ലൂസ് ചെയ്തു എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. യെസ്, ഇറ്റ് ലൂസസ് ഇറ്റ്സ് വെയിറ്റ് ബൈ 20% അറ്റ് ഹൈറ്റ് ഓഫ് ബോഡി. നമ്മൾ എർത്തിന്റെ സർഫസിന് മുകളിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ ഇവിടെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരെ തിരിച്ചിടുന്ന സമയത്ത് 1 by 0.8 is equal to r plus h divided by r the whole square എന്ന് പറഞ്ഞിട്ട് വരും. That is 1 plus h by r the whole square എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ that is 1 plus h by r which is equal to 1 plus h by r is equal to നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് അതിൻ്റെയും റൂട്ട് 5 എടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ 1 by 0.8ൻ്റെ 1 by 0.8 എടുക്കുക. യെസ്, then h by r is equal to 0.8ൻ്റെ റൂട്ട് ഇൻറ്റു -1 കിട്ടും. That is h is equal to r into that is root 5 minus 1 എന്ന് പറഞ്ഞിട്ട് കിട്ടും. h is equal to r into root 5 minus 1. root 5 by okay 1 by 0.8 okay root 5 by 2 ട്ടോ. root 5 by 2 minus 1. okay, that is root 5 by 2 minus 1 into r എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ കിട്ടും ട്ടോ. root 5 by 2 minus 1 into r എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ഇക്വേഷൻ വരിക. ഓക്കെ ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. മീൻസ് കുറച്ച് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അതൊന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, റെഡി? യെസ്, വെരി ഗുഡ് ഷോൺ. യെസ്, കറക്റ്റ് ആണ്. ഓക്കെ, റെഡി സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കുക. A planet which is orbit the sun in an elliptical orbit, the quantities associated with the planet that remain constant are അല്ലെ. അതവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത് ഒരു പ്ലാനറ്റ് സണ്ണിനും റിവോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഏത് എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ ചെയ്യുന്ന സമയത്ത് ഏത് സംഭവം ആയിരിക്കും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക? കൈനറ്റിക് എനർജി ആൻഡ് ടോട്ടൽ എനർജി. കൈനറ്റിക് എനർജി ഒരിക്കലും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കില്ല. കാരണം നമ്മൾ സ്പീഡ് ചേഞ്ച് ആവുമല്ലോടാ. സ്പീഡ് ചേഞ്ച് ആവുന്ന സമയത്ത് എന്തായാലും കൈനറ്റിക് എനർജി അവിടെ എന്താവില്ല? കോൺസ്റ്റന്റ് ആവില്ല. കാരണം കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് mv² ആണ്. അപ്പോൾ ചേഞ്ചസ് വരും. ഓക്കെ, ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ആംഗുലർ മൊമെന്റം. പൊട്ടൻഷ്യൽ എനർജിയും
ആംഗുലാർ മൊമെന്റം ആണ് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും അതും എന്താവില്ല, യെസ് കോൺസ്റ്റന്റ് ആവില്ല, കാരണം അവിടെയും ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ആംഗുലാർ മൊമെന്റത്തിൽ എന്തായാലും ചേഞ്ചസ് വരും. MVR ആണ്, L=MVR ആണ്, ചേഞ്ച് വരും കേട്ടോ. ഓക്കെ, ആൻഡ് ലീനിയർ സ്പീഡ് ആൻഡ് ആംഗുലാർ വെലോസിറ്റി, യെസ് അല്ല, സ്പീഡും അവിടെ ചേഞ്ച് ആവുന്നുണ്ട്. ആൻഡ് ടോട്ടൽ എനർജി ആൻഡ് ആംഗുലാർ മൊമെന്റ്, ടോട്ടൽ എനർജി ആംഗുലാർ മൊമെന്റും, ടോട്ടൽ എനർജിയും ആംഗുലാർ, ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും കോൺസ്റ്റന്റ്, അത് എന്തായാലും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ആൻഡ് ആംഗുലാർ മൊമെന്റം വിച്ച് ഓൾസോ എന്തായിട്ട് നിൽക്കും, കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും കേട്ടോ. അപ്പൊ അത് രണ്ടും കോൺസ്റ്റന്റ് ആയിരിക്കും. ആൻഡ് കൈനറ്റിക് എനർജി ആൻഡ് ആംഗുലാർ വെലോസിറ്റി, കൈനറ്റിക് എനർജി എന്തായാലും ചേഞ്ച് ആവില്ല, ആംഗുലാർ വെലോസിറ്റി, കൈനറ്റിക് എനർജി എന്തായാലും ചേഞ്ച് ആവും, ആൻഡ് ആംഗുലാർ വെലോസിറ്റി ഓൾസോ ചേഞ്ച് ആവുന്നുണ്ടായിരിക്കും. അതും ഒരിക്കലും എന്താവില്ല, കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കില്ല. ടോട്ടൽ എനർജി ആൻഡ് ആംഗുലാർ മൊമെന്റ് ആണ് മക്കളെ കറക്റ്റ് ആയിട്ടുള്ള പെയർ വരിക. ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. പൊട്ടൻഷ്യൽ എനർജിയിലാണെങ്കിലും കൈനറ്റിക് എനർജിയിലാണെങ്കിലും അതല്ല നമ്മുടെ എന്താണ് ആംഗുലാർ വെലോസിറ്റിയിലാണെങ്കിലും ലീനിയർ വെലോസിറ്റിയിലാണെങ്കിലും ഒക്കെ എന്ത് വരുന്നുണ്ട്, ചേഞ്ചസ് വരുന്നുണ്ട് കേട്ടോ. അത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കില്ല. ഓക്കെ ഓക്കെ റെഡി, യെസ് therefore ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. യെസ്, then next question നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത് എന്നുള്ളത് നോക്കുക. if the speed between the sun and earth is d, സണ്ണും എർത്തും തമ്മിൽ ഉണ്ടാവുന്ന ഡിസ്റ്റൻസ് d ആണ്, and the angular momentum of the earth around the sun is proportional to, angular momentum around the sun എന്തിന് പ്രൊപ്പോർഷണൽ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സണ്ണ് എർത്തും തമ്മിൽ ഉണ്ടാവുന്ന ഡിസ്റ്റൻസ് d ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. ഓക്കെ, ആംഗുലാർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ ആണ്. ആംഗുലാർ മൊമെന്റം നിങ്ങൾക്ക് അറിയാം MVR ആണ്, അല്ലെങ്കിൽ MVD ആണ് നമ്മുടെ ഇക്വേഷൻ. MVD ആണ് ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ അത് എന്തിന് പ്രൊപ്പോർഷനിലാണ് എന്നുള്ളത് നമുക്കറിയണം. ആംഗുലാർ MVR ആണ് ഇക്വേഷൻ, MVR ആണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ദെൻ നമുക്കറിയാം യെസ് ആംഗുലാർ മൊമെന്റം ഇസ് ഈക്വൽ ടു MVR ആണ്. റെഡി 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 നോക്കാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സൺ ആൻഡ് എർത്ത്, സണ്ണും എർത്തും തമ്മിൽ ഉണ്ടാവുന്ന ഡിസ്റ്റൻസ് d ആണെന്നുണ്ടെങ്കിൽ ആംഗുലാർ മൊമെന്റം ബിറ്റ്വീൻ ദ സൺ ഇസ് പ്രൊപ്പോർഷണൽ ടു സണ്ണും. ഓക്കെ, അപ്പൊ ഇവിടെ ആംഗുലാർ മൊമെന്റം റൊട്ടേഷൻ അടിച്ച് പോകണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, യെസ് അവിടെ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആക്ച്വലി ആരാ കൊടുക്കുക, ഇവിടെ ഉണ്ടാവുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് കൊടുക്കുക അല്ലെ, സർക്കിൾ അടിച്ച് പോകണം എന്നുണ്ടെങ്കിൽ. therefore mv²/r is equal to എന്താണെന്ന് പറയാം, gm1m2 അല്ലെങ്കിൽ gmm/r² ആയിരിക്കും ഉണ്ടായിരിക്കാം. ഓക്കെ, ആൻഡ് എം ഞാൻ കട്ട് ചെയ്ത് പോയി. ഇതപ്പോൾ v²/r is equal to, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ആറും ഈ ആറും കട്ട് ചെയ്ത് പോയി. ഇതപ്പോൾ v² is equal to, ഇവിടെ ഉണ്ടാവുന്ന സ്പീഡ് v² എന്ന് പറയുന്നത് is equal to എന്താ വരിക, gm/r ആണ് വരിക, gm/r ആണ് വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ v is equal to എന്താ വരിക, v is equal to √gm/r വരും, √gm/r വരും. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് നമ്മുടെ ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ സ്പീഡിന്റെ ഇക്വേഷൻ എഴുതാം. ഈ r എന്ന് പറയുന്നത് ആക്ച്വലി d ആണ്. അപ്പൊ gm/d എന്ന് പറഞ്ഞിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി ആംഗുലാർ സ്പീഡിന് അല്ലെങ്കിൽ ആംഗുലാർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. ആംഗുലാർ മൊമെന്റം L is equal to MVR ആയിരുന്നു, അല്ലെങ്കിൽ MVD ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ m ഇൻറ്റു v എന്നുള്ളത് കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, √gm/d ഇൻറ്റു d ആണ്. പക്ഷെ ഇവിടെ ഉണ്ടാകുന്ന താഴെ ഉണ്ടാകുന്ന √d, മുകളിൽ ഉണ്ടാകുന്ന ഡിയും കട്ട് ചെയ്ത് പോയിട്ട് മുകളിലും √d വരും. therefore m ഇൻറ്റു √gm ഇൻറ്റു √d എന്ന് പറഞ്ഞിട്ട് വരും. therefore ആംഗുലാർ മൊമെന്റും ഡിയും തമ്മിൽ ഉണ്ടാകുന്ന റിലേഷൻ ആയിരുന്നു നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആംഗുലാർ മൊമെന്റും √dയും തമ്മിലാണ് റിലേഷൻ വരിക, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും കേട്ടോ. ഇറ്റ് ഈസ് ഡീനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യണു, √t ടൈംസ് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. therefore ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ ഓക്കെ യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ റെഡി, then next question നോക്കാടാ. അടുത്ത question നോക്കിക്കോളൂ. യെസ്, assuming the earth to be the sphere of the uniform mass density, weight of the body at depth d is equal to r/2 from the surface of the earth. If its weight on the surface of the earth is 200 Newton will be. Okay, ഇവിടെ എന്താ സംഭവം എന്നറിയോ, ഇത് assuming the earth to be a sphere of uniform mass density ആണ്. weight of the body at depth d, ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ഡെപ്തിൽ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. d is equal to എന്താണ്, യെസ് d is equal to d/2 ആണ്. ഓക്കെ സോറി r/2 ആണ് അല്ലെ, d is equal to r/2 ആണ് from the surface of the earth. if its weight on the surface of the earth, എർത്തിന്റെ സർഫസിൽ ഉണ്ടാവുന്ന വെയിറ്റ് w is equal to mg എന്ന് പറയുന്നത് എത്രയാ, it is equal to 200 Newton ആണ് എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ ചോദിച്ചിട്ടുള്ളത്, യെസ് the weight of the body at the depth d, weight okay ഡെപ്ത് ഡിയിൽ ഉണ്ടാവുന്ന വെയിറ്റ് എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഇസ് m ഇൻറ്റു g ഡ്യൂ ടു ദിസ് ഡെപ്ത് കണ്ടുപിടിക്കണം. ഓക്കെ, മാസ് തന്നിട്ടില്ലല്ലോ, മാസ് തന്നിട്ടില്ല.
യൂണിഫോം മാസ് ഡെൻസിറ്റി. ഓക്കെ ഫൈൻ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ജി ഡി ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ ആണ്. ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ ആണ്. ഓക്കെ, യെസ്. ദെൻ നമുക്ക് ഡി അറിയാം. ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആർ ബൈ 2 ആണെന്നുള്ളത് തന്നിട്ടുണ്ട്, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യെസ്, അപ്പോൾ ജി ഇൻറ്റു 1 മൈനസ് ആർ ബൈ 2 ബൈ ആർ, ആർ ബൈ 2 ഡിവൈഡഡ് ബൈ ആർ എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ അതിന് നേരെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ജി ഇൻറ്റു ആർ മൈനസ് ആർ ബൈ 2 ബൈ ഓൾ ഡിവൈഡഡ് ബൈ ആർ എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, ദാറ്റ് ഇസ് 2r minus r. 2r minus r, that is r. That is g into r by 2 by r. Okay, that is gr square by 2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ദെൻ എം ഇൻറ്റു ജി വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നേരെ തിരിച്ചും ചെയ്യാം. അതായത് ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന എം ജി ആർ ബൈ 2 ആയി മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡിസ്റ്റൻസ് ഡി ബൈ 2 ആയി മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം നിന്ന് പറയാൻ പറ്റും, ഇതാണ് ഡിസ്റ്റൻസ്. എർത്തിൽ നിന്ന് ഒരു ഡെപ്തിലേക്ക്, ഡി ഡിസ്റ്റൻസ് ഡെപ്തിലേക്ക് താഴേക്ക് വരുന്തോറും എന്താ ചെയ്യുക? ജി കുറയാണ് ചെയ്യുക. ജി കുറയുക എന്ന് പറയുമ്പോൾ 200-നെക്കാട്ടും കുറവുള്ള ആൻസർ. യെസ്, വെരി ഗുഡ് 100 ന്യൂട്ടൺ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. അപ്പോൾ ഇതിന് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഒരൊറ്റയടിക്ക് നമുക്ക് വേഗം ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും പെട്ടെന്ന് നിങ്ങൾ ട്രിക്ക് എന്താ അപ്ലൈ ചെയ്യണം? എന്തായാലും ജി കുറയാണ്, കാരണം ഡെപ്തിലേക്ക് വരുമ്പോൾ ജി എന്തായാലും കുറയാണ്. ഏറ്റവും കൂടുതൽ എന്തായാലും എപ്പോഴും എവിടെ ഉണ്ടാവുക? സർഫസിലാണ് ജി ഉണ്ടാവുക. അപ്പോൾ അത് കുറയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴേക്ക് വരുന്തോറും എന്ത് ചെയ്യും? ജി കുറയും. ജി കുറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും ആൻസർ വരിക? യെസ്, 200-നെക്കാട്ടും കുറവുള്ള ആൻസർ ഏതാണ്? 100 ന്യൂട്ടൺ ആണ്. അപ്പം അങ്ങനെയും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചൂസ് ചെയ്യാൻ പറ്റും. യെസ്, വെരി ഗുഡ് കറക്റ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, റെഡി? യെസ്, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? യെസ്, സ്റ്റാർട്ടിംഗ് ഫ്രം ദ സെന്റർ ഓഫ് ദി എർത്ത് ഹാവിംഗ് റേഡിയസ് ആർ ദ വാരിയേഷൻ ഓഫ് ജി. യെസ്, ജിന്റെ വാരിയേഷൻ ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ജിന്റെ വാരിയേഷൻ ആക്ച്വലി നമുക്കറിയാം, സർഫസിലേക്ക് വരുന്നിടത്തോളം, സർഫസിലാണ് ഏറ്റവും മാക്സിമം വരിക. അപ്പോൾ നമ്മൾ ഈ ഡിസ്റ്റൻസ് കൊണ്ടുവരും തോറും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ജിന്റെ വാല്യൂ കൂടി പോകും. എന്നിട്ട് ഏറ്റവും സർഫസിൽ എത്തുമ്പോൾ മാക്സിമം വരും. എന്നിട്ട് സർഫസ് വീണ്ടും നമ്മൾ ഹൈറ്റിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? ജിന്റെ വാല്യൂ കുറയും. ഓക്കെ, അപ്പൊ എർത്തിന്റെ സെന്ററിൽ നിന്നും സർഫസിലേക്ക് പോകുന്തോറും ജിന്റെ വാല്യൂ കൂടി വന്നിട്ട് ഏറ്റവും മാക്സിമം ഉണ്ടായിരിക്കുക സർഫസിലാണ്. സർഫസിൽ നിന്ന് ഡിസ്റ്റൻസ് പോകുന്തോറും എന്ത് ചെയ്യും? താഴേക്ക് വരുന്തോറും ഇത് കുറഞ്ഞുകൊണ്ടിരിക്കും, ജിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. യെസ്, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാ വരിക? യെസ്, ജിന്റെ വാല്യൂ കൂടി മാക്സിമത്തിലേക്ക് എത്തണം. മാക്സിമത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് കുറയണം. യെസ്, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, യെസ്, വെരി ഗുഡ് ഇഷ. യെസ്, വെരി ഗുഡ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. The two satellites നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ എന്താണ്? 2 satellites ആണ് ഓഫ് masses m and 3m. മാസ് തന്നിട്ടുണ്ട് m ആണ്, 3m ആണ്. Which is revolve around the earth in a circular orbit of radii r and 3r. Okay, m മാസ് തന്നിട്ടുണ്ട്, m ഉണ്ട്, 3m ഉണ്ട്. റേഡിയസുകൾ r ഉം 3r ആണ് തന്നിട്ടുള്ളത്. ആൻഡ് റേഷ്യോ ഓഫ് ദർ ഓർബിറ്റൽ സ്പീഡ് ഓഫ് ദ സാറ്റലൈറ്റ്. ഓർബിറ്റൽ സ്പീഡുകൾ ഏതൊക്കെയായിരിക്കും? ഫസ്റ്റ് വണ്ണിന്റെയും സെക്കൻഡ് വണ്ണിന്റെയും തമ്മിലുണ്ടാവുന്ന ഓർബിറ്റൽ സ്പീഡുകൾ തമ്മിലുണ്ടാവുന്ന റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഓർബിറ്റൽ സ്പീഡിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. വി ഓസ് ഈക്വൽ ടു √gm/r ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ? √gm/r ആണ്. ഓക്കെ, അപ്പൊ മാസ് എമ്മും 3m ആണല്ലോ. അപ്പൊ നമുക്കറിയാം ഈ v എന്ന് പറയുന്നത് ആക്ച്വലി ഇസ് പ്രൊപ്പോർഷണൽ ടു √m/r പ്രൊപ്പോർഷണൽ ആണ്. ജി എന്തായാലും ഫിക്സഡ് ആയിരിക്കും. അപ്പൊ ജി നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ജി രണ്ട് കേസിലും സെയിം ആണ്. √m/r പ്രൊപ്പോർഷണൽ ആയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഫസ്റ്റ് വണ്ണിന്റെയും സെക്കൻഡ് വണ്ണിന്റെയും ഓർബിറ്റൽ വെലോസിറ്റികൾ തമ്മിൽ ഉണ്ടാകുന്ന റേഷ്യോ എടുക്കണം എന്നുണ്ടെങ്കിൽ √m/r ഡിവൈഡഡ് ബൈ √3m/3r എന്ന് പറഞ്ഞിട്ട് കിട്ടും അല്ലെ? 3m/3r എന്ന് പറഞ്ഞിട്ട് കിട്ടും. ദാറ്റ് ഇസ് √m/r ഡിവൈഡഡ് ബൈ 3m/r എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ √r നമുക്ക് കട്ട് ചെയ്ത് കളയാം. മുകളിൽ ഉണ്ടാകുന്ന √m കട്ട് ചെയ്ത് കളയാം. ദാറ്റ് ഇസ് √3/1 എന്ന് പറഞ്ഞിട്ട് വരും. ദാറ്റ് ഇസ് √3/1. √3/1 is the ratio. That is √3/1. That is √3:1. That is option C is the right answer. Option C ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. റെഡി സെറ്റ് ആണ്, ഓക്കെ ആണ്, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. യെസ്,
ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സൺ ആൻഡ് എർത്ത്, സണ്ണും എർത്തും തമ്മിൽ ഉണ്ടാവുന്ന ഡിസ്റ്റൻസ് അല്ലെ, സണ്ണും എർത്തും തമ്മിൽ ഉണ്ടാവുന്ന ഡിസ്റ്റൻസ് ആണ്. ഡ്യൂറേഷൻ ഓഫ് ഇയർ ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സൺ ആൻഡ് എർത്ത് ബിക്കംസ് 3 hours. അതായത് സണ്ണും എർത്തും തമ്മിൽ ഉണ്ടാവുന്ന ഡിസ്റ്റൻസ് 3 hours ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഡ്യൂറേഷൻ ആണ് ചോദിച്ചത്. ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം പീരീഡും അതുപോലെ തന്നെ ഈ ഡിസ്റ്റൻസ്, അതായത് ആറും തമ്മിൽ ഉണ്ടാവുന്ന റിലേഷൻ അല്ലെങ്കിൽ ഏരിയയും തമ്മിൽ ആക്സിസും തമ്മിൽ ഉണ്ടാവുന്ന ഡിസ്റ്റൻസ്, മേജർ ആക്സിസ് സെമി മേജർ ആക്സിസ് തമ്മിൽ ഉണ്ടാവുന്ന റിലേഷൻ നിങ്ങൾക്ക് അറിയാം. T² is proportional to A³ ആണ് അല്ലെ. അപ്പൊ ഫസ്റ്റത്തെ കേസിൽ ആറാണ് ഡിസ്റ്റൻസ് തന്നിരിക്കുന്നത്. സോ ഫസ്റ്റത്തെ കേസിൽ ഞാൻ പറയാം അവിടെ ഉണ്ടാകുന്ന ടൈം പീരീഡ് 1 year ടൈം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 1 year is proportional to R³ ആയിരിക്കും വരിക. ഇനി ആറിൽ ചേഞ്ച് വന്നു, അതായത് 6 3 hour ആയിട്ട് മാറി. 3 hour ആയിട്ട് മാറുന്ന സമയത്ത് എന്തായിരിക്കും ടൈം പീരീഡ് വരിക? ടൈം പീരീഡിന്റെ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 3 hour ഹോൾ ക്യൂബ് ആയിരിക്കും പ്രൊപ്പോർഷണാലിറ്റി റിലേഷൻ വരിക. ഓക്കെ, ദാറ്റ് ഇസ് ടി ഡാഷിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇസ് പ്രൊപ്പോർഷണൽ ടു 9 R³ ആണ് വരിക. 9 അല്ല 27 R³ അല്ലെ, ക്യൂബ് ആണ്, 3 ക്യൂബ് ആണ്. അപ്പോൾ 27 R³ ആയിരിക്കും വരിക. 27 R³ ആയിരിക്കും വരിക. സോ റിലേഷൻ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ എന്ത് ചെയ്യുക? യെസ്, അതിനെ നേരെ റിലേഷൻ ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് ടി ബൈ ടി ഡാഷ് ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു R by 27R the whole cube എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, അപ്പൊ ഇവിടെ R കട്ട് ചെയ്ത് പോയി. 1 by T dash is equal to എന്ത് വരും? ഇതിന്റെ സ്ക്വയർ 1 by T ഡാഷിന്റെ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 1 by 27 ക്യൂബ്. 1 by 27 ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, 1 by 27 ക്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ വീണ്ടും റൂട്ട് എടുക്കാം. റൂട്ട് എടുക്കുന്ന സമയത്ത് 27ന്റെ സ്ക്വയർ റൂട്ട് എടുക്കുകയാണെങ്കിൽ 27 ഇതിനൊക്കെ 27 നമ്മൾ ഓൾറെഡി ക്യൂബ് എടുത്തതാണ്. അപ്പോൾ 27 എനിക്ക് വീണ്ടും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, 1 by 27 മതി കേട്ടോ. യെസ്, ആറിന് മാത്രമേ ക്യൂബ് ഉള്ളൂ. ഓക്കെ, ഇവിടെ R³ ഇവിടെ മുകളിൽ R³ താഴെ 27 R³. ആ R³ കട്ട് ചെയ്ത് പോയി. ഓക്കെ, അപ്പോൾ 1 by 27 എന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടി ഡാഷ് ഇസ് ഈക്വൽ ടു ടി ഡാഷിന്റെ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 27. ദാറ്റ് ഇസ് ടി ഡാഷ് ഇസ് ഈക്വൽ ടു റൂട്ട് 27 കിട്ടും. റൂട്ട് 27 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3√3 അല്ലേ, അതായത് 27 നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 3933 കിട്ടും. 3√3 എന്ന് കിട്ടും. അപ്പൊ എത്ര ഇയേഴ്സാ വരിക? 3√3 ഇയേഴ്സ് ആയിരിക്കും അവിടുത്തെ ഡ്യൂറേഷൻ വരിക. 3√3 ഇയേഴ്സ് ആയിരിക്കും ഡ്യൂറേഷൻ വരിക. യെസ്, വെരി ഗുഡ് ഷാൺ. യെസ്, വെരി ഗുഡ്. Therefore ഓപ്ഷൻ ഡി ഇസ് ദ right answer. Option D ആയിരിക്കും 3√3 years is the right answer. Yes, Isha. Yes, very good. Correct ആണ് കേട്ടോ. ഓക്കെ, റെഡി? അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററും അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസും, അതിൽ വളരെ കുറച്ച് സംഭവങ്ങളെ നമുക്ക് പറയാനായിട്ടുള്ളൂ. അപ്പൊ അത് പറയുന്നതിന് മുന്നേ നിങ്ങൾ എന്തായാലും ഇത്രയും ക്വസ്റ്റ്യൻസും വീണ്ടും തിയറിയും പറഞ്ഞ സമയത്ത് ഇനി വീണ്ടും പറയുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഭയങ്കരമായിട്ട് ഒരു 10 minutes, ഇതിന് 15 minutes ഇല്ല കേട്ടോ, 10 minutes ബ്രേക്ക് തരാം. ഒരു 10 minutes ബ്രേക്ക് എടുത്തതിന് ശേഷം വേഗം ഓടിച്ചായിട്ട് തിരിച്ചു വരിക. അതിനുശേഷം നമ്മൾ അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള തിയറിയും അതുപോലെ തന്നെ യെസ് ക്വസ്റ്റ്യൻസും ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, റെഡി ആണല്ലോ? ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു 10 minutes ബ്രേക്ക് എടുത്തിട്ട് വേഗം ഓടി ചാടി തിരിച്ചു വരിക. യെസ്.
കേൾക്കുന്നുണ്ടല്ലോടാ? ഓക്കെ, റെഡി. യെസ്. സോ നെക്സ്റ്റ് ബാക്കി ഇനി ഒരു ചാപ്റ്റർ കൂടി നമുക്ക് ബാക്കിയുള്ളൂ. സോ നെക്സ്റ്റ് ചാപ്റ്റർ നോക്കുക. യെസ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ കമ്പാരിറ്റീവ്ലി നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ള 4 ചാപ്റ്റേഴ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടെ കണ്ടന്റ് കുറവാണ്. സിലബസിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനായിട്ടുള്ള കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതായിട്ടുള്ള കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിലുള്ളൂ കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻസ് വരും കൂടുതലും മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് വെച്ചിട്ട് നമ്മൾ പഠിക്കാണ്ടിരിക്കരുത്, പ്രാക്ടീസ് ചെയ്യാണ്ടിരിക്കരുത്, ചെയ്ത് നോക്കണം. ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം, അതിന്റെ കോൺസെപ്റ്റ് ഐഡിയ കിട്ടണം. അപ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും, കോൺസെപ്റ്റൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും, പറയാം. അപ്പോൾ ഫസ്റ്റ് എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലാസ്റ്റിക് ബിഹേവിയറിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ്, അതുപോലെ ഹുക്സ് ലോ, യങ്സ് മോഡുലസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്, ബൾക്ക് മോഡുലസ് ഇസ് ഓൾസോ ഇമ്പോർട്ടന്റ്, ഷിയർ മോഡുലസ് ആൻഡ് ഓഫ് റിജിഡിറ്റി, പോയിസൺസ് റേഷ്യോ ആൻഡ് ഇലാസ്റ്റിക് എനർജി. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉണ്ടാവുക കേട്ടോ. ഓക്കെ, റെഡി? യെസ്. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരിക്കുക. സോ ആദ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ള തിയറി പോർഷൻസ്, വളരെ കുറച്ച് പോർഷൻസേ ഉള്ളൂ, അത് ഒന്ന് വേഗം പറഞ്ഞു തരാം. ഓക്കെ, യെസ്. നമുക്കറിയാം ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് എ ബോഡി ഓർ സോളിഡ് ഡ്യൂ ടു വിച്ച് ട്രൈ ടു റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആഫ്റ്റർ റിമൂവിംഗ് ദ ഡിഫോമിംഗ് ഫോഴ്സ്. നമുക്കറിയാം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം എടുത്ത് കംപ്രസ് ചെയ്യണു, അല്ലെങ്കിൽ നമ്മൾ പിടിച്ചിട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പിടിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൈ വിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഫോഴ്സ്, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിന്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, അത് ഡീഫോം ചെയ്യാന്ന് പറയാം. അപ്പൊ അങ്ങനെ അതിനെയാണ്, അതിന്റെ മെഷർമെന്റിനെയാണ് ആക്ച്വലി നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ടായിരിക്കുക. ഇപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് പിടിച്ച് കംപ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ റിമൂവ് ചെയ്യുന്ന സമയത്ത് അത് വീണ്ടും അതിന്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് ഡീഫോം ചെയ്ത് വരുന്നുണ്ടെങ്കിൽ യെസ്, അതാണ് അതിന്റെ ഇലാസ്റ്റിക് ബിഹേവിയർ. ഓക്കെ, ഇനി നമ്മളൊരു ഫോഴ്സ് കൊടുത്തു, അല്ലെങ്കിൽ നമ്മളൊരു ചേഞ്ച് കൊടുത്തു, ആ ചേഞ്ച് അവിടെ സെയിം പെർമനന്റ് ആയിട്ട് വരികയാണ്, വീണ്ടും ഒറിജിനൽ ഷേപ്പിലേക്ക് ഡിഫോർമേഷൻ സംഭവിക്കണില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഷേപ്പ് എന്തായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോപ്പർട്ടിയാണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ പ്രോപ്പർട്ടി ഓഫ് എ ബോഡി ഡ്യൂ ടു വിച്ച് ട്രൈ ടു റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആഫ്റ്റർ ഡിഫോമിംഗ് ഫോഴ്സ്. അല്ലെ, അതായത് നമ്മൾ ആ ഫോഴ്സ് റിമൂവ് ചെയ്തതിന് ശേഷം അത് വീണ്ടും ഒറിജിനൽ ഷേപ്പിലേക്ക് റീഗെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, യെസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, യെസ്, നമ്മുടെ ഇലാസ്റ്റിസിറ്റി എന്ന് നമ്മൾ പറയുന്നുണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ, യെസ്, റെഡി. എപ്പോൾ തീരുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യെസ്, ഒരു ഹാഫ് ആൻ അവറിൻ്റെ ഉള്ളിൽ നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, യെസ്, 10-15 വരെ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ അത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, ദെൻ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡിയാണ് പറയുന്നത്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ റിമൂവിംഗ് ദ ഡിഫോമിംഗ് ഫോഴ്സ്, നമ്മൾ ആ ഡിഫോമിംഗ് ഫോഴ്സ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് എക്സാക്ട്ലി റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ്. അല്ല, അതിന് ഒറിജിനൽ ആയിട്ടുണ്ടാകുന്ന ഷേപ്പ് വീണ്ടും അതേപോലെ തന്നെ തിരിച്ച് റീഗെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ബോഡിയാണ് എന്നുള്ളത് നമുക്ക് അസ്യൂം ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് പ്ലാസ്റ്റിക് ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് നോട്ട് റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ്, അതിന്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് അതിന് തിരിച്ച് വരാൻ പറ്റില്ല. ഓക്കെ, ഒറിജിനൽ ഷേപ്പ് അതിന് തിരിച്ചു വരാനായിട്ട് പറ്റില്ല. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, പ്ലാസ്റ്റിക് ബോഡി അല്ലെങ്കിൽ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന വെച്ചിട്ട് നമ്മൾ പറയുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഓക്കെ, ആൻഡ് ഇൻഎലാസ്റ്റിക് ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് ഇസ് പാർഷ്യലി റീഗെയിൻ ദെയർ ഷേപ്പ്, അത് പാർഷ്യലി പകുതി അതിനെ ബോഡി റീഗെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഇൻഎലാസ്റ്റിക് ബോഡി. ഓക്കെ, അപ്പോൾ ഇലാസ്റ്റിസിറ്റി എന്താ സംഗതി എന്നുള്ള കാര്യം, അതുപോലെ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്താ സംഭവം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കണു. ഓക്കെ ആണ്, സെറ്റ് ആണ്. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ട്രെസ് സ്ട്രെയിൻ ആണ് പറയുന്നത്. സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സിംപ്ലി നമ്മുടെ ഫോഴ്സിന്റെ അതേ സെയിം സംഭവം തന്നെയാണ്. സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ, ആൻഡ് സ്ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഒറിജിനൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ. എന്താണ് നമ്മൾ എടുക്കുന്ന ഡയമെൻഷൻ എന്ന് വെച്ചാൽ, ഇപ്പൊ ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ ലെങ്ത്, വോളിയം ആണെന്നുണ്ടെങ്കിൽ വോളിയം, ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ ഷേപ്പ്. അപ്പൊ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്, യെസ്, സ്ട്രെയിൻ എന്ന് പറയുന്നത്. ആൻഡ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇറ്റ് ഇസ് ഫോഴ്സ് ബൈ ഏരിയ ആയിരിക്കും വരിക കേട്ടോ. ആൻഡ് സ്ട്രെസ്സിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, യെസ്, ഫോഴ്സിന്റെ അതേ സെയിം യൂണിറ്റ്, ഫോഴ്സ് അല്ല, പ്രഷറിന്റെ അതേ സെയിം യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ ആണ് വരിക കേട്ടോ. അപ്പൊ സെയിം ആസ് പ്രഷറിന്റെ അതേപോലെ തന്നെയാണ് വരും. ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് പ്രഷർ ആണെന്നുള്ളത് അറിയാം. ആൻഡ് ഹിയർ നമുക്ക് എന്താണ്, ഇതിന് യൂണിറ്റും ഇല്ല, നോ യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ, ഇതിന് യൂണിറ്റും ഇല്ല ഡയമെൻഷനും ഇല്ല കേട്ടോ. സ്ട്രെയിൻ ഹാസ് നോ യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ, ഇതിന് യൂണിറ്റും ഉണ്ടാവില്ല ഡയമെൻഷനും ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സെയിം ക്വാണ്ടിറ്റീസ് തമ്മിൽ ഉണ്ടാവുന്ന റേഷ്യോ അല്ലേ യൂണിറ്റ്. ഏതാണ് ഈ ഒറിജിനൽ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ ചെയ്യുന്ന സമയത്ത് സെയിം ഡയമെൻഷൻസ് ആണ് നമ്മൾ റേഷ്യോ എടുക്കുക. സെയിം ഡയമെൻഷൻസ് റേഷ്യോ എടുക്കുന്ന സമയത്ത് അത് എന്തായിട്ട് പോകും, ക്യാൻസൽ ചെയ്ത് പോകും. അതിനോ യൂണിറ്റും ഇല്ല ഡയമെൻഷനും ഇല്ല. ഓക്കെ, റെഡി. യെസ്, ദെൻ നെക്സ്റ്റ്
ടെൻസൈൽ ആണ്, ടെൻസൈൽ അതിനെ കംപ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടെൻസൈൽ ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, അതിന് നമുക്ക് ഇലോങ്ങേറ്റ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുക. അതിന്റെ ലെങ്ത്തിന് ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ ടെൻസൈൽ എന്ന് പറയുക. ആൻഡ് കംപ്രസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രൈ ടു കംപ്രഷൻ അല്ലെ, കംപ്രസ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ട്രൈ ടു കംപ്രസ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുക. ഓക്കെ, യെസ്. ആൻഡ് നെക്സ്റ്റ് വൺ സ്ട്രെസ് ആണ്. സ്ട്രെസ് ഇസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സ്കെയിലാർ ആണ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതിന് യൂണിറ്റ് സെയിം ആസ് ദ യൂണിറ്റ് ഓഫ് പ്രഷർ, ദാറ്റ് ഇസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, ആൻഡ് ഇറ്റ്സ് ഡയമെൻഷൻ ഇസ് ഓൾസോ സെയിം ആസ് ദ ഡയമെൻഷൻ ഓഫ് പ്രഷർ, ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ ml(T)-2 ഡിവൈഡഡ് ബൈ ml സ്ക്വയർ ഡിവൈഡ് ബൈ L സ്ക്വയർ വരും. സോ ml(1) T(-2) വരും കേട്ടോ. അപ്പോൾ ml(-1) T സ്ക്വയർ വരും. ഓക്കെ, ആൻഡ് ചേഞ്ച് ഇൻ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം എപ്പോഴും ചേഞ്ച് എന്തെങ്കിലും ഒരു സംഭവത്തിന്റെ ചേഞ്ച് ഉണ്ടെങ്കിൽ ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആണ്. സോ ഇവിടെ ഫൈനൽ ലെങ്ത് മൈനസ് ഇനീഷ്യൽ ലെങ്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചേഞ്ച് ഇൻ ലെങ്ത് കിട്ടും. ആൻഡ് സ്ട്രെയിൻ ഇസ് ഡ്യൂ ടു എക്സ്റ്റേണൽ ഫോഴ്സ്, നിങ്ങൾക്ക് അറിയാം യൂണിറ്റ്ലെസ് ആൻഡ് ഡയമെൻഷൻലെസ്. അതിന് യൂണിറ്റും ഇല്ല ഡയമെൻഷനും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. 30% വരിക കേട്ടോ, 30% വരിക. ഓക്കെ, ആൻഡ് 20% നിങ്ങൾക്ക് കെമിസ്ട്രി ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു 45 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, then next one Hooke's law ആണ്. Hooke's law എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, it is stress is directly proportional to strain. Stress directly proportional to strain ആണെന്നുണ്ടെങ്കിൽ എന്താണ്, റൊട്ടേഷൻ സ്കിപ്പ് ആക്കണ്ടടാ, റൊട്ടേഷൻ സ്കിപ്പ് ആക്കണ്ട. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ഈ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള തിയറി പോർഷൻസും ഒന്ന് നോക്കിയിട്ട് എന്തായാലും പോകും. അത് സ്കിപ്പ് ആക്കുന്നത് ഐഡിയ നമ്മളൊരു മിക്കപ്പോഴും സ്കിപ്പ് ആക്കാണ്ട് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും ഇക്വേഷൻസും പോർഷൻസും അതിൽ ജസ്റ്റ് എങ്കിലും ഒന്ന് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ നോക്കിപ്പോ. അത് ആക്ച്വലി വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ, അതിനെയാണ് നമ്മൾ ബേസിക്കലി ഹുക്സ് ലോ എന്ന് പറയുന്നുണ്ടായിരിക്കുക. ആൻഡ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഫോഴ്സ് പെർ ഏരിയ ആണ്. ആൻഡ് സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ്. അവിടെ എന്തായിരിക്കും സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ള റിലേഷനെയാണ് നമ്മൾ ബേസിക്കലി ഹുക്സ് ലോ എന്ന് പറയുക. ആൻഡ് ഇവിടെ യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ സ്ട്രെസ് ബൈ സ്ട്രെയിൻ വെച്ചിട്ട് നമ്മൾ ഫോം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഏതൊരു സംഭവത്തിനും മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി വെച്ചിട്ട് പറയാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റിയിട്ട് ഈക്വൽ സൈൻ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ. ദർഫോർ സ്ട്രെസ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് K ഇൻറ്റു സ്ട്രെയിൻ എന്നുള്ളത് പറയാം. ഈ കോൺസ്റ്റന്റ് കെനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കെനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇറ്റ് ഇസ് ദ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇതാണ് എന്തെന്ന് പറയുന്നത്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇപ്പോൾ ആക്ച്വലി ലെങ്ത്തിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് പറയും, യെസ് യങ്സ് മോഡുലസ് ആണ് എന്നുള്ളത് പറയും. ഓക്കെ, ദെൻ അതുപോലെ തന്നെ വോളിയത്തിന്റെ കേസിലാണെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് പറയും, ഹൈഡ്രോളിക് സ്ട്രെസ് ബൈ ഹൈഡ്രോളിക് സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്, അവിടെ ഉണ്ടാകുന്ന മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത്. ആൻഡ് ഷേപ്പിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് ഷിയർ മോഡുലസ് അല്ലെങ്കിൽ റിജിഡിറ്റി മോഡുലസ് എന്ന് നമ്മൾ പറയുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, യെസ്. സോ അങ്ങനെയാണെങ്കിൽ ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി എന്നറിയോ, ഇവിടെ ചെയ്യുന്ന സ്ട്രെസ് ബൈ സ്ട്രെയിൻ ചെയ്താൽ മതി. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ചെയ്താൽ മതി. ഓക്കെ, ഇതിപ്പോൾ ഓരോ കേസിലും ലെങ്ത്തിൽ ഉണ്ടാവുന്ന മെഷർമെന്റ്സ് ആണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെൻസൈൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ കിട്ടും. അതുപോലെ ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെസ് ഉണ്ട് ഫോഴ്സ് ബൈ ഏരിയ ചെയ്യണമെന്നുണ്ടെങ്കിൽ സമയത്ത്. അപ്പോൾ ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ ലെങ്ത്തിൽ ഉണ്ടാവുന്ന ചേഞ്ച് കേട്ടോ. അപ്പോൾ ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് യങ്സ് മോഡുലസ് എന്ന് പറയുന്നത്. എന്നിട്ട് യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ എന്താ വരിക എന്നറിയോ, സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജനറലി എല്ലാ കേസിലും ഫോഴ്സ് ബൈ ഏരിയ ആണ് കൊടുക്കുക. ആൻഡ് ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും എന്ന് വെച്ചാൽ y is equal to longitudinal stress is force by area divided by change in length divided by original length ആയിരിക്കും longitudinal strain വരിക. ഓക്കെ, ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഗോട്ട് FL ഡിവൈഡഡ് ബൈ A ഡെൽറ്റ L എന്ന് പറഞ്ഞിട്ട് കിട്ടും. ദിസ് ഇസ് യങ്സ് മോഡുലസ്. ഇതാണ് നമ്മുടെ യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ വരിക. y is equal to FL by A ഡെൽറ്റ L. ഇതേപോലെ എനിക്ക് എന്ത് ചെയ്യാം, ബൾക്ക് മോഡുലസ് എഴുതാം. ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബൾക്ക് മോഡുലസിന്റെ ഇക്വേഷൻ എന്താ വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഹൈഡ്രോളിക് സ്ട്രെസ് ഡിവൈഡഡ് ബൈ
ഹൈഡ്രോളിക് സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഹൈഡ്രോളിക് സ്ട്രെയിൻ ചെയ്താൽ മതി. ഹൈഡ്രോളിക് സ്ട്രെയിൻ ചെയ്താൽ മതി. ഓക്കെ, അതേപോലെ തന്നെ റിജിഡിറ്റി മോഡുലസ് ഉണ്ട്. യെസ്, റിജിഡിറ്റി മോഡുലസ് ഉണ്ട് ജി എന്ന് പറയുന്നത്. യെസ്, അത് കിട്ടണമെങ്കിൽ ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയർ സ്ട്രെയിൻ ചെയ്താൽ മതി കേട്ടോ. ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയർ സ്ട്രെയിൻ ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, ഈ പോയിന്റ്സും കൂടെ നോക്കി വെക്കുക. ഇനി ബാക്കി പറയുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ടായിരിക്കും. ദാറ്റ് ഇസ് എഫ് ബൈ എ ഇസ് ഈക്വൽ ടു വൈ ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ എന്ന് പറഞ്ഞിട്ട് കിട്ടും. ദാറ്റ് ഇസ് യങ്സ് മോഡുലസ് ആണ്. യങ്സ് മോഡുലസിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സെയിം ആസ് ദ യൂണിറ്റ് ഓഫ് സ്ട്രെസ്സിന്റെ അതേ സെയിം യൂണിറ്റ് ആയിരിക്കും വരിക കേട്ടോ. റിജിഡിറ്റി മോഡുലസ് അല്ലെങ്കിൽ ഏതാണെങ്കിലും യങ്സ് മോഡുലസ് ആണെങ്കിലും റിജിഡിറ്റി മോഡുലസ് ആണെങ്കിലും ഷിയർ മോഡുലസ് ആണെന്നുണ്ടെങ്കിലും എല്ലാ മീൻസ് ബൾക്ക് മോഡുലസ് ആണെന്നുണ്ടെങ്കിലും എല്ലാ കേസിലും മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് ആൻഡ് dimension is same as that of സ്ട്രെസ്സിന്റെ അതേ സെയിം ഡയമെൻഷനും അതുപോലെ തന്നെ യൂണിറ്റും ആയിരിക്കും വരാം. Okay, ready? Yes, and doesn't depend upon the stress and strain. It doesn't depend upon stress and strain. Stress-നും strain-നും depend ചെയ്യുന്നില്ല. Okay, then Young's modulus in equation പറഞ്ഞു. Young's modulus is equal to longitudinal stress divided by longitudinal strain ആണ് നമ്മൾ equation പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് ഇവിടെ എഴുതി വെക്കാം. That is y is equal to force by area divided by delta L by L ആണ്. That is FL divided by A delta L is the equation. ഇതാണ് യങ്സ് മോഡുലസ് വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ടാൻജൻഷ്യൽ അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആണ് പറയുന്നത്. ഷിയർ സ്ട്രെസ് എല്ലാത്തിന്റെയും സ്ട്രെസ്സിന്റെ ഇക്വേഷൻ ഇസ് ഫോഴ്സ് ബൈ ഏരിയ തന്നെയാണ് വരിക. സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ, where tan theta is approximately equal to theta in the case of angle of shear. ഓക്കെ, ആംഗിൾ ഓഫ് ഷിയർ കണ്ടുപിടിക്കാൻ വേണ്ടി ദെൻ വോളിയം സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ F by A divided by delta V by V ചെയ്യണം. ദാറ്റ് ഈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൾക്ക് മോഡുലസ് കിട്ടും. ബൾക്ക് മോഡുലസ് ബി ഇസ് ഈക്വൽ ടു എഫ് ബൈ എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി ബൈ വി. ഓക്കെ, എഫ് ഇൻറ്റു വി ബൈ എ ഡെൽറ്റ വി എന്നിട്ട് കിട്ടും. ഓക്കെ യെസ്, അപ്പോൾ ദറ്റ് ഇസ് ബൾക്ക് മോഡുലസ് ബീറ്റ ഇസ് ഈക്വൽ ടു എഫ് ബൈ എ എന്നുള്ളതിന് നമുക്ക് പ്രഷർ ആയിട്ട് തന്നെ കൊടുക്കാം. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ചേഞ്ച് പ്രഷർ ബൈ ഡെൽറ്റ വി ബൈ വി എന്ന് പറഞ്ഞിട്ട് കിട്ടും. ദാറ്റ് ഇസ് പി വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി, പി ഇൻറ്റു മൈനസ് പി വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി എന്ന് പറഞ്ഞിട്ട് കിട്ടും. ദിസ് ഇസ് ദ ബൾക്ക് മോഡുലസ്. ഇതാണ് നമ്മുടെ ബൾക്ക് മോഡുലസ് വരിക. ഓക്കെ, ready, where beta is the bulk modulus. And next one, value of eta, v, y and beta are perfectly elastic. Body is infinite and n and y are not defined for fluid. ഫ്ലൂയിഡിന്റെ കേസിൽ നമ്മുടെ ഷിയർ മോഡുലസും യങ്സ് മോഡുലസും ആവശ്യമില്ല. ഫ്ലൂയിഡിന്റെ കേസിൽ ബൾക്ക് മോഡുലസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. ആൻഡ് വാല്യൂ ഓഫ് ബൾക്ക് മോഡുലസ് ഫോർ ദ സോളിഡ് ഇസ് ഗ്രേറ്റർ ദാൻ ഫോർ ലിക്വിഡ് വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഗ്യാസ്. ഏറ്റവും കൂടുതൽ ബൾക്ക് മോഡുലസ് ഉണ്ടായിരിക്കുക സോളിഡ്സിനായിരിക്കും, അതിനുശേഷമാണ് ലിക്വിഡ്സിന്. ആൻഡ് ഏറ്റവും കുറവ് ബൾക്ക് മോഡുലസ് ഉണ്ടായിരിക്കും ഏതിനായിരിക്കും? ഗ്യാസസിനായിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ, ആൻഡ് യങ്സ് മോഡുലസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ടെമ്പറേച്ചർ. യങ്സ് മോഡുലസ് മേ ഇൻക്രീസ് ഓർ ഡിക്രീസ് ബൈ ആഡിങ് ഇമ്പ്യൂരിറ്റീസ്. ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന സമയത്ത് അതിന് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ പറ്റും. യങ്സ് മോഡുലസിന്റെ വാല്യൂസിൽ നമുക്ക് ചേഞ്ച് കൊണ്ടുവരാനായിട്ട് പറ്റും ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തിട്ട് കേട്ടോ. ഓക്കെ, ദെൻ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആണ്. സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഓരോ പോയിന്റും ഓരോ റീജിയൻസും പഠിച്ചു വെക്കാം. ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ മെറ്റീരിയൽസിനും നമ്മൾ സ്ട്രെസ് കൂട്ടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? സ്ട്രെയിൻ പതുക്കെ കൂടി വരും. ഈ സ്ട്രെസ് സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കൂടി ഒരു മാക്സിമം വാല്യൂ വരെ എത്തും. ആൻഡ് ഫർദർ അഗെയിൻ നമ്മൾ സ്ട്രെയിൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും സ്ട്രെസ്സിന് വലിയ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. സ്ട്രെസ്സിന് വലിയ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ആ സംഭവത്തിനെയാണ് അല്ലെങ്കിൽ ആ ഒരു റീജിയനെയാണ് നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് എന്ന് നമ്മൾ പറയുന്നുണ്ടായിരിക്കുക. ആൻഡ് ഒരു പെർട്ടിക്കുലർ പോയിന്റ് വീണ്ടും നമ്മൾ കൂട്ടി കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു ചേഞ്ചേ വരുള്ളൂ. അതാണ് നമ്മുടെ എന്ന് പറയുന്നത് ഈൽഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് പറഞ്ഞ പ്രൊപ്പോർഷണാലിറ്റി റീജിയൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന റീജിയനെയാണ് അതുവരെയാണ് പ്രൊപ്പോർഷണൽ ആയിട്ട് നിൽക്കുള്ളൂ. സ്ട്രെസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് സ്ട്രെയിൻ കൂടി വരുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അവിടെ ഉണ്ടാവുന്ന എന്താണ്? ഇറ്റ് ഇസ് എ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് കഴിഞ്ഞിട്ട് പിന്നെയും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഗോട്ട് ദ ഈൽഡ് പോയിന്റ്. അവിടെയാണ് മാക്സിമം
റീജിയൻ വരിക. അത് കഴിഞ്ഞ് പിന്നെയും ഇൻക്രീസ്, ഈൽഡ് പോയിന്റ് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ സ്ട്രെയിൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് തുടങ്ങും, അതിന്റെ പ്ലാസ്റ്റിക് ബിഹേവിയർ തുടങ്ങി. ഇലാസ്റ്റിക് ബിഹേവിയർ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അതെന്തായിട്ട് തുടങ്ങും, ഒരു പെർമനന്റ് സെറ്റ് ആയി കഴിഞ്ഞു. പിന്നെ അതിന് തിരിച്ച് അവിടെ വെച്ചിട്ട് നമ്മൾ വീണ്ടും റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വീണ്ടും ആ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒറിജിനൽ പൊസിഷനിലേക്ക് പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല. ബി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് ഒറിജിനൽ പൊസിഷനിലേക്ക് നമ്മൾ വീണ്ടും ആ സംഭവം റിമൂവ് ചെയ്തു, നമ്മൾ ഫോഴ്സ് റിമൂവ് ചെയ്തു, ഡിഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. ആ റീജിയനെയാണ് അത് കഴിഞ്ഞിട്ടുള്ള സി കഴിഞ്ഞിട്ടുള്ള, അപ്പൊ പെർമനന്റ് സെറ്റ് ആയി കഴിഞ്ഞു. ഇവിടെ വരെ പെർമനന്റ് സെറ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള റീജിയനിലെല്ലാം എന്താണ്, പ്ലാസ്റ്റിക് ബിഹേവിയർ ആണ് കാണിക്കുക. അപ്പൊ ഇതിങ്ങനെ നമ്മൾ ഇലോങ്ങേറ്റ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഡി വരെ പോയി. ആ പോയിന്റ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഈ സ്ട്രെസ് ഇൻക്രീസ് ചെയ്തു, സ്ട്രെയിൻ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് പിന്നെ വീണ്ടും കൊണ്ട് കഴിഞ്ഞാൽ വളരെ കുറച്ചൊരു പോയിന്റ് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ തുടങ്ങും, ഫ്രാക്ചർ ആവാൻ തുടങ്ങും, അത് പൊട്ടിപ്പോവും. ഇതിങ്ങനെ നമ്മൾ വലിച്ച് നീട്ടി ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അത് പൊട്ടണ പോയിന്റ് ഉണ്ടാവുമല്ലോ. ആ പൊട്ടണ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, യെസ്, ഫ്രാക്ചർ പോയിന്റ് നമ്മൾ പറയാം. ഓക്കെ, അപ്പൊ ഈ ഫ്രാക്ചർ പോയിന്റ് ആക്ച്വലി ചില പോയിന്റ് എത്ര വരും, ചിലതിൽ ഇങ്ങനെ കുറച്ച് അധികം ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മെറ്റീരിയൽ എന്തായിരിക്കും, കുറച്ചും കൂടെ ടെൻസൈൽ ആയിരിക്കും, കുറച്ചുകൂടെ നമുക്ക് വലിച്ച് നീട്ടാൻ പറ്റും. എന്നാൽ ചില മെറ്റീരിയലിന്റെ ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചില മെറ്റീരിയലിന്റെ ഈ ഒരു ഫ്രാക്ചർ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി കഴിഞ്ഞിട്ടുള്ള പോയിന്റ് തൊട്ട് കുറച്ച് അടുത്താ കിടക്കുക. അങ്ങനെയുള്ള പോയിന്റ് എന്തായിരിക്കും, വളരെ ബ്രിട്ടിൽ ആയിരിക്കും, പെട്ടെന്ന് പൊട്ടിപ്പോവുന്ന, ഫ്രാക്ചർ പോയിന്റ് വളരെ അടുത്താണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആയിരിക്കും വരിക. അപ്പൊ ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഡിഫറെന്റ് മെറ്റീരിയൽസിന് ഡിഫറെന്റ് ആയിരിക്കും. എല്ലാ മെറ്റീരിയൽസിനും സെയിം ആയിരിക്കില്ല. ഇതിന്റെ വാല്യൂസിൽ ഈ ഇലോങ്ങേഷനിലൊക്കെ കുറച്ച് ചേഞ്ചസ് ഉണ്ടായിരിക്കും. അപ്പൊ ഡിഫറെന്റ് മെറ്റീരിയൽസിന് ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആണ് കിട്ടുന്നുണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ, യെസ്. And next one is Poisson's ratio. Poisson's ratio എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, when a deforming force is applied at the free end of suspended wire of length L and radius R, then its length increases by dl but its radius decreases by dr. അതായത് ലെങ്ത്, നമ്മളിപ്പോൾ ഒരു സംഭവം വലിച്ച് നീട്ടുകയാണെങ്കിൽ ലെങ്ത് കൂടുതൽ തിക്നെസ് ഇങ്ങനെ കുറഞ്ഞു വരും അല്ലേ. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം നല്ല ഒരു കട്ടിയുള്ള എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു ബബിൾ കപ്പിന്റെ സംഭവം നിങ്ങൾക്ക് അറിയാലോ. അത് നമ്മളിങ്ങനെ പിടിച്ച് വലിച്ച് നീട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ബൂമറൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ബൂമർ കവർ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് പിടിച്ച് വലിച്ച് നീട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അതിന്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് അതിന്റെ തിക്നെസ് ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ടാവും അല്ലെ. തിക്നെസ് കുറഞ്ഞു വരുന്നുണ്ടായിരിക്കും. ആ സംഭവത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, അത് രണ്ടും തമ്മിൽ ഈ സംഭവം കൂടുന്നതിനനുസരിച്ചിട്ട് ഇതിനുണ്ടാകുന്ന തിക്നെസ് കുറയുന്ന, അത് രണ്ടും തമ്മിൽ റേഷ്യോ എടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, പോയ്സൺസ് റേഷ്യോ എന്ന് പറയാ കേട്ടോ. ഓക്കെ, അപ്പൊ ലെങ്ത് then increase in length by dl but there is a decrease in the radius by dr. അപ്പോൾ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അതിന്റെ റേഡിയസിലും അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ക്രോസ് സെക്ഷനിൽ ചേഞ്ചസ് വരും, ഡിക്രീസ് വരും. അപ്പൊ ടു ടൈപ്പ് ഓഫ് സ്ട്രെയിൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ എ സിംഗിൾ ഫോഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ ഡെൽറ്റ എൽ ബൈ എൽ ആണ്, ലാറ്ററൽ സ്ട്രെയിൻ ഡെൽറ്റ ആർ ബൈ ആർ ആണ്. ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ലെങ്ത്തിൽ ഉണ്ടാവുന്ന ചേഞ്ച് ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ആൻഡ് ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിഡ്ത്തിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഡെൽറ്റ ആർ ബൈ ആർ. അത് രണ്ടും തമ്മിൽ ഉണ്ടാവുന്ന റേഷ്യോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, പോയ്സൺ റേഷ്യോ കിട്ടും. ദാറ്റ് ഇസ് ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ തമ്മിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് എന്ത് കിട്ടുക, യെസ്, നമ്മുടെ പോയ്സൺസ് റേഷ്യോ കിട്ടുന്നുണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ യെസ്. ദെൻ ഇലാസ്റ്റിക് എനർജി ആണ് പറയുന്നത്. ഇപ്പൊ എനർജി എന്താ പറഞ്ഞിട്ട്, ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി വി ഗോട്ട് ഹാഫ് it is stored in the body is equal to half kx square and work is equal to f dot dx ആണ്. ആൻഡ് എനർജി നിങ്ങൾ പഠിക്കുക. ഇപ്പോൾ എനർജി കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ, y ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ആണ് ചെയ്യേണ്ടത് കേട്ടോ. y ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എനർജി കിട്ടും. അതെ, വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നുണ്ട്, കുറച്ച് വെള്ളം കുടിക്കണം. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലേ ഉള്ളൂ. എന്നാലും ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്ന് നോക്കൂ, അപ്പോഴേക്കും ഞാൻ ഇത്തിരി വെള്ളം കുടിക്കട്ടെ കേട്ടോ. ഓക്കെ, യെസ്, റെഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, three thin wires of equal length are suspended from the top of roof. The respective ratio of their area of cross section. Area of cross section തമ്മിൽ ഉണ്ടാവുന്ന റേഷ്യോ തന്നിട്ടുണ്ട്. A1 is to A2 is to A3 എന്ന് പറയുന്ന 1 is to 2 is to 4 ആണ്. And യങ്സ് മോഡുലസ് തമ്മിൽ ഉണ്ടാവുന്ന റേഷ്യോ 4 is to 2 is to 1 ആണ്. Okay. Then the ratio of their weight to be attached to the other ends to obtain the same elongation in the same elongation കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന
എത്രയായിരിക്കും അവിടെ ഉണ്ടാവുന്ന യങ്സ് മോഡുലസുകൾ തമ്മിലുണ്ടാവുന്ന റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇലോങ്ങേഷൻ സെയിം ആണെന്നുള്ളത് തന്നിട്ടുണ്ട്, ലെങ്ത് സെയിം ആണെന്നുള്ളത് തന്നിട്ടുണ്ട് അല്ലേ. വേറെ എന്തെങ്കിലും വേറെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷന്റെ റേഷ്യോ യങ്സ് മോഡുലസിന്റെ റേഷ്യോ ആണെന്നുള്ളത് നമുക്കറിയാം. യങ്സ് മോഡുലസ് y is equal to എന്താ വരിക? യങ്സ് മോഡുലസ് y is equal to FL by A delta L അല്ലെ, ഫോഴ്സ് ബൈ ഏരിയ ഡിവൈഡ് ബൈ ഡെൽറ്റ L by L ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ FL by A delta L ആണ് കിട്ടുക. നമുക്ക് വേണ്ടത് വെയിറ്റ് ആണ്. വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് ആണല്ലോ സംഭവം. സോ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ വരിക? ദാറ്റ് ഇസ് y into A delta L ഡിവൈഡഡ് ബൈ L ആണ്, ഡിവൈഡഡ് ബൈ അല്ലേ. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാണ്, ദിസ് ഇസ് വെയിറ്റ്. ഇനി നമുക്കറിയാം ഫസ്റ്റ് വൺ ഇസ് ടു W1 is to W2 is to W3 is to W4. ഈ റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കാം. അപ്പൊ അതിന് മുന്നേ ഒരു കാര്യം കൂടെ ഇതൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഉണ്ടാകുന്ന ലെങ്ത്തും ഡെൽറ്റ എല്ലും സെയിം ആണ്, ലെങ്ത്തും ഡെൽറ്റ എല്ലും സെയിം ആണ്. അതുകൊണ്ട് ഈ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ആ കൂടെ എന്തിനു മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ? യങ്സ് മോഡുലസിനെയും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാ കേസിലും അത് സെയിം ആയ കാരണം അത് ഡിപ്പെൻഡ് ഇല്ല, അത് കട്ടായി പോകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ W എന്ന് പറയുന്നത് ആക്ച്വലി ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനു മാത്രമേ ഉള്ളൂ? യെസ്, y into A മാത്രം നമ്മൾ നോക്കിയാൽ മതി. സോ W1 is to W2 is to W3 is to W4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ y1 A1 is to y2 A2 is to y3 A3 is to y4 A4. ഇത്രയും ചെയ്താൽ മതി. ഓക്കെ ഓക്കെ യെസ്. അപ്പോൾ y1 A1 എത്രയാ? y1 A1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ y എന്ന് പറയുന്നത് ഇവിടെ എത്രയാടാ? y എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 4 ആണ്. 4 into 1 ചെയ്യാം. A1 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. 4 into 1 ചെയ്താൽ വിച്ച് ഇസ് ഈക്വൽ ടു 4 ആണ്. ഈസ് ടു y2 into A2. y2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ആണ്, A2 എന്ന് പറയുന്നത് 2 ആണ്. 2 into 2 is again 4 ആണ്. ഓക്കെ, ദിസ് ഈസ് 2. ആൻഡ് നെക്സ്റ്റ് വൺ y3 is 2 ആണ്. A4 എന്ന് പറയുന്നത് is ഓക്കെ, A4 എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, y4 ഓക്കെ 3 ഉള്ളൂ കേട്ടോ, 4 ഇല്ല, 3 എണ്ണയല്ലേ ഉള്ളൂ. എനിക്ക് എവിടെ നിന്ന് 4 എണ്ണം കിട്ടിയേ? യെസ്, 3 എണ്ണേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ 4 is to 4 is to അടുത്തത് യെസ് y3 എന്ന് പറയുന്നത് 1 ആണ്. A3 എന്ന് പറയുന്നത് 4 ആണ്. സോ 1 into 4 is 4 ആയിരിക്കും. സോ 4 is to 4 is to 4 is the ratio. 4 is to 4 is to 4 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീണ്ടും അതിനൊന്ന് കട്ട് ചെയ്ത് ചെറുതാക്കാം. ചെറുതാക്കി കഴിഞ്ഞാൽ 4ൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 is to 1 ആയിരിക്കും നമ്മുടെ റേഷ്യോ വരിക. ഓക്കെ, എല്ലാം സെയിം അല്ലേ? എല്ലാം സെയിം അല്ലേടാ? യെസ്. ഓക്കെ, റെഡി? യെസ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്, റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും? യെസ്, ഓപ്ഷൻ എ 1 is to 1 is to 1 is the correct answer. ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ ആണ്. യെസ്, അതെ. ഞാൻ എഴുതിയതിൽ ചേഞ്ച് ഉണ്ടോ? അങ്ങനെ തന്നെയല്ലേ തന്നിട്ടുള്ളേ? ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ. യെസ്. ഓക്കെ, then next question നോക്കിക്കോളൂ. അടുത്ത question നോക്കുക. യെസ്, under the same load a wire A having length 5 meter. A എന്ന് പറയുന്ന വയറിന്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. യെസ്, A എന്ന് പറയുന്ന വയറിന്റെ ലെങ്ത് 5 meter ആണ്. And it has a cross sectional area 2.5 into 10 raised to minus 5 meter square ആണ്. ക്രോസ് സെക്ഷണൽ ഏരിയ A എന്ന് പറയുന്ന വയറിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is 2.5 into 10 raised to minus 5 ആണ്. Okay, and it stretches uniformly by the same amount of another wire B of length. Another wire of B of length. Length വന്നിട്ടുണ്ട് 6 meter ആണ്. Okay, and a cross section of അതിന്റെ cross sectional area തന്നിട്ടുണ്ട് എത്രയാണ്? 3 into 10 raised to minus 5 ആണ്. So cross sectional area of B is 3 into 10 raised to minus 5. 3 into 10 raised to minus 5 meter square. Yes. ഓക്കെ, എന്താ കണ്ടുപിടിക്കേണ്ടത്? സ്ട്രെച്ച് ചെയ്യേണ്ടത് റേഷ്യോ ഓഫ് ദ യങ്സ് മോഡുലസ് ഓഫ് ദ വയർ A to wire B. വയർ A to wire B അതിന്റെ യങ്സ് മോഡുലസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ യങ്സ് മോഡുലസിന്റെ റേഷ്യോ കണ്ടുപിടിക്കാം. യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം എന്താണ്? FL by A delta L ആണ് അല്ലെ. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വരിക? FL by A delta L ഡിവൈഡഡ് ബൈ, ഞാൻ ഇതിന് A B എന്ന് പറഞ്ഞിട്ട് പിന്നെയും എഴുതാൻ പാടുള്ളതുകൊണ്ട് F1 L1 by A1 delta L1 എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. ഡിവൈഡഡ് ബൈ F2 L2 ഡിവൈഡഡ് ബൈ A2 delta L2. പ്രശ്നമില്ല എന്ന് വിചാരിക്കണം. ഇവിടെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അണ്ടർ ദ സെയിം ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ഫോഴ്സ് സെയിം ആയിരിക്കും കേട്ടോ. ഫോഴ്സ് സെയിം ആണെന്നുള്ളതുകൊണ്ട് F വേണ്ട, നമുക്ക് F പൊക്കോട്ടെ.
ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുക. അപ്പോൾ L1/A1 delta1 which is equal to F2/A2 delta2 and same uniformly by the same amount. Stretches uniformly by the same amount. ഒരേ സെയിം എമൗണ്ടിലാണ് സ്ട്രെച്ച് ചെയ്യണത്. therefore ഡെൽറ്റ L2ഉം ഡെൽറ്റ L1ഉം സെയിം ആയിരിക്കും. സെയിം എമൗണ്ട് തന്നെയാണ് സ്ട്രെച്ച് ചെയ്യണത്. അപ്പൊ ആകെ കൂടെ എന്തിനു മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? L1/A1 divided by L2/A2. Okay, that is L1/A1 into A2/L2. That is L1/L2 into A2/A1 ചെയ്താൽ മതി. ചെയ്യാലോ ചെയ്ത് നോക്കാലോ. യെസ്. അപ്പോൾ L1/L2 into A2/A1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? YA/YB എന്ന് പറയുന്ന യങ്സ് മോഡുലസിന്റെ റേഷ്യോ കിട്ടും. അപ്പോൾ ഫസ്റ്റ് L1 എത്രയാടാ? L1 is 5 ആണ്. 5 divided by L2 എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. ഓക്കെ. ഇൻറ്റു A2 എന്ന് പറയുന്നത് 3 into 10⁻⁻5 ആണ്. ഡിവൈഡഡ് ബൈ A2 എന്ന് പറയുന്നത് A1 എന്ന് പറയുന്നത് 2.5 ആണ്. 2.5 into 10⁻⁻5 ആണ്. ഓക്കെ, സിമ്പിൾ ആണ്. കട്ട് ചെയ്ത് കളയാലെല്ലാം കട്ട് ചെയ്ത് കളയാം. ഇവിടെ നിങ്ങൾക്കറിയാം 2.5 5ൽ കട്ട് ചെയ്ത് പോകും. 2 ടൈംസ് കട്ട് ചെയ്ത് പോവും. 2 ടൈംസ് കട്ട് ചെയ്ത് പോവും. 6 3ൽ 2 ടൈംസ് കട്ട് ചെയ്ത് പോവും. 10⁻⁻5 10⁻⁻5 കട്ട് ചെയ്ത് പോവും അല്ലേ? 10⁻⁻5 10⁻⁻5 എന്നല്ലേ രണ്ടിലും തന്നിരിക്കുന്നത്? യെസ്. ഓക്കെ. അപ്പൊ 2/2 ചെയ്ത് കഴിഞ്ഞാൽ which is equal to 1/1. 1/1. So 1:1 is the ratio. 1:1 ആയിരിക്കും റേഷ്യോ വരിക. യെസ്. ഓപ്ഷൻ ബി is the right answer. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. റെഡി സെറ്റ് ആണല്ലോ? ഓക്കെ ആണ്? ചെയ്യാൻ കിട്ടി? ചെയ്തു എന്ന് വിചാരിക്കണു. ദെൻ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. യെസ്. ഇത് 2023 JEE-ൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ആരോ ചോദിച്ചായിരുന്നു JEE-ലുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് ചെയ്തെങ്കിൽ ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ JEE ലെവലിലുള്ള ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എ 100 meter long wire having cross-sectional area 6.25 into 10⁻⁻4 meters 4 meter square ആണ്. അപ്പോൾ ലെങ്ത് തന്നിട്ടുണ്ട് അല്ലെ? 100 meter ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട് 6.25 into 10⁻⁻4 meter square ആണ്. ഓക്കെ. ആൻഡ് യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട് which is equal to 10⁻10 Newton per meter square ആണ്. which is subject to load of 250 Newton. F തന്നിട്ടുണ്ട് 250 Newton ആണ്. എന്താ കണ്ടുപിടിക്കേണ്ടത്? എലോങ്ങേഷൻ ആണ്. ഡെൽറ്റ L ആണ് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ ആയിട്ട് ചെയ്യാലോ. യെസ്. എന്താ ചെയ്യണ്ടേ? ഓക്കെ. യെസ്. നോക്കുക. നിങ്ങൾക്കറിയാം യങ്സ് മോഡുലസ് Y is equal to FL divided by A delta L ആണ്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡെൽറ്റ L എന്ന് പറഞ്ഞാൽ നമ്മുടെ എലോങ്ങേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ FL/YA ചെയ്താൽ മതി. FL divided by YA ചെയ്താൽ മതി. ഒന്ന് റീഅറേഞ്ച് ചെയ്യണം, അത്രേ ഉള്ളൂ കേട്ടോ. FL/YA എന്നുള്ള സംഭവം ചെയ്താൽ മതി. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ F എത്രയാടാ? F എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 250 ആണ്. 250 into L എന്ന് പറയുന്നത് ഇറ്റ് ഇസ് തന്നിട്ടുണ്ട് 100 ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 6.25 ആണ്. Y എന്ന് പറയുന്നത് 10⁻10 ആണ്. അപ്പൊ 10⁻10 into 6.25 into എന്ത് വരും? 10⁻⁻4 വരും. ഓക്കെ. അപ്പൊ ഞാൻ ഒന്ന് ഇത്രയ്ക്ക് ഇങ്ങോട്ട് നീക്കി എഴുതണം. അപ്പൊ Y is equal to 250 into 100 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25 into 10⁻3 എന്ന് പറയണം. ഡിവൈഡഡ് ബൈ 6.25 into 10⁻10 ഉണ്ടല്ലോ ഇവിടെ. അപ്പൊ അതൊന്ന് 2 zeros അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 625 into 10⁻8 വരും. അപ്പൊ 625 into 10⁻8 into 10⁻4 ചെയ്ത് കഴിഞ്ഞാൽ 10⁻4 വരും. ഓക്കെ. യെസ്. അപ്പോ ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കുക. 10⁻10 എന്നല്ലേ ചെയ്തേ? ഓക്കെ. 10⁻4 into 10⁻4 10⁻6 വന്നു. 10⁻6 എന്ന് 2 zeros അങ്ങോട്ട് വരുത്താം. 10⁻4 വന്നു. ഓക്കെ, ഫൈൻ. ഇനി എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് കളയാനുള്ള സംഗതികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ദാറ്റ് ഇസ് ഇവിടെ ഞാൻ 625 25ൽ 25 ടൈംസ് കട്ട് ചെയ്ത് കളയാം എനിക്ക്. സോ അങ്ങനെയാണെങ്കിൽ മുകളിൽ 10⁻3 ഉണ്ട്. അപ്പോൾ ഇവിടെ 100 into 10 എന്ന് എനിക്ക് മാറ്റി എഴുതാം. സോ 100 25ൽ 4 ടൈംസ് കട്ട് ചെയ്യും. സോ 4 into 10 വരും താഴെ.
താഴെ ഉണ്ടാവുന്ന 10⁻⁴ മുകളിലേക്ക് വരും ഇൻറ്റു 10⁻⁻⁴ വരും അല്ലേ. അപ്പോൾ 4 × 10 × 10⁻⁻⁴ ചെയ്താൽ 4 × 10⁻³ കിട്ടും. അത്രയും മീറ്റർ ആയിരിക്കും നമ്മുടെ എന്ത് വരിക, എലോങ്ങേഷൻ വരിക. വൈ അല്ലല്ലോ നമ്മൾ ഡെൽറ്റ അല്ലല്ലോ കാണുന്നത്. യെസ്, ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ ഇലോങ്ങേഷൻ വരിക. ഓക്കെ, ഡെൽറ്റ എൽ എലോങ്ങേഷൻ ഇസ് ഈക്വൽ ടു 4 × 10⁻³ മീറ്റർ. ദാറ്റ് ഇസ് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാടാ? ഓപ്ഷൻ 4 × 10⁻³ യെസ്, ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. റെഡി? സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, സിമ്പിൾ മീൻസ് കുറച്ച് ചെയ്യാനായിട്ടുണ്ട്, കാൽക്കുലേഷൻസ് ഇതേപോലെ കട്ട് ചെയ്ത് പോകാനായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞു വെക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ട്രൂ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സോ ഓരോ സ്റ്റേറ്റ്മെന്റ് വൈസ് നോക്കുക. ഫസ്റ്റ് വൺ, യങ്സ് മോഡുലസ് ഓഫ് എ വയർ ഡിപ്പെൻഡ് ഓൺ ഇറ്റ്സ് ലെങ്ത്. യങ്സ് മോഡുലസ് ഡിപ്പെൻഡ് ഓൺ ഇറ്റ്സ് ലെങ്ത്. ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് വരേണ്ടത്. യങ്സ് മോഡുലസ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടി ആണ്. അത് ഒരിക്കലും അതിന്റെ ഡയമെൻഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. നിങ്ങൾ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യം ആലോചിക്കണം. അതിന്റെ ഡയമെൻഷൻ ഒരിക്കലും എന്ത് ഡിപ്പെൻഡ് ചെയ്യില്ല? യങ്സ് മോഡുലസ് ഡിപ്പെൻഡ് ചെയ്യില്ല. അതൊരു മെറ്റീരിയൽ പ്രോപ്പർട്ടി ആണ് കേട്ടോ. ഓക്കെ, യെസ്. ആൻഡ് ദി യൂണിറ്റ് ഓഫ് യങ്സ് മോഡുലസ് ഈസ് Newton/meter അല്ല, Newton/meter² ആണ്. പ്രഷറിന്റെ അതേ സ്ട്രെസ്സിന്റെ അതേ ഡയമെൻഷൻ ഫോമിൽ തന്നെയാണ് വരിക യങ്സ് മോഡുലസിനും. ഓക്കെ, അപ്പോൾ ഇതല്ല കേട്ടോ. ഓക്കെ, പ്രഷറിന്റെ ആണ് വരിക. ആൻഡ് ഡയമെൻഷൻ ഫോർമുല ഓഫ് സ്ട്രെസ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ഫോഴ്സ് അല്ല. സെയിം ആസ് ദാറ്റ് ഓഫ് ഫോഴ്സ് അല്ല, സെയിം ആസ് ദാറ്റ് ഓഫ് പ്രഷർ ആണ്. സെയിം ആസ് ദാറ്റ് ഓഫ് പ്രഷർ ആണ്. അപ്പൊ ഇതുമല്ല. ഓക്കെ, ആൻഡ് യൂണിറ്റ് ഓഫ് സ്ട്രെയിൻ ഇസ് കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ. യൂണിറ്റ് ഓഫ് സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് യൂണിറ്റ്. അതിന് യൂണിറ്റ് ഇല്ല, യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ ഇല്ല. അപ്പൊ അതല്ല. ഓക്കെ, ആൻഡ് ദ കംപ്രസിബിലിറ്റി ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ്. യെസ്, അത് കറക്റ്റ് ആണ്. കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ K is equal to എത്രത്തോളം കംപ്രസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ് എടുത്താൽ മതി. ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. Therefore ഓപ്ഷൻ ഇ ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഇ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഓക്കെ, റെഡി? യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. യെസ്, ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കൂ. When body is strained, the energy stored per unit volume is. Energy stored per unit volume എത്രയായിരിക്കും എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എനർജി പെർ യൂണിറ്റ് വോളിയത്തിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനർജി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ആണ്. ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ആയിരിക്കും വരിക. ഓക്കെ, ആൻഡ് ഇവിടെ യങ്സ് മോഡുലസിനെ കണക്ട് ചെയ്തിട്ട് എഴുതണം. നമുക്കറിയാം യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് അല്ലേ? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. അങ്ങനെയാണെങ്കിൽ സ്ട്രെയിൻ്റെ ഇക്വേഷൻ എന്താ വരിക? സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് വരും. സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് വരും. സോ ഒന്ന് അതിനെ റീഅറേഞ്ച് ചെയ്യാലോ. ഇക്വേഷനിൽ എനർജിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് വരും. ഓക്കെ, ദാറ്റ് ഇസ് സ്ട്രെസ് സ്ക്വയർ divided by 2 times of Young's modulus. Stress square divided by 2 times of Young's modulus. Yes, option C. Option C is the right answer. നോക്കുക, ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. സ്ട്രെസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 times of y. ഓക്കെ, ഓക്കെ, യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓപ്ഷൻ ഇ അല്ലടാ, ഇ അല്ല കേട്ടോ, ഇ അല്ല. സ്ട്രെസ്സിന്റെ സ്ക്വയർ വരണേ, സ്ട്രെസ്സിന്റെ സ്ക്വയർ വരണം. ഓക്കെ, സി. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ആണ്. ഓക്കെ, റെഡി? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. യെസ്, എ റബ്ബർ കോഡ് ഓഫ് ഡെൻസിറ്റി D, യങ്സ് മോഡുലസ് Y and length L is suspended vertically. Okay, if the cord extends by a length of 0.5 L under its own weight, ഈ ഒരു സെന്റൻസ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. under its own weight, then length L എത്രയായിരിക്കും എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കുക, ഇവിടെ എന്താ പറയുന്നത്? റബ്ബർ കോഡ് ഓഫ് ഡെൻസിറ്റി D ആണ്, യങ്സ് മോഡുലസ് Y ആണ്, ലെങ്ത് L ആണ്. ആൻഡ് ഇത് എക്സ്റ്റെൻഡ് ബൈ ലെങ്ത് ഡെൽറ്റ എല്ലിന്റെ വാല്യൂ ഇസ് 0.5 L ആണ്. ഓക്കെ, L/2 അത്രയും എക്സ്റ്റൻഷൻ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അണ്ടർ ഇറ്റ്സ് ഓൺ വെയിറ്റ് ലെങ്ത് L എന്തായിരിക്കും എന്നുള്ളത് കണ്ടുപിടിക്കണം. ലെങ്ത് L എത്രയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അണ്ടർ ഇറ്റ്സ് ഓൺ വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം W അല്ലെങ്കിൽ വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ W വെയിറ്റ് F is equal to mg ആണല്ലോ കൊടുക്കുക. അപ്പോൾ അണ്ടർ ഇറ്റ്സ് ഓൺ വെയിറ്റ് എന്നുണ്ടെങ്കിൽ ഹിയർ നമുക്ക് എന്ത് പറയും? ഹിയർ W is equal to എന്തായിട്ട് മാറും? mg/2 ആണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഡെൽറ്റയിൽ നമുക്ക് കണ്ടുപിടിക്കാം. യങ്സ് മോഡുലസ് കണക്ട് ചെയ്തിട്ടാണല്ലോ തന്നിരിക്കുന്നത്. അപ്പോൾ യങ്സ് മോഡുലസിന്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. Y is equal to FL/A ഡെൽറ്റ എൽ ആണ് അല്ലെ? F/A ഡിവൈഡ് ബൈ ഡെൽറ്റ L/L ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ FL/A ഡെൽറ്റ എൽ ആണ്. ഓക്കെ,
L കണ്ടുപിടിക്കണം. L കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ y into a delta L divided by f ആണ്. ഓക്കെ, റെഡി. ഇനി y into a delta L ന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. y into a into 0.5 into L ആണ്. 0.5 L ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ എഫ് ആണ്. എഫിനെ എനിക്ക് മാറ്റി എഴുതണം. എഫ് ആക്ച്വലി mg/2 ആണ്. നമുക്ക് ഡെൻസിറ്റിന്റെ ഒക്കെ ടേമിൽ മാറ്റി എഴുതണല്ലോ. എഫ് ഇസ് ഈക്വൽ ടു mg/2 ആണ്. മാസ് നമുക്കറിയാം, ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഡെൻസിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെൻസിറ്റിനെ കണക്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻ നമുക്ക് മാസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ. അപ്പൊ മാസ് നമുക്കറിയാം ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്. ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്. വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. സോ വോളിയം ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ഇൻറ്റു ലെങ്ത് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ എഫിന് എനിക്ക് എന്ത് കൊടുക്കാം? എഫ് ഇസ് ഈക്വൽ ടു എം ജി എന്നല്ലേ. സോ ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ഇൻറ്റു ലെങ്ത് ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും വരിക. ഓക്കെ ഓക്കെ, അപ്പൊ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ഇൻറ്റു ലെങ്ത് ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പൊ ഇവിടെ കട്ട് ചെയ്യാനുള്ള സംഗതികളൊക്കെ ഇപ്പൊ തന്നെ കട്ട് ചെയ്ത് കളയുക. സോ കട്ട് ചെയ്തോളൂ. ഏതൊക്കെ കട്ട് ചെയ്ത് കളയാം? ഡെൻസിറ്റിക്ക് ഏരിയ ഇൻറ്റു ലെങ്ത് മതിയടാ. ഏരിയ ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഓക്കെ, ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഓക്കെ ഓക്കെ ഓക്കെ, ഡെൻസിറ്റി. ഓക്കെ, റെഡി. അപ്പൊ ഡി അവിടെ കിടന്നിട്ട് ഏരിയ ഞാൻ കട്ട് ചെയ്തു. ഇവിടെ ഉണ്ടാവുന്ന എൽ ഞാൻ കട്ട് ചെയ്തു. പിന്നെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ 2 into 0.5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആയിട്ട് മാറും. y ഡിവൈഡഡ് ബൈ ഡി ജി എന്ന് പറഞ്ഞിട്ട് കിട്ടും. y ഡിവൈഡ് ബൈ താഴെ ഡി ജി എന്ന് കിട്ടും. മുകളിൽ ഉണ്ടാവുന്ന 2 മുകളിലേക്ക് പോകും, താഴെ ഉണ്ടാവുന്ന 2 മുകളിലേക്ക് പോകണമെങ്കിൽ 2 into 0.5 1 ആയിട്ട് മാറും കേട്ടോ. അപ്പോൾ y ബൈ ഡി ജി എന്ന് പറഞ്ഞിട്ട് കിട്ടും. y ബൈ ഡി ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ്, ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. നമ്മളിത് ചൂസ് ചെയ്തില്ല വിചാരിക്കാം. എഫ് ഇസ് ഈക്വൽ ടു എം ജി എന്ന് വെച്ചിട്ട് ചെയ്തെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓപ്ഷൻ മാറും കേട്ടോ. y ബൈ 2 ഡി ജി കിട്ടും. ഓപ്ഷൻ എ ആയിട്ട് മാറും. അപ്പോൾ എം ജി ബൈ 2 എന്ന് എടുക്കണം എന്നുള്ള കാര്യം ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചെയ്താലാണ് y ബൈ ഡി ജി എന്ന് പറയുന്ന ആൻസറിലേക്ക് എത്തുള്ളൂ കേട്ടോ. ഓക്കെ ഓക്കെ, റെഡി. യെസ്, ദെൻ നെക്സ്റ്റ് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. Which of the following statement related to stress strain relation is correct? അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടില്ല. ഇത് ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് തന്നിരിക്കണേ. അപ്പോൾ കുറേ അധികം റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരൊറ്റ മാത്രമേ കറക്റ്റ് ഉള്ളൂ. അപ്പോൾ നോക്കി നോക്കിക്കോളാം. സ്ട്രെസ് is linearly proportional to strain irrespective of the magnitude of the strain. Irrespective of the magnitude of the strain. No, stress is linearly proportional to strain irrespective of the magnitude of strain നമുക്ക് പറയാൻ പറ്റില്ല. സ്ട്രെയിൻ കൂടുന്നതിനനുസരിച്ചിട്ട് യെസ് സ്ട്രെസ്സിന്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം അതിന്റെ വാല്യൂ മാറും. പ്രൊപ്പോർഷനാലിറ്റി ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേരിയേഷൻസ് വരുന്നുണ്ട് അല്ലേ. സോ എന്തായാലും ഇത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ആൻഡ് സ്ട്രെസ് ഇസ് ലീനിയർലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എബവ് ദ yield പോയിന്റ്. അല്ല, എബവ് ദ yield പോയിന്റ് സ്ട്രെസ്സും സ്ട്രെയിനും ലീനിയർലി പ്രൊപ്പോർഷണൽ അല്ല. എബവ് ദ yield പോയിന്റ് ആ പ്രൊപ്പോർഷണാലിറ്റി റിലേഷൻ മാറുകയാണ്, നോൺ പ്രൊപ്പോർഷണൽ ആയിട്ട് മാറുകയാണ് ചെയ്യണേ. സോ ദിസ് ഇസ് ഓൾസോ റോങ് സ്റ്റേറ്റ്മെന്റ്. Okay, and stress is linearly proportional to strain for stress much smaller than at the yield point. Stress is linearly proportional to stress for proportional to strain for stress much smaller than that at the yield point. Alla, adum correct alla. And stress strain curve is same for all materials. Alla, stress strain curve is different for different materials. Different materials nadu different ആയിരിക്കും. Stress is inversely proportional. ഇത് കറക്റ്റ് ആണല്ലോടാ. ബിലോ yield പോയിന്റ് അത് കറക്റ്റ് ആണ്. ബിലോ yield പോയിന്റ് കറക്റ്റ് ആണ്. സ്മോളർ ദാൻ ദാറ്റ് yield പോയിന്റിനെക്കാട്ടും താഴെ ഉണ്ടാകുന്ന റീജിയനിലെ സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ആൻഡ് സ്ട്രെസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് പറയുന്നത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഓക്കെ, സോ ദർഫോർ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതായിരിക്കും? ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ അല്ലേ. അപ്പൊ കറക്റ്റ് റിലേഷൻ ഏതാന്നുള്ളത് അതൊന്ന് ചൂസ് ചെയ്ത് എഴുതണം. ഓക്കെ, then next question simple question ആണ്. The ratio of hydraulic stress corresponding to the strain. അല്ലെ, hydraulic stress to hydraulic strain ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ we got the bulk modulus അല്ലെ. bulk modulus, that is option B is the right answer. simple question ആണ്. അതിന്റെ reciprocal ചോദിച്ചു കഴിഞ്ഞാൽ it is compressibility. and tensile strength to tensile strength ആണ് ചോദിക്കണേന്നുണ്ടെങ്കിൽ to tensile strain എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ Young's modulus. okay okay, yes, ready. then next question നോക്കാം. ചൂസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇതിൽ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ചൂസ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. റോങ് സ്റ്റേറ്റ്മെന്റ് ഏതായിരിക്കും വരിക? ദ മോഡുലസ് ഓഫ് ബൾക്ക് മോഡുലസ് ഫോർ സോളിഡ് ഈസ് മച്ച് ലാർജർ ദാൻ ഫോർ ലിക്വിഡ്സ്. അല്ല, ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത്
ദാൻ ബൾക്ക് മോഡുലസ് ഫോർ സോളിഡ്സ് ഈസ് മച്ച് ലാർജർ ദാൻ ഫോർ ലിക്വിഡ്സ്. ലിക്വിഡ്സിനെക്കാട്ടും കൂടുതലാണ്. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. നമുക്കറിയാം സോളിഡ്സിന്റെ ബൾക്ക് മോഡുലസ് ആയിരിക്കും കൂടുതൽ വരിക സോളിഡ്സ് ലിക്വിഡ്സിനെക്കാട്ടും. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് വേണ്ടത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് ഗ്യാസസ് ആർ ലീസ്റ്റ് കംപ്രസിബിൾ. യെസ്, ഗ്യാസസ് നമുക്ക് കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലീസ്റ്റ് കംപ്രസിബിൾ ആണോ? ഗ്യാസസ് ആർ ലീസ്റ്റ് കംപ്രസിബിൾ എന്നാണ് വന്നിരിക്കുന്നത്. ഗ്യാസസ് ആർ ലീസ്റ്റ് കംപ്രസിബിൾ. ഗ്യാസസിന് നമുക്ക് ഈസിലി കംപ്രസ് ചെയ്യാൻ പറ്റും അല്ലേ. ഗ്യാസസിന് നമുക്ക് ഈസിലി കംപ്രസ് ചെയ്യാൻ പറ്റും. ഏറ്റവും ഈസി ആയിട്ട് കംപ്രസ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ സ്പേസ് ഉണ്ടല്ലോ അതിൻ്റെ ഇടയിൽ. അതുകൊണ്ട് ഈസി ആയിട്ട് കംപ്രസ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും ഗ്യാസസ് ആണ്. സോ ഇതിലത്തെ റോങ് സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ തന്നെ നമുക്ക് കിട്ടിയ ഓപ്ഷൻ ബി ആണ്. ബാക്കിയുള്ള കൂടെ നോക്കുക. ദ ഇൻകംപ്രസിബിലിറ്റി ഓഫ് ദ സോളിഡ് ഈസ് ഡ്യൂ ടു ടൈറ്റ് കപ്ലിംഗ് ബിറ്റ്വീൻ ദ നെയ്ബറിംഗ് ആറ്റംസ്. യെസ്, കറക്റ്റ് ആണ്. നമുക്ക് ഈ സോളിഡ്സിനെ ഇങ്ങനെ കംപ്രസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നത് ആക്ച്വലി എന്ത് കാരണമായിരിക്കും? യെസ്, അതിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ആ ഒരു ഇൻസഫിഷ്യൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഭയങ്കര ക്ലോസ്ലി പാക്ക് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ദെൻ റെസിപ്രോക്കൽ ഓഫ് ദ ബൾക്ക് മോഡുലസ് ഈസ് കോൾഡ് കംപ്രസിബിലിറ്റി. അതും ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഫോർ എ സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം വാല്യൂ ഓഫ് ബൾക്ക് മോഡുലസ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. യെസ്, ദാറ്റ് ഓൾസോ കറക്റ്റ്. അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ ഓക്കെ, റെഡി. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലെങ്കിൽ റോങ് സ്റ്റേറ്റ്മെന്റ് ഇതിൽ ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ റോങ് സ്റ്റേറ്റ്മെന്റ് വരിക കേട്ടോ. ഓക്കെ, റെഡി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? യെസ്, എ വയർ ഓഫ് നാച്ചുറൽ ലെങ്ത് L, Young's modulus Y, and area of cross section A is extended by X, then the energy stored in the wire is. ഇവിടെ എനർജി സ്റ്റോർഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എനർജി സ്റ്റോർഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. Y ഇൻറ്റു ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ആണ്. അല്ലെങ്കിൽ എന്താ പറയുക, എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എത്രത്തോളം അത് എക്സ്റ്റെൻഡ് ചെയ്തു അല്ല, എത്രത്തോളം അതിന്റെ ലോഡ് കൊടുത്തു ഇൻറ്റു അവിടെ ഉണ്ടാവുന്ന എക്സ്റ്റൻഷൻ ചെയ്താൽ മതി അല്ലേ. ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, നമ്മുടെ എനർജി കിട്ടും. സോ എനർജി കണ്ടുപിടിക്കാം. ലോഡ് ആക്ച്വലി എങ്ങനെ കിട്ടണമെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ യങ്സ് മോഡുലസ് വെച്ചിട്ടല്ലേ റിലേഷൻ തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ടെൻഷൻ എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ യങ്സ് മോഡുലസ് ആണ് വരുന്നത്. യങ്സ് മോഡുലസ് ഈസ് ഈക്വൽ ടു FL/A ഡെൽറ്റ L ആണ്. ഓക്കെ, ഇപ്പോൾ ഇതിലത്തെ സംഭവങ്ങളെല്ലാം നോക്കിയതിനു ശേഷം എല്ലിന് സ്മോൾ എല്ലും ഈ എക്സ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എല്ലിന് എത്രത്തോളം എക്സ്റ്റൻഷൻ സംഭവിച്ചു, ഡെൽറ്റ എക്സ് എല്ലിനെയാണ് നമ്മൾ എക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. നമ്മുടെ അടുത്ത് പറഞ്ഞു എക്സ്റ്റെൻഡഡ് ബൈ എക്സ് എന്ന് വന്നിട്ടുണ്ട്, ലെങ്ത് L ആണെന്ന് വന്നിട്ടുണ്ട്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ആണ്, ബാക്കിയെല്ലാം യങ്സ് മോഡുലസ് Y ആണ്. അങ്ങനെയാണ് റിലേഷൻസ് തന്നിട്ടുള്ളത് അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ FL/A ഡെൽറ്റ L ആണ് ചെയ്യേണ്ടത്. അതിനെ F(l) ഡിവൈഡഡ് ബൈ A ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റി. ഓക്കെ, അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ലോഡിനെ ഹാഫ് ഇൻറ്റു ലോഡ് നമുക്ക് എന്തായിട്ട് കൊടുക്കാം? ലോഡ് L ആയിട്ട് കൊടുക്കണം. ആൻഡ് എക്സ്റ്റൻഷൻ ഇസ് എക്സ് ആണ്. അതിനെ നമുക്ക് മാറ്റി എഴുതാം. ലോഡിന്റെ ഇക്വേഷൻ എന്താ വരിക? ലോഡിന്റെ ഇക്വേഷൻ, ലോഡിനെ മാറ്റി എഴുതാം. ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എഫിന്റെ ഇക്വേഷൻ. എഫ് നമ്മുടെ ഇക്വേഷനിൽ എവിടെയും തന്നിട്ടില്ല. സോ എഫിനെ നമുക്ക് മാറ്റി എഴുതണം. എഫ് ഇസ് ഈക്വൽ ടു Y ഇൻറ്റു ഏരിയ ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ ലെങ്ത് വരും അല്ലേ, ഡിവൈഡ് ബൈ ലെങ്ത് വരും. ഓക്കെ, ബൈ ലെങ്ത് വരും. അപ്പൊ അത് വെച്ച് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഹാഫ് ഇൻറ്റു Y ഇൻറ്റു ഏരിയ ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ L ഇൻറ്റു എക്സ് വരും. ഇങ്ങനെ ഉണ്ടോ? ഇക്വേഷൻ ഉണ്ടോ? YA ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു എക്സ് സ്ക്വയർ, YA ഡിവൈഡ് ബൈ 12 ഇൻറ്റു എക്സ് സ്ക്വയർ. യെസ്, സിമ്പിൾ ആണ്. YA ഡിവൈഡഡ് ബൈ 12 into x square is the answer for energy. Okay, correct ആണ്. That is option A is the right answer. Half YA divided by L into x square is the right answer. Okay, simple അല്ലേ ചെയ്യാൻ കിട്ടിയല്ലോ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ്, നമ്മുടെ സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് ആൻസർ ചെയ്യാൻ പറ്റി എന്ന് വിചാരിക്കുന്നു. ഓരോന്നിന്റെയും തിയറി പോർഷൻസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. യെസ്, നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു, ഈസി ആയിരുന്നു വിചാരിക്കുന്നു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്ത് വെറുതെ വെച്ചിട്ട് പോകരുത്, അല്ലെങ്കിൽ വെറുതെ കണ്ടിരുന്നിട്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ ഒപ്പം പ്രാക്ടീസ് ചെയ്യണം, ഒപ്പം നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യണം. നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡ് ആക്ച്വലി കൂടണം എന്നുണ്ടെങ്കിൽ മോസ്റ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളതേ നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ. ഓക്കെ, യെസ്, അപ്പൊ ഇത്രയും ആണ് നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട്. സോ ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആണെന്ന് വിചാരിക്കുന്നു. സോ ടാറ്റ, ബൈ ബൈ, ലവ് യു ഓൾ. ദിസ് ഇസ് സൈനിങ് ഓഫ്. ബൈ, ടാറ്റ.